Hello. Good evening. Yes, everybody. Namade Tejas, Sana Fatima. Yes, welcome. Namade Indian economy. ആ ടെക്സ്റ്റ് ബുക്കാണ് കേട്ടോ. നമ്മൾ ഇന്നലെ മുഴുവൻ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് വന്ന് കിടന്നത്. ഇന്ന് നമ്മൾ ഇന്ത്യൻ ഇക്കോണമിയുടെ ആദ്യത്തെ 4 ചാപ്റ്റേഴ്സ് നമ്മുടെ സിറാജ് സാർ എടുക്കും. മിസ് ആദ്യം ഈ ക്യാപിറ്റൽ ഫോർമേഷൻ, ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ അതാണ് ഇന്ന് എടുക്കുന്നത് കേട്ടോ. ആ സന ഫാത്തിമ മോളെ ബൈ അല്ല വാ ഓക്കെ. നമുക്ക് അഭിജിത്ത് എല്ലാവരും ഉണ്ടല്ലോ. എല്ലാവരും നോമ്പൊക്കെ കഴിഞ്ഞ് ഒക്കെ റെഡി ആയിട്ട് ഇരിക്കാൻ തോന്നുന്നു അല്ലേ? അപ്പോൾ നമുക്ക് തുടങ്ങാം. ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ. എന്താണ് ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ? എന്താണ് ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും. ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ഇറ്റ് റെഫേഴ്സ് എഡ്യൂക്കേറ്റഡ് ട്രെയിൻഡ് സ്കിൽ ആൻഡ് പ്രൊഡക്റ്റീവ് ഹ്യൂമൻ ബീയിങ്സ് ആണ്. അതായത് എന്താണ് ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരണം, നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളതും നല്ല സ്കില്ലുള്ളതും അതേപോലെ ട്രെയിൻഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഹ്യൂമൻ ബീയിങ്സ്, ഡോക്ടേഴ്സ്, ലോയേഴ്സ്, ടീച്ചേഴ്സ്, എഞ്ചിനീയേഴ്സ്, ഇങ്ങനെയുള്ളവരില്ലേ, അവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത് കേട്ടോ. നമ്മൾ ഈ ഹ്യൂമൻ ബീയിങ്സിനെ നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഇതുവരെ ഈ കാണുന്ന വ്യക്തികളെ നമ്മൾ എങ്ങനെയാണ് ഹ്യൂമൻ ക്യാപിറ്റലാക്കി മാറ്റുന്നതെന്നറിയോ? എഡ്യൂക്കേഷൻ കൊടുക്കും, നല്ല ട്രെയിനിങ് കൊടുക്കും. ഇതൊക്കെ കൊടുത്തുകൊണ്ട് ഈ ഹ്യൂമൻ റിസോഴ്സസിനെ മക്കളെ നമ്മൾ എന്തായി കൺവേർട്ട് ചെയ്യും? ഹ്യൂമൻ ക്യാപിറ്റലാക്കിയിട്ട് എന്ത് ചെയ്യും? കൺവേർട്ട് ചെയ്യും കേട്ടോ. അതിനെ അടുത്ത നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ്. ദാറ്റ് ഈസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഷുവർ ക്വസ്റ്റ്യൻ ആണ് ഈ ചാപ്റ്ററിലെ സോഴ്സസ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ. ഇത് ഉറപ്പിച്ചോ ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ചാപ്റ്റർ എന്നുള്ളത് കേട്ടോ. അതായത് വാട്ട് ആർ ദ വേരിയസ് സോഴ്സസ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ. അതായത് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ആവണമെങ്കിൽ മിസ് ഒരു ദിവസം നോമ്പെടുത്ത് നോക്കാം. വെരി ഡിഫിക്കൽട്ട്, ഐ നോ ഇറ്റ്. ഓക്കെ സോഴ്സസ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ എന്ന് പറയുന്നത് എന്തിലൊക്കെ ഇൻവെസ്റ്റ്മെന്റ് നടത്തി കഴിഞ്ഞാലാണ് നമുക്ക് ഈ ഹ്യൂമൻ ബീയിങ്സിനെ ഹ്യൂമൻ ക്യാപിറ്റൽ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാന്നാണ് ചോദ്യം. അതിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് വി ഹാവ് ടു മേക്ക് ഇൻവെസ്റ്റ്മെന്റ് ഇൻ എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം. ഇപ്പം നിങ്ങളെല്ലാവരും പഠിക്കുകയാണല്ലേ, നിങ്ങളെല്ലാവരും ഹ്യൂമൻ റിസോഴ്സസ് ആണ്. നിങ്ങളെന്ന് പറയുന്ന ഈ ഹ്യൂമൻ റിസോഴ്സസിനെ ഒരു കാലത്ത് നിങ്ങളൊക്കെ എന്തായിട്ട് മാറും? ബെറ്റർ ഹ്യൂമൻ ക്യാപിറ്റലാക്കി നിങ്ങളൊക്കെ മാറും. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളിപ്പം പഠിക്കണം എന്ന് പറയുന്നത്. മനസ്സിലായോ? പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രെയിനിങ്, നിങ്ങളുടെ എഫിഷ്യൻസി കൂടും, നിങ്ങൾക്ക് കപ്പാസിറ്റി കൂടും, പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഒക്കെ കൂടും, നിങ്ങൾ നാഷണൽ ഇൻകത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ജോലി കിട്ടും എന്നർത്ഥം. അപ്പോൾ നോക്കിയേ, വാട്ട് ആർ ദ വേരിയസ് സോഴ്സസ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഇൻവെസ്റ്റ്മെന്റ് ഇൻ എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തിലാണ് നമ്മൾ ആദ്യം പൈസ മുടക്കേണ്ടത്. കാരണം എന്തുകൊണ്ടാണ്? എഡ്യൂക്കേറ്റഡ് പേഴ്സൺസ് ആണ് ഏറ്റവും കൂടുതലായിട്ട് എന്ത് ചെയ്യുക? രാജ്യത്തിൻ്റെ പുരോഗതിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നവര്. ഓക്കെ, ഇനി നല്ല എഡ്യൂക്കേഷൻ ഉള്ള വ്യക്തികളെ എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പോൾ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് വളരെ വലുതാണ്. മാത്രമല്ല ഇറ്റ് ഇൻക്രീസസ് ദെയർ ഏർണിംഗ് കപ്പാസിറ്റി, അവർക്ക് ജോലി കിട്ടും, വരുമാനം വരും. ഓക്കെ, മാത്രമല്ല അവരുടെ സോഷ്യൽ സ്റ്റേറ്റസ്, അതായത് സമൂഹത്തിൽ അവർക്ക് കിട്ടുന്ന ബഹുമാനം അതൊക്കെ എന്തായിരിക്കും? വളരെ കൂടുതലായിരിക്കും. അതേപോലെ ദേ സ്റ്റിമുലേറ്റ് ഡിസ്കവറീസ് ആൻഡ് ഇന്നോവേഷൻസ്. കണ്ടോ? അതായത് ഇന്നോവേഷൻസും ഡിസ്കവറീസും കണ്ടുപിടുത്തങ്ങളും ഒക്കെ നടത്തുന്നത് ആരാണ്? എഡ്യൂക്കേറ്റഡ് പേഴ്സൺസ് ആണ്. അപ്പം എഡ്യൂക്കേഷൻ, ഇൻവെസ്റ്റ്മെന്റ് ഇൻ എഡ്യൂക്കേഷൻ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നൗ ദ സെക്കൻഡ് വൺ ഈസ് ഹെൽത്ത്, ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഹെൽത്ത്. നല്ല വിദ്യാഭ്യാസം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, നമുക്ക് അതിന് കൂടെ എന്തും കൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യെസ്, ഹെൽത്ത് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്, ഇസ്ന്റ് ഇറ്റ്? മീൻസ് സൺഡേ മൺഡേ ലാംഗ്വേജ് ക്ലാസ്. യെസ്, സൺഡേ മൺഡേ ഒക്കെ അതാണ് കേട്ടോ. ഞങ്ങൾ ഇന്ന് തീർക്കും. പിന്നെ നമ്മൾ ഷുവർ ക്വസ്റ്റ്യൻസുമായിട്ട് ചൊവ്വാഴ്ച ഈവനിങ്ങേ വരുന്നുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഹെൽത്ത്, ഓൺലി ഹെൽത്തി പേഴ്സൺ ക്യാൻ വർക്ക് ആൻഡ് കോൺട്രിബ്യൂട്ട്. കേട്ടോ, നല്ല ആരോഗ്യമുള്ള വ്യക്തികളല്ലേ. യെസ്, അഫിൻ, ജിഷ മാം, ഹലോ, ഹൗ ആർ യു? ഐ എം വെരി ഫൈൻ. ഓക്കെ, ഓൺലി ഹെൽത്തി പേഴ്സൺസ് ക്യാൻ കോൺട്രിബ്യൂട്ട് ആൻഡ് വർക്ക് ടുവേർഡ്സ് ഇക്കണോമിക് ഗ്രോത്ത് ആണ്. അതായത് നല്ല ആരോഗ്യമുള്ള വ്യക്തികൾക്കാണ് ജോലി ചെയ്യാനും അതുപോലെ അവർക്ക് ഇക്കണോമിക് നമ്മുടെ ഇക്കോണമിയുടെ, അതായത് സമ്പദ് വ്യവസ്ഥയുടെ വികസനത്തിലേക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ആർക്കേ കഴിയുള്ളൂ? ഓൺലി ഹെൽത്തി പേഴ്സൺ. ഇനി എക്സ്പെൻഡിച്ചർ ഓൺ ഹെൽത്ത് ഇൻക്ലൂഡ്സ് എക്സ്പെൻഡിച്ചർ ഓൺ, ഇപ്പം നമ്മൾ എക്സ്പെൻഡിച്ചർ ചെയ്യുക, ഹെൽത്തിൽ എക്സ്പെൻഡിച്ചർ ചെയ്യുക എന്ന് പറയുമ്പം നമ്മൾക്ക് 4 ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തത് പ്രിവെൻറ്റീവ് മെഡിസിൻ ആണ്. പ്രിവെൻറ്റീവ് മെഡിസിൻ എന്ന് പറഞ്ഞാൽ രോഗം വരാതിരിക്കാൻ വേണ്ടി
ചെയ്യുന്നതാണ് പ്രിവെൻറ്റീവ് മെഡിസിൻ. ഇപ്പം നമുക്കിപ്പോൾ അടുത്തറിയാം കൊറോണ വന്നു. അപ്പോൾ കൊറോണ വന്ന സമയത്ത് ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്തു, വാക്സിനേഷൻ, കോവാക്സിൻ ഒക്കെ തന്നിട്ടുണ്ട് അല്ലേ. അതാണ് പ്രിവെൻറ്റീവ് മെഡിസിൻ എന്ന് പറഞ്ഞത്, രോഗം വരാതിരിക്കാനുള്ള മെഡിസിൻ ആണ്. രണ്ടാമത്തെ എന്താണെന്നറിയോ, ക്യൂറേറ്റീവ് മെഡിസിൻ ആണ്. ഇനിയിപ്പോൾ രോഗം വന്നു, എന്നിട്ട് എന്ത് ചെയ്യണം, അതിന് ട്രീറ്റ്മെന്റ് എടുക്കണം, ചികിത്സിക്കണം. അതാണ് ക്യൂറേറ്റീവ് മെഡിസിൻ എന്ന് പറയുന്നത്. ഓക്കെ, മൂന്നാമത്തെ എന്താ, സോഷ്യൽ മെഡിസിൻ ആണ്. സോഷ്യൽ മെഡിസിൻ എന്ന് പറയുന്നത് സ്പ്രെഡ് ഓഫ് ഹെൽത്ത് ലിറ്ററസി ആണ്. അതായത് ഇപ്പം നമ്മുടെ ലൊക്കാലിറ്റിയിൽ മഞ്ഞപ്പിത്തമൊക്കെ പടർന്ന് പിടിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ അവിടെ എന്താ പറയുക, കിണറിൽ ബ്ലീച്ചിങ് പൗഡർ ഇടാനും ഒക്കെ വരും. പിന്നെ അതുമല്ല പഞ്ചായത്തിൽ നിന്ന് മുന്നറിയിപ്പ് തരും, നിങ്ങൾ തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കൂ, പുറത്തുനിന്ന് അത് കഴിക്കരുത് എന്നൊക്കെ പറയുന്നില്ലേ. അങ്ങനെ ഒരു സോഷ്യൽ മെഡിസിൻ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് ലിറ്ററസിയെ കുറിച്ച് ഒരു എന്താ സ്പ്രെഡ് ചെയ്യും. അതിനെക്കുറിച്ച് ആൾക്കാർക്ക് അവബോധം കൊടുക്കും. പിന്നെയാണ് പ്രൊവിഷൻ ഓഫ് സേഫ് ഡ്രിങ്കിങ് വാട്ടർ ആൻഡ് സാനിറ്റേഷൻ, അതായത് കുടിവെള്ളം. ഓക്കെ, അതേപോലെ നല്ല സാനിറ്റേഷൻ ഫെസിലിറ്റീസ്, ദാറ്റ് മീൻസ് ടോയ്ലറ്റ് ഫെസിലിറ്റീസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഹെൽത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്, പ്രിവെൻറ്റീവ് മെഡിസിന് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്, ക്യൂറേറ്റീവ് മെഡിസിൻ ചെയ്യുന്നുണ്ട്, അതേപോലെ സോഷ്യൽ മെഡിസിൻ, പിന്നെ ഡ്രിങ്കിങ് വാട്ടർ ആൻഡ് സാനിറ്റേഷൻ. നൗ കംസ് ദ തേർഡ് വൺ, ജോബ് ട്രെയിനിങ്. ഇതിനും നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നുണ്ട്. എഡ്യൂക്കേഷനും ഹെൽത്തും മാത്രമല്ല, നമ്മൾ എന്ത് ചെയ്യണം, ഇൻവെസ്റ്റ്മെന്റ് ഷുഡ് ബി ഡൺ ഓൺ ദ ജോബ് ട്രെയിനിങ്. ജോബ് ട്രെയിനിങ്ങിനും കൊടുക്കണം. ഓക്കെ, ഇനി എന്താണ് ഈ ജോബ് ട്രെയിനിങ് എന്ന് പറയുന്നത്? ജോബ് ട്രെയിനിങ് മീൻസ് പ്രൊവൈഡിങ് ട്രെയിനിങ് വൈൽ ഓൺ ദ ജോബ്. നമ്മൾ ജോലി ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്ത് കിട്ടുക, ട്രെയിനിങ് എടുക്കുക. അതെന്തിനാണ് നമുക്ക് അങ്ങനെ ട്രെയിനിങ് കൊടുക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാ? യെസ്, വർക്കേഴ്സ് മോർ എഫിഷ്യൻറ്റ്, നല്ല കാര്യക്ഷമമായിട്ട് എന്ത് ചെയ്യണം, വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് കൊടുക്കണം, നമ്മൾ ട്രെയിനിങ് കൊടുക്കണം. ഇനി രണ്ട് ടൈപ്പ് ട്രെയിനിങ് നമുക്ക് കൊടുക്കാം. എങ്ങനെയാണെന്നറിയോ, ഇപ്പൊ ഞാനൊരു ഫാക്ടറിയിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ആ ഫാക്ടറിയിൽ തന്നെ വർക്കേഴ്സ് ആർ ഗിവൺ ട്രെയിനിങ് ഇൻ ദ ഫാക്ടറി ഇറ്റ്സെൽഫ്. ആ ഫാക്ടറി തന്നെ എനിക്ക് എന്ത് 1-2 കൊല്ലമൊക്കെ ട്രെയിനിങ് തരും. ഓക്കെ, എൻ്റെ മുന്നേയുള്ള സീനിയേഴ്സ് അല്ലെങ്കിൽ സൂപ്പർവൈസേഴ്സ് ഒക്കെ എനിക്ക് എന്ത് തരും, ട്രെയിനിങ് തരും. രണ്ടാമത് എന്താണ്, വർക്കേഴ്സ് ആർ സെൻറ്റ് ഫോർ ഓഫ് ക്യാമ്പസ് ട്രെയിനിങ്. ചിലപ്പോൾ പുറത്തേക്ക് തന്നെ വിടും, അല്ല വിദേശ രാജ്യങ്ങളിലേക്കും അല്ലെങ്കിൽ മറ്റുള്ള കമ്പനിയിലേക്ക് പോലും വിട്ടിട്ട് എന്ത് ചെയ്യും, ട്രെയിനിങ് തരും. അങ്ങനെ ട്രെയിനിങ് രണ്ട് രീതിയിൽ കൊടുക്കും. അവിടെ ഉള്ളിൽ നിന്നുകൊണ്ടും കൊടുക്കും, അല്ലാതെ ഓഫ് ക്യാമ്പസ് ട്രെയിനിങ് കൊടുക്കാറുണ്ട്. അടുത്തത് നാലാമത്തതാണ് മക്കളെ എന്ത്, മൈഗ്രേഷൻ. നമുക്കറിയാം മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്ത് നിന്ന് വേറെ രാജ്യത്തേക്ക് പോകുന്നതാണ് നമ്മൾ മൈഗ്രേഷൻ എന്ന് വിളിക്കുക അല്ലെ. എന്തിനാണ് ആൾക്കാർ അങ്ങനെ പോകുന്നത്? അതെന്തിനാ? എന്തിനു വേണ്ടിയിട്ടാണ്? കാരണം ഇവിടെ അൺഎംപ്ലോയ്മെന്റ് ഉണ്ട്, ഇന്ത്യയിൽ തൊഴിലില്ലായ്മയുണ്ട്. അതേപോലെ ടു ഗെറ്റ് ബെറ്റർ ജോബ്സ്, നല്ല ജോലി കിട്ടാൻ. നല്ല ജോലി കിട്ടിയാൽ നമുക്കറിയാം നല്ല വരുമാനം ഉണ്ടാവും, നമ്മുടെ എന്താണ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഒക്കെ കൂടും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, പൈസ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. സീ ദിസ് മൈഗ്രേഷൻ എന്ന് പറയുമ്പോൾ അതിൽ കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ട് ഉണ്ട്, ഹൈ കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻ മൈഗ്രേറ്റഡ് കൺട്രീസ്, പെയിൻ ആൻഡ് സാക്രിഫൈസ്, സെപ്പറേഷൻ ഫ്രം ദ ഫാമിലി. മൈഗ്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര വലിയ നല്ല കാര്യമൊന്നല്ല. പക്ഷേ നമുക്കറിയാം മൈഗ്രേറ്റ് നമ്മളിപ്പോൾ ഏത് രാജ്യത്തേക്കാണോ പോകുന്നത് അവിടെ ചെല്ലുമ്പോൾ കോസ്റ്റ് ഓഫ് ലിവിങ് കൂടുതലായിരിക്കും അല്ലേ. പിന്നെ അതല്ല, നമ്മൾ നമ്മുടെ ഇവിടെ നിന്ന് പറിച്ച് അങ്ങോട്ടേക്ക് പോകുമല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, നമുക്കിവിടെ പെയിൻ ആൻഡ് സാക്രിഫൈസ് വരും. ഓക്കെ, അങ്ങനെ കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ട്, അവിടേക്ക് എത്താൻ നമുക്ക് കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ട് വരും. അങ്ങനെ പല കാര്യങ്ങളും മൈഗ്രേഷനിലുണ്ട്. പക്ഷെ എന്നാലും മൈഗ്രേഷനും പൈസ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. കാരണം നമ്മൾ നല്ല ജോലി തേടി പുറം രാജ്യങ്ങളിലേക്ക് നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഒക്കെ കൂട്ടാൻ വേണ്ടി പോവുകയല്ലേ. അപ്പോൾ അതിനും നമ്മൾ പൈസ മുടക്കാറുണ്ട്. നൗ കംസ് ഇൻഫർമേഷൻ. അടുത്തതാണ് IT അല്ലേ. എക്സ്പെൻഡിച്ചർ ഫോർ ഗെറ്റിംഗ് ഇൻഫർമേഷൻ ഓൺ കോഴ്സസ്, ഇൻസ്റ്റിറ്റ്യൂഷൻ, സാലറി ലെവൽസ് എക്സെട്ര ഈസ് ഓൾസോ സോഴ്സ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ. മാത്രമല്ല നമുക്കറിയാം, ഇപ്പം നിങ്ങൾ നിങ്ങൾ +1 ആണ്, +2 കഴിഞ്ഞ് +2 ഒരു മിഡിൽ എത്തുമ്പോൾ തന്നെ നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങും, എന്ത് എവിടെയാണ് ഇനി അടുത്ത കോഴ്സിന് എന്ത് ചേരാം, ആ കോഴ്സ് എവിടെയാണ് നല്ലത്, ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഇനിയിപ്പോൾ അത് പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ അതിനെ ബേസ് ചെയ്ത ജോലി, ഓക്കെ, അത് ഏത് രാജ്യത്തുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ശമ്പളം എത്രയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എവിടെ ക്ലിക്ക് ചെയ്താലാണ് കിട്ടുക, ഇൻഫർമേഷൻ, IT കേട്ടാ. നമ്മൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുകയല്ലേ ചെയ്യുക. അതിനും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പൈസ മുടക്കുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് നമ്മുടെ സോഴ്സസ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ. അപ്പൊ ഏതൊക്കെയാ? ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഹെൽത്ത്, ഇൻവെസ്റ്റ്മെന്റ് ഇൻ എഡ്യൂക്കേഷൻ, മൈഗ്രേഷൻ, ജോബ് ട്രെയിനിങ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി. ഈ 5 സാധനം എഴുതണം. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. 5 പോയിന്റ് ഉണ്ട്, മറന്നു പോകരുത്. ലഫി മിസ്സേ, യെസ് ഇവിടെ ഉണ്ട്. തിരക്കാണ്, തീർക്കേണ്ട തിരക്കാണ്. ഇനി അടുത്തത് ഫിസിക്കൽ ക്യാപിറ്റലും ഹ്യൂമൻ ക്യാപിറ്റലും തമ്മിലുള്ള ഡിഫറൻസസ് ആണ് പറയുന്നത് കേട്ടോ. ഒരു 3 ഡിഫറൻസ് പഠിച്ചാൽ മതി. ഇവിടെ ഒരു 5 എണ്ണം കൊടുത്തിട്ടുണ്ട്.
പക്ഷെ അത് നമ്മൾ കറക്റ്റ് ഒരു 3 എണ്ണെങ്കിലും പഠിച്ചു വയ്ക്കുക. നോക്ക്, ഫിസിക്കൽ ക്യാപിറ്റൽ ആൻഡ് ഹ്യൂമൻ ക്യാപിറ്റൽ. മക്കളെ, ഫിസിക്കൽ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ചിന്തിക്കണം ബിൽഡിങ്, ലാൻഡ്, മെഷീൻസ്, ഇതൊക്കെയാണ് ഫിസിക്കൽ ക്യാപിറ്റൽ. നേരെ മറിച്ച് ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ടത് ആരാണ്? ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, ടീച്ചേഴ്സ്, ലോയേഴ്സ്, ഇവരൊക്കെയാണ് ആര്? നമ്മുടെ ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അത് തന്നെ നോക്കിയാൽ നമുക്ക് വ്യത്യാസം മനസ്സിലാവും. നോക്ക്, ഫിസിക്കൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ടാഞ്ചിബിൾ ആണ്, നമുക്ക് തൊട്ട് നോക്കാം. ഫിസിക്കൽ ക്യാപിറ്റൽ ഇപ്പോൾ ഒരു ബിൽഡിംഗ് ആയിക്കോട്ടെ, ഒരു മെഷീൻസ് ആയിക്കോട്ടെ, നമുക്ക് എന്ത് ചെയ്യാം? ടച്ച് ചെയ്യാം, അല്ലേ? പക്ഷേ ഒരു ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറയുന്നത് നോട്ട് ടാഞ്ചിബിൾ. ടച്ച് ചെയ്യാനോ തൊട്ട് നോക്കാനോ ഒന്നും പറ്റില്ല. കാരണം ദേ പ്രൊവൈഡ് സർവീസസ് തൊട്ട് നോക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഫിസിക്കൽ ക്യാപിറ്റൽ ടാഞ്ചിബിൾ ആണ്, ഹ്യൂമൻ ക്യാപിറ്റൽ ഇൻടാഞ്ചിബിൾ അല്ലെങ്കിൽ നോൺ ടാഞ്ചിബിൾ ആണ്. ഇനി ഫിസിക്കൽ ക്യാപിറ്റലിനെ നമുക്ക് അതിന്റെ ഓണറുമായിട്ട് സെപ്പറേറ്റ് ചെയ്യാം. ഇപ്പൊ ഒരു ബസ്സിന്റെ മുതലാളി, ബസ്സിന്റെ മുതലാളിക്ക് വീട്ടിൽ കിടന്നുറങ്ങാം, ബസ് ഷെഡിൽ പാർക്ക് ചെയ്യാം, ഇല്ലേ? അപ്പൊ ഫിസിക്കൽ ക്യാപിറ്റലിന് അതിന്റെ ഓണറെ നമുക്ക് എന്ത് ചെയ്യാം? സെപ്പറേറ്റ് ചെയ്യാം. പക്ഷെ മക്കളെ, ഹ്യൂമൻ ക്യാപിറ്റൽ കനോട്ട് സെപ്പറേറ്റ് ഫ്രം ഇറ്റ്സ് ഓണർ. ഇപ്പൊ ഞാനൊരു ഹ്യൂമൻ ക്യാപിറ്റൽ ആണ്. ഞാൻ ചെയ്യുന്ന സർവീസസ്, ഇപ്പൊ ഞാൻ അപ്പുറത്തെ റൂമിൽ ഇരുന്നിട്ട് എന്റെ ക്ലാസ് ഇവിടെ നടക്കൂല, ഈ റൂമിൽ എന്റെ ക്ലാസ് നടക്കൂല. മനസ്സിലായോ? ഇത് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓണർ അതിന്റെ സർവീസസിൽ നിന്ന് ചെയ്യാൻ പറ്റില്ല, കനോട്ട് സെപ്പറേറ്റ്. ഇനി ഡിപ്രീഷിയേറ്റ് വിത്ത് ടൈം. ഇപ്പൊ ഒരു മെഷീൻ ആയിക്കോട്ടെ, ബിൽഡിംഗ് ആയിക്കോട്ടെ, നമ്മൾ കുറെ കാലം യൂസ് ചെയ്യുമ്പോൾ അതിന് തേയ്മാനം വരും. പക്ഷേ ഇവിടെ എപ്പോഴാണ് തേയ്മാനം വരിക? വിത്ത് ഏജിങ്. നമ്മൾ വയസ്സാകുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുക? തേയ്മാനം വരിക. ഇവിടെ യൂസ് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുക? തേയ്മാനം വരിക. ഇനി ഇത് ഈസിലി മൂവബിൾ ബിറ്റ്വീൻ ദ കൺട്രീസ് ആണ്. ഇപ്പോൾ ഒരു ഫാക്ടറി, ബിൽഡിംഗ് ഒക്കെ ആണെങ്കിൽ നമുക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് അയക്കുകയോ അല്ലെങ്കിൽ വിദേശ രാജ്യത്ത് നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരികയോ ഒക്കെ ചെയ്യാം, അല്ലേ? പക്ഷെ ഇത് സംഭവം എന്താ വെച്ചാൽ there are restrictions for movement. അതായത് നമുക്കിവിടെ ഹ്യൂമൻ ക്യാപിറ്റലിന് നമുക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ആൾക്കാർ ഇങ്ങനെ കാനഡയും അവിടെ ഇവിടെയൊക്കെ പോകുന്നുണ്ട്, പക്ഷെ അതിനൊക്കെ ഇപ്പം കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇനിയിപ്പോൾ നോക്കിയേ, അടുത്ത നോക്കിയേ, ചേഞ്ച് ഓഫ് ടെക്നോളജി മേക്സ് ഒബ്സലേറ്റ്. ഇവിടെ ഈ ഫിസിക്കൽ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ടെക്നോളജിയിൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് വരികയാണെങ്കിൽ ഇത് പഴയതാവും. ഇപ്പം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു മെഷീനാണ്, പക്ഷെ അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വേറൊരു പുതിയ മെഷീൻ, പുതിയ ടെക്നോളജി. ഇപ്പോൾ പണ്ട് മക്കൾക്ക് അറിയില്ലേ, ടൈപ്പ് റൈറ്റിംഗ് ആയിരുന്നു. പക്ഷെ ടെക്നോളജിക്ക് വളർന്നപ്പോൾ ആര് കയറി? കമ്പ്യൂട്ടർ വന്നു. അപ്പോൾ ആര് പുറത്തായി? ടൈപ്പ് റൈറ്റിംഗ് മെഷീൻസ് ഒക്കെ പുറത്തായി. അപ്പോൾ ടെക്നോളജിക്കൽ ചേഞ്ച് വന്നാൽ ഇത് പഴയതായി പോകും. പക്ഷേ ഇവിടെ ടെക്നോളജിക്കൽ ചേഞ്ച് വന്നാൽ അതിനെ അഡാപ്റ്റ് ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ട്? ഹ്യൂമൻ ക്യാപിറ്റലിനുണ്ട്. എങ്ങനെ? ത്രൂ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. അത് നല്ല വിദ്യാഭ്യാസവും നല്ല ട്രെയിനിങ് കൊടുത്താൽ പുതിയ ടെക്നോളജിയെ ഇവർ സ്വീകരിക്കും. ആര്? ഹ്യൂമൻ ക്യാപിറ്റൽ. പക്ഷെ ഇതെന്ത് ചെയ്യും? ഇത് നശിച്ചു പോകും കേട്ടോ. ഓക്കെ, നൗ കംസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹ്യൂമൻ ക്യാപിറ്റൽ ആൻഡ് ഇക്കണോമിക് ഗ്രോത്ത്. ഇത് പരീക്ഷയ്ക്ക് ഇടയ്ക്ക് ചോദിക്കുന്നത്, ഡു യു തിങ്ക് ഇസ് ദർ എനി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹ്യൂമൻ ക്യാപിറ്റൽ ആൻഡ് ഇക്കണോമിക് ഗ്രോത്ത്? ചാപ്റ്റർ കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹ്യൂമൻ ക്യാപിറ്റൽ ആൻഡ് ഇക്കണോമിക് ഗ്രോത്ത്. അടുത്തത് ഇത് ചിലപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക. അതായത് നമ്മുടെ ഹ്യൂമൻ ക്യാപിറ്റലും നമ്മുടെ ഇക്കണോമിക് ഗ്രോത്തും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അപ്പോൾ നിങ്ങളോട് പറയണം ബന്ധമുണ്ട്. യെസ്, ഇറ്റ് ഈസ് റിലേറ്റഡ് എന്നാണ്, ഫുൾ സ്റ്റോപ്പ് ഇട്ട് പോവരുത്. എങ്ങനെയാണ് ആ ബന്ധം എന്നും കൂടെ നമ്മൾ അറിയണം. ഇപ്പോൾ ഒരു രാജ്യത്ത് ഇഷ്ടംപോലെ ഹ്യൂമൻ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ രാജ്യം വികസിക്കും. കാരണം അവരൊക്കെ നല്ലോണം ജോലി ചെയ്യുന്നതും നല്ല സ്കിൽഡും പവറുള്ളവരും പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരും ആയിരിക്കും. അപ്പോൾ അവർ നല്ലോണം ജോലി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നാഷണൽ ഇൻകം കൂടുന്നു, നമ്മുടെ രാജ്യം വികസിക്കുന്നു, അല്ലേ? അപ്പോൾ ഉറപ്പാണ് ഹ്യൂമൻ ക്യാപിറ്റലും ഇക്കണോമിക് ഗ്രോത്തും തമ്മിൽ എന്തുണ്ട്? ബന്ധമുണ്ട്. കണ്ടോ, ഇക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത് റിയൽ നാഷണൽ ഇൻകം ഇൻക്രീസ് ആണ്. ഇക്കണോമിക് ഗ്രോത്ത്, ഒരു രാജ്യം വികസിക്കുക എന്ന് പറയുമ്പോൾ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യേണ്ടത് നമ്മുടെ നാഷണൽ ഇൻകം, ദേശീയ വരുമാനം കൂടുതലാണ്. അതേപോലെ എഡ്യൂക്കേറ്റഡ് പേഴ്സൺ ക്യാൻ കോൺട്രിബ്യൂട്ട് മോർ ദാൻ ഇല്ലിറ്ററേറ്റ് പേഴ്സൺ. ഒരു പഠിപ്പും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ള ആളാണ് ഏറ്റവും കൂടുതൽ ഇക്കണോമിക് ഗ്രോത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുക. ഇല്ലിറ്ററേറ്റ് എന്ന് പറഞ്ഞാൽ പഠിക്കാത്തവരെക്കാളും. അതുകൊണ്ടാണ് മക്കളെ പറയുന്നത് പഠിക്കൂ എന്ന് പറയുന്നത്. കാരണം പഠിച്ച് ജോലി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളും ആരുടെ ഭാഗമാവും? ഇക്കണോമിക് ഗ്രോത്തിന്റെ ഒരു ഭാഗമാവും. മനസ്സിലായോ? അടുത്ത നോക്ക്, ഹെൽത്തി പേഴ്സൺ ക്യാൻ കോൺട്രിബ്യൂട്ട് ടു മോർ നാഷണൽ ഇൻകം. അപ്പൊ വിദ്യാഭ്യാസം ഉള്ളവരാണ് കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, ഹെൽത്തി പേഴ്സൺസ് ആണ് കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. Therefore, education, health along with other factors increases the earning capacity and economic growth. അതുകൊണ്ട് നല്ല വിദ്യാഭ്യാസവും നല്ല ആരോഗ്യമുള്ള ആൾക്കാർ ജോലി എടുക്കുക, അവരുടെ ഏർണിംഗ് കപ്പാസിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇപ്പുറത്ത് സംഭവിക്കുന്ന എന്താണ്? ഇക്കണോമിക് ഗ്രോത്ത് സംഭവിക്കും കേട്ടോ.
അപ്പോൾ ഇതാണ് രണ്ടും റിലേറ്റഡ് ആണ്. എക്കണോമിക് ഗ്രോത്തും അതേപോലെ ഹ്യൂമൻ ക്യാപിറ്റലും തമ്മിൽ ഇറ്റ് ഇസ് ക്ലോസ്ലി ദേ ആർ ഇന്റർ റിലേറ്റഡ് ആണ്. അവർ എന്താ പറയുന്നത്? ഇന്റർ റിലേറ്റഡ്. ഓക്കെ, അവർ ഇന്റർ റിലേറ്റഡ് ആണ് ആരൊക്കെ ഇത് തമ്മിൽ കേട്ടോ. അപ്പൊ ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ മക്കളെ ഈ പോയിന്റ്സ് എഴുതി വെക്കുക കേട്ടോ. നൗ കംസ് ഹ്യൂമൻ ക്യാപിറ്റലും ഹ്യൂമൻ ഡെവലപ്മെന്റും തമ്മിൽ ബന്ധമുണ്ട് ഇല്ലേ? ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ് ആണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഹ്യൂമൻ ഡെവലപ്മെന്റ് വരും. കണ്ടോ, നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് എഡ്യൂക്കേഷനും ഇൻവെസ്റ്റ്മെന്റിന് ഹെൽത്തും കൊടുക്കണം കേട്ടോ. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് ആണ് സംഭവിക്കുന്നത്. ഓക്കെ, കാരണം ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ ഹയർ പ്രൊഡക്ടിവിറ്റി ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇനി അടുത്തത് നോക്കിക്കോളൂ, ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ഇൻ ഇന്ത്യ. ഇനിയിപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് സോഴ്സസ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ആണ്, പിന്നെ ഇത് തമ്മിൽ ബന്ധമുണ്ടോ എന്നൊക്കെയാണ് നമ്മൾ ചോദിച്ചത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ രാജ്യത്തെ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ഏത് കോലത്തിലാണ് എന്നാണ്. ഓക്കെ, നോക്കിയേ, ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ഇസ് ദ റിസൾട്ട് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത്. നമുക്കറിയാം ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ വരണമെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം? ഹെൽത്തിലും അതേപോലെ എഡ്യൂക്കേഷനും എക്സ്പെൻഡിച്ചർ നടത്തണം, ഇൻവെസ്റ്റ്മെന്റ് നടത്തണം. ഓക്കെ, ഇനി നമ്മുടെ ഇന്ത്യയിൽ നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയിൽ എഡ്യൂക്കേഷനിൽ, അതായത് ബോത്ത് എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് ദേ ആർ ടു ബി ക്യാരീഡ് ഔട്ട് ബൈ ബോത്ത് പ്രൈവറ്റ് ആൻഡ് പബ്ലിക് സെക്ടർ ഗവൺമെന്റ്. നമ്മുടെ ഇന്ത്യയിൽ ഈ ഹെൽത്തും അതേപോലെ എഡ്യൂക്കേഷനും രണ്ടു കൂട്ടരും ഒരുപോലെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഗവൺമെന്റും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അറ്റ് ദ സെയിം ടൈം പ്രൈവറ്റ് ആരും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്കറിയാം, സ്കൂൾസ് ആണെങ്കിൽ നമുക്ക് ഗവൺമെന്റ് സ്കൂൾസ് ഉണ്ട് അല്ലേ, എഡ്യൂക്കേഷൻ. അതേപോലെ എഡ്യൂക്കേഷൻ ആരും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പ്രൈവറ്റ് സ്കൂൾസ് ഓൾസോ പ്രൊവൈഡ്. അപ്പൊ നോക്ക്, ഒരു സാധനം തന്നെ രണ്ടു കൂട്ടരും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഹെൽത്ത് എടുത്തോളൂ, ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഹെൽത്ത് എടുത്തോളൂ. വി ഹാവ് മെഡിക്കൽ കോളേജ് റൺ ബൈ ഗവൺമെന്റ് ആണ് അല്ലേ, ഗവൺമെന്റ് ഹെൽത്തിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം വി ഹാവ് സോ മെനി പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഹിയർ. അപ്പൊ എന്ത് ചെയ്യും? പ്രൈവറ്റ് ഹോസ്പിറ്റൽസും ഇല്ലേ നമുക്ക് ഇവിടെ ഇഷ്ടം പോലെ. അപ്പൊ പ്രൈവറ്റ് ഹോസ്പിറ്റൽസുകാരും അവിടെ പൈസ മുടക്കുന്നുണ്ട്. ക്ലിയർ? അപ്പൊ ഈ രണ്ട് സംഭവവും ആര്? ഗവൺമെന്റും പൈസ ചെലവാക്കുന്നുണ്ട്, ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നുണ്ട്, പ്രൈവറ്റുകാരും ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നുണ്ട്. ഇൻ ഡിസംബർ നോക്ക് 2002 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പാസ്ഡ് 86th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്. ഇത് ഞാൻ അണ്ടർലൈൻ ചെയ്ത് ആലോചിക്കുക, ഇത് വൺ വേർഡ് ഇവിടെ നിന്ന് പൊക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. 86ാമത് ഭരണഘടനാ ഭേദഗതി അനുസരിച്ച് എന്ത് ചെയ്തു? ഫ്രീ എഡ്യൂക്കേഷൻ, അതായത് സൗജന്യ വിദ്യാഭ്യാസം ആർക്കാ? ഇറ്റ്സ് എ ഫണ്ടമെന്റൽ റൈറ്റ്. അത് കുട്ടികളുടെ എന്താണ്? ഒരു മൗലിക അവകാശമാണ്. എന്തോന്ന്? ഫ്രീ എഡ്യൂക്കേഷൻ അറ്റ് ദ ഏജ് ഗ്രൂപ്പ് ഓഫ് 6 to 14 years. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം പ്രൊവൈഡ് ചെയ്തു. അത് ഏതിലാ പറയുന്നത്? 86th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റിലാണ്. ഇവിടെയാണ് വൺ വേർഡ് ചോദിച്ചത് കേട്ടോ. ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ. Education is a fundamental right to all the children in the age group of 6 to 14. അത് ഏത് അമെൻമെന്റ് ആണെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തതാണ് ഓർഗനൈസേഷൻ. നമ്മുടെ ചാപ്റ്റർ കഴിയാനാണ് പോകുന്നത്. ഓർഗനൈസേഷൻ ദാറ്റ് റെഗുലേറ്റ് എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് സെക്ടർ ഇൻ ഇന്ത്യ. ദാറ്റ് ഈസ് ഓൾസോ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ഇന്ത്യയിൽ ഹെൽത്ത് സെക്ടറും എഡ്യൂക്കേഷൻ സെക്ടറും കൺട്രോൾ ചെയ്യുന്ന ഓർഗനൈസേഷന്റെ പേരാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾ പഠിച്ചിരിക്കണം, എഡ്യൂക്കേഷൻ കൺട്രോൾ ചെയ്യുന്നതും അതേപോലെ ഹെൽത്ത് കൺട്രോൾ ചെയ്യുന്നതും. നമ്മൾ ആദ്യം എഡ്യൂക്കേഷൻ കൺട്രോൾ ചെയ്യുന്നത് നോക്ക്, 3 എണ്ണം ഉണ്ട് കേട്ടോ. ഇതാണ് എഡ്യൂക്കേഷൻ കൺട്രോൾ ചെയ്യുന്നത് 3 ഓർഗനൈസേഷൻ ഉണ്ട്. ഒന്ന് NCERT ആണ്, ദാറ്റ് ഈസ് നമുക്കറിയാം നാഷണൽ കൗൺസിൽ ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ട്രെയിനിങ്. NCERT ടെക്സ്റ്റ് ബുക്ക് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇവർ ആണ് എന്ത് ചെയ്യുന്നത്? പ്രൈമറി ആൻഡ് സെക്കൻഡറി എഡ്യൂക്കേഷന്റെ ക്വാളിറ്റി, അവരാണ് സിലബസ് പ്രിപ്പറേഷൻ, അതിന്റെ ക്വാളിറ്റി, കരിക്കുലം ഇതൊക്കെ പ്രിപ്പയർ ചെയ്യുന്നു. ക്ലിയർ? അതാണ് NCERT. ഓക്കെ, അടുത്തതാണ് UGC. അവരെന്താണ്? ക്വാളിറ്റി ഓഫ് ഹയർ എഡ്യൂക്കേഷൻ, അതായത് കോളേജ് ലെവല് അങ്ങനെയുള്ളതിലാണ് ഈ NCERT എന്ത് ചെയ്യുന്നത്? റിസർച്ച് ചെയ്യുന്നത് കേട്ടോ. അല്ല സോറി, UGC, യൂണിയൻ ഗ്രാൻഡ് കമ്മീഷൻ. Now comes AICT, that is All India Council for Technical Education ആണ്. അതായത് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ, അതായത് നമ്മുടെ പോളി, ITI എന്നൊക്കെ പറയുന്ന സംഭവങ്ങളില്ലേ, അവരുടെ ആ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ക്വാളിറ്റി എൻഷുർ ചെയ്യുന്നത് ആരാണ്? ഈ AICT ആണ്. അപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണ്, റൈറ്റ് എനി 2 institution which controls or organization that regulate education sector in India. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് NCERT, UGC, AICT ഏതെങ്കിലും 2 എണ്ണം എഴുതുക കേട്ടോ. ഇനി അടുത്തതാണ് നമ്മുടെ ഹെൽത്ത് സെക്ടർ കൺട്രോൾ ചെയ്യുന്നത് നോക്കിയേ. ഒന്ന് ഇവിടെ ഉണ്ട് ICMR, അതായത് ഇന്ത്യൻ കൗൺസിൽ മെഡിക്കൽ റിസർച്ച് ആണ് ICMR. അവരാണ് നമ്മുടെ മെഡിക്കൽ എഡ്യൂക്കേഷൻ, എൻഷുവേഴ്സ് ക്വാളിറ്റി ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ. ഇത് ഇവിടെ ഇപ്പോൾ ഒന്നേ പറഞ്ഞിട്ടുള്ളൂ, ഒന്നും കൂടി ഉണ്ട്, ദാറ്റ് ഈസ് ഫാർമസി കൗൺസിൽ.
ഓക്കെ, അതേപോലെ എന്തുണ്ട്, നഴ്സിംഗ് കൗൺസിൽ ഏതെങ്കിലും പഠിച്ചു വെക്കുക കേട്ടോ. നഴ്സിംഗ് കൗൺസിൽ. അപ്പൊ പരീക്ഷയ്ക്ക് രണ്ടെണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നേ ഉള്ളൂ എന്ന് പറയരുത്. ഒന്ന് ICMR ആണ്, മറ്റേത് ഫാർമസി അല്ലെങ്കിൽ നഴ്സിംഗ് കൗൺസിൽ എന്നും കൂടെ പഠിച്ചു വെക്കുക കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ ഒന്നേ കൊടുത്തിട്ടുള്ളൂ, പക്ഷെ പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പൊ ഇതാണ് ഓർഗനൈസേഷൻ ദാറ്റ് കൺട്രോൾസ് എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് സെക്ടർ ഇൻ ഇന്ത്യ. ഇത് 2 മാർക്കിന് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്, മറന്നു പോവരുത്. Okay, now comes India emerging economic superpower and knowledge economy. ഇന്ത്യ ഒരു നോളജ് ഇക്കോണമി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുക. ബിക്കോസ് വി യൂസ് വാട്ട് മെയിൻലി IT. നമ്മളൊരു നോളജ് ഇക്കോണമിയാണ്, എസ്പെഷ്യലി കേരള. കാരണം നമ്മൾ എന്തും ഏതിലും എവിടെയും, ഇപ്പൊ ഇത് കുഗ്രാമത്തിൽ പോലും നെറ്റ് ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്, ആൾക്കാർ അത് സെർച്ച് ചെയ്യുന്നു, ടെക്നോളജിക്കലി ഡെവലപ്ഡ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, ഇൻ ഇന്ത്യ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ഓൺ എഡ്യൂക്കേഷൻ ഇസ് ഇൻക്രീസിങ്. ഇന്ത്യയിൽ വിദ്യാഭ്യാസത്തിന് വേണ്ടി ചെലവാക്കുന്ന എമൗണ്ട് വളരെ കൂടുതലാണ്. നോക്ക്, സെൻട്രൽ ഗവൺമെന്റ് 2004-2005 2% കേട്ടോ എഡ്യൂക്കേഷൻ സെസ് എന്ന് പറയുന്നത് ഒരു ടാക്സ് ആണ്, ഓൺ ഓൾ യൂണിയൻ ടാക്സ് കണ്ടോ. 2004-2005 നമ്മുടെ സെൻട്രൽ ബഡ്ജറ്റിൽ ഒരു 2% ടാക്സ് ഇമ്പോസ് ചെയ്യുക, സെസ് എന്നാണ് നമ്മൾ പറയുക. അതൊരു ടാക്സ് വരുമാനമാണ്. അങ്ങനെ കളക്ട് ചെയ്യുന്ന വരുമാനം എന്താ ചെയ്യുന്നത്? ഇറ്റ് ഈസ് മെയിൻലി മെൻ ഫോർ എലമെന്ററി എഡ്യൂക്കേഷൻ. എലമെന്ററി എന്ന് പറഞ്ഞാൽ പ്രാഥമിക വിദ്യാഭ്യാസം, 1, 2, 3, 4 അല്ലെ. ആ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഗവൺമെന്റ് ചെലവാക്കുകയാണ്. നോക്ക്, എത്രയാണ് അങ്ങനെ എഡ്യൂക്കേഷൻ സെസ് വഴി നമ്മൾ കളക്ട് ചെയ്തത്? 6000 കോടി രൂപയാണ്. ഈ 6000 കോടി രൂപ നമ്മൾ എഡ്യൂക്കേഷൻ സെസ് വഴി പിരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മള് ഈ പൈസ എടുത്തിട്ട് നമ്മൾ എലമെന്ററി എഡ്യൂക്കേഷൻ, കാരണം മക്കളെ ഏറ്റവും കൂടുതൽ പിള്ളേർ പഠിക്കുന്ന ആ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് എലമെന്ററി എഡ്യൂക്കേഷനാ, പ്രാഥമിക വിദ്യാഭ്യാസമാണ്. അപ്പൊ അവിടേക്ക് എന്ത് ചെയ്യുക? പൈസ ഇൻവെസ്റ്റ് ചെയ്യുക ചെയ്തത് കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് ഫർദർ ചാലഞ്ചസ്, വെരി ഇമ്പോർട്ടൻറ്റ്. ഐ തിങ്ക് ദിസ് ഇസ് ദ ലാസ്റ്റ് ടോപ്പിക് ഓഫ് ദിസ് ചാപ്റ്റർ. ഇനി നമ്മുടെ ഇന്ത്യയിൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എന്താണ് ഈ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷനുമായി ബന്ധപ്പെട്ട്? എലമെന്ററി എഡ്യൂക്കേഷൻ ഡ്രോപ്പ് ഔട്ട്സ് ആർ വെരി ഹൈ. അതാണ് കാര്യം. അതായത് ഈ എലമെന്ററി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഈ പ്രാഥമിക വിദ്യാഭ്യാസം ഇല്ലേ, 1, 2, 3, 4 ക്ലാസ്സിലെ ഇതില് കുട്ടികളൊക്കെ ആദ്യം വന്ന് ചേരും, പക്ഷെ പിന്നീട് അവരെ കാണാല്ല. ആദ്യത്തെ 10 ദിവസമൊക്കെ സ്കൂളിൽ വരും, പിന്നെ അവര് ഡ്രോപ്പ് ഔട്ട് ആവും. അതാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന ഒരു ചാലഞ്ച് എന്ന് പറയുന്നത്. കാരണം അവര് പിന്നെ പണിക്ക് പോകും, പിള്ളേരെ ചെറിയ കുട്ടികൾ അച്ഛൻ്റെ കൂടെയൊക്കെ പണിക്ക് അങ്ങോട്ട് കൂലിപ്പണിക്കൊക്കെ പോവുകയാണ്. അതാണ് സംഭവം. നമ്മുടെ കേരളമല്ല, നമ്മൾ ഇതിപ്പോൾ കേരളത്തിന്റെ കാര്യമല്ലല്ലോ പഠിക്കുന്നത്, ഇന്ത്യ മൊത്തമല്ലേ. പക്ഷെ പല സ്റ്റേറ്റിലും വളരെ പരിതാപകരമാണ് സത്യത്തിൽ. Now, enrollment ratio in secondary education is also low. പിന്നെ സെക്കൻഡറി വിദ്യാഭ്യാസം നിങ്ങളുടെ +1 +2 ഇല്ലേ, അതിൽ പോയി 10ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ നേരെ കയറുകയാണ് വേറെ പണിക്ക്. പക്ഷെ ആരും തന്നെ എന്ത് ചെയ്യുന്നില്ല? സെക്കൻഡറി എഡ്യൂക്കേഷന് മെനക്കെട്ട് പോകുന്നില്ല. അപ്പൊ സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്തുണ്ട്? ഡ്രോപ്പ് ഔട്ട് ആണ്. അതേപോലെ നമ്മുടെ ലിറ്ററസി റേറ്റ് മെയിൽ ആൻഡ് ഫീമെയിൽ അത് നല്ല ഡിഫറൻസ് ഉണ്ട്. ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിലുള്ള വിദ്യാഭ്യാസം ഇല്ലേ മക്കളെ, അതായത് ഇവിടെ ആർക്കാണ് മെയിൽ ലിറ്ററസി ആണ് കൂടുതൽ, 82% മെയിൽ ആണുങ്ങൾക്കാണ് വിദ്യാഭ്യാസം, പെണ്ണുങ്ങൾക്ക് വളരെ കുറവേ ഉള്ളൂ, 65% ഉള്ളൂ, ബാക്കിയൊക്കെ വീട്ടിൽ കുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പം ഇവിടെ തന്നെ മെയിൽ ലിറ്ററസിയും ഫീമെയിൽ ലിറ്ററസിയിലും ഭയങ്കര ഡിഫറൻസസ് ഉണ്ട്. അടുത്ത നോക്ക്, ലോ പാർട്ടിസിപ്പേഷൻ ഹയർ എഡ്യൂക്കേഷൻ. ഇനി ഹയർ എഡ്യൂക്കേഷൻ ഡിഗ്രി ലെവലിലൊക്കെ പോകുന്നില്ലേ, അതൊക്കെ തന്നെ വളരെ കുറവാണ്. അപ്പോൾ എലമെന്ററി എഡ്യൂക്കേഷനിൽ ഡ്രോപ്പ് ഔട്ട് ഉണ്ട്, സെക്കൻഡറി എഡ്യൂക്കേഷനിൽ ഡ്രോപ്പ് ഔട്ട് ഉണ്ട്. പിന്നെ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡ്രോപ്പ് ഔട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ഇവർ ഹയർ സ്റ്റഡീസിന് പോകും? അപ്പോൾ ഹയർ സ്റ്റഡീസിൽ ജോയിൻ ചെയ്യുന്ന കുട്ടികളുടെ എണ്ണം വളരെ എന്താണ് മക്കളെ? കുറവാണ്. അതേപോലെ നമ്മുടെ രാജ്യത്തുള്ള വേറൊരു പ്രശ്നം എന്താണെന്നറിയോ? എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയ്മെന്റ്. ഇനിയിപ്പോൾ നല്ല വിദ്യാഭ്യാസം ഒക്കെ ഉണ്ടെങ്കിലും അവർക്ക് എന്തില്ല മക്കളെ? ജോലിയില്ല. ദാറ്റ് ഈസ് അനദർ ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാപ്റ്റർ ഇവിടെ തീരുകയാണ്. ഏത്? നമ്മുടെ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ചാപ്റ്റർ. മക്കളെ ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ടോപ്പിക് ഉണ്ട്. അതിൽ ഒന്നാമത്തെ ടോപ്പിക് സോഴ്സസ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ആണ്. പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത് ഓർഗനൈസേഷൻ, മിസ് നേരത്തെ പറഞ്ഞു വന്നു, അത് പഠിക്കണം. പിന്നെ എടുക്കുന്ന സമയത്ത് കുറേ 1 വേർഡ് അങ്ങനെ വരും ഇങ്ങനെ വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിലെല്ലാം തന്നെ എന്ത് ചെയ്യണം? കോൺസെൻട്രേറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, നൗ ലെറ്റ് മീ കോൾ സിറാജ് സാർ. ഓക്കെ, സിറാജ് സാറ് വരും. സിറാജ് സാറ് വന്നിട്ട് നിങ്ങൾക്ക് അടുത്ത ചാപ്റ്റർ എടുക്കും കേട്ടോ. എന്നിട്ട് ഞാൻ തിരിച്ച് റൂറൽ ഡെവലപ്മെന്റും ഒക്കെ എടുക്കാണ്ട് ഇന്ന് നമുക്ക് ഇന്ത്യൻ ഇക്കോണമി തീർക്കണം കേട്ടോ. അപ്പൊ അതുകൊണ്ട് ആരും പോവരുത്, ഇവിടെ ഇരിക്കുക. ഓക്കെ, സുഖമായിട്ട് നമുക്ക് പഠിക്കുക, ഡോണ്ട് വെറി. ഒരു സ്റ്റോറി പോലെ അങ്ങ് പഠിച്ചാൽ മതി, വലിയ പ്രശ്നമൊന്നുമില്ല. അടുത്തത് ചാപ്റ്റർ 1 ആണ്, ഇന്ത്യൻ ഇക്കോണമി ഓൺ ദ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ്. ഓക്കെ, അപ്പൊ അത് സാറ് വരും, ആരും പോവരുത്. ഓക്കെ,
ഓക്കെ നൗ പിന്നെയും ഞാൻ വന്നു ഇല്ല, ഇപ്പം സിറാജ് സാർ വരും. സിറാജ് സാർ എടുക്കുന്നുണ്ട്. ഓക്കെ ഫൈൻ. ഓക്കെ മിസ് ഞാൻ പിന്നെയും വന്നു. പഠിക്കാം. ഇന്ന് നമുക്ക് ഇന്ത്യൻ എക്കോണമി സെറ്റാക്കിയിട്ട് ഇവിടെ നിന്ന് പോകണം. നമ്മൾക്കൊരു കുറേ കേൾക്കുമ്പോൾ നമ്മൾ അയ്യോ ഇതെന്താ ഇങ്ങനെയെന്ന്. പക്ഷെ അത് പേടിക്കണ്ട, നമുക്ക് ഇങ്ങനെ കുറച്ച് പോവാം കേട്ടോ. ഓക്കെ സന ഫാത്തിമ, നിങ്ങൾ നോമ്പൊക്കെ എടുത്ത് നിങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചോ? എന്നിട്ടും നിങ്ങൾ ഈ ലൈവ് ക്ലാസ്സിൽ ഇരിക്കാൻ കാണിക്കുന്ന ആ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ്, ദാറ്റ് ഈസ് വെരി ഗുഡ്, വെരി അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ് ശരിക്കും. ഓക്കെ സാറ് വരുന്നുണ്ട് കേട്ടോ, സാറിന് കൊടുക്കാം. നമുക്ക് തിരിച്ചു വരാം. റൂറൽ ഡെവലപ്മെൻറ്റ്, അതും വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് കേട്ടോ. റൂറൽ ഡെവലപ്മെൻറ്റ് ഇപ്പം മിസ്സ് പറഞ്ഞതെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ അമ്മാനയൊക്കെ ഉണ്ടല്ലോ. അതെ ഇല്ല, എല്ലാവരും ലൈക്ക് അടിച്ചേ. ലൈക്ക് അടിക്കാനുള്ളവരൊക്കെ ലൈക്ക് അടിച്ചേ. ഞാനത് എപ്പോഴും ഞാൻ പറയാൻ വിട്ടുപോകുന്നൊരു സാധനം. എന്നിട്ട് പിന്നെ ഞാൻ നോക്കുമ്പോൾ തീരെ ലൈക്ക് ഉണ്ടാവില്ല. ലൈക്ക് അടിക്കൂ. കമോൺ. ഇനി ചാനൽ എക്സാം വിന്നർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതും അടിച്ചിട്ടേക്ക്. ഓക്കെ ശരി ഇതേ പാവം അവരൊക്കെ ഇത് കഴിഞ്ഞിട്ട് വന്നിരിക്കുക. നോമ്പൊക്കെ എടുത്തിട്ട് ഭക്ഷണമൊക്കെ അടിച്ച് കേട്ടിട്ട് ഇവര് വന്നിരിക്കുന്നു. ഹലോ കേൾക്കുന്നുണ്ടോ? എടാ മക്കളെ കേൾക്കുന്നുണ്ടോ? ഹലോ എടാ കേൾക്കുന്നുണ്ടോ? ഹലോ കേൾക്കുന്നുണ്ടോ? എന്താ അവസ്ഥ? എടാ എല്ലാവരും നോമ്പൊക്കെ തുറന്നോ? ഞാനൊക്കെ നോമ്പ് തുറന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതാ ലൈവിൽ ഇങ്ങനെ കയറാണ്. ഓക്കെ എടാ സെറ്റല്ലേ? കേൾക്കുന്നില്ലേ? എടാ ഓക്കെ അല്ലേ? എടാ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം. ചാപ്റ്റർ 1 ഇന്ത്യൻ എക്കോണമി അതേ ഓഫ് ഇൻഡിപെൻഡൻസ്. ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്ന സമയത്ത് ഇന്ത്യൻ എക്കോണമി എങ്ങനെയായിരുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇമ്പോർട്ടൻറ്റ് കീവേഡ്സ്, ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് വെച്ചിട്ടാണ് നമ്മളിത് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ബ്രിട്ടീഷുകാർ എന്തിനാണ് ഇന്ത്യയിലേക്ക് വന്നത്? ബ്രിട്ടീഷുകാർ ശരിക്കും ഇവിടെ കച്ചവടം നടത്താൻ വേണ്ടിയിട്ടാണ് ഇന്ത്യയിൽ വന്നത്. അങ്ങനെ അവർ പതിയെ കച്ചവടം നടത്തി അത്യാവശ്യം ഇവിടെ എന്ത് ചെയ്ത് കുറച്ച് പൈസ ഉണ്ടാക്കാൻ തുടങ്ങി. പിന്നെ അവരെന്ത് ചെയ്ത് അവരുടെ നാട്ടിൽ നിന്ന് തോക്കുകളും കോപ്പുകളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് നമ്മുടെ എന്ത് ചെയ്ത് പല നാട്ടുരാജാക്കന്മാരായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അവരൊക്കെ പതിയെ സോപ്പിട്ട് കയ്യിലെടുത്ത് അവരുടെ അടുത്ത് കൂടി പിന്നെ അവിടുന്ന് അധികാരം ഏറ്റെടുത്ത് പിന്നെ ഇന്ത്യ മൊത്തം ഭരിക്കുകയാണ് ചെയ്തത്. ഇവർക്കെതിരെ കൃത്യമായിട്ട് പോരാടിയിട്ടാണ് ഗാന്ധിജി, നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, അംബേദ്കർ പോലെയുള്ള ഒരുപാട് ആൾക്കാർ നമുക്ക് സ്വാതന്ത്ര്യം നേടുന്നത്. ഇതൊക്കെ നമുക്കറിയാം. നമ്മൾ ഇവിടെ ഇതിൻ്റെ കുറച്ച് എക്കണോമിക്സ് ഫാക്റ്റുകളാണ് പഠിക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ നോക്കുക, ഇന്ത്യൻ എക്കോണമി അതേ ഓഫ് ഇൻഡിപെൻഡൻസ്. ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്ന സമയത്ത് ഇന്ത്യൻ എക്കോണമി എങ്ങനെയായിരുന്നു നമുക്ക് നോക്കാം. ഓക്കെ അഗ്രികൾച്ചർ സെക്ടർ ഡ്യൂറിങ് കൊളോണിയൽ പീരീഡ് കേട്ടോ. ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന സമയത്ത് ഇന്ത്യയുടെ അഗ്രികൾച്ചർ സെക്ടർ എങ്ങനെയാണ് നമുക്കിത് നോക്കിയാൽ മതി. ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന സമയത്ത് ഇന്ത്യയുടെ അഗ്രികൾച്ചർ സെക്ടർ എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് പോയിന്റുകൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. നോക്കാം. ഇന്ത്യൻ അഗ്രികൾച്ചർ ബിക്കം സ്റ്റാഗ്നന്റ്. ഈ പോയിന്റ് പഠിച്ചു വെക്കണേ. സ്റ്റാഗ്നന്റ് മീൻസ് സ്തംഭനാവസ്ഥ, സ്തംഭിച്ച് നിൽക്കുക, ഒന്നുമില്ല അല്ലേ, എടങ്ങാറായിട്ട് നിൽക്കാം. ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്ന സമയത്ത് ഇന്ത്യയുടെ അഗ്രികൾച്ചറൽ സിസ്റ്റം ഫേസ്ഡ് സ്റ്റാഗ്നേഷൻ. എന്താ ഫേസ് ചെയ്തുകൊണ്ടിരുന്നത്? സ്റ്റാഗ്നേഷൻ, സ്തംഭനാവസ്ഥ. ആൻഡ് പ്രൊഡക്ടിവിറ്റി ബിക്കം വെരി ലോ. എടാ ഒരു പുരോഗതിയും ഇല്ല എന്ന് മനസ്സിലാക്കാം. ഓക്കെ മിസ് ഓക്കെ കമൻസ് കാണുന്നില്ല. ഓക്കെ അതുകൊണ്ടാണ്. ഓക്കെ ഒരു പുരോഗതിയും ഒരു ഗതിയും ഇല്ലാത്ത. ഓക്കെ ഒരു പുരോഗതിയും. അവിടെ നിൽക്ക് ഒരു മിനിറ്റ്. ഇടാ മക്കളെ, മിസ് എന്തൊക്കെയാ വന്ന് ടെക്നിക്കലി അവിടെ അല്ല മിസ് അവിടെ നിൽക്കി, അവിടെ സ്ക്രീനിൽ വീഡിയോയിൽ അവിടെ അപ്പുറത്ത് ലെഫ്റ്റ് സൈഡിൽ ആ വീഡിയോയിൽ ക്ലിക്ക് ചെയ്യും, എൻ്റെ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യും. ഓക്കെ ശരി മിസ് എന്തൊക്കെയോ വന്ന് ചെയ്ത് വെച്ച് പോയി. ഓക്കെ
ദ മേജർ റീസൺസ് ബെയിൻ സ്റ്റാഗ്നേഷൻ വേർ, എന്തുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന സമയത്ത് നമ്മുടെ ഓക്കെ സാർ ഗുഡ് ഈവനിങ്. എന്തുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന സമയത്ത് നമ്മുടെ ഇന്ത്യൻ എക്കോണമിയിലുള്ള അഗ്രികൾച്ചർ സെക്ടർ സ്റ്റാഗ്നേഷൻ ആയതെന്ന് ചോദിച്ചാൽ പഠിച്ചു വെച്ചോ. ലാൻഡ് സെറ്റിൽമെൻറ്റ് സിസ്റ്റം എടാ, ഭൂപരിഷ്കരണം. അതായത് ഇവിടെ ജമീന്ദാർസ് എന്ന് പറയുന്ന ഒരു ടീം ഉണ്ടായിരുന്നു കേട്ടോ. ആരാണ്? ജമീന്ദാർസ് എന്ന് പറയുന്നൊരു ടീം. ജമീന്ദാർസ്, ജാഗീർദാർസ്, ഓക്കെ, ഇങ്ങനെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ജമീന്ദാരി സിസ്റ്റം, ജാഗീർദാരി സിസ്റ്റം, മഹൽവാരി സിസ്റ്റം എന്നൊക്കെ പറയുന്ന ഒരുപാട് സിസ്റ്റങ്ങൾ ഉണ്ടായിരുന്നു. ഇതുവഴി എന്താ ചെയ്തുകൊണ്ടിരുന്നത്? ബ്രിട്ടീഷുകാരുടെ വലങ്കൈ ആയിരുന്ന ഇന്ത്യക്കാരുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർ പറയുന്നത് മാത്രം കേൾക്കുന്ന ജന്മിമാർ. ഈ ജന്മിമാർ ഇടനിലക്കാരാണ്. ബ്രിട്ടീഷുകാരുടെയും കർഷകരുടെയും ഇടയിൽ നിൽക്കുന്ന ആൾക്കാരാണ് ഈ ജന്മിമാർ. ഈ ജന്മിമാർ ഇന്ത്യക്കാരെന്ത് ചെയ്യുന്നുണ്ട്? എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട്. ഈ ജന്മിമാർ ഇന്ത്യൻ കർഷകരെന്ത് ചെയ്യുന്നുണ്ട്? ചൂഷണം ചെയ്യുന്നുണ്ട്. ചൂഷണം ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? എന്താണ്, പ്രത്യേകിച്ച് ഒരു വിളവെടുപ്പ് ഒന്നും ഇല്ലെങ്കിൽ പോലും കൃത്യമായിട്ട് എന്ത് ചെയ്യും? അവരുടെ കയ്യിൽ നിന്ന് കുത്തിപ്പിടിച്ച് പൈസ വാങ്ങിക്കുക, ഫുൾ ഇടങ്ങാറാക്കുക അല്ലേ, മനുഷ്യന്മാരുടെ ഇടങ്ങാറാക്കുന്നു അല്ലേ. ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെയാണ് റവന്യൂ സെറ്റിൽമെൻറ്റ് സിസ്റ്റം. കിട്ടുന്ന ലാഭം മൊത്തം ചെയ്യേണ്ടി വരും, ബ്രിട്ടീഷുകാർക്കും ജന്മിമാർക്കും ചെയ്യേണ്ടി വരും, കർഷകർ കൊടുക്കേണ്ടി വരും. യഥാർത്ഥ കർഷകർ എന്നും പട്ടിണിയിലായിരുന്നു. ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന സമയത്ത് ഇന്ത്യയിലുള്ള കർഷകരെല്ലാവരും എന്താണ്, ദുരിതപൂർണമായ ജീവിതമായിരുന്നു നയിച്ചുകൊണ്ടിരുന്നത്. മനസ്സിലാക്കുക. കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ. എടാ നമുക്ക് എന്ത് കൃഷി ചെയ്താൽ മതി? ബ്രിട്ടീഷുകാർ പറഞ്ഞത് ജൂട്ട്, സിൽക്ക്, ഇൻഡിഗോ, ഇതെല്ലാം കൃഷി ചെയ്താൽ മതി. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ കൃഷി ചെയ്താൽ മതി. എന്ത് കൃഷി ചെയ്യേണ്ട? റൈസ്, വീറ്റ്, ഇങ്ങനെയുള്ളതൊന്നും കൃഷി ചെയ്യേണ്ട. ഫുഡ് ക്രോപ്സുകൾ കൃഷി ചെയ്യേണ്ട. പകരം എന്ത് മതി? ക്യാഷ് ക്രോപ്സുകൾ കൃഷി ചെയ്താൽ മതി. ജൂട്ട്, സിൽക്ക്, ഇൻഡിഗോ ഇങ്ങനെ എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുന്ന ഗുഡ്സുകൾ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ഗുഡ്സ് മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? കൃഷി ചെയ്താൽ മതി. ഇതായിരുന്നു ബ്രിട്ടീഷുകാരുടെ നയം എന്ന് പറയുന്നത്. പിന്നെ പാർട്ടീഷൻ ഓഫ് കൺട്രി. ബ്രിട്ടീഷുകാർ പല രീതിയിൽ നാടുകളെ പല രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? വിഭജിക്കാൻ നോക്കിയിട്ടുണ്ട്. ലാക്ക് ഓഫ് ഇറിഗേഷൻ ഫെസിലിറ്റീസ്. ജലസേചന സൗകര്യമേ ഇല്ല. ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന സമയത്ത് എന്തില്ല? ലാക്ക് ഓഫ് ഇറിഗേഷൻ ഫെസിലിറ്റീസ്. ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന സമയത്ത് ഇന്ത്യയിൽ എന്തില്ല? ഇറിഗേഷൻ ഇല്ല, ജലസേചന സൗകര്യമില്ല. ആബ്സെൻസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്. നല്ല വളങ്ങൾ കിട്ടാനില്ല. ലാക്ക് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്. പിന്നെ എന്തില്ല? ലാക്ക് ഓഫ് മോഡേൺ ടെക്നോളജി. എന്താണ്? ലാക്ക് ഓഫ് മോഡേൺ ടെക്നോളജി. എഴുതി വെച്ചോട്ടോ. ലാക്ക് ഓഫ് മോഡേൺ ടെക്നോളജി. മോഡേൺ ടെക്നോളജീസ് ഇല്ല. ലാക്ക് ഓഫ് മോഡേൺ ടെക്നോളജീസ്. നല്ല എന്തില്ല? ടെക്നോളജികളൊന്നും നമുക്ക് യൂസ് ചെയ്യാനില്ല. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്നുണ്ട്. ലാക്ക് ഓഫ് ക്രെഡിറ്റ്, കടം കിട്ടാത്ത അവസ്ഥ. ലാക്ക് ഓഫ് ക്രെഡിറ്റ്, കർഷകർക്ക് കൃഷി തുടങ്ങാനൊന്നുമില്ല, ഒരു പൈസ ഇല്ല. പിന്നെന്താണ്? എക്സ്പ്ലോയിറ്റേഷൻ. ഇതൊക്കെ നമ്മൾ എഴുതേണ്ട പോയിന്റാണ്. എക്സ്പ്ലോയിറ്റേഷൻ. ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ കർഷകർ നേരിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന സമയത്ത് ഇന്ത്യൻ അഗ്രികൾച്ചർ സിസ്റ്റം ഫേസ്ഡ് സ്റ്റാഗ്നേഷൻ. പഠിച്ചു വെച്ചോ, സ്റ്റാഗ്നേഷൻ. ഓക്കെ. അടുത്തത് ഇൻഡസ്ട്രിയൽ സെക്ടർ. ബ്രിട്ടീഷുകാർ ഭരിക്കുമ്പോൾ ഇന്ത്യയുടെ ഇൻഡസ്ട്രി എങ്ങനെയാണെന്ന് നോക്കാം. കൃഷിയിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. ടെക്നോളജി ഇല്ല, ഇറിഗേഷൻ ഫെസിലിറ്റീസ് ഇല്ല, ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ഇല്ല, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഇല്ല, പിന്നെ ജമീന്ദാർസ്, ജാഗീർദാർസിൻ്റെ എക്സ്പ്ലോയിറ്റേഷന്, മോഡേൺ ടെക്നോളജീസ് ഇല്ല, സ്റ്റാഗ്നേഷൻ ആയിരുന്നു. ക്യാഷ് ക്രോപ്സിനെ മാത്രമാണ് പ്രൊമോട്ട് ചെയ്തത്. അതായത് കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ ആയിരുന്നു അവർ നടത്തുകൊണ്ടിരുന്നത്. അപ്പോൾ മെയിൻ പോയിന്റ് അത് എഴുതി വെക്കുക നിങ്ങൾ, കൃഷിയെ പറ്റി ചോദിച്ചിട്ടുണ്ടെങ്കിൽ. ഇനി ഇൻഡസ്ട്രിയൽ സെക്ടർ, അതായത് വ്യാവസായിക മേഖല. ബ്രിട്ടീഷുകാർ ഭരിക്കുമ്പോൾ ഇന്ത്യയുടെ വ്യാവസായിക മേഖല എങ്ങനെയായിരുന്നു നമുക്ക് നോക്കാം. ഇന്ത്യ കുഡ് നോട്ട് ഡെവലപ്പ്. കണ്ടില്ലേ? ഇന്ത്യ കുഡ് നോട്ട് ഡെവലപ്പ് എ സൗണ്ട് ഇൻഡസ്ട്രിയൽ ബേസ്. ഇന്ത്യ എന്താവുന്നില്ല? ഒരു തരത്തിലും എന്താവുന്നില്ല? ഡെവലപ്പ് ആവുന്നില്ല. ഇന്ത്യ കുഡ് നോട്ട് ഡെവലപ്പ് എ സൗണ്ട് ഇൻഡസ്ട്രിയൽ ബേസ് അണ്ടർ ദ കൊളോണിയൽ റൂള്. ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന സമയത്ത് ഇന്ത്യയിൽ ഇൻഡസ്ട്രിയൽ സെക്ടർ എന്താണ്? പരാജയമായിരുന്നു, മോശമായിരുന്നു, അബദ്ധമായിരുന്നു. Countries' handicraft industries declined. Important point. കൺട്രിയിലുള്ള ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ്, കരകൗശല തൊഴിലാളികൾ, കൈത്തറി, കൈകൊണ്ട് സാധനങ്ങൾ നിർമ്മിക്കുന്ന കരകൗശല വിദ്യ അറിയുന്ന ഒരുപാട് ഇന്ത്യക്കാരുണ്ടായിരുന്നു. ഇവരെല്ലാവരും എന്ത് ചെയ്തു? ഇവരൊക്കെ തൊഴിൽ പോയി. അപ്പോൾ ഇന്ത്യയുടെ ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ് ഡിക്ലൈൻഡ്. പിന്നെന്താണ്?
The colonial government systematically de-industrializing India was twofold. ഇന്ത്യ അവരെന്ത് ചെയ്തിട്ടുണ്ട്? ഇൻഡസ്ട്രിയലൈസേഷൻ അല്ല, ഡീഇൻഡസ്ട്രിയലൈസിങ്. ഇന്ത്യ എന്ത് ചെയ്തിട്ടുണ്ട്? നശിപ്പിച്ച്. ഇൻഡസ്ട്രിയലൈസേഷനിലേക്ക് ഒരു ഗതിയും കൊടുക്കാൻ നശിപ്പിച്ചു ബ്രിട്ടീഷുകാർ. ഫസ്റ്റ്, make India a mere exporter of raw materials. Second, turn into India wide market for their finished goods. അവരെങ്ങനെ ഇന്ത്യ കണ്ടത്? എക്സ്പോർട്ടർ ഓഫ് റോ മെറ്റീരിയൽസ്. ഇന്ത്യ അവർ കണ്ടത് എന്താ? റോ മെറ്റീരിയൽസ് എക്സ്പോർട്ട് ചെയ്യാനുള്ള ഒരു ഉപകരണം മാത്രമായിട്ടാണ് ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്ത് അവർ കണ്ടത്. എക്സ്പോർട്ടർ ഓഫ് റോ മെറ്റീരിയൽ. ഇന്ത്യയിൽ നിന്ന് ജൂട്ടും സിൽക്കും ഇൻഡിഗോ എന്ത് ചെയ്യുക? ബ്രിട്ടനിലേക്ക് എക്സ്പോർട്ട് ചെയ്യാം. എന്നിട്ട് ബ്രിട്ടനിൽ എന്ത് ചെയ്യുക? അത് ഫാക്ടറിയിലൊക്കെ ഇട്ടിട്ട് കഴിഞ്ഞിട്ട് അത് ഫിനിഷ്ഡ് ഗുഡായിട്ട് കൊണ്ടുവന്ന് എന്ത് ചെയ്യുക? ഫിനിഷ്ഡ് ഗുഡിൻ്റെ മാർക്കറ്റാക്കി ഇവിടെ വിൽക്കുക. ഇന്ത്യക്കാരെ റോ മെറ്റീരിയൽസ് കൊണ്ടുപോയിട്ട് ബ്രിട്ടനിൽ കൊണ്ടുപോയിട്ട് അവിടെ വിൽക്കുക. അവിടെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുക? അത് എന്തൊക്കെയോ ചെയ്തിട്ട് എന്ത് ചെയ്യുക? ഇന്ത്യയിൽ കൊണ്ടുവന്ന് വീണ്ടും വിൽക്കുക. അപ്പോൾ എന്താണ്? റോ മെറ്റീരിയൽസ് എന്ത് ചെയ്യുക? എക്സ്പോർട്ട് ചെയ്യുക. ആൻഡ് മാർക്കറ്റ് ഫോർ ദെയർ ഫിനിഷ്ഡ് ഗുഡ്സ്. ഇതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതാണ് അവരെന്ത് ചെയ്യുന്നത്? ചെയ്തുകൊണ്ടിരിക്കുന്നത്. The decline of the indigenous handicraft industries created mass unemployment in India. ഇന്ത്യയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? മാസ് അൺഎംപ്ലോയ്മെന്റ്. ഇന്ത്യയിൽ വൺ അൺഎംപ്ലോയ്മെന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ത്യയിൽ ആർക്കും എന്താണ്? ഈ ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ് നല്ല സ്കിൽഫുൾ ആയിട്ടുള്ള ശില്പങ്ങളും സ്തൂപങ്ങളും പല സംഭവങ്ങളും ഉണ്ടാക്കാൻ അറിയുന്ന ആൾക്കാർ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ഇവരെ എല്ലാവരുടെ ജോലി പോയി. ബ്രിട്ടീഷുകാർ ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ് വേണ്ട എന്നുള്ള ഒരു തീരുമാനം എടുത്തോടു കൂടി എന്ത് ചെയ്ത്? ബ്രിട്ടീഷുകാർ കംപ്ലീറ്റ്ലി എന്ത് ചെയ്ത്? ഈ ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസുകാരെ തുരത്തി ഓടിച്ച്. അങ്ങനെ ഒരുപാട് പേർക്ക് ജോലി നഷ്ടപ്പെട്ടു, ഒരുപാട് പേരുടെ ജോലി പോയി, ഒരുപാട് പേരുടെ തൊഴിൽ പോയി. ഡ്യൂറിങ് ദീസ് സെക്കൻഡ് ഹാഫ് ഓഫ് ദ 19th century, അതായത് 19ാം നൂറ്റാണ്ടിൻ്റെ പകുതിയിൽ മോഡേൺ ഇൻഡസ്ട്രി ബിഗാൻ ടു ടേക്ക് റൂട്ട് ഇൻ ഇന്ത്യ. എന്നാൽ പോലും 19ാം നൂറ്റാണ്ടിൻ്റെ പകുതിയിൽ ചില മോഡേൺ ഇൻഡസ്ട്രീസ് ഒക്കെ പതിയെ ഇന്ത്യയിൽ വരാൻ തുടങ്ങിയിട്ടോ. വരാൻ തുടങ്ങിയിട്ടോ. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ടതാണ് സെറ്റിംഗ് ഓഫ് കോട്ടൺ ആൻഡ് ജൂട്ട് ടെക്സ്റ്റൈൽ മിൽസ്. ഇങ്ങനെ ജൂട്ട് ടെക്സ്റ്റൈൽ മിൽസ് ഒക്കെ ഇന്ത്യയിൽ പതിയെ എന്ത് ചെയ്ത് വരാൻ തുടങ്ങി. ദ ടാറ്റ അയൺ സ്റ്റീൽ കമ്പനി, ടിസ്കോ. എന്താണ്? ടിസ്കോ ടിസ്കോ ടാറ്റ അയൺ സ്റ്റീൽ കമ്പനി ഇൻകോർപ്പറേറ്റഡ് ഇൻ 1907 കേട്ടോ. മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് വരാം. 1907 ടിസ്കോ, ടാറ്റ അയൺ സ്റ്റീൽ കമ്പനി എന്ത് ചെയ്തിട്ടുണ്ട്? സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ടാറ്റ അയൺ സ്റ്റീൽ കമ്പനി ഇന്ത്യയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആയിട്ട് പഠിച്ചേക്കാം. There was no capital good industries. ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്ന സമയത്ത് ഇന്ത്യയിലില്ല. എന്തില്ല? There is no. കുഞ്ഞു സാറിനെ വിളിക്കോ സാർ? ആരെ? ഓക്കെ. നോക്ക്. There was no capital good industries. ഇന്ത്യയിൽ എന്തില്ല? ക്യാപിറ്റൽ ഗുഡ് ഇൻഡസ്ട്രീസ് ഇല്ല. ക്യാപിറ്റൽ ഗുഡ് ഇൻഡസ്ട്രീസ് ഇന്ത്യയിൽ എന്തില്ല? ഇല്ല. എന്നാലോചിച്ച് നോക്കാം. ക്യാപിറ്റൽ ഗുഡ് ഇൻഡസ്ട്രീസ് ഉണ്ടെങ്കിൽ ഏതൊരു രാജ്യം എന്ത് ചെയ്യുള്ളൂ? അടിപൊളിയായിട്ട് മുന്നോട്ട് പോവുള്ളൂ. അതായത് ഇൻഡസ്ട്രിയലൈസേഷനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്യാപിറ്റൽ ഗുഡ് ഇൻഡസ്ട്രീസ് നമുക്ക് വേണ്ടത്. ഇങ്ങനത്തെ ക്യാപിറ്റൽ ഗുഡ് ഇൻഡസ്ട്രീസ് ഇന്ത്യയിൽ എന്തില്ല? ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന സമയത്ത് ഇല്ല. ഓക്കെ. ദ ഗ്രോത്ത് റേറ്റ് ഓഫ് ന്യൂ ഇൻഡസ്ട്രിയൽ സെക്ടർ ആൻഡ് ഇറ്റ്സ് കോൺട്രിബ്യൂഷൻ ടു GDP റിമൈൻ വെരി ലോ. അതായത് ഇൻഡസ്ട്രിയൽ സെക്ടർ എന്നുള്ള ലാഭം GDP കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വെരി ലോ GDP. ഓക്കെ, മനസ്സിലായില്ലേ? ലോ GDP. അതായത് ഇൻഡസ്ട്രിയൽ സെക്ടറിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടുന്നില്ല? എന്ത് കിട്ടുന്നില്ല? ലാഭം കിട്ടുന്നില്ല. GDP കോൺട്രിബ്യൂഷൻ കിട്ടുന്നില്ല. ഒരു തരത്തിലുള്ള കോൺട്രിബ്യൂഷനും നമുക്ക് കിട്ടുന്നില്ല. ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് ദ പബ്ലിക് സെക്ടർ ലിമിറ്റഡ് ഇൻ റെയിൽവേസ്, പവർ ജനറേഷൻ, കമ്മ്യൂണിക്കേഷൻ, പോർട്ട്. അതായത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ വളരെ ലിമിറ്റഡ് ആയിരുന്നു. റെയിൽവേ, പോർട്ട്, കമ്മ്യൂണിക്കേഷൻ, പവർ, ഇങ്ങനത്തെ ചില ഡിപ്പാർട്ട്മെൻറ്റുകൾ മാത്രമേ ബ്രിട്ടീഷുകാർ ഭരിക്കുമ്പോൾ ഉണ്ടായിട്ടുള്ളൂ. ബാക്കിയെല്ലാം എന്താണ്? വളരെ പരിതാപകരമാണ്. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. കൃഷി പറഞ്ഞ പോലെ ഇൻഡസ്ട്രിയൽ സെക്ടറും ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന സമയത്ത് വളരെ പരിതാപകരമായ അവസ്ഥയിലാണ്, വളരെ മോശമായ അവസ്ഥയിലാണ് എന്ത് ചെയ്തത്? മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് മനസ്സിലാക്കി വെക്കട്ടോ. അതായത് ദയർ ഇസ് നോ ക്യാപിറ്റൽ ഗുഡ് ഇൻഡസ്ട്രീസ്. പിന്നെ ടിസ്കോ 1907, ടാറ്റ അയൺ സ്റ്റീൽ കമ്പനി, ജംഷദി ടാറ്റ തുടങ്ങിയിട്ടുള്ള കമ്പനി എന്താണ്? ഒന്ന് മനസ്സിലാക്കി വെക്കുക. ടെക്സ്റ്റൈൽ മില്ല്, കോട്ടൺ മില്ല്, ഇങ്ങനത്തെ കുറച്ച് മില്ലുകളും എന്ത് ചെയ്തിട്ടുണ്ട്? 19ാം നൂറ്റാണ്ടിൻ്റെ പകുതിയോടുകൂടി വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. ഓക്കെ. അടുത്ത എന്താണ്? ഫോറിൻ ട്രേഡ് കേട്ടോ. വിദേശ വ്യാപാരം എന്താണ്? ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്ന സമയത്ത് ഫോറിൻ ട്രേഡിൻ്റെ അവസ്ഥ എന്താ? നമുക്കൊന്ന് നോക്കാം.
ബ്രിട്ടൻ മെയിൻറ്റെയിൻഡ് മൊണോപ്പൊളി കൺട്രോൾ ഓവർ ഇന്ത്യസ് ഫോറിൻ ട്രേഡ്. എടാ ഇന്ത്യയിൽ നിന്ന് എന്ത് എക്സ്പോർട്ട് ചെയ്യണം എന്ത് ഇമ്പോർട്ട് ചെയ്യണം എന്നുള്ളത് കംപ്ലീറ്റ്ലി ആരുടെ കയ്യിലായിരുന്നു? അതിൻ്റെ മൊണോപ്പൊളി പവർ, അതിൻ്റെ പവർ മൊത്തം ആരുടെ കയ്യിലായിരുന്നു? ബ്രിട്ടീഷുകാരുടെ കയ്യിലായിരുന്നു. ബ്രിട്ടീഷുകാർ എന്താണോ പറയുന്നത് അത് മാത്രമാണ് എന്ത് ചെയ്തത്? ആരെ വിളിക്കാൻ? അദ്രി സാറിനെ വിളിക്കുമെന്നോ? ഇപ്പോൾ ഉള്ളവരെ ഇപ്പോൾ വരാൻ പറ്റുള്ളൂ. അതായത് വീട്ടിലാടാ. ഓക്കെ. ആ ബ്രിട്ടൻ എന്താണ്? ബ്രിട്ടൻ ഒരു മൊണോപ്പൊളി കൺട്രോൾ വെച്ചിട്ടുണ്ട്. അതായത് ബ്രിട്ടൻ തീരുമാനിക്കുമ്പോൾ പകൽ, ബ്രിട്ടൻ തീരുമാനിക്കുമ്പോൾ രാത്രി. ഇത് കൊത്തയാടാന്ന് പറയില്ലേ, അതേപോലെ തന്നെ ബ്രിട്ടീഷുകാർ കാര്യങ്ങൾ തീരുമാനിച്ചുകൊണ്ടിരുന്നത്. ദ ഫീച്ചർ ഓഫ് ഇന്ത്യസ് ഫോറിൻ ട്രേഡ് ഡ്യൂറിംഗ് ദ കൊളോണിയൽ പീരീഡ് നോക്കുക. ലാർജ് എക്സ്പോർട്ട്. ഇന്ത്യയിൽ നിന്ന് ഒരുപാട് സാധനം എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് സത്യം. കാരണം എന്താണ്? ഇന്ത്യയിൽ നിന്ന് ഒരുപാട് സാധനങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരുപാട് സാധനങ്ങൾ ഇന്ത്യയിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നോ ഫ്ലോ ഓഫ് ഗോൾഡ് ആൻഡ് സിൽവർ ഇൻ ടു ഇന്ത്യ. ഇന്ത്യയിലേക്ക് എന്ത് വന്നിട്ടില്ല? ഗോൾഡും സിൽവറും വന്നിട്ടില്ല. ഇന്ത്യയിലേക്ക് എന്ത് വന്നിട്ടില്ല? ഗോൾഡും സിൽവറും ഒഴുകിയിട്ടില്ല. ഏട്ടാ ഒരു രാജ്യം അടിപൊളിയാണെങ്കിൽ നമുക്ക് എന്ത് വരണം? ഗോൾഡും സിൽവറൊക്കെ നമ്മുടെ രാജ്യത്തേക്ക് വരണം, ഇന്ത്യയിലേക്ക് വരണം. പക്ഷെ ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്ന സമയത്ത് ഗോൾഡും സിൽവറൊന്നും ഇങ്ങോട്ട് വരണമൊന്നുമില്ല. അടുത്ത പോയിന്റ്, ദ പോളിസീസ് ഓഫ് കമ്മോഡിറ്റി പ്രൊഡക്ഷൻ. അതായത് കമ്മോഡിറ്റി, എന്ത് കമ്മോഡിറ്റി പ്രൊഡക്റ്റ് ചെയ്യണം? ട്രേഡ്, താരിഫ് വെച്ച ടാക്സ് ഫോളോഡ് ബൈ ദ കൊളോണിയൽ ഗവൺമെന്റ് അഡ്വേഴ്സ്ലി അഫക്റ്റഡ് ദ സ്ട്രക്ചർ, കോമ്പോസിഷൻ ആൻഡ് വോളിയം ഓഫ് ഇന്ത്യസ് ട്രേഡ്. എടാ ബ്രിട്ടീഷുകാരാണ് എല്ലാം തീരുമാനിച്ചത്. ഇന്ത്യയിൽ നിന്ന് എത്ര അളവിൽ എക്സ്പോർട്ട് ചെയ്യണം, എന്ത് ഇമ്പോർട്ട് ചെയ്യണം, എന്ത് എക്സ്പോർട്ട്, എങ്ങനെ എല്ലാ കാര്യങ്ങളും, എല്ലാ കൺട്രോളും ബ്രിട്ടീഷുകാരുടെ കയ്യിലായത് കംപ്ലീറ്റ്ലി ഇന്ത്യയുടെ ഫോറിൻ ട്രേഡിനെ ബാധിച്ചു. പണ്ട് ഇന്ത്യക്കാർ നേരിട്ട് അറബികളോടും എന്താണ് വേറെ പല രാജ്യങ്ങളിലെ ആൾക്ക്, ചൈനക്കാരോടൊക്കെ ഇന്ത്യക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്? കച്ചവടം നടത്തിയിട്ടുണ്ട്. ബ്രിട്ടീഷുകാർ വന്നതോട് കൂടി എന്താ സംഭവിച്ചത്? കംപ്ലീറ്റ്ലി ഇതിൻ്റെ ഓണർഷിപ്പ് ആരാണ് എടുത്തത്? ബ്രിട്ടീഷുകാരെടുത്ത്. അങ്ങനെ ഇന്ത്യക്കാർ നേരിട്ട് നടത്തിയിരുന്ന പല ട്രേഡ് ആക്ടിവിറ്റീസ് എന്ത് ചെയ്ത്? ബ്രിട്ടീഷുകാർ നശിപ്പിച്ചു, അഡ്വേഴ്സ്ലി എഫക്റ്റ് ചെയ്തു. Okay, India became an exporter of primarily products and such as raw silk, cotton, wool, sugar, indigo, jute, etc. An importer of finished goods, consumer goods like silk, cotton, woolen cloth and capital goods. ഒന്നുമില്ല, എക്സ്പോർട്ടർ ഓഫ് റോ മെറ്റീരിയൽ ആൻഡ് ഇമ്പോർട്ടർ ഓഫ് ഫിനിഷ്ഡ് ഗുഡ്. ഇന്ത്യയിൽ നിന്ന് പല സാധനങ്ങൾ എക്സ്പോർട്ട് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. അതുപോലെ എന്ത് ചെയ്തിട്ടുണ്ട്? പല കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടേക്ക് ഇമ്പോർട്ടും ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. എക്സ്പോർട്ടർ ഓഫ് പ്രൈമറി ഗുഡ്സ്, പ്രൈമറി പ്രൊഡക്റ്റ്. ഇന്ത്യയിൽ നിന്ന് പല സാധനങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? എക്സ്പോർട്ട് ചെയ്ത് ബ്രിട്ടനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അവിടെ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? നേരെ തിരിച്ച് ഇവിടേക്ക് ഇറക്കുമതി ചെയ്തിട്ടുണ്ട് ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ രൂപത്തിൽ. നമ്മൾ ഇന്ത്യക്കാർ നമ്മളെ സാധനം അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അവർ നമ്മളെ വടലിലേക്ക് തന്നെ കിട്ടുതരാം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. ഓക്കെ. അടുത്തത് ഡെമോഗ്രഫിക് കണ്ടീഷൻസ്, ജനസംഖ്യാപരമായ കണ്ടീഷൻസ് നോക്കുക. ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്ന സമയത്ത് ജനസംഖ്യാപരമായിട്ടുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. മേജർ പോയിന്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വേരിയസ് ഡീറ്റെയിൽസ് അബൌട്ട് ദ പോപ്പുലേഷൻ ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ വർ ഫസ്റ്റ് കളക്റ്റഡ് സെൻസസ് 1881. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് സെൻസസ് നടന്നത് എന്താണ്? 1881 കേട്ടോ. സെൻസസ് നടന്നത് 1881 കേട്ടോ. ഓക്കെ, 1881 എന്ത് ചെയ്തത്? ഫസ്റ്റ് സെൻസസ് നടന്നിട്ടുള്ളത്. ഇന്ത്യയിൽ ഫസ്റ്റ് സെൻസസ് നടന്നത് 1881 മനസ്സിലാക്കാം. ബിഫോർ 1921 ഇന്ത്യ വാസ് ഇൻ ദ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഡെമോഗ്രഫിക് ട്രാൻസിഷൻ. ഓക്കെ, എന്താണ് ബിഫോർ 1921 ഡെമോഗ്രഫിക് ട്രാൻസിഷൻ, 1921 ആഫ്റ്റർ 1921. ഇങ്ങനെ 3 ടൈപ്പിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡെമോഗ്രഫിക് ട്രാൻസിഷൻ പറയുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുക, ഡെമോഗ്രഫിക് ട്രാൻസിഷൻ 1991 മുന്നേ, 1991 ശേഷം, ഇങ്ങനെയാണ് എന്ത് ചെയ്തത്? പറഞ്ഞിട്ടുള്ളത്. ഹൈ ബർത്ത് റേറ്റ്, ലോ ഡെത്ത് റേറ്റ്, ഹൈ ബർത്ത് റേറ്റ്, ഹൈ ഡെത്ത് റേറ്റ്, ഇങ്ങനെ പല കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. മോർട്ടാലിറ്റി റേറ്റ് വാസ് വെരി ഹൈ ആൻഡ് മോർട്ടൽ റേറ്റ് വാസ് ക്വൈറ്റ് അലാർമിങ്. അതായത് മരണനിരക്ക്, ഇന്ത്യയിൽ മരണനിരക്ക് വളരെ കൂടുതലായിരുന്നു. മനസ്സിലാക്കുക, ഇന്ത്യയിൽ മരണനിരക്ക് വളരെ കൂടുതലായിരുന്നു. നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. ലൈഫ് എക്സ്പെക്റ്റൻസി വാസ് ഓൾസോ ലോ. ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? വെറും 32 വയസ്സ് വരെയൊക്കെ ജീവിക്കുന്നത്. 32 ഏജ് വരെയാണ് ജീവിക്കുന്നത്. ഇപ്പം എത്രയാണത്? നൗ ഇറ്റ് ഈസ് 67 വയസ്സ് വരെയായിട്ടാണ് ജീവിക്കുന്നത്. പണ്ട് ഇന്ത്യയിൽ ശരാശരി ഒരാൾ 32 വയസ്സ് വരെ ജീവിക്കുന്നുള്ളൂ. അതായത് ലൈഫ് എക്സ്പെക്റ്റൻസി റേറ്റും വളരെ ലോ ആയിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കാം. നോക്കുക, ഓവറോൾ ലിറ്ററസി റേറ്റ് വാസ് ലെസ് ദാൻ 16%. ഇന്ത്യയിൽ വിവരവും വിദ്യാഭ്യാസമുള്ള ആൾക്കാർ ജസ്റ്റ് 16%. ഇന്ത്യയിൽ വിവരം വിദ്യാഭ്യാസമുള്ള ആൾക്കാർ ജസ്റ്റ് 16% മാത്രമേ ഉള്ളൂ. പബ്ലിക് ഹെൽത്ത് ഫെസിലിറ്റീസ് വെയർ ഇൻആഡ്വക്കേറ്റ്. എന്താണ്? ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്ന സമയത്ത് നമുക്ക് എന്തില്ല? പബ്ലിക് ഹെൽത്ത് ഫെസിലിറ്റീസ് ഒന്നും ഇല്ല. അതായത് നമുക്ക് നല്ല ഹോസ്പിറ്റൽസ് ഇല്ല, നല്ല സാനിറ്റേഷൻ ഫെസിലിറ്റീസ് ഇല്ല, കുടിവെള്ള സ്രോതസ്സുകളൊന്നും നമുക്ക് കിട്ടാനില്ല. മനസ്സിലായില്ല? ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് എന്തില്ല? കിട്ടുന്നില്ല. ഓവറോൾ മോർട്ടാലിറ്റി റേറ്റ് ആൻഡ് ഇൻഫൻറ്റ് മോർട്ടാലിറ്റി
റേറ്റ് വാസ് വെരി ഹൈ. പിന്നെ എന്താണ് എക്സ്റ്റെൻസീവ് പോവർട്ടി, അതായത് ഇൻഫൻറ്റ് മോർട്ടാലിറ്റി, ശിശു മരണനിരക്ക്, അതുപോലെ തന്നെ മെറ്റേണൽ മോർട്ടാലിറ്റി, മാതൃമരണനിരക്ക്, ഇതൊക്കെ വളരെ കൂടുതലായിരുന്നു. ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്ന സമയത്ത് ബ്രിട്ടീഷുകാർ ഇതിനെ പറ്റിയൊന്നും ബോധേടല്ല. അവർക്ക് ഇവിടുന്ന് എന്തൊക്കെ എക്സ്പോർട്ട് ചെയ്യുക, ഇമ്പോർട്ട് ചെയ്യുക, ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ അവർ മുന്നിൽ കാണുന്നുള്ളൂ എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അപ്പം ഡെമോഗ്രഫിക് കണ്ടീഷൻ എന്താണ്, വളരെ സിവിയർ കണ്ടീഷനാണ്, വളരെ മോശം കണ്ടീഷനാണെന്നും കൂടെ എന്ത് ചെയ്യാം, ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കാം. ഇനി സ്ട്രക്ചർ ഓഫ് എംപ്ലോയ്മെൻറ്റ്, ആൾക്കാർ കൂടുതൽ ജോലി എടുത്തതിൻ്റെ അവസ്ഥ എന്താ നോക്കാം. The distribution of working person in different sectors of the economy is called occupation structure. അപ്പോൾ എന്താണ് occupation sector? ഡിഫറെൻറ്റ് സെക്ടേഴ്സിൽ കേട്ടോ. ഓക്കെ, when will the class end? കുറച്ച് ചാപ്റ്റേഴ്സ് പറയാനുണ്ട്. നമ്മൾ ഇന്നൊരു 10-10:30 എന്തായാലും ആവും കേട്ടോ. 10 മണി എന്തായാലും ആവും, 10-10:30 എന്തായാലും ആവും കേട്ടോ. ഓക്കെ, the distribution of working persons in different sectors of the economy is called occupation sector. അഗ്രികൾച്ചർ സെക്ടറിൽ 70 മുതൽ 75% ആൾക്കാർ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് ജീവിച്ചിരുന്ന ആൾക്കാരാണ്. കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് ജീവിച്ചിരുന്ന ആൾക്കാരാണെന്ത്, ഭൂരിപക്ഷ ആൾക്കാരും. മോസ്റ്റ് ഓഫ് ദി പീപ്പിൾസ് ജീവിച്ചുകൊണ്ടിരുന്നത് എന്താണ്, അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടാണ്. കൃഷിയുമായി ബന്ധപ്പെട്ട ആൾക്കാരാണെന്ത്, 70% 70 മുതൽ 75% ആൾക്കാരെന്താണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. അടുത്തത് ഇൻഡസ്ട്രിയൽ സെക്ടറിൽ 10% ആൾക്കാർ മാത്രമേ വർക്ക് ചെയ്തിട്ടുള്ളൂ. സർവീസ് സെക്ടറിൽ 15 മുതൽ 20% ആൾക്കാർ വരെ ജോലി ചെയ്തിട്ടുള്ളൂ. നിങ്ങൾ മനസ്സിലാക്കുക, സർവീസ്, അതായത് ഡെമോഗ്രഫിക്ക് ചോദിച്ചാലും ഇത്, പിന്നെന്താണ് സ്ട്രക്ചർ ഓഫ് എംപ്ലോയ്മെൻറ്റ് ചോദിച്ചാലും നിങ്ങൾ ഇത് എഴുതി വെക്കാം. എല്ലാവരും എന്താണ് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. 2-3 ആൾക്കാരെ പേര് പറയാനുണ്ട്. എന്താണ്, നാഷണൽ ഇൻകം എസ്റ്റിമേഷൻ നടത്തിയ കുറച്ച് ആൾക്കാർ ആരാണ്, ആരൊക്കെയാണത്, ദാദാബായ് നവറോജി, വില്യം ദിഗ്ബെ, ഫിൻലി ഷിറാസ്, RC ദേശായി, അല്ലേ? ആരൊക്കെയാണത്? ഒന്ന് കമൻറ്റ്. ഇവരെ പേര്. നാഷണൽ ഇൻകം എസ്റ്റിമേഷൻ നടത്തിയ കുറച്ച് എക്കണോമിസ്റ്റുകൾ, ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്ന സമയത്ത് നാഷണൽ ഇൻകം എസ്റ്റിമേഷൻ നടത്തിയ ചില എക്കണോമിസ്റ്റുകൾ ഉണ്ടായിരുന്നല്ലോ. ആരൊക്കെയത്? ദാദാബായ് നവറോജി, RC ദേശായി, പിന്നെ വേഗം വില്യം ദിഗ്ബെ. അതാ കമൻറ്റ് വരുന്നുണ്ട്. ദാദാബായ് നവറോജി, RC ദേശായി, വില്യം ദിഗ്ബെ, ഫിൻലി ഷിറാസ്, പിന്നെ വേഗം കമൻറ്റ്. ഫിൻലി ഷിറാസ്, VKRV റാവു, ഇമ്പോർട്ടൻ്റ് പേര്, VKRV റാവു. സിസ്റ്റമാറ്റിക്കലി നാഷണൽ ഇൻകം കണക്കൂട്ടിയ വ്യക്തിയാണ് ആര്, VKRV റാവു എന്ന് പറയുന്നത് കേട്ടോ. VKRV റാവു എന്ന് പറയുന്നത് ആരൊക്കെയാണത്, ജസ്റ്റ് ഒന്ന് എഴുതി തരാം. ഓക്കെ, നാഷണൽ ഇൻകം എസ്റ്റിമേഷൻ നടത്തിയ ആരൊക്കെയാണ്, നാഷണൽ ഇൻകം എസ്റ്റിമേഷൻ കേട്ടോ. നാഷണൽ ഇൻകം എസ്റ്റിമേഷൻ നടത്തിയ ആൾക്കാർ ആരൊക്കെയാണത്, ദാദാബായ് നവറോജി. ഓക്കെ, വില്യം ദിഗ്ബെ, പിന്നെ ആരാണ്, RC ദേശായി, പിന്നെ ആരാണ്, ഫിൻലി ഷിറാസ് കേട്ടോ. പിന്നെ ആരാണ്, VKRV റാവു. ഓക്കെ, ഇത്രയും ആൾക്കാരെ പേര് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഇത്രയും ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്, കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നാഷണൽ ഇൻകം എസ്റ്റിമേഷൻ നടത്തിയിട്ടുണ്ട്. ദാദാബായ് നവറോജി, വില്യം ദിഗ്ബെ, RC ദേശായി, ഫിൻലി ഷിറാസ്, VKRV റാവു. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇൻഫ്രാസ്ട്രക്ചർ നോക്കാം. ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്ന സമയത്ത് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ എന്താണെന്ന് നമ്മൾ നോക്കാം. ഇൻഫ്രാസ്ട്രക്ചർ നോക്കാം. Under the colonial regime, basic infrastructure such as railway, port, water transport, post, telegraph were developed. എടാ, ഈ സാധനങ്ങളൊക്കെ ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന സമയത്ത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതൊരു സത്യമാണ് കേട്ടോ, അത് സത്യമാണ്, അതൊരു സംശയമില്ല. ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്ന സമയത്ത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. അതായത് റോഡ്, റെയില്, വാട്ടർ ട്രാൻസ്പോർട്ട്, പോർട്ട്, കമ്മ്യൂണിക്കേഷൻ, ഡ്രൈനേജ്, ഇങ്ങനെയൊക്കെ ഓരോ സാധനങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ ഇന്ത്യക്കാരെ നന്നാക്കാൻ വേണ്ടിയിട്ടല്ല അവർ കൊണ്ടുവന്നിട്ടുള്ളത്. ബ്രിട്ടീഷുകാരുടെ അവരുടെ കാര്യങ്ങൾ സുഗമമായി നടക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ എന്ത് ചെയ്തിട്ടുള്ളത്, മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. നിങ്ങൾ നോക്കാം, ദ റിയൽ മോട്ടീവ് ബിഹൈൻഡ് ദിസ് ഡെവലപ്മെന്റ് വാസ് not to provide basic amenities to the people but to meet the various colonial interests. ബ്രിട്ടീഷുകാർക്ക് അവരുടെ കാര്യങ്ങൾ നടന്നു പോകാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്, ഇന്ത്യയിൽ ഈ റോഡും റെയിലും ട്രെയിനും ക്രെയിനും ഡ്രെയിനേജും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കാം. ഓക്കെ, the British introduced railway in 1850 കേട്ടോ. 1850 ഇന്ത്യയിൽ റെയിൽവേ കൊണ്ടുവന്നത്. ഫസ്റ്റ് റെയിൽവേ റൂട്ട് ഇൻ ഇന്ത്യ ബോംബെ ടു താനെ, ബോംബെ മുതൽ താനെ വരെയാണ് കേട്ടോ.
കേരളത്തിൽ എനിക്ക് തോന്നുന്നു 1856 അത് സ്റ്റാർട്ട് ചെയ്തത്. തിരൂര് മുതൽ ബേപ്പൂര് വരെയാണ് കേട്ടോ. ഇന്ന് ബേപ്പൂരിൽ ട്രെയിൻ ഇല്ല. തിരൂര് ടു ബേപ്പൂർ വരെയാണ് കേരളത്തിൽ ആദ്യത്തേത്. ഇന്ത്യയിൽ ബോംബെ ടു താനെ വരെയാണ് 1850 ഇന്ത്യയിലെ റെയിൽവേ സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ. The volume of India's export expanded due to the introduction of railway, but its benefit rarely benefit to the Indian people. പക്ഷെ വളരെ റയറായിട്ട് മാത്രമേ ഇന്ത്യക്കാർക്ക് എന്തായിട്ടുള്ളൂ അതിന് ബെനിഫിറ്റ് പോയിട്ടുള്ളൂ. ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പറയുന്ന സംഭവങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതായത് റെയിൽവേ കൊണ്ടുവന്നതോടുകൂടി ഗുഡ്സ് നമുക്ക് നീക്കി കൊണ്ടുപോകാൻ പറ്റും. കേരളത്തിൽ നിന്ന് വേണമെങ്കിൽ ബംഗാൾ വരെ എന്ത് ചെയ്യാൻ പറ്റും, എന്ത് സാധനം വേണമെങ്കിലും കയറ്റുമതി ചെയ്യാൻ പറ്റും. The real motive behind the development was not to provide basic amenities to the people, but to meet the various colonial interest. ഇതാണ് നമുക്ക് പറയാനുള്ളത്. ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, മേജർ പോയിന്റ്സ് ആണ് പറയുന്നത്. നിങ്ങൾ എന്തെങ്കിലും വലിച്ചു വര എഴുതിയിട്ട് കാര്യമില്ല. നിങ്ങൾ ഈ പോയിന്റ്സ് കൃത്യമായിട്ട് ഹൈലൈറ്റ് ചെയ്ത് എഴുതിക്കോ. യു വിൽ ഗെറ്റ് ഗുഡ് സ്കോർ. നല്ല മാർക്ക് കിട്ടും. ഒന്നും നോക്കാനില്ല. മേജർ പോയിന്റ്സ് നമ്മൾ പറയുന്നത്. സെറ്റാണ്. ഓക്കെ. അടുത്ത ചാപ്റ്റർ ആയിട്ട് മിസ് വരും. അടുത്ത ചാപ്റ്റർ മിസ് എടുക്കാൻ വരും. ഓക്കെ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അഗ്രികൾച്ചർ, ഇൻഡസ്ട്രിയൽ സെക്ടർ, ഇൻഫ്രാസ്ട്രക്ചർ, ഡെമോഗ്രഫിക് കണ്ടീഷന്, സ്ട്രക്ചർ ഓഫ് എംപ്ലോയ്മെന്റ്, ഈ 5 കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. അതിൻ്റെ മേജർ പോയിന്റ്സ് എന്ത് ചെയ്യുക, എഴുതി പോയിന്റ് സെറ്റാക്കി പഠിക്കുക. ഓക്കെ. ഞാൻ മിസ്സിനെ വിളിക്കാം കേട്ടോ. ഓക്കെ, മിസ്സിനെ വിളിക്കാം. ഞാൻ കേട്ടാ. സോറി. ഓക്കെ, റൂറൽ ഡെവലപ്മെന്റ് ഇപ്പൊ കേൾക്കാവോ? യെസ്, കേൾക്കാവോ? കേൾക്കുന്നില്ല? യെസ്, മൈക്ക് ഇപ്പോഴാണ് കുഞ്ഞെ ഓണാക്കിയത്. ഓക്കെ. അപ്പൊ റൂറൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഡെവലപ്മെന്റ് ഓഫ് ബാക്ക്വേർഡ് റൂറൽ ഏരിയാസ് ആണ് ബൈ വേരിയസ് ഗവൺമെന്റ് പ്രോഗ്രാംസ്. അതായത് നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ എന്ത് ചെയ്യുക, കേൾക്കുന്നുണ്ട്, അതായത് വികസിക്കുക. പല ഗവൺമെന്റ് പ്രോഗ്രാംസ് ഒക്കെ കൊണ്ടുവന്നിട്ട് നമ്മുടെ ഗ്രാമപ്രദേശങ്ങളുടെ വികസനത്തെയാണ് മക്കളെ നമ്മൾ എന്ത് വിളിക്കുന്നത്, റൂറൽ ഡെവലപ്മെന്റ് എന്ന് വിളിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് ഭൂരിഭാഗം ആൾക്കാരും എവിടെയുള്ളത്, റൂറൽ ഏരിയാസിലാണ്, ഗ്രാമപ്രദേശങ്ങളിലാണ് ജീവിക്കുന്നത്. മാത്രമല്ല അവരുടെ മെയിൻ ഓക്യുപ്പേഷൻ അല്ലെങ്കിൽ ഉപജീവന മാർഗം, ലൈവ്ലിഹുഡ് എന്ന് പറയുന്നത് എന്താണ്, അഗ്രികൾച്ചർ ആണ്. അതുകൊണ്ട് മാത്രമല്ല അവരുടെ ഇക്കണോമിക് കണ്ടീഷൻ, അവിടുത്തെ ഗ്രാമപ്രദേശങ്ങളിലെ ആൾക്കാരുടെ ഇക്കണോമിക് കണ്ടീഷൻ, സാമ്പത്തിക നിലവാരം എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ കൂട്ടിക്കൊണ്ടുവരണം. അതിന് എന്താവശ്യമാണ്, റൂറൽ ഡെവലപ്മെന്റ് ഈസ് നെസസറി. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ ചിന്തിക്കുക, റൂറൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഡെവലപ്മെന്റ് ഓഫ് റൂറൽ ഏരിയാസ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, എങ്ങനെയാണ് നമ്മൾ ഇനി ഗ്രാമപ്രദേശങ്ങൾ വികസിപ്പിക്കേണ്ടത്? റൂറൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ എന്തൊക്കെ കൊണ്ടുവന്നിട്ട് വേണം റൂറൽ ഏരിയാസ് വികസിക്കേണ്ടത്, അതായത് ഗ്രാമപ്രദേശങ്ങൾ വികസിക്കേണ്ടത്? നമ്മൾ ആദ്യം ചെയ്യേണ്ട എന്താണ്, ഡെവലപ്മെന്റ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ആണ്. അതായത് അവിടെ ജീവിക്കുന്ന ആൾക്കാരില്ലേ, അവരെയാണല്ലോ ഹ്യൂമൻ റിസോഴ്സസ്. ആ ഹ്യൂമൻ റിസോഴ്സസിനെ നമ്മൾ എന്ത് ചെയ്യണം, ഡെവലപ്പ് ചെയ്യണം. അതായത് അവർക്ക് നല്ല വിദ്യാഭ്യാസവും ഒക്കെ കൊടുത്തുകൊണ്ട് അവരെന്ത് ചെയ്യണം, പൊക്കിക്കൊണ്ടുവരണം. രണ്ടാമത്തത് ബെറ്റർ ഹെൽത്ത് ഫെസിലിറ്റീസ്. ഗ്രാമപ്രദേശങ്ങളിൽ നല്ല എന്താ പറയുക, ഹെൽത്ത് ഫെസിലിറ്റീസ് ഒക്കെ കൊടുക്കണം. അതായത് അവർക്ക് ഹോസ്പിറ്റൽസും കാര്യങ്ങളും ഒക്കെ നമ്മൾ എവിടെ കൊണ്ടുവന്ന് സെറ്റപ്പ് ചെയ്യണം. നമ്മളെ സിറ്റികളിലല്ല ഹോസ്പിറ്റൽസ് വേണ്ടത്, എവിടെ കൊണ്ടുവരണം, ഗ്രാമപ്രദേശങ്ങളിലും കൊണ്ടുവരണം. എന്നാൽ മാത്രമേ നമുക്ക് ആ സ്ഥലങ്ങൾ വികസിപ്പിക്കാൻ പറ്റുള്ളൂ. മാത്രമല്ല ലാൻഡ് റിഫോംസ്, അതായത് ഭൂപരിഷ്കരണ നിയമങ്ങൾ നമ്മൾ കൊണ്ടുവരേണ്ട ഏരിയ എവിടെയാണ്, റൂറൽ ഏരിയാസിലാണ്.
അതേപോലെ ഓരോ ഗ്രാമപ്രദേശത്തും ഉള്ള ലൊക്കാലിറ്റിയിലുമുള്ള പ്രൊഡക്റ്റീവ് റിസോഴ്സസിനെ നമ്മൾ ഡെവലപ്പ് ചെയ്യണം. ചില ഗ്രാമപ്രദേശങ്ങളിൽ ചില കാര്യങ്ങളൊക്കെ ഭയങ്കര റിച്ച് ആയിരിക്കും. അപ്പോൾ അവിടെയൊക്കെ എന്ത് ചെയ്യണം, പ്രൊഡക്റ്റീവായിട്ടാണ് കാണുന്നതെങ്കിൽ അതിനെല്ലാം ഉയർത്തിക്കൊണ്ടുവരണം. മാത്രമല്ല ഗ്രാമപ്രദേശങ്ങളിൽ ഇലക്ട്രിസിറ്റി, ഇറിഗേഷൻ, ട്രാൻസ്പോർട്ടേഷൻ ഇതെല്ലാം അവിടെ കൊണ്ടുവരണം. വൈദ്യുതി, അതേപോലെ ജലസേചന മാർഗങ്ങൾ, നല്ല ഗതാഗത സൗകര്യങ്ങൾ ഇതൊക്കെ ഗ്രാമപ്രദേശങ്ങളിൽ കൊണ്ടുവരണം. മാത്രമല്ല ഒരുപാട് എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാം, അതായത് തൊഴിൽ കൊടുക്കുന്ന കുറേ പദ്ധതികളുണ്ട് അല്ലേ, നിങ്ങളത് പഠിക്കും ഡീറ്റെയിൽ ആയിട്ട്. നമ്മുടെ IRDP അങ്ങനെയുള്ള കുറേ സാധനങ്ങളുണ്ട്. വേജ് എംപ്ലോയ്മെന്റ്, അതേപോലെ സെൽഫ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. ഓക്കെ, NREP എന്നൊക്കെ പറയുന്ന കുറേ എണ്ണമല്ലേ. ആ പ്രോഗ്രാംസ് എല്ലാം നമ്മൾ എവിടെ കൊണ്ടുവരണം, ഗ്രാമപ്രദേശങ്ങളിൽ കൊണ്ടുവരണം. അപ്പൊ ഈ ഏരിയാസ് ഒക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കൊണ്ടുവരാം, ഗ്രാമപ്രദേശങ്ങൾ, അതായത് റൂറൽ ഡെവലപ്മെന്റ് കൊണ്ടുവരാം. ഓക്കെ, നൗ കംസ് പ്രോബ്ലംസ് ഓഫ് റൂറൽ ഫാമേഴ്സ്. മക്കളെ, ഇനി നമ്മൾ കർഷകരുടെ എന്താ പഠിക്കുന്നത്, പ്രശ്നങ്ങളെ കുറിച്ചാണ് പഠിക്കുന്നത്. ഓക്കെ, എന്തൊക്കെയാണ് അവരുടെ പ്രശ്നങ്ങൾ? ഒന്നാമത് ഡെറ്റ് ബേർഡൻ ആണ്. അതായത് അവർ കടം വാങ്ങിച്ച് കൂട്ടിയിട്ട് അത് അവർക്കൊരു ഭാര, കാരണം അവർക്ക് തിരിച്ചടയ്ക്കാൻ പറ്റുന്നില്ല. അങ്ങനെ എന്ത് വരും, ഡെറ്റ് ബേർഡൻ, അതായത് ഒരു ഭാരം കേട്ടോ. Now comes low price for agricultural products. മാത്രമല്ല ഇവരുണ്ടാക്കുന്ന സാധനങ്ങൾ എന്താണ്, അഗ്രികൾച്ചർ പ്രോഡക്ട്സ് ആണ്. അതിന് വളരെ വിലയും എന്താണ്, കുറവാ. പാവം ഫാമേഴ്സ്, അവർക്ക് വില കിട്ടുന്നില്ല. അതേപോലെ ഹയർ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, പക്ഷേ ഇത് ഉണ്ടാക്കാൻ ആവശ്യമായ ചെലവ്, ഉൽപാദന ചെലവ് പാവങ്ങൾക്ക് വളരെ കൂടുതലാണ്. അതേപോലെ അവർക്ക് ബെറ്റർ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ഇല്ല. അതായത് ബെറ്റർ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി തന്നെ ഇവർക്ക് വിത്ത്, വളം അതൊക്കെ കൊണ്ടുവരാനും, മാത്രമല്ല അഗ്രികൾച്ചർ പ്രോഡക്ട്സ് മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കാനും ഒക്കെ നല്ല എന്താ പറയുക ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ഗ്രാമപ്രദേശങ്ങൾ പാവം ഈ ഫാമേഴ്സിനില്ല. മാത്രമല്ല അവർക്ക് ലെസ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. അതായത് അവർക്ക് വേണ്ടത്ര എന്താ പറയുക തൊഴിൽ അവസരങ്ങളും കിട്ടുന്നില്ല. എല്ലാവരും കൃഷിക്കാരാ, അല്ലാതെ ഗ്രാമപ്രദേശങ്ങളിൽ ചെന്നാൽ വേറൊരു സാധനവും നമ്മൾ അവിടെ കാണുന്നില്ല. കൃഷി അതാണ് സംഭവം. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ റൂറൽ ഫാമേഴ്സിന്റെ പ്രശ്നങ്ങൾ. അപ്പൊ എന്ത് കൊടുക്കണം, ഈ പ്രശ്നങ്ങളൊക്കെ മാറ്റാൻ നമ്മൾ അവിടെ എന്ത് കൊടുക്കണം, റൂറൽ ക്രെഡിറ്റ് കൊടുക്കണം. അതായത് ഇവർക്ക് പൈസ കൊടുക്കണം, വേണ്ടേ? അതായത് വായ്പാ സൗകര്യങ്ങൾ കൊടുക്കണം. മക്കളെ, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് അറ്റ് ദ ടൈം ഓഫ് ഇൻഡിപെൻഡൻസ്, ഓക്കെ, ആ സമയത്ത് അവിടെ അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്തൊരു കാറ്റഗറിയാണ് മണി ലെൻഡേഴ്സ്. മണി ലെൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ പലിശയ്ക്ക് പണം വാങ്ങിക്കുന്നവരാണ്. അവരുടെ അടുത്ത് പോയിട്ടാണ് ഈ ഫാമേഴ്സ് എന്ത് ചെയ്യുക, അവർക്ക് വേണ്ട പൈസ വാങ്ങിക്കുക. കാരണം ഇവർക്ക് വിത്ത്, വളം അതൊക്കെ വാങ്ങിക്കാൻ പൈസ വേണം, വേണ്ടേ? അപ്പൊ ഇവരുടെ കയ്യിൽ ഉണ്ടാവില്ല, ഫാമേഴ്സിന്റെ കയ്യിൽ. അപ്പൊ അവർ ആരെടുത്ത് പോകും, ഈ മണി ലെൻഡേഴ്സ്, അതായത് ഈ പലിശയ്ക്ക് പണം കൊടുക്കുന്നവരെ അടുത്ത് പോയി വാങ്ങിക്കും. പക്ഷെ ഇവരെന്താ ചെയ്യുന്നത്, ഇവര് ഭയങ്കര വലിയ പലിശ നിരക്കാണ് ഈ പാവം കൃഷിക്കാരിൽ നിന്ന് വാങ്ങിക്കുക. അപ്പൊ പാവം ഈ കൃഷിക്കാർ എപ്പോഴും ഇങ്ങനെ ദാരിദ്ര്യത്തിലും ഈ കടം വീട്ടാതെയും ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പൊ ഈ സിറ്റുവേഷൻ ഒക്കെ മാറി. ഇന്നിപ്പം ഇതൊക്കെ സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്തുള്ളതാണ്. പക്ഷെ ഇപ്പം ദി സിറ്റുവേഷൻ ചേഞ്ച് ഡ്യൂ ടു, ഈ സിറ്റുവേഷൻ ചേഞ്ച് ചെയ്തു. അതിന് കാരണം എന്താ? ഒന്നാമത് നാഷണലൈസേഷൻ ഓഫ് കമേഴ്ഷ്യൽ ബാങ്ക്. 1969 നമ്മുടെ ഇന്ത്യയിൽ 14 മേജർ കമേഴ്ഷ്യൽ ബാങ്ക്സ് എന്ത് ചെയ്തു, ഗവൺമെന്റ് ഏറ്റെടുത്തു. ഓക്കെ, അതാണ് നാഷണലൈസേഷൻ. ഓക്കെ, പിന്നെ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് നബാർഡ് ഇൻ 1982, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. അതാണ് നമ്മുടെ റൂറൽ ക്രെഡിറ്റിലെ ഏറ്റവും അപ്പെക്സ് ബാങ്ക് എന്ന് പറയുന്നത്, ക്രെഡിറ്റ് കൊടുക്കാൻ വന്ന ബാങ്ക്. അപ്പൊ ഈ രണ്ട് സാധനങ്ങൾ വന്നോടുകൂടി നമ്മുടെ സീൻ തന്നെ മാറുകയാണ് കേട്ടോ. അടുത്തത് സ്ട്രക്ചർ ഓഫ് റൂറൽ ബാങ്കിങ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഈ റൂറൽ ബാങ്കിങ്ങിൽ വന്ന സ്ട്രക്ചർ. ഓക്കെ, നമ്മളിപ്പോൾ റൂറൽ ബാങ്കിങ് എന്ന് പറഞ്ഞാൽ ആലോചിക്കുക, അതായത് ഗ്രാമപ്രദേശങ്ങളിൽ ബാങ്കുകൾ വരികയാണ് ചെയ്യുന്നത്. അതാണ് റൂറൽ ബാങ്കിങ്. ആദ്യം വന്ന ബാങ്ക് ഞാൻ പറഞ്ഞു നബാർഡ്. കണ്ടോ, നബാർഡ് ഈസ് ദ അപ്പെക്സ്. അപ്പെക്സ് എന്ന് പറഞ്ഞാൽ ടോപ്പ് ആണ് ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പെക്സ് എന്ന് പറഞ്ഞാൽ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂഷൻ വിച്ച് കോർഡിനേറ്റ് ദ ആക്ടിവിറ്റീസ് ഓഫ് ഓൾ ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ റൂറൽ ഫിനാൻസിങ് സിസ്റ്റം. അതായത് ഗ്രാമപ്രദേശങ്ങളിൽ ഈ ഫാമേഴ്സിന് ലോണൊക്കെ കൊടുക്കാൻ വേണ്ടി ഒരു കോർഡിനേഷൻ നടത്താനൊക്കെ വേണ്ടി ഒരു ബാങ്ക് സെറ്റപ്പ് ആവുകയാണ്. അതിനെ വിളിക്കുന്ന പേര് നബാർഡ് ആണ്. 1982 ആ നബാർഡ് എസ്റ്റാബ്ലിഷ് ആവുന്നത്. ഈ നബാർഡാണ് ഈ മേഖലയിൽ ദ അപ്പെക്സ് ബാങ്ക് എന്ന് പറയുന്നത്. അതുകൂടാതെ വേറെ ബാങ്കുകളും വന്നു. ദാറ്റ് ഈസ് കമേഴ്ഷ്യൽ ബാങ്ക്സ്, വാണിജ്യ ബാങ്കുകൾ വരിക. അതുകൂടാതെ പിന്നെ വന്നതാണ് റീജിയണൽ റൂറൽ ബാങ്ക്. ഇതിന്റെ ഷോർട്ട് ഫോം നമുക്കറിയാം, RRB എന്ന് എഴുതിയാൽ മതി. റീജിയണൽ റൂറൽ ബാങ്ക്, ഗ്രാമീണ ബാങ്കുകളാണ് ഇവയെല്ലാം കേട്ടോ. അതെ, അടുത്തത് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആണ് അടുത്തത്. അതായത് സഹകരണ, ഓക്കെ, കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് വരികയാണ്. അതേപോലെ ലാൻഡ് ഡെവലപ്മെന്റ് ബാങ്ക്, LDB, എന്റെ ഷോർട്ട് ഫോം ആണ് LDB. ഓക്കെ, ഭൂവികസന ബാങ്കുകൾ. അതേപോലെ ലാസ്റ്റ് വന്നതാണ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്. അതിനെ വിളിക്കുന്ന പേര് SHG ആണ് ഷോർട്ട് ഫോം, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്. അതാണ് നമ്മുടെ
കുടുംബശ്രീ ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ ദിസ് SSG. മക്കളെ ഇവര് നമുക്കറിയാം കുടുംബശ്രീക്കാർ ചെയ്യുന്ന സംഭവം എന്താ നമുക്കറിയാം. ദേ പ്രൊവൈഡ് മൈക്രോ ക്രെഡിറ്റ്. മൈക്രോ എന്ന് പറഞ്ഞാൽ ചെറുത് അല്ല, കോടിക്കണക്കിന് രൂപയൊന്നും പാവങ്ങളുടെ കയ്യിൽ ഉണ്ടാവില്ല കൊടുക്കാൻ. വളരെ ചെറിയ ക്രെഡിറ്റ് ആണ് ഇവർ കൊടുക്കുക. ശരിക്കും ഈ കുടുംബശ്രീക്കാർ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആഴ്ചയിലും ഇവർ മീറ്റിംഗ് വെച്ചും ഇവരുടെ കയ്യിലുള്ള ചെറിയ എമൗണ്ടുകളെല്ലാം കൂടെ ഒന്നിച്ചു കൊണ്ടുവരും. എന്നിട്ട് ഇവരുടെ ഇടയിൽ തന്നെ ആർക്കാണോ ലോൺ വേണ്ടത് അത് കൊടുക്കും. അതിന് വളരെ കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റ് ചാർജ് ചെയ്യും. അങ്ങനെയൊക്കെ പോകുന്ന സിസ്റ്റമാണ് ഈ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഈ കുടുംബശ്രീ. അത് മാത്രമല്ല ഇൻക്രീസ് സേവിങ് ഹാബിറ്റ്സ് ഓഫ് ദ പുവർ. അതായത് പാവങ്ങളുടെ ഇടയിൽ എന്താ പറയാ ഒരു സമ്പാദ്യശീലവും കൂടെ ഇതിന് വളർത്തിയെടുക്കാൻ പറ്റാറുണ്ട് കേട്ടോ. അപ്പൊ ഇത്രയാണ് സ്ട്രക്ചർ ഓഫ് റൂറൽ ബാങ്കിങ്. നിങ്ങൾ നബാർഡ് തൊട്ട് ചിന്തിക്കണം. നമ്മുടെ റൂറൽ ഏരിയാസില് ഗ്രാമപ്രദേശങ്ങളിൽ എന്തായിരുന്നു യെസ്, അതായത് ലോണൊക്കെ കൊടുക്കാൻ വേണ്ടി വന്ന ബാങ്കുകൾ, സെറ്റപ്പായ ബാങ്കുകൾ ഒന്ന് നബാർഡാണ്, കമേഴ്ഷ്യൽ ബാങ്ക്സ് ഉണ്ട്, RRB ഉണ്ട്, LDB ഉണ്ട്, കോപ്പറേറ്റീവ് ബാങ്ക്സ് ഉണ്ട്, അതേപോലെ നമ്മുടെ മൈക്രോ ക്രെഡിറ്റ് ഫിനാൻസ് സിസ്റ്റമായ കുടുംബശ്രീ ഉണ്ട്. ഈ ബാങ്കുകളുടെ പേര് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. സ്ട്രക്ചർ ഓഫ് റൂറൽ ബാങ്കിങ്. Now comes the important essay question ഒക്കെ ആയിട്ട് വരാൻ ചാൻസ് ഉള്ളതാണ്. അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് സിസ്റ്റം. ദാറ്റ് ഇസ് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഇനിയിപ്പോൾ essay കണ്ടില്ലെങ്കിൽ മക്കളെ ഇതൊരു 5 മാർക്കിനും 4 മാർക്കിനൊക്കെ തട്ടി ഇങ്ങോട്ട് മാറ്റാനുള്ള സംഭവം ഉണ്ട് കേട്ടോ. അപ്പൊ എന്താണ് അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ്? അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് എന്ന പേര് തന്നെ നമുക്കറിയാം. ഇതിൽ ഉൾപ്പെട്ടുള്ളത് അഗ്രികൾച്ചറൽ കമോഡിറ്റീസ് ആണ്. ഓക്കെ, അതായത് കാർഷിക ഉൽപ്പന്നങ്ങൾ. ഈ കാർഷിക ഉൽപ്പന്നങ്ങൾ എന്ത് ചെയ്യണം? സ്റ്റോർ ചെയ്യണം. ആദ്യം അത് അസംബിൾ ചെയ്യണം. പല സ്ഥലത്തായിരിക്കും കൃഷിക്കാർ കർഷകർ സാധനം ഉണ്ടാക്കിയിട്ടുണ്ടാവുക അല്ലെ. അതിനെ എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുവരണം. അത് സ്റ്റോർ ചെയ്യണം, ഗ്രേഡ് ചെയ്യണം, പാക്ക് ചെയ്യണം, പ്രോസസ്സ് ചെയ്യണം, അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ഇങ്ങനെ പല പ്രോസസ്സുകളും ഉണ്ട്. ആ പല പ്രോസസ്സുകളെയും കൂടി വിളിക്കുന്ന പേരാണ് മക്കളെ എന്ത്? നമ്മുടെ അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് മെയിൻലി മെന്റ് ഫോർ അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് കേട്ടോ. അതിൽ എന്താ പറയുന്നത്? അതായത് സ്റ്റോർ ചെയ്യുക, അഗ്രികൾച്ചർ പ്രോഡക്റ്റ് സ്റ്റോർ ചെയ്യുക, അത് നല്ലപോലെ പാക്ക് ചെയ്യുക, അത് പ്രോസസ്സ് ചെയ്യണം. അഗ്രികൾച്ചർ പ്രോഡക്റ്റ് ആയതുകൊണ്ട് പ്രത്യേകിച്ചും അത് നല്ലപോലെ പ്രോസസ്സ് ചെയ്യണം, അത് സ്റ്റോർ ചെയ്യണം, അതിനെ ഗ്രേഡ് ചെയ്യണം, പാക്ക് ചെയ്യണം, എന്നിട്ട് അത് വേണ്ട സ്ഥലത്തേക്ക് എത്തിച്ചു കൊടുക്കണം. വേണ്ടേ? അതാണ് യെസ്, വെരി ഗുഡ്, ഫ്രം ദ ഫീൽഡ് ടു ദ ഫാമേഴ്സ്, കൺസ്യൂമേഴ്സ് അല്ലേ? അത് തന്നെ. അപ്പൊ ഇതിലുള്ള ഈ പ്രോസസ്സിനെ മൊത്തം വിളിക്കുന്ന പേരാണ് മക്കളെ നമ്മൾ എന്ത്? അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പ്രോബ്ലംസ് ഇൻ അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് ഉണ്ട്. ഈ അഗ്രികൾച്ചർ മാർക്കറ്റിങ്ങിന് പല പ്രശ്നമുണ്ട്. അതിൽ ഒന്നാമത്തത് ഫോൾട്ടി വേയിങ് ആ. അതായത് ഈ ഫാമേഴ്സ് സാധനങ്ങളുമായിട്ട് വിൽക്കാൻ മാർക്കറ്റിൽ ചെല്ലുമ്പോൾ ഇവരെ പറ്റിക്കും. ഈ ഫാമേഴ്സിനെ ഇവരുടെ സാധനത്തിന് അളവും തൂക്കത്തിലും ഒക്കെ വ്യത്യാസം വരുത്തി കളയും. രണ്ടാമത്തത് നോ കറക്റ്റ് ഇൻഫർമേഷൻ ഓൺ പ്രൈസസ്. പിന്നെ ഈ പാവം ഫാമേഴ്സിന് അവരുടെ സാധനത്തിന്റെ വില എത്രയാണ് മാർക്കറ്റിൽ തോന്നുന്നു വലിയ ബോധമില്ലാതെയാണ് പോണത് കേട്ടോ. അടുത്തത് എന്താണ്? നോ പ്രോപ്പർ സ്റ്റോറേജ് ഫെസിലിറ്റീസ്. ഫാമേഴ്സിന് സ്റ്റോറേജ് ഫെസിലിറ്റീസ് കൊടുക്കുന്നില്ല. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? അഗ്രികൾച്ചർ പ്രോഡക്ട്സ് എന്ന് പറയുന്നത് മക്കളെ പെട്ടെന്ന് ചീത്തയാവും അല്ലേ. അപ്പൊ ഇത് പ്രോപ്പർ സ്റ്റോറേജ് ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിലേ ഇതൊക്കെ കേടുകൂടാതെയൊക്കെ കുറെ കാലം നിൽക്കുള്ളൂ. പക്ഷെ നമ്മുടെ ഈ പാവം ഫാമേഴ്സിന് എന്തില്ല? ഇങ്ങനത്തെ സ്റ്റോറേജ് ഫെസിലിറ്റീസ് ഒന്നും ഇല്ല. അപ്പൊ അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് പ്രോബ്ലംസ് ഫാമേഴ്സിനുണ്ട്. ഇനി ഈ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ ഗവൺമെന്റ് എടുത്ത മെഷേഴ്സ് ആണ് നമ്മൾ ഇനി പഠിക്കുന്നത്. ഇതും വളരെ ഇമ്പോർട്ടന്റ്. ഇതെല്ലാം കണക്ട് ചെയ്താണ് മക്കളെ ക്വസ്റ്റ്യൻ ചോദിക്കുക കേട്ടോ. അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് എന്താണ്? പ്രോബ്ലം മെഷേഴ്സ് ടേക്കൺ ബൈ ദ ഗവൺമെന്റ് ടു സോൾവ് അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് എന്നൊക്കെ ചോദിച്ചാൽ സംഭവം എഴുതേണ്ട പോയിന്റ്സ് ആണ് ഇത് കേട്ടോ. അപ്പൊ എന്തൊക്കെയാണ് ഗവൺമെന്റ് എടുത്ത മെഷേഴ്സ്? ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട്. ഇനി ഈ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ് വെറുതെ ഇരുന്നാൽ പോരാ, ഇതൊക്കെ എന്ത് ചെയ്യണം? പരിഹരിക്കപ്പെടണം വേണ്ടേ? അതിനുവേണ്ടി ഗവൺമെന്റ് എടുത്ത മെഷേഴ്സ് എന്തൊക്കെയാണെന്ന് പറയാൻ പോകുന്നത്. ഒന്നാമത്തത് റെഗുലേറ്റഡ് മാർക്കറ്റ്സ് ആണ്, അതായത് നിയന്ത്രിത വിപണികൾ. ഇനി എന്താണ് ഈ റെഗുലേറ്റഡ് മാർക്കറ്റ്സ് എന്ന് ചോദിച്ചാൽ ഇത് കൺട്രോൾഡ് ബൈ ദ സ്റ്റേറ്റ് ഗവൺമെന്റ്. ചില സംസ്ഥാനങ്ങളൊക്കെ ഉണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് റൺ ചെയ്യുന്ന, അതായത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തത്തിൽ റൺ ചെയ്ത കുറെ മാർക്കറ്റുകളുണ്ട്. ഇതിനൊരു മാർക്കറ്റിംഗ് കമ്മിറ്റിയാണ് വിച്ച് സെറ്റപ്പ് ബൈ ദ ഗവൺമെന്റ് ആണ്. ഇവിടെ ഒരു പ്രശ്നവുമില്ല. ഫാമേഴ്സിന് അവരുടെ സാധനത്തിന് എന്താ പറയാ കൃത്യമായ തൂക്കവും അതേപോലെ കറക്റ്റ് വിലയും സ്റ്റോറേജ് ഫെസിലിറ്റീസും എല്ലാം കൊടുക്കും. ഓക്കെ, അതാണ് നമ്മുടെ എന്ത്? റെഗുലേറ്റഡ് മാർക്കറ്റ്, നിയന്ത്രിത വിപണികൾ കേട്ടോ. അടുത്തതാണ് എന്ത്? കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ്. അടുത്ത സഹകരണ വിൽപ്പന, കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ്. അതിൽ ഒന്നാമത്തത് ഈ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. അതായത് സാധനങ്ങളെല്ലാം എന്ത് ചെയ്യുക? പിന്നെ ഫാമേഴ്സ് എല്ലാവരും കൂടെ ഒറ്റയ്ക്ക് പോയി വിൽക്കാതെ എല്ലാവരും കൂടെ കൂടി, അതായത് എല്ലാ സാധനങ്ങളും ഇപ്പൊ നമ്മൾ മിൽമയൊക്കെ ചെയ്യുന്നത് കണ്ടില്ലേ? ഫാമേഴ്സ്, ക്ഷീര കർഷകര് അവരുടെ ഉൽപ്പാദിപ്പിച്ചതെല്ലാം ഫാമേഴ്സ് മിൽമയിൽ കൊണ്ടു കൊടുക്കും, അവരത് പ്രോസസ്സ് ചെയ്യും. അപ്പൊ ഫാമേഴ്സിന് വലിയ പ്രശ്നമൊന്നുമില്ല, അവരുടെ പ്രോഡക്റ്റ് ക്ലിയർ ആയിട്ട് വിൽക്കാം. അതേപോലെ എന്ത് കിട്ടും? പ്രൈസിങ് കിട്ടും.
അതേപോലെ തന്നെയാണ് ഈ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ്. ഇവിടെ ഫാമേഴ്സ് അവരെല്ലാവരും ഉണ്ടാക്കിയ സാധനങ്ങളെല്ലാം ഒന്നിച്ചു കൊണ്ടുവന്ന് എന്ത് ചെയ്യുന്നു, വിൽക്കുന്നു. ദാറ്റ് ഈസ് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ്. ഇവിടെ മിഡിൽ മാനോ ഒന്നുമില്ല, ഇവർക്ക് വേണ്ട വിലയും കിട്ടും, ഇവരുടെ സാധനത്തിന് എന്ത് വിലയാണോ അതൊക്കെ ഇവർക്ക് കിട്ടും കേട്ടോ. അടുത്തതാണ് പ്രൊവിഷൻ ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ലൈക്ക് റോഡ്, റെയിൽവേസ് ആൻഡ് വെയർ ഹൗസസ്. അതായത് ഫാമേഴ്സിന് എന്ത് കൊടുക്കുക, നല്ല റോഡ് ഫെസിലിറ്റി, നല്ല നല്ല റോഡുകൾ കൺസ്ട്രക്ട് ചെയ്ത് കൊടുക്കുക. അതേപോലെ റെയിൽവേസ്, വെയർ ഹൗസിംഗ് എന്ന് പറഞ്ഞാൽ സംഭരണശാലകളെല്ലാം ഏർപ്പാടായി കൊടുക്കുക. കാരണം ഇവർക്ക് വിൽക്കണം, മാർക്കറ്റിൽ പോയിട്ട് ഇവരുടെ സാധനങ്ങൾ അല്ലേ, അതിന് വേണ്ടിയിട്ട് എല്ലാവിധ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്യുക. അടുത്തതാണ് മിനിമം സപ്പോർട്ട് പ്രൈസസ്. അതായത് ചിലപ്പോൾ സാധനത്തിന്റെ വിലയൊക്കെ ചിലപ്പോൾ പാവം ഫാമേഴ്സ് മാർക്കറ്റിൽ ഇത് കൊടുത്ത് ചെല്ലുമ്പോഴായിരിക്കും അറിയാം ഇതിന്റെ വിലയൊക്കെ വളരെ കുറവാണെന്ന്. അപ്പോൾ അത് ഫാമേഴ്സിന് വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ അവിടെ എന്ത് ചെയ്യും, ഒരു മിനിമം സപ്പോർട്ട് പ്രൈസ് ഗവൺമെന്റ് അങ്ങോട്ട് ഫിക്സ് ചെയ്യും. കാരണം ആ വിലയിൽ കുറച്ചും കൂടെ വില തരാമെന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ആര് തന്നെ ഏറ്റെടുക്കും, ഗവൺമെന്റ് തന്നെ ഏറ്റെടുത്തിട്ട് ചെയ്യും. അതാണ് ഈ മിനിമം സപ്പോർട്ട് പ്രൈസ് കേട്ടോ. അപ്പൊ ഈ സാധനങ്ങളെല്ലാം ഗവൺമെന്റ് വാങ്ങിച്ചിട്ട് എന്താ ചെയ്യുന്നത്, സെറ്റപ്പ് ഓഫ് FCI ഗോഡൌൺസ് ആണ്. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഗോഡൌണുകൾ ഉണ്ട് ഇല്ലേ, ഇതിൽ കൊണ്ടുപോയിട്ട് ഇവർ സൂക്ഷിച്ചു, അരിയും ഗോതമ്പും ഇതേ സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കും. അങ്ങനെ എന്ത് ചെയ്യും, ഒരു ബഫർ സ്റ്റോക്ക് ക്രിയേഷൻ എസ്പെഷ്യലി ഫോർ റൈസ് ആൻഡ് വീറ്റ്. അതായത് അരിയും ഗോതമ്പിന്റെ ഒക്കെ ഒരു ബഫർ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ധാന്യ ശേഖരണം തന്നെ നടത്തും. എന്നിട്ട് എന്ത് ചെയ്യും, ഇത് അവരെന്ത് ചെയ്യും, ഡിസ്ട്രിബ്യൂട്ട് ദീസ് ത്രൂ PDS, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ് മക്കളെ, റേഷൻ കടകളാണ്, റേഷൻ ഷോപ്പില്ലേ, ഇതുവഴി പാവങ്ങളിലേക്ക് ഇവര് എത്തിച്ചോളും. ക്ലിയർ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഗവൺമെന്റ് ഏറ്റെടുത്തിട്ടുണ്ട്. ഒന്ന് നമ്മുടെ റെഗുലേറ്റഡ് മാർക്കറ്റ്സ് ആണ്, രണ്ടാമത്തെ എന്താണ് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഉണ്ട്, പ്രൊവിഷൻ ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ, മിനിമം സപ്പോർട്ട് പ്രൈസ്, സെറ്റപ്പ് ഓഫ് FCI ഗോഡൌൺസ്. ഇതെല്ലാം ഈ 5 മെഷേഴ്സ് ഗവൺമെന്റ് എടുത്തിട്ടുണ്ട്. ഈ അഗ്രികൾച്ചർ മാർക്കറ്റിംഗിന് പ്രോബ്ലംസ് ഉണ്ട്, അത് സോൾവ് ചെയ്യാൻ വേണ്ടി എടുത്തതാണ് കേട്ടോ. നൗ കംസ് എമർജിംഗ് ഓൾട്ടർനേറ്റീവ് മാർക്കറ്റിംഗ് ചാനൽസ്. ഇതാണ് പറഞ്ഞത്. നേരത്തെ നമ്മൾ പറഞ്ഞു റെഗുലേറ്റഡ് മാർക്കറ്റ്സ് ഉണ്ട്, ഗവൺമെന്റ് ഉടമസ്ഥയിലുള്ള ഒരു മാർക്കറ്റ് ഉണ്ടെന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ. അങ്ങനെ ചില സംസ്ഥാനങ്ങളിലെല്ലാം ഉണ്ട്. ആ മാർക്കറ്റിന്റെ പേരുകളാണ് ഇവിടെ പഠിക്കാൻ പോകുന്നത്. ദ ഫസ്റ്റ് വൺ ഈസ് അപ്നി മണ്ഡി. മണ്ഡി മീൻസ് ചന്ത. ഓക്കെ, അപ്നി മണ്ഡി എന്ന് പറയുന്നത് പഞ്ചാബ്, ഹരിയാന ആൻഡ് രാജസ്ഥാൻ. ഓക്കെ, ഇവിടെ ആ സംസ്ഥാനങ്ങളിൽ അവർക്ക് ഫാമേഴ്സിന് ഈ ഒരു ചന്തയിൽ കൊണ്ടുപോയിട്ട് അവരുടെ സാധനങ്ങൾ വിൽക്കാം. അപ്പൊ വേണ്ടത്ര വിലയൊക്കെ കിട്ടും. രണ്ടാമത് നോക്ക് റൈത്തു ബസാർ. റൈത്തു ബസാർ, ബസാർ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം അല്ലേ, മാർക്കറ്റ് ആണ്. ആന്ധ്രാപ്രദേശ് ആൻഡ് തെലങ്കാന. ഓക്കെ, അടുത്തത് ഹദാസ്പാർ മണ്ഡി. ഹദാസ്പാർ മണ്ഡി എന്ന് പറയുന്നത് എവിടെയാണ്, പൂനെയിലാണ് കേട്ടോ. അടുത്തതാണ് ഉഴുവാർ സാൻഡീസ്. ഉഴുവാർ സാൻഡീസ് എവിടെയാണ്, തമിഴ്നാട്ടിലാണ്. മക്കളെ ഇത് ഒരു പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. റൈറ്റ് സം എമർജിംഗ് മാർക്കറ്റിംഗ് ചാനൽസ്. മാർക്കറ്റിംഗ് ചാനൽസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കണം ഈ പേരാണ് കേട്ടോ, റൈത്തു നെയിം, റൈത്തു ബസാർ പേരിട്ടതാ, അവരിട്ടതാ കേട്ടോ. ഓക്കെ, അപ്പൊ ഈ എമർജിംഗ് ഓൾട്ടർനേറ്റീവ് മാർക്കറ്റിംഗ് ചാനൽസ് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് ഈ പേരുകൾ പഠിക്കുക. അപ്നി മണ്ഡി, ഓക്കെ, ഹദാസ്പാർ മണ്ഡി, ഉഴുവാ സാൻഡീസ്, റൈത്തു ബസാർ. Now comes diversification agriculture sector. It is a sure question ആണ്. അതായത് നമുക്കറിയാം നമ്മുടെ റൂറൽ ഡെവലപ്മെന്റ്, അതായത് അവിടെ ഫാമേഴ്സ് ആണ്. ഫാമേഴ്സിന്റെ മെയിൻ ലൈവ്ലിഹുഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, അഗ്രികൾച്ചർ ആണ്, കൃഷിയാണ് അല്ലെ. അപ്പൊ ആരോ ഇവിടെ പോയി എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ഡൈവേഴ്സിഫിക്കേഷൻ അഗ്രികൾച്ചർ ആണ്. അപ്പം ഈ അഗ്രികൾച്ചർ കൂടാതെ എന്നും ഈ അഗ്രികൾച്ചറിൽ പിടിച്ച് കടിച്ചു തൂങ്ങി നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമേഴ്സിന് എന്നും നഷ്ടമാണ് മക്കളെ, മരിക്കുന്നത് വരെ ഇവർക്ക് കഷ്ടപ്പാടേ ഉണ്ടാവുള്ളൂ. അപ്പൊ എന്ത് ചെയ്യണം, കുറച്ചൊക്കെ നമ്മൾ കുറച്ച് മാറി ചിന്തിക്കണം. അതാണ് ഈ ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്നത്. അഗ്രികൾച്ചർ ഉണ്ടാവും, പക്ഷെ അതിന്റെ കൂടെ അതിൽ മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ചും കൂടെ മാറി ഒന്നും കൂടെ തിരിഞ്ഞ്, അതായത് ഡൈവേഴ്സിഫൈ, കുറച്ചും കൂടെ മേഖലയിലേക്ക് ഓടുകയാണ് കേട്ടോ. അതിൽ എന്തിനാണ് അങ്ങനെ പോകുന്നത്, സി ഇറ്റ് ഈസ് നെസസറി ഫോർ ദ ഇംപ്രൂവ്മെന്റ് ഓഫ് അഗ്രികൾച്ചർ സെക്ടർ. നമ്മുടെ കാർഷിക രംഗം വികസിക്കണമെങ്കിൽ ഇതൊക്കെ ചെയ്തേ പറ്റൂ. ഒന്ന് ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് ക്രോപ്സ് ആണ്. അതായത് നമ്മൾ എന്ത് ചെയ്യണം, ക്രോപ്സ് നമ്മൾ ഉണ്ടാക്കുന്ന സാധനം മാറ്റം വരുത്തുക. ഈ പ്രാവശ്യം നെല്ലുണ്ടാക്കി അടുത്ത വർഷം ഗോതമ്പ് ഉണ്ടാക്കുക, അടുത്ത വർഷം വേറെ ഒന്ന്, അങ്ങനെ ഡൈവേഴ്സിഫിക്കേഷൻ മാറ്റി മാറ്റി പിടിക്കുക. അതേപോലെ ഷിഫ്റ്റ് ഓഫ് വർക്ക് ഫോഴ്സ് ഫ്രം അഗ്രികൾച്ചർ ടു അതർ അലൈഡ് ആക്ടിവിറ്റീസ്. പിന്നെ അതല്ല കൃഷിയിലാണ് കൂടുതൽ ആൾക്കാരും ജോലി ചെയ്യുന്നത് അല്ലേ. അതിന്ന് മാറി കുറച്ച് പേരൊക്കെ എങ്ങോട്ട് മാറുക, മറ്റുള്ള മേഖലയിലേക്ക് മാറിപ്പോവുക. അതാണ് അതർ അലൈഡ് ആക്ടിവിറ്റീസ്, എസ്പെഷ്യലി ആനിമൽ ഹസ്ബൻഡറി, ഫിഷറീസ്, ഹോർട്ടിക്കൾച്ചർ. ഇതൊക്കെ അവർക്കും ചെയ്യാം കേട്ടോ. അതാണ് ഇല്ലേ. ഫസ്റ്റ് വൺ ആണ് ആനിമൽ ഹസ്ബൻഡറി. മക്കളെ ആനിമൽ ഹസ്ബൻഡറി എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ, കന്നുകാലി വളർത്തലാണ് കേട്ടോ. എന്താണ് ഈ കന്നുകാലികളെ കൂടെ, ഇപ്പൊ കൃഷിയുണ്ട് ആയിക്കോട്ടെ, അതിന്റെ കൂടെ എന്ത് നടത്തുക, ഈ കന്നുകാലികളെയും കൂടെ വളർത്തിക്കൊള്ളുക. അങ്ങനെ വളർത്തിയുള്ള ഗുണം എന്താണെന്നറിയോ, ഓൾട്ടർനേറ്റീവ് ലൈവ്ലിഹുഡ് ആണ്. അതായത് ഫാമേഴ്സിന് കൃഷിയെ മാത്രമല്ല മറ്റ് എന്തുണ്ട് ഉപജീവന മാർഗവും കൂടെയാണിത് കേട്ടോ. ഇനി കൃഷിയിൽ എന്തെങ്കിലും പ്രശ്നം പറ്റിയാൽ അല്ലെങ്കിൽ എന്തെങ്കിലും നാശം വന്നാലും പ്രശ്നമില്ല, ഇവിടെ കന്നുകാലികൾ ഉണ്ടല്ലോ, അവിടെ നിന്ന് കിട്ടുന്ന വരുമാനം കിട്ടും. അടുത്താണ് എന്ത്, ഫുഡ് സെക്യൂരിറ്റി. ഫുഡ് സെക്യൂരിറ്റി, നല്ല നല്ല മിൽക്കും ഇതൊക്കെ കഴിക്കാം കേട്ടോ. അടുത്തത് ഫ്യൂവൽ ഫോർ കുക്കിംഗ്. കുക്കിങ്ങിന് ഫ്യൂവൽ ഒക്കെ കിട്ടും. എങ്ങനെയാ ഫ്യൂവൽ ഫോർ കുക്കിംഗ് എന്ന് പറയുന്നത് എന്താണ്, ആനിമൽ ഹസ്ബൻഡറി.
ഈ കന്നുകാലികൾക്ക് ചാണകമൊക്കെ ഉണ്ടല്ലേ, ഈ ചാണകമൊക്കെ എടുത്തിട്ട് ഉണക്കിയിട്ട് ഒക്കെ കത്തിക്കാറുണ്ട് ശരിക്കും കേട്ടോ. ആൾട്ടർനേറ്റീവ് ലൈവ്ലിഹുഡ്, സ്റ്റെബിലിറ്റി ഇൻ ഇൻകം, ഫുഡ് സെക്യൂരിറ്റി, അത് തന്നെ. അടുത്ത ന്യൂട്രീഷൻ ഫോർ ഫാമിലിയാണ്. ഫാമിലിക്ക് ന്യൂട്രീഷൻ കിട്ടും, പാലും വെണ്ണയും തൈരും ഒക്കെ കഴിക്കാമല്ലോ, അപ്പോൾ നല്ല ന്യൂട്രീഷൻ കിട്ടും. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ആനുവൽ ഹസ്ബൻഡറി എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു വൺ വേർഡ് വരുന്നത് ഓപ്പറേഷൻ ഫ്ലഡ് ആണ്. ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് പറയുന്നത് ഒരു വൈറ്റ് റെവല്യൂഷൻ ആണ്. ഇതിനെ നമ്മൾ വിളിക്കുന്നത് മിൽക്ക് റെവല്യൂഷൻ ആണ് കേട്ടോ. മിൽക്ക് റെവല്യൂഷൻ, അതായത് പാലുൽപാദനത്തിലുണ്ടായ വമ്പൻ വർധനവിനെ വിളിച്ചിരിക്കുന്ന പേരാണ് മക്കളെ എന്ത്, ഓപ്പറേഷൻ ഫ്ലഡ്. ആൻഡ് ഡോക്ടർ വർഗീസ് കുര്യൻ, ഓക്കെ, വർഗീസ് കുര്യൻ ആണ് നമ്മുടെ, നിങ്ങളറിയാം ഗുജറാത്തിലെ അമൂൽ അല്ലേ, അതാണ് ആദ്യം കോപ്പറേറ്റീവ് ആയിട്ട് തുടങ്ങിയത്. നമ്മുടെ ഈ കേരളത്തിലാണെങ്കിൽ മിൽമ. ഓക്കെ, അപ്പൊ നോക്കിയേ, രണ്ടാമതാണ് ഫിഷറീസ്. ഇനി ആ ഫിഷറീസിലും കൂടെ പോവാ, അതായത് മീൻ പിടിക്കാനും പോയിക്കോട്ടെ കേട്ടോ. അതായത് നമ്മൾ ഇതിൽ അഗ്രികൾച്ചറൊക്കെ ഉണ്ടായിക്കോട്ടെ, പക്ഷെ നമ്മൾ അതിന്റെ കൂടെ എന്ത് ചെയ്യണം, മീൻ പിടിക്കാനും കൂടെ പോകണം. നോക്ക്, സോഴ്സസ്, സീ, റിവേഴ്സ്, പോൺസ്, ഇത് നോക്കിയല്ലേ നമ്മൾ മീൻ പിടിക്കാറ്. ഓക്കെ, ഇത് എത്രയാ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? ഓൺലി 14% ഓഫ് ദി GDP. കണ്ടോ, 14% GDP കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ് കേട്ടോ. ഒന്നും കൂടി എടുക്കാം, നെക്സ്റ്റ് ചാപ്റ്ററും കൂടി എടുക്കാം. ഓക്കെ, അടുത്ത നോക്ക്, പ്രോബ്ലംസ് ഓഫ് ഫിഷർമാൻ. അപ്പൊ ഈ ഫിഷർമാന് പ്രോബ്ലംസ് ഉണ്ട്. ഓക്കെ, ഒന്ന്, അവർക്ക് വരുമാനം വളരെ കുറവാണ്, പാവങ്ങളാണ്. അതുപോലെ വിദ്യാഭ്യാസമില്ല, ഇല്ലിറ്ററസിയാണ്. അൺഎംപ്ലോയ്മെന്റ്, തൊഴിലില്ലായ്മയുണ്ട്, പാവങ്ങൾക്ക് പലപ്പോഴും ജോലി ഉണ്ടാവില്ല. വല്ല കാറ്റും കോളും ഇടിമിന്നലും ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് മീൻ പിടിക്കാൻ പോകാൻ പറ്റൂല. അതുപോലെ ഡെറ്റ് ബേർഡൻ, ഭയങ്കര കടം വാങ്ങിച്ച് അത് വീട്ടാൻ പറ്റാതെയാവും. അപ്പൊ പിന്നെ ഓക്കെ, അത്രയേ ഉള്ളൂ കേട്ടോ, ഈ ഹോർട്ടിക്കൾച്ചർ പഠിക്കരുത്. ഓക്കെ, അപ്പൊ ഇതാണ് ഫിഷറീസ്. ഇനി അടുത്ത ഓൾട്ടർനേറ്റീവ് ലൈവ്ലിഹുഡ് ആണ് എന്ത്, ഹോർട്ടിക്കൾച്ചർ. ഇത് പരീക്ഷയ്ക്ക് വൺ വേർഡ് ഉണ്ടാവും. ഹോർട്ടിക്കൾച്ചർ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൾട്ടിവേഷൻ ഓഫ് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഇത് രണ്ടും എഴുതിയാൽ മതി. അതായത് ഫ്രൂട്ട്സും വെജിറ്റബിൾസിന്റെ കൾട്ടിവേഷൻ, ലാർജ് വെറൈറ്റി ഓഫ് ഫ്രൂട്ട്സ്, വെജിറ്റബിൾ, മെഡിസിനൽ പ്ലാന്റ്സ്, ആരോമാറ്റിക് പ്ലാന്റ്സ് എന്നാണ് സുഗന്ധം. ഓക്കെ, ആരോമാറ്റിക് പ്ലാന്റ്സ് കേട്ടാ, ഇതൊക്കെയാണ് എന്ത്, നമ്മുടെ ഹോർട്ടിക്കൾച്ചർ. സോ ഹോർട്ടിക്കൾച്ചർ എന്ന് പറഞ്ഞാൽ കൾട്ടിവേഷൻ ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് എന്നാണ്. ഇനി ഇന്ത്യ ഈസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. ഈ റെവല്യൂഷൻ ഇൻ ഹോർട്ടിക്കൾച്ചർ ഈസ് നോൺ ആസ് വാട്ട്, ഗോൾഡൻ റെവല്യൂഷൻ. അതായത് ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലും ഉണ്ടായ വർധനവ്, അതിനെ നമ്മൾ റെവല്യൂഷൻ എന്ന് വിളിക്കുക. നിങ്ങൾ ഗ്രീൻ റെവല്യൂഷൻ ഇപ്പൊ പഠിക്കും, അടുത്ത ചാപ്റ്റർ സിറാജ് സാർ അതാണ് എടുക്കാൻ പോകുന്നത്. ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഫുഡ് പ്രൊഡക്ഷൻ ഉണ്ടായ വമ്പൻ വർധനവാണ് അല്ലേ. അതേപോലെ ഒരു വമ്പൻ വർധനവ് ഏതിലുണ്ടായി, ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലും ഉണ്ടായി. ആ വർധനവിനെ വിളിക്കുന്ന പേരാണ് ഗോൾഡൻ റെവല്യൂഷൻ. മക്കളെ, നമുക്ക് ഓപ്പറേഷൻ ഫ്ലഡ് ഉണ്ട്, ഓപ്പറേഷൻ സിന്ദൂർ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ആരാ വന്ന്, ആരാ കൊണ്ടു തന്ന, ആര്? ഓക്കെ, അപ്പൊ നോക്കിയേ, അതായത് റെവല്യൂഷൻ ഇൻ ഹോർട്ടിക്കൾച്ചർ ഈസ് നോൺ ആസ് ഗോൾഡൻ റെവല്യൂഷൻ. അപ്പൊ ഗോൾഡൻ റെവല്യൂഷൻ എന്ന് പറയുന്നത് എന്തുമായിട്ട് കണക്റ്റഡ് ആണ്, ഹോർട്ടിക്കൾച്ചറുമായിട്ട് കണക്റ്റഡ് ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മുടെ ഓപ്പറേഷൻ മിസ് പറഞ്ഞത് അതാണ്, ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് പറയുന്നത് മിൽക്ക് റെവല്യൂഷൻ ആണ്. ഓപ്പറേഷൻ സിന്ദൂർ ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ, പാകിസ്ഥാനും ഇത് തമ്മിൽ, അതല്ല, ഇത് ഓപ്പറേഷൻ ഫ്ലഡ് ആണ്. ഓപ്പറേഷൻ ഫ്ലഡ് റിലേറ്റഡ് ടു മിൽക്ക് ആണെങ്കിൽ ഹോർട്ടിക്കൾച്ചർ ഈസ് റിലേറ്റഡ് ടു ഗോൾഡൻ റെവല്യൂഷൻ. വൺ വേർഡ് എന്ന് ചോദിക്കും കേട്ടോ. ഇനി അടുത്തത് ഓർഗാനിക് ഫാമിംഗ്. യെസ്, ദ ലാസ്റ്റ് ടോപ്പിക് ഓഫ് ദിസ് ചാപ്റ്റർ ആണ് ഓർഗാനിക് ഫാമിംഗ്. മക്കളെ, ഓർഗാനിക് ഫാമിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ ഇക്കോ ഫ്രണ്ട്ലി ഫാമിംഗ് ആണ്. Organic farming is an eco-friendly farming. It maintains what? Ecological balance. അതായത് ഈ നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി, ഹോർട്ടിക്കൾച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഫെർട്ടിലൈസേഴ്സും പെസ്റ്റിസൈഡ്സും ഒന്നും തന്നെ ഉപയോഗിക്കാതെയുള്ള കൃഷിരീതിയെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, നമ്മൾ ഓർഗാനിക് ഫാമിംഗ് എന്ന് വിളിക്കുന്നത്. ഇവിടെ കെമിക്കൽസ് ഒന്നും ഉപയോഗിക്കുന്നില്ല, നമ്മൾ ജൈവവളവും അതൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ കൃഷിരീതി നടത്തുക. നമ്മുടെ ഹൗ ഓൾഡ് അറിയില്ല, മഞ്ജു വാര്യർ ചെയ്യുന്നില്ലേ, ആ സംഭവമാണിത്. ഓക്കെ, ബെനിഫിറ്റ്സ് ഓഫ് ഓർഗാനിക് ഫാമിംഗ്. ഓർഗാനിക് ഫാമിങ്ങിന്റെ ബെനിഫിറ്റ്സ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓർഗാനിക് ഫാമിംഗ് മെയിൻറ്റെയിൻസ് ഫെർട്ടിലിറ്റി ഓഫ് ദ സോയിൽ. ഓക്കെ, അതായത് മണ്ണിന്റെ ഫലഭൂയിഷ്ഠത പിടിച്ചു നിർത്തും. നമ്മൾ ഈ കെമിക്കൽസ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ മണ്ണിന്റെ കുറച്ചു കാലത്തേക്ക് ഓക്കെ ആയിരിക്കും, പക്ഷെ കുറെ കഴിയുമ്പോൾ ഈ മണ്ണിന്റെ ഫെർട്ടിലിറ്റി ഒക്കെ എന്ത് ചെയ്യും മക്കളെ, കുറയും. പക്ഷെ ഈ ഓർഗാനിക് ഫാമിംഗ് ആണെങ്കിൽ നമ്മുടെ ഈ മണ്ണിന്റെ ഫെർട്ടിലിറ്റി, അതായത് ഫെർട്ടിലിറ്റി ഓഫ് ദ സോയിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. അതേപോലെ ഓർഗാനിക് പ്രോഡക്ട്സിന് എന്താണ്, വളരെ ഹൈ ഡിമാൻഡ് ആണ്. ഓർഗാനിക്കലി പ്രൊഡ്യൂസ്ഡ് കമ്മോഡിറ്റീസ്, കാരണം അത് ഹൈലി ന്യൂട്രീഷൻ ആണ് കേട്ടോ, നല്ല പോഷകാഹാരമാണ്. മറ്റൊക്കെ വിഷടിച്ച് വരുന്നതായിരിക്കും.
അടുത്തത് മോർ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി, ദെൻ ഇറ്റ് ഈസ് ഹൈ ഇന്റർനാഷണൽ ഡിമാൻഡാ. കാരണം ഓർഗാനിക്കലി പ്രൊഡ്യൂസ്ഡ് കമ്മോഡിറ്റീസ് ആണ് ഇപ്പം എല്ലാം കയറ്റി അയക്കുന്നത്. അപ്പോൾ അത് കൾട്ടിവേറ്റ് ചെയ്യുന്ന ഫാമേഴ്സിന് ഇൻകം കൂടുതലാണ്. മാത്രമല്ല നിങ്ങൾക്ക് ഇനിയും എഴുതാം, ഇറ്റ് ഡസ് നോട്ട് കോസ് പൊല്യൂഷൻ, നോ പൊല്യൂഷൻ. ഒരു പൊല്യൂഷൻ ഇത് ഉണ്ടാക്കുന്നില്ല. കാരണം ജൈവവളവും ജൈവ കീടനാശിനികളും ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ എന്താണ്, ഇതിൽ ഒരു പൊല്യൂഷൻ ഉണ്ടാക്കുന്നില്ല. ആൻഡ് ദിസ് ഇസ് ആൻ ഇക്കോ ഫ്രണ്ട്ലി ഫാമിംഗ് ആണ്. ഓക്കെ, ഇറ്റ് ഈസ് ഇക്കോ ഫ്രണ്ട്ലി ഫാമിംഗ്. അപ്പൊ ഇത്രയാണ് നമ്മുടെ മെറിറ്റ്സ് ഓഫ് ഓർഗാനിക് ഫാമിംഗ്. ഡു യു നോ വാട്ട് ആർ ദ ഡിമെറിറ്റ്സ് ഓഫ് ഓർഗാനിക് ഫാമിംഗ്? ഓർഗാനിക് ഫാമിംഗിന്റെ ഡിമെറിറ്റ്സ് ഓഫ് ഓർഗാനിക് ഫാമിംഗ് എന്തൊക്കെയായിരിക്കും? ഓർഗാനിക് ഫാമിംഗിന്റെ ഡിമെറിറ്റ്സ്, എനി ഐഡിയ? ഓക്കെ, ഓർഗാനിക് ഫാമിംഗിന്റെ ഡിമെറിറ്റ്സ് പറഞ്ഞാൽ ഫസ്റ്റ് 3. ഓക്കെ, പറഞ്ഞോളൂ. ഓർഗാനിക് ഫാമിംഗിന്റെ ഫസ്റ്റ് വൺ ഈസ് പ്രൊഡക്ഷൻ ലെസ്. PDN എഴുതാം കേട്ടോ. ഇനിയിപ്പോൾ അങ്ങനെ എഴുതിയാൽ മനസ്സിലാവൂലേ? ഓക്കെ, പ്രൊഡക്ഷൻ വളരെ എന്താണ്, കുറവാണ്. പ്രൊഡക്ഷൻ ലെസ് ആണ്. അതായത് ഓർഗാനിക്കലി പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഉൽപാദനം എന്താണ്, വളരെ കുറയും. യെസ്, ലെസ് ഈൽഡ്. അതിന് ഞാൻ വേറെ ടേം ഉപയോഗിച്ചതേ ഉള്ളൂ കേട്ടോ. വെരി ഗുഡ്. അടുത്തതാണ് എന്ത്, ഷോർട്ടർ ലൈഫ്. അതായത് ലൈഫ് സ്പാൻ വളരെ എന്താണ് മക്കളെ, കുറവാണ്. ഓക്കെ, അതായത് ഈ ഓർഗാനിക്കലി പ്രൊഡ്യൂസ് ചെയ്ത സാധനങ്ങളുടെ ആയുർദൈർഘ്യം കേട്ടാ അതെന്താണ്, വളരെ കുറവാണ്. ദെൻ ലാക്ക് ഓഫ് നോളജ്. അതായത് ഫാമേഴ്സിന് ഇത് വലിയ വിഷയമാണ്. കാരണം ഇതൊന്നും അറിയൂല, ഹൗ ടു കൾട്ടിവേറ്റ് ഓർഗാനിക്കലി പ്രൊഡ്യൂസ്ഡ് കമ്മോഡിറ്റീസ്. ഇത് കൂടാതെ എന്താണ്, ലെസ് അവെയർനെസ്. ഓക്കെ, ലെസ് അവെയർനെസ്, ഒരു ബോധവും ഇല്ല ഫാമേഴ്സിന്, ഇതിനെക്കുറിച്ച് വലിയ ഐഡിയാസ് ഒന്നുമില്ല കേട്ടോ. യെസ്. അപ്പൊ ഇതാണ് നമ്മുടെ ഓർഗാനിക് ഫാമിംഗ്. അപ്പോൾ നമ്മുടെ ചാപ്റ്റർ അവിടെ കഴിഞ്ഞു. നമ്മുടെ റൂറൽ ഡെവലപ്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. അതിൽ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് എന്നായിരിക്കും സെറ്റാക്കുക, അല്ലെങ്കിൽ റൂറൽ ബാങ്കിങ് എന്നായിരിക്കും സെറ്റാക്കുക കേട്ടോ. അപ്പോൾ ആ 2 ടോപ്പിക്കുകൾ തീർച്ചയായിട്ടും പഠിച്ചു വെക്കണം. മാർക്കറ്റിംഗ് പ്രോബ്ലംസ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് പോവാണ്. ദാറ്റ് ഈസ് ചാപ്റ്റർ നമ്പർ 7. ദിസ് ഇസ് വെരി വെരി സിമ്പിൾ. എംപ്ലോയ്മെന്റ് ഗ്രോത്ത്, ഇൻഫോർമലൈസേഷൻ ആൻഡ് അതർ ഇഷ്യൂസ് ആണ്. ഇതും വളരെ വെയിറ്റേജ് കുറഞ്ഞൊരു ചാപ്റ്റർ ആണ് കുഞ്ഞുങ്ങളെ, ഈ എംപ്ലോയ്മെന്റ് എന്നുള്ള ചാപ്റ്റർ കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം ആദ്യത്തിലേക്ക്. വാട്ട് ഈസ് എംപ്ലോയ്മെന്റ്? എന്താണ് എംപ്ലോയ്മെന്റ്? എന്താണ് തൊഴിൽ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് എൻ ആക്ടിവിറ്റി ഫോർ ജനറേറ്റിംഗ് ആൻ ഇൻകം. ഒരു ഇൻകം കിട്ടാൻ വേണ്ടിയുള്ള ഒരു പ്രവൃത്തിയാണ് നമ്മുടെ ഈ എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. പിന്നെ ഇതൊന്നും പഠിക്കണ്ട കേട്ടോ. പിന്നെ അടുത്തത് പാർട്ടിസിപ്പേഷൻ. ഓക്കെ, വർക്കർ പോപ്പുലേഷൻ റേഷ്യോ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് വർക്കർ പോപ്പുലേഷൻ റേഷ്യോ? ഇതെനിക്ക് തോന്നുന്നു പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. എന്താണ് വർക്കർ പോപ്പുലേഷൻ റേഷ്യോ മക്കളെ? ടോട്ടൽ വർക്കേഴ്സ് ഡിവൈഡഡ് ബൈ പോപ്പുലേഷൻ ഇൻറ്റു 100. ഇതാണ് വർക്കർ പോപ്പുലേഷൻ റേഷ്യോ കേട്ടോ. പങ്കാളിത്തമാണ് തൊഴിൽ. ഓക്കെ, നോക്കിയേ. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ഇൻവോൾവ്മെന്റ് ഓഫ് പീപ്പിൾ ഇൻ പ്രൊഡക്ഷൻ പ്രോസസ്. അതായത് ഒരു പ്രൊഡക്ഷൻ നടക്കുമ്പോൾ അതിലുള്ള നമ്മളെ വർക്ക് ഫോഴ്സ് ഉണ്ട്, ജോലി ചെയ്യുന്ന ആൾക്കാരില്ലേ, അവരുടെ പങ്കാളിത്തമാണ് ഉദ്ദേശിച്ചത്. ഇത് കാണാനുള്ള ഫോർമുലേഷൻ പഠിക്കണം. വർക്കർ പോപ്പുലേഷൻ റേഷ്യോ, ടോട്ടൽ വർക്കേഴ്സ് ഡിവൈഡഡ് ബൈ പോപ്പുലേഷൻ ഇൻറ്റു 100. മക്കളെ, ഇത് തന്നിരിക്കുന്നത് ഒരു ഡാറ്റ തന്നതാണ്. നോക്ക്, വർക്കർ പോപ്പുലേഷൻ റേഷ്യോ 2009-10 പെർസെൻറ്റേജിൽ തന്നതാണ് കേട്ടോ. മെയില് റൂറൽ ഏരിയാസിൽ 54 ആൾക്കാരുണ്ട്. ഫീമെയിൽ അർബൻ പട്ടണങ്ങളിൽ 55 പേരുണ്ട്. ഫീമെയിൽ നോക്ക്, ഫീമെയിൽ ഓൺലി 22 ഉള്ളൂ കണ്ടോ. പക്ഷേ റൂറൽ ഏരിയാസിൽ തന്നെ അത് 25, പക്ഷേ അർബണിൽ 15 പേര്. വളരെ കുറവാണ് പെണ്ണുങ്ങളുടെ പാർട്ടിസിപ്പേഷൻ കേട്ടോ. ഓക്കെ, അത് ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. ആ ടേബിളിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി എന്ന് നോക്കിക്കഴിഞ്ഞാൽ 39% പോപ്പുലേഷൻ ആർ വർക്കേഴ്സ്. 39% ആൾക്കാരും വർക്കേഴ്സ് ആണ്. അതുപോലെ റൂറൽ ഏരിയാസിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ജോലി ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ മെയിൽ വർക്കേഴ്സ് ആണ്. ഫീമെയിൽ വർക്കേഴ്സിനേക്കാളും കൂടുതൽ ജോലി ചെയ്യുന്നത് മെയിൽസ് ആണ്, ആണുങ്ങളാണ്. അത് നമ്മൾ അണ്ടർസ്റ്റുഡ് ആണ് കേട്ടോ. ഇനി എന്തുകൊണ്ടാണ് പെണ്ണുങ്ങൾ ജോലിക്ക് പോവാത്തത്? വൈ? റീസൺ ഫോർ ലോവർ വർക്ക് പാർട്ടിസിപ്പേഷൻ ഓഫ് വുമൻ. മീൻസ് ഡിഫറെന്റ് സെക്ടേഴ്സ് ഉണ്ട് വരുന്നു. ഓക്കെ, റീസൺ ഫോർ ലോവർ പാർട്ടിസിപ്പേഷൻ ഓഫ് വുമൻ. എന്തുകൊണ്ടാണ് മക്കളെ പെണ്ണുങ്ങൾ അധികം ഈ ജോലി രംഗത്തേക്ക് ഇറങ്ങി ചെല്ലാത്തത്? ഒന്നാമതായിട്ട് ഈ ആണുങ്ങൾ തന്നെയാണ് മെയിൻ കാരണം. മെൻ വോണ്ട് ദിയർ വൈഫ്സ് ടു ബി ഹൗസ് വൈഫ്. ആണുങ്ങൾക്ക് അവരുടെ ഭാര്യമാര് ആരായിട്ടിരുന്നാൽ മാത്രം മതി, ഹൗസ് വൈഫ് ആയിട്ടിരുന്നാൽ മതി, അല്ലാതെ ജോലിക്കൊന്നും പോയി വേണ്ടാന്ന്. അതാണ് ഒരു ആറ്റിറ്റ്യൂഡാണ് കേട്ടോ. രണ്ടാമത്തെ എന്താണ്? ഡ്യൂ ടു സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഫാക്ടേഴ്സ്. പിന്നെ ചില സാമൂഹികമായിട്ടൊക്കെ ചില പ്രശ്നങ്ങളുണ്ട്. അതായത് ചില വീട്ടിൽ വിടൂല, ചില സൊസൈറ്റിയിൽ പെണ്ണുങ്ങൾ പുറത്തേക്ക് ഇറങ്ങൂല, ജോലിക്ക് പോകില്ല. അങ്ങനെ സോഷ്യലും കൾച്ചറുമായിട്ടുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് ഇതിന് പിന്നിൽ കേട്ടോ. ഇതൊക്കെ ഏതോ കുഗ്രാമം, ഏതൊക്കെയോ ഡെവലപ്ഡ് ആവാത്ത കുറേ സ്റ്റേറ്റും അതിലെ റിമോട്ട് ഏരിയാസ് ഒക്കെ ഉണ്ട്, അവിടെ ഉള്ള കാര്യമാണ്.
പിന്നെ ലോവർ ലിറ്ററസി ആൻഡ് എഡ്യൂക്കേഷൻ ഫോർ വുമൺ. പിന്നെ പെണ്ണുങ്ങൾക്ക് ജോലി കിട്ടണമെങ്കിൽ വിദ്യാഭ്യാസം വേണം, പാവങ്ങൾക്ക് വിദ്യാഭ്യാസവും ഇല്ല, പിന്നെ എങ്ങനെ ജോലി കിട്ടും? പിന്നെ അണ്ടർ എസ്റ്റിമേഷൻ ഓഫ് വുമൺ എംപ്ലോയ്മെന്റ് ബിക്കോസ് ദേ ആർ നോട്ട് പെയ്ഡ് ഫോർ വർക്ക് ഇൻ ദെയർ ഹോം. പിന്നെ അതല്ല, പെണ്ണുങ്ങളെ കുറിച്ച് ഒരു തെറ്റായ ധാരണ, അണ്ടർ എസ്റ്റിമേഷൻ ഓഫ് വുമൺ എംപ്ലോയ്മെന്റ്, അതായത് പെണ്ണുങ്ങൾ ജോലി ചെയ്യുന്നുണ്ട്, അവർക്ക് പൈസ കൊടുത്തില്ലെങ്കിലും പ്രശ്നമില്ല, അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡും കൂടി ഉണ്ട് കേട്ടാ. പിന്നെ ലെസ് സെക്യൂരിറ്റി ഇൻ വർക്ക് പ്ലേസ്, പിന്നെ പെണ്ണുങ്ങൾക്ക് ജോലി സ്ഥലത്ത് എന്തില്ല, സെക്യൂരിറ്റി ഇല്ല. അപ്പൊ ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി പെണ്ണുങ്ങൾ പണിക്ക് പോകൂല കേട്ടോ. മോസ്റ്റ് ഓഫ് എന്തോ എഴുതി മുഴുവൻ വായിക്കാൻ കഴിയില്ല, അതിന് മുന്നേ റിലീസ് ചെയ്തു. ഓക്കെ, നൗ കംസ് കാറ്റഗറൈസേഷൻ ഓഫ് വർക്കേഴ്സ്. മക്കളെ ഇത് പഠിക്കണം. കാറ്റഗറൈസേഷൻ ഓഫ് വർക്കേഴ്സ് ഉണ്ട്, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നോക്ക്, കാറ്റഗറൈസേഷൻ ഓഫ് വർക്കേഴ്സ്. ദർ ആർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എംപ്ലോയ്മെന്റ്. കണ്ടോ? അതായത് സെൽഫ് എംപ്ലോയിഡ് ഉണ്ട്, കാഷ്വൽ വേജ് വർക്കേഴ്സ് ഉണ്ട്, റെഗുലർ സാലറി. ഈ പിക്ചർ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാറ്റഗറൈസേഷൻ ഓഫ് വർക്ക് ഫോഴ്സ് കിട്ടിയിരിക്കണം. ഇത് നോക്ക്, സ്വന്തം ഒരു ഷോപ്പിന്റെ ഓണറാണ്. അപ്പൊ സ്വന്തമായിട്ടൊരു ഷോപ്പ് നടത്തിക്കൊണ്ട് പോയി ഉപജീവനമാർഗം കണ്ടെത്തുന്നതിനെ നമ്മൾ എന്ത് വിളിക്കും? വി കോൾ ഇറ്റ് ആസ് സെൽഫ് എംപ്ലോയിഡ് എന്ന് വിളിക്കും. ഇനി കാഷ്വൽ വേജ് വർക്കേഴ്സ് ഉണ്ട്, അതായത് കൂലിപ്പണിക്കാര്. കണ്ടോ? അന്നന്ന് പണി ചെയ്യുക, അന്നന്ന് വേതനം വാങ്ങിക്കുക. ദേ ആർ നോൺ ആസ് വാട്ട്? കാഷ്വൽ വേജ് വർക്കേഴ്സ്. മക്കൾ കൂലിപ്പണിക്കാരെ ആലോചിച്ചാൽ മതി. മൂന്നാമതൊരു കാറ്റഗറി ഉണ്ട്, ദേ ആർ റെഗുലർ സാലറീഡ് ആണ്, അതായത് കറക്റ്റ് മാസം മാസം ശമ്പളം ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. കണ്ടോ? നല്ല ഓഫീസിലൊക്കെ ഇന്ന് വർത്താനം പറയേ. നിങ്ങൾക്ക് ഇതിൽ ഏത് കാറ്റഗറി വേണമെന്ന് യു ഡിസൈഡ് കേട്ടോ. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യുവർ എഡ്യൂക്കേഷൻ സംടൈംസ്. അപ്പൊ ഇതിൽ ഏത് കാറ്റഗറി വേണമെന്ന് തീരുമാനിക്കുക. ഈ 3 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എംപ്ലോയ്മെന്റ് ഉണ്ട്. സ്വന്തമായിട്ട് വേണമെങ്കിൽ ഒരു ഷോപ്പൊക്കെ തുടങ്ങി ബിസിനസ് ഒക്കെ ചെയ്ത് നിങ്ങൾക്ക് ജീവിക്കാം, അല്ലെങ്കിൽ കല്ലും മണ്ണും ചുമന്ന് ഇങ്ങനെ ജീവിക്കാം, അല്ലെങ്കിൽ നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ട് നല്ല സ്കിൽഡ് ആയിട്ട് ഏതെങ്കിലും നല്ല ജോലി സ്ഥലത്ത് കയറി ഇങ്ങനെ മാസം ശമ്പളം മേടിക്കാം. ഇതിൽ ഏതാണോ വേണ്ടത് യു സെലക്ട് ഇറ്റ്, ബട്ട് എവറിഥിങ് ഡിപ്പെൻഡ്സ് ഓൺ യുവർ സ്റ്റഡീസ്. ക്ലിയർ? അതാണ് സംഭവം. നമ്മൾ പഠിക്കണം മക്കളെ, പഠിക്കണം കേട്ടോ. അപ്പൊ നോക്കിയേ, നമ്മൾ ഇനി ഡീറ്റെയിൽ ആയിട്ട് ഇതിലേക്ക് കിടക്കട്ടെ കേട്ടോ. നോക്കിയേ, കാറ്റഗറൈസേഷൻ ഓഫ് വർക്ക് ഫോഴ്സ്. ഞാൻ 3 വർക്കേഴ്സിനെ ഞാൻ പറഞ്ഞു. ഒന്ന് മക്കളെ കാഷ്വൽ വർക്കേഴ്സ് ആണ്. കാഷ്വൽ എന്ന് പറഞ്ഞാൽ സാധാരണ കേട്ടോ. നോക്കിയേ, ദേ ആർ വർക്കിംഗ് ഓൺ ദ ബേസിസ് ഓഫ് ഡെയിലി വേജ്, അതായത് ഡെയിലി വേജ്, അതായത് കൂലിപ്പണി, അതാണ് ഉദ്ദേശിച്ചത്. അതിൽ വർക്ക് ചെയ്യുന്നവരാണ്. അതെ. രണ്ടാമത്തെ ഏതുണ്ട്? സെൽഫ് എംപ്ലോയിഡ്, സ്വയം തൊഴിൽ. സെൽഫ് എംപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ സ്വയം തൊഴിലാണ്. അവരെന്താ ചെയ്യുന്നത്? ഹു ഓൺ ആൻഡ് ഓപ്പറേറ്റ് their own enterprises to earn an income. സ്വന്തമായിട്ട് ഷോപ്പോ കടയൊക്കെ ഇട്ട് അവർ ഉപജീവന മാർഗം നേടുന്നു. അതാണ് സ്വയം തൊഴിൽ, സെൽഫ് എംപ്ലോയിഡ് വർക്കേഴ്സ് കേട്ടോ. മൂന്നാമത്തെ ആരുണ്ട്? റെഗുലർ സാലറീഡ് ഉണ്ട്, അതായത് സ്ഥിര വരുമാനം. മാസം മാസം 1-ാം തീയതി നല്ല അക്കൗണ്ടിലേക്ക് ഇങ്ങനെ പൈസ വരും. ദേ ഗെറ്റ് ജോബ് ആൻഡ് സാലറി ഓൺ റെഗുലർ ബേസിസ്. അവർക്ക് സാലറിയും ജോലിയും ഒക്കെ കിട്ടുന്നത് റെഗുലർ ബേസിസിലാണ് കേട്ടോ. അങ്ങനെ 3 ടൈപ്പ് കാറ്റഗറൈസേഷൻ ഓഫ് വർക്ക് ഫോഴ്സ് ഉണ്ട്. മക്കളെ, ഈ ടേബിൾ തന്നിട്ട് ഇതിന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? അതാണ് ഈ താഴെ എഴുതിയിട്ടുള്ളത്. ചിലപ്പോൾ പരീക്ഷയ്ക്ക് അങ്ങനെ ചോദിക്കും. ഒരു ടേബിൾ തന്നിട്ട് റൈറ്റ് ഇനി 3 ഇൻഫറൻസസ്. ഇൻഫറൻസസ് എന്ന് പറഞ്ഞാൽ ഈ ടേബിൾ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി അതൊരു 3 പോയിന്റ് എഴുതാനാണ് ഉദ്ദേശിച്ചത് കേട്ടോ. ഇപ്പൊ ഈ ടേബിൾ കണ്ണും തുറപ്പിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം സെൽഫ് എംപ്ലോയിഡ്, റെഗുലർ സാലറിഡ്, കാഷ്വൽ വർക്കേഴ്സ് ഉണ്ട് അല്ലേ. ഇപ്പൊ നോക്ക്, ഇതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ജോലി ചെയ്യുന്നത് എവിടെയാണ്? റൂറൽ ഏരിയാസിലാണ്. മക്കൾ റൂറൽ ഏരിയാസിന്റെ കണക്കെടുത്ത് നോക്ക്. കണ്ടോ? റൂറൽ ഏരിയാസിൽ സെൽഫ് എംപ്ലോയിഡ് റൂറൽ ഏരിയാസിലാണ്. കാഷ്വൽ വർക്കേഴ്സും എവിടെയാണ്? റൂറൽ ഏരിയാസിലാണ്. അപ്പൊ ഒന്നാമത് നമുക്ക് കിട്ടും. ഗ്രാമപ്രദേശങ്ങളിലാണ് ഇവരുള്ളത്. ആര്? സെൽഫ് എംപ്ലോയിഡും കാഷ്വൽ വർക്കേഴ്സും. റെഗുലർ സാലറി മെയിൻ ആയിട്ട് എവിടെയാണ് വരുന്നത്? റെഗുലർ സാലറി കിടക്കുന്നത് അർബൻ, നഗരങ്ങളില, പട്ടണങ്ങളിൽ അവിടെയായിരിക്കും കേട്ടാ. കൊടിവള്ളിക്കാരുണ്ടോന്നോ? എന്തുവാ, ജാഥയ്ക്ക് പോകണോ? അപ്പൊ സെൽഫ് എംപ്ലോയിഡും കാഷ്വൽ വേജ് വർക്കേഴ്സും കൂടുതലുള്ളത് എവിടെയാണ്? റൂറൽ ഏരിയാസ്. ഇത് റൂറൽ ഏരിയാസിലാണ് കൂടുതൽ, ഇതും ഗ്രാമപ്രദേശത്താണ്. ഇത് അർബൻ ഏരിയാസിലാണ്, അതായത് പട്ടണങ്ങളിലാണ്. അതാണ് ഒന്ന്. ഇനി ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്ന മേഖല എന്ന് പറയുന്നത് മക്കളെ നോക്ക്, ഇതിൽ ഏറ്റവും ഹയസ്റ്റ് ഫിഗർ എഴുതിയിട്ടുള്ളത് സെൽഫ് എംപ്ലോയിഡാ. കണ്ടോ? അപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്ന് പറയുന്നത് സ്വയം തൊഴിലാ, സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അതേപോലെ സെക്കൻഡ് വൺ ആരാ പോകുന്നത്? കാഷ്വൽ വേജ് വർക്കേഴ്സ് ആണ്. പാവം ഏറ്റവും കുറവ് വരുന്നത് റെഗുലർ സാലറിയാണ് കേട്ടോ. അപ്പൊ ഈ 3 ഇൻഫ്ലുവൻസസ്, ഇതാണ് ആരോ ഒന്ന് ചോദിച്ചത്, സെക്ടർ വൈസ് ഡിസ്ട്രിബ്യൂഷൻ ഇല്ലേ എന്ന് ചോദിച്ചത് കേട്ടോ. ആണ്. റെഗുലർ സാലറീഡ് വർക്കേഴ്സ് ആണെങ്കിൽ ദേ ഗെറ്റ് ഹയർ ഇൻകം എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, സെക്ടർ വൈസ് മക്കളെ മിസ് ഫുഡ് കഴിച്ചോ? നോ. ഈ ഒരൊറ്റ ചാപ്റ്റർ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കണം, എന്നിട്ട് ഞാൻ തിരിച്ചു വരും കേട്ടാ.
ഇനി സെക്ടർ വൈസ് ഡിസ്ട്രിബ്യൂഷൻ വർക്കേഴ്സ് ആണ്. ദർ ആർ 3 സെക്ടേഴ്സ്. മക്കൾക്കറിയാം പ്രൈമറി സെക്ടർ ഉണ്ട്, സെക്കൻഡറി സെക്ടർ ആൻഡ് ടെറിഷറി സെക്ടർ അല്ലെ. പ്രൈമറി സെക്ടർ എന്ന് പറയുമ്പോൾ അത് അഗ്രികൾച്ചർ സെക്ടർ ആണ്. അതിൽ കൃഷിയും അതുമായി ബന്ധപ്പെട്ടുള്ള ഇതുമാണ് അതിനകത്ത് വരിക കേട്ടോ. അഗ്രികൾച്ചർ സെക്ടർ, ഫിഷറീസ്, മൈനിങ്, ക്വാറിയിങ് അതൊക്കെ അഗ്രികൾച്ചർ സെക്ടറാണ്. സെക്കൻഡറി സെക്ടർ എന്ന് പറയുന്നത് എന്താണ്? ഇൻഡസ്ട്രിയൽ സെക്ടറാണ്. അതായത് മാനുഫാക്ചറിങ് സെക്ടർ, കൺസ്ട്രക്ഷൻ, ഇലക്ട്രിസിറ്റി, ഗ്യാസ്, വാട്ടർ സപ്ലൈ ഒക്കെ അതിൽ വരും. മൂന്നാമത്തത് ഏതാണെന്നറിയോ? സർവീസ് സെക്ടർ ആണ്. അതായത് അതിനെ വിളിക്കുന്ന വേറെ പേര് ടെറിഷറി. പറയും എല്ലാം പറയും, ടൈപ്സ് ഓഫ് എംപ്ലോയ്മെന്റ് ഒക്കെ പറയും, പോവാതെ നിക്ക് കഴിയാനായി. സർവീസ് സെക്ടർ എന്ന് പറയുന്നത് ടെറിഷറി ആണ്. അതിൽ വരുന്നത് ബാങ്കിങ്, സ്റ്റോറേജ്, ട്രാൻസ്പോർട്ട്, ടീച്ചിങ് അതൊക്കെ വരുന്നത് ഏതാണ്? ടെറിഷറി സെക്ടർ ആണ്. അപ്പൊ നമുക്ക് 3 ഡിഫറെന്റ് സെക്ടേഴ്സ് ഉണ്ട്, പ്രൈമറി, സെക്കൻഡറി ആൻഡ് സർവീസ് സെക്ടർ. പരീക്ഷയ്ക്ക് ചോദിക്കും സെക്കൻഡറി സെക്ടറിനെ വിളിക്കുന്ന വേറെ പേര് ഇൻഡസ്ട്രിയൽ സെക്ടർ എന്നാണ്, അല്ലെങ്കിൽ മാനുഫാക്ചറിങ് സെക്ടർ എന്നാണ് കേട്ടോ. ഇൻഡസ്ട്രിയൽ സെക്ടർ അല്ലെങ്കിൽ മാനുഫാക്ചറിയൽ സെക്ടർ. ഇനി സർവീസ് സെക്ടറിനെ വിളിക്കുന്ന വേറെ പേര് അറിയോ എന്താണ്? സർവീസ് സെക്ടർ ഓൾസോ നോൺ ആസ് വാട്ട്? ടെറിഷറി. ഓക്കെ, ടെറിഷറി സെക്ടർ ആണ് എന്ത്? നമ്മുടെ സർവീസ് സെക്ടർ. അപ്പൊ ഇതാണ് സെക്ടർ വൈസ് ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, ഇനി കാഷ്വലൈസേഷൻ ഓഫ് വർക്ക് ഫോഴ്സ്. ഇപ്പൊ ആരോ ഒന്ന് ചോദിച്ചു, ഗവൺമെന്റ് ജോലിക്കാർക്ക് ഇപ്പൊ റെഗുലർ സാലറി ആണെങ്കിൽ ഭയങ്കര ശമ്പളം അല്ലേ മിസ് എന്നൊക്കെ ചോദിച്ചു. മക്കൾ തിരിച്ച് ചിന്തിക്കുക. ഓക്കെ, നോക്കിയേ, കാഷ്വലൈസേഷൻ ഓഫ് വർക്ക് ഫോഴ്സ് എന്ന് പറയുന്ന സംഭവം ഉണ്ട്. അതായത് നമ്മുടെ ഈ ഇന്ത്യയിൽ ഇപ്പൊ കണ്ടുവരുന്ന ഒരു ടെൻഡൻസി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ റെഗുലർ സാലറിയിലെ ഈ റെഗുലർ സാലറി ഇടുന്നു, അതേപോലെ സാലറി, ഓക്കെ, റെഗുലർ സാലറി അതേപോലെ സെൽഫ് എംപ്ലോയിഡ് എന്നും. ഓക്കെ, ആൾക്കാർ എങ്ങോട്ട് മൂവ് ചെയ്യുക? സെൽഫ് എംപ്ലോയ്മെന്റ് എന്നും ആൾക്കാർ എങ്ങോട്ട് മൂവ് ചെയ്യുക? കാഷ്വൽ വേജ് വർക്കേഴ്സ്. ഓക്കെ, കാഷ്വൽ അതായത് കൂലിപ്പണിക്കാരായിട്ട് മാറുക. കാരണം ഇപ്പൊ കൂലിപ്പണിക്കാണ് പോലും പൈസ. അതുകൊണ്ട് ഈ റെഗുലർ സാലറിന്നും സെൽഫ് എംപ്ലോയിന്നും വർക്ക് ഫോഴ്സ് എങ്ങോട്ട് മൂവ് ചെയ്യുന്നു? കാഷ്വൽ വേജ് വർക്കേഴ്സിലേക്ക് മൂവ് ചെയ്യുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് കാഷ്വലൈസേഷൻ ഓഫ് വർക്ക് ഫോഴ്സ്. കണ്ടോ? പ്രോസസ് ഓഫ് മൂവിങ് ഫ്രം സെൽഫ് എംപ്ലോയ്മെന്റ് ആൻഡ് റെഗുലർ സാലറി ടു കാഷ്വൽ വേജ് വർക്ക്. അപ്പൊ ഇതിന്ന് രണ്ടാളും ആൾക്കാർ മാറി മാറി എല്ലാവരും ഇപ്പൊ കൂലിപ്പണിക്ക് പോകാൻ തുടങ്ങി. ഓക്കെ, ദിസ് ഇസ് കോൾഡ് വാട്ട്? കാഷ്വലൈസേഷൻ ഓഫ് വർക്ക് ഫോഴ്സ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കും. ഡിഫൈൻ കാഷ്വലൈസേഷൻ ഓഫ് വർക്ക് ഫോഴ്സ്. ചിലപ്പം മിസ് നെയിം പ്ലീസ്. ആരുടെ? എന്റെ പേരാണോ പറയണ്ടേ? ആരുടെ പേരാ പറയണ്ടേ? ടീച്ചറെ ഉണ്ട്. ജോബ്ലെസ് ഗ്രോത്ത് ഉണ്ട് എല്ലാം പറയും കേട്ടോ. ഓക്കെ, നൗ കംസ് ദാ വന്നു ജോബ്ലെസ് ഗ്രോത്ത്. ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ജോബ്ലെസ് ഗ്രോത്ത് എന്ന് പറഞ്ഞ മീനിങ് എന്താണെന്നറിയോ? ഗ്രോത്ത് ഉണ്ട്, GDP is increased, പക്ഷെ എന്തില്ല, അതിനനുസരിച്ച് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നില്ല. ആ ഒരു സിറ്റുവേഷനെ വിളിക്കുന്ന പേരാണ് മക്കളെ എന്ത്? ജോബ്ലെസ് ഗ്രോത്ത് എന്ന് പറയുന്നത്. ഇതൊന്നും പഠിക്കേണ്ട, ഇവിടെ ഉള്ളത് സംഭവം നോക്കിക്കോളൂ. ദ സിറ്റുവേഷൻ ഓഫ് ഹൈ ഇക്കണോമിക് ഗ്രോത്ത് വിത്ത് ലെസ് ജോബ് ഗ്രോത്ത്. കണ്ട, കൂടുതൽ നമ്മുടെ GDP ഒക്കെ മിസ്സിന്റെ നെയിം. ഓക്കെ, മിസ്സിന്റെ നെയിം അറിയുന്നവർ ഇവിടെ ഉണ്ട്, അവർ പറഞ്ഞുതരും. അല്ല, എൻ്റെ പേര് അറിയുന്നവരൊന്ന് ടൈപ്പ് ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് അതായത് ഇക്കണോമിക് ഗ്രോത്ത്, നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഒക്കെ എണ്ണം കൂടുതലുണ്ട്. പക്ഷേ അതിനനുസരിച്ച് എന്ത് കൂടുന്നില്ല? എംപ്ലോയ്മെന്റ് ജനറേഷൻ ഇവിടെ വരുന്നില്ല. അതായത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനെ വിളിക്കുന്ന പേരാണ് മക്കളെ എന്ത്? ജോബ് ലെസ് ഗ്രോത്ത്. ഓക്കെ, ഇനി അടുത്ത നോക്ക്, ചേഞ്ചിങ് സ്ട്രക്ചർ. ഇപ്പം നമ്മുടെ ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ജോലി ചെയ്യുന്നത് പ്രൈമറി സെക്ടറാണ്. ഷെയർ ഓഫ് പ്രൈമറി സെക്ടർ എംപ്ലോയ്മെന്റ് ഈസ് ഡിക്ലൈനിങ്. ഇപ്പം മാറി നമ്മുടെ ടെറിഷറി സെക്ടറിലേക്കും സെക്കൻഡറി സെക്ടറിലേക്കും വരുന്നുണ്ട്. അഗ്രികൾച്ചർ ഒക്കെ വിട്ട് യെസ്, ബ്രേവ് 7mm പറയുന്നുണ്ട്. ഇറ്റ്സ് മൈ നെയിം ഇസ്. ഓക്കെ, mine is Janmoni. Okay, now informalization of workforce. എന്താണ് informalization? Informalization of workforce. Workforce is classified into 2 categories. അല്ലേ? എത്ര കാറ്റഗറി ആയിട്ടുണ്ട്? Workforce is classified into 2 categories. Yes. ഇത് കഴിഞ്ഞു. ഓക്കെ, രണ്ട് കാറ്റഗറി ഉണ്ട്. ദാറ്റ് ഈസ് ഓർഗനൈസ്ഡ് സെക്ടർ, അൺഓർഗനൈസ്ഡ് സെക്ടർ, അല്ലെങ്കിൽ ഫോർമൽ സെക്ടർ ആൻഡ് ഇൻഫോർമൽ സെക്ടർ. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കും കേട്ടോ. ആൻഡ് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ സെക്ടർ. റൈറ്റ്, ഇനി 2-3 ഡിഫറൻസസ് എന്നൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പൊ നോക്ക്, എന്താണ് ഓർഗനൈസ്ഡ് സെക്ടർ, എന്താണ് അൺഓർഗനൈസ്ഡ് സെക്ടർ, എന്താണ് ഫോർമൽ സെക്ടർ, എന്താണ് ഇൻഫോർമൽ സെക്ടർ? നമുക്ക് 1 by 1 ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്ത് അങ്ങനെ പഠിക്കാം കേട്ടോ. അപ്പൊ നോക്കിയേ, ഓർഗനൈസ്ഡ് സെക്ടർ എന്ന് പറയുന്നത് സംഘടിത മേഖലയാണ് ഓർഗനൈസ്ഡ് കേട്ടോ. അതിൽ ആരൊക്കെ വരുന്നറിയോ? എല്ലാ പബ്ലിക് സെക്ടേഴ്സും, അതായത് ഗവൺമെന്റ് സ്ഥാപനങ്ങൾ പ്ലസ് പ്രൈവറ്റ് സെക്ടർ വിച്ച് എംപ്ലോയ് 10 ഹയേർഡ് വർക്കേഴ്സ്. പ്രൈവറ്റ് സ്ഥാപനങ്ങളും ഉണ്ട്, പക്ഷെ അതിൽ എത്ര ആൾക്കാർ വേണം? 10ൽ കുറയാത്ത ജോലിക്കാർ വേണം.
അങ്ങനെയുള്ള സ്ഥാപനങ്ങളെല്ലാം എന്ത് സെക്ടറാ? സംഘടിത മേഖലയായിട്ട് കണക്കാക്കും. അങ്ങനെയാണെങ്കിൽ മക്കളെ അൺഓർഗനൈസ്ഡ് സെക്ടർ ആരാന്നറിയോ? അസംഘടിത. ഇതിൽ പെടാത്ത പാവം കുറെ കർഷകരും ഒക്കെ ഉണ്ട്. അവരാണ് ഏതിൽ വരുന്നത്? അൺഓർഗനൈസ്ഡ് സെക്ടറിൽ വരുന്നത്. കണ്ടോ? ഇനി ഓർഗനൈസ്ഡ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നവരുടെ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ഗെറ്റ് ഹയർ വേജസ്. അവരുടെ ശമ്പളം കൂടുതലാണ്. സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റ് ആയ പെൻഷൻ ഒക്കെ അവർക്ക് കിട്ടുന്നുണ്ട്. എവിടെ ജോലി ചെയ്യണവർക്ക്? ഗവൺമെന്റ് സ്ഥാപനങ്ങളിലും അങ്ങനെയുള്ള നല്ല നല്ല സ്ഥലത്തൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക്. നേരെ മറിച്ച് അൺഓർഗനൈസ്ഡ് സെക്ടറിൽ ലോവർ വേജസ് ആണ്, അതായത് വരുമാനം വളരെ കുറവാണ്. അതേപോലെ നോ അതർ പെൻഷൻ അങ്ങനെയുള്ള സാധനങ്ങളൊന്നുമില്ല കേട്ടോ. ഇനി അടുത്തത് നോക്ക്, ജോബ് സെക്യൂരിറ്റി. അതായത് ഓർഗനൈസ്ഡ് സെക്ടറിന് എന്തുണ്ട്? ജോബ് സെക്യൂരിറ്റി. അവരെങ്ങനെ പെട്ടെന്ന് ജോലി എന്നൊന്നും പറഞ്ഞയക്കാൻ പറ്റൂല. പക്ഷെ പാവം ഇവർക്ക് വലിയ ജോബ് സെക്യൂരിറ്റി ഒന്നുമില്ല. എപ്പോൾ വേണമെങ്കിലും ജോലിയിൽ നിന്ന് പുറത്താവും. ഇവർക്ക് ബാർഗെയിനിങ് പവർ കൂടുതലാണ്. അതായത് ഇവർക്ക് ഇങ്ങനെ സമരം ഉണ്ടാക്കിയിട്ട് ഇവരെ ശമ്പളമൊക്കെ ഇങ്ങനെ വേണമെങ്കിൽ കൂട്ടിക്കൊണ്ടുവരാം. പക്ഷെ പാവം ഇവർക്ക് ഇവിടെ എന്തില്ല? ലെസ് ബാർഗെയിനിങ് പവറാ. ആരടുത്ത് പോയിട്ട് ഇങ്ങനെ കുത്തിയിരുന്ന് സമരം ചെയ്യാനാ? ഇനി ഇവിടെ എക്സ്പ്ലോയിറ്റേഷൻ കുറവാ, ചൂഷണം ചെയ്യപ്പെടൂല. പക്ഷെ ഇവിടെ മോർ എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ട്. എക്സാമ്പിൾ നോക്ക്, റെഗുലർ സാലറീഡും ഡോക്ടേഴ്സ്, ലോയേഴ്സ് ഇവരൊക്കെയാണ് ആരിൽ പെടുന്നത്? സംഘടിത മേഖലയിലേക്ക് വരുന്നത്. നേരെ മറിച്ച് അസംഘടിത മേഖലയിലേക്ക് വരുന്ന ആൾക്കാരെ നോക്ക്, അഗ്രികൾച്ചർ ലേബറേഴ്സും ഡെയിലി വേജ് വർക്കേഴ്സും ആണ്. അതായത് ഫാമേഴ്സ്, അങ്ങനെ കൂലിപ്പണിക്കാരൊക്കെയാണ് ഈ കാറ്റഗറിയിൽ വരുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഈ ഓർഗനൈസ്ഡ് സെക്ടറിൽ എന്തുണ്ട്? ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് അൺഓർഗനൈസ്ഡ് സെക്ടറിനേക്കാളും. ഇപ്പൊ മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങൾ എവിടെ ജോലി ചെയ്യാൻ ആഗ്രഹിക്കണം? ഓർഗനൈസ്ഡ് സെക്ടറിൽ ജോലി ചെയ്താൽ നല്ല സുഖമായിട്ട് ജീവിക്കാം. നല്ല ശമ്പളം, നല്ല പെൻഷൻ കേട്ടോ. ശമ്പളം കൂടിക്കോളും, അവർ നിങ്ങളുടെ എന്താ പറയാ സോഷ്യൽ സ്റ്റാറ്റസ് കൂടും. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. പാവം ഇവിടെ ഇതൊന്നും ഇല്ല കേട്ടോ. ഇനി നോക്ക്, നമുക്കറിയാം ഇതില് ബെറ്റർ ഇക്കണോമിക് ആൻഡ് സോഷ്യൽ കണ്ടീഷൻ എവിടെയാ വരുന്നത്? ഫോർമൽ സെക്ടറിലാ അല്ലെ? കുറച്ചും കൂടെ സോഷ്യൽ സ്റ്റാറ്റസും അതേപോലെ ജീവിത നിലവാരവും കൂടുതലുള്ള ആൾക്കാർ എവിടെ ജോലി ചെയ്യുന്നവരാ? ഫോർമൽ സെക്ടറിലാ, സംഘടിത മേഖലയിൽ വർക്ക് ചെയ്യുന്നവരാ. അതായത് ഈ ഡോക്ടേഴ്സ്, ലോയേഴ്സ്, ടീച്ചേഴ്സ് ഇവരുടെയൊക്കെ അല്ലേ കൂടുതൽ. പക്ഷേ ഇന്ത്യയിൽ ഇപ്പം മോർ വർക്കേഴ്സ് ആർ എംപ്ലോയിഡ്. പക്ഷെ ഇന്ത്യയിലെ അവസ്ഥ എന്താണെന്നറിയോ? കൂടുതൽ ആൾക്കാരും ജോലി ചെയ്യുന്നത് എവിടെയാ? അസംഘടിത മേഖലയിലാണ്. അത് ഈ കാറ്റഗറി പാവങ്ങളാ, ഇവറ്റങ്ങൾ കേട്ടോ. ഓക്കെ, അപ്പൊ ഈ ഒരു മൂവ്മെന്റ് ഇല്ലേ, അതായത് ദിസ് ഈസ് കോൾഡ് ഇൻഫോർമലൈസേഷൻ ഓഫ് വർക്ക് ഫോഴ്സ്. അതായത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ജോലി ചെയ്യുന്നത് ഇൻഫോർമൽ സെക്ടറിലാണ്, ഫോർമൽ അല്ല. അങ്ങനെ ഏറ്റവും കൂടുതൽ ആൾ ആ ഇൻഫോർമൽ സെക്ടറിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതിനെ വിളിക്കുന്നതാണ് ശരിക്കും എന്ത്? നമ്മൾ ഇൻഫോർമലൈസേഷൻ ഓഫ് വർക്ക് ഫോഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഇതൊന്നും പഠിക്കേണ്ട. ഇനി അടുത്ത് അൺഎംപ്ലോയ്മെന്റിനെ കുറിച്ച് ആരോ ഒന്ന് ചോദിച്ചു, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് പറഞ്ഞു തരൂലെന്ന്. പറഞ്ഞു. ഓക്കെ, എന്താണ് അൺഎംപ്ലോയ്മെന്റ്? ഈ ഡാറ്റ പഠിക്കണ്ട കേട്ടോ. ഡാറ്റ പഠിച്ചിട്ട് എന്തിട്ടാ? ഇതൊന്നും ബൈ ഹാർട്ട് അടിക്കണ്ട. ദിസ് വൺ നോ നീഡ്. ഓക്കെ, നൗ കംസ് അൺഎംപ്ലോയ്മെന്റ്, തൊഴിലില്ലായ്മ. ഈ തൊഴിലില്ലായ്മ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ, പീപ്പിൾ ആർ വില്ലിംഗ് ടു വർക്ക്, ജോലി ചെയ്യാൻ റെഡിയാ, പക്ഷെ എന്തില്ല? ജോലിയില്ല. നോട്ട് വർക്ക് ഈസ് നോട്ട് അവൈലബിൾ. ജോലി ചെയ്യാൻ റെഡിയാണ്, പക്ഷെ എന്താണ്? ജോലിയില്ല. ആ അവസ്ഥയാണ് നമ്മൾ എന്ത് വിളിക്കുക? അൺഎംപ്ലോയ്മെന്റ്. See this data sources of unemployment. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചായിരുന്നു എനിക്ക് തോന്നുന്നു, ഹാഫ് ഇയർലിക്കാണെന്ന് തോന്നുന്നു. ഓക്കെ, ഡാറ്റ സോഴ്സസ് ഓഫ് അൺഎംപ്ലോയ്മെന്റ്. ഈ അൺഎംപ്ലോയ്മെന്റിനെ കുറിച്ചുള്ള ഡാറ്റ നമ്മൾ എങ്ങനെയാണ് കളക്ട് ചെയ്യാന്ന? എവിടെയൊക്കെ പോയാൽ നമുക്കതിന് ഇൻഫർമേഷൻ, അതായത് അൺഎംപ്ലോയ്മെന്റിനെ കുറിച്ച് കിട്ടും. ഒന്ന് റിപ്പോർട്ട് ഓഫ് NSSO ആണ്, നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷനിലെ അവർ പുറത്തുവിടുന്നുണ്ട്. സർവേക്ഷണ എന്ന് പറയുന്ന ഒരു ജേർണൽ ഉണ്ട്, അതിൽ പുറത്തുവിടുന്നുണ്ട്. അതേപോലെ സെൻസസ് ഓഫ് ഇന്ത്യ തപ്പിയാൽ നമുക്ക് കിട്ടും എന്ത്? അൺഎംപ്ലോയ്മെന്റ് ഡാറ്റ. അതേപോലെ പിന്നെ എവിടെ പോയാൽ മതി? എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചില്ലേ? എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പോയാലും നമുക്ക് എന്ത് കിട്ടും? ഈ അൺഎംപ്ലോയ്മെന്റ് ഡാറ്റ കിട്ടിക്കോളും കേട്ടോ. ഇനി അടുത്തതാണ് ടൈപ്സ് ഓഫ് അൺഎംപ്ലോയ്മെന്റ്. ഇതാരോ എന്നോട് ചോദിച്ചു, ടൈപ്സ് ഇല്ലേ മിസ്സേ, ടൈപ്സ് ഇല്ലേ എന്നുള്ളത്. യെസ്, ടൈപ്സ് ഓഫ് അൺഎംപ്ലോയ്മെന്റ്. അതിൽ ഒന്നാമത്തെയാണ് മക്കളെ ഓപ്പൺ അൺഎംപ്ലോയ്മെന്റ്. ഓപ്പൺ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ദിസ് പീപ്പിൾ ആർ വില്ലിംഗ് ടു ഡു വർക്ക്, ജോലി ചെയ്യാൻ ആഗ്രഹമുണ്ട്, ബട്ട് ഡസ് നോട്ട് ഗെറ്റ് എനി വർക്ക്, പക്ഷെ ജോലി കിട്ടുന്നില്ല. അങ്ങനത്തെ ജോലി ചെയ്യാനൊക്കെ റെഡി ആയിട്ട് ഇങ്ങനെ നടക്കും, പക്ഷെ എന്തില്ല? ജോലിയില്ല. അതാണ് എന്ത്? ഓപ്പൺ അൺഎംപ്ലോയ്മെന്റ്. രണ്ടാമത്തതാണ് മക്കളെ എന്ത്? സീസണൽ അൺഎംപ്ലോയ്മെന്റ്. എന്താണ് സീസണൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചില സീസണിലേ ഇവർക്ക് ജോലി ഉണ്ടാവുള്ളൂ. This type of unemployment is due to seasonal fluctuation. People get employment only during certain season.
ചില സീസൺ ആകുമ്പോൾ ജോലി ഉണ്ടാവും, ചില സീസണിൽ ജോലി ഉണ്ടാവില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഫിഷർമാൻ്റെ എടുത്തു നോക്ക്, നല്ല തെളിഞ്ഞ നല്ല ശാന്തമായ കടലും ഒക്കെ ആണെങ്കിൽ കാലാവസ്ഥയുമാണെങ്കിൽ ഇവർക്ക് എന്തുണ്ട്, ജോലിയുണ്ട്. നേരെ മറിച്ച് നല്ല കൊടുങ്കാറ്റും പേമാരിയും മറ്റേ സുനാമിയും ഒക്കെ വന്നു കഴിഞ്ഞാൽ പാവങ്ങൾക്ക് അപ്പം ഒന്നുമില്ല, ജോലിയില്ല. മനസ്സിലായോ? ഇതാണ് സീസണൽ അൺഎംപ്ലോയ്മെന്റ്. ആരോ ഒന്ന് ചോദിച്ചു. യെസ്, NSSOയുടെ ജേണൽ ഞാൻ ഇന്നലെ പറഞ്ഞതാണ്, സർവേക്ഷണ സ്റ്റാറ്റിയിൽ പറഞ്ഞതാണ് കേട്ടോ. ആ ജേണൽ അവർ പബ്ലിഷ് ചെയ്യുന്നു. അടുത്തത് മൂന്നാമത്താണ് ഏത്, സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ്. സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ ടെക്നോളജിയിൽ വരുന്ന മാറ്റത്തിനനുസരിച്ച് ചിലപ്പം തൊഴിലില്ലായ്മ വന്നേക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് പണ്ട് നമ്മുടെ രാജ്യത്ത് എല്ലാ ഫാമേഴ്സിനും നല്ല ജോലി ഉണ്ടായിരുന്നു, പാവം ഇവർ തന്നെ എല്ലാം ചെയ്യണമായിരുന്നു. പക്ഷെ ഇപ്പം എന്താണ്, ടെക്നോളജി അങ്ങോട്ട് വന്നു, റീപ്ലേസ് ചെയ്തു. അതായത് ട്രാക്ടേഴ്സും ഹാർവെസ്റ്റേഴ്സും ഒക്കെ അങ്ങോട്ട് വന്നപ്പോൾ കുറേ കൃഷിക്കാർക്ക് എന്ത് ചെയ്തു, ജോലി നഷ്ടപ്പെട്ടില്ലേ? അത് എങ്ങനെയാണ് ജോലി നഷ്ടപ്പെട്ടത്? ഡ്യൂ ടു ദ ടെക്നോളജി. അപ്പോൾ ടെക്നോളജി വന്നു കഴിഞ്ഞപ്പോൾ ജോലി ഇല്ലാണ്ടാവണേനെ വിളിക്കണം പേരാണ് കുഞ്ഞുങ്ങളെ എന്ത്, സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ്. നൗ കംസ് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ്. പ്രച്ഛന്നം എന്നാ പറയാ, നമുക്ക് കാണാൻ കഴിയില്ല. ദാറ്റ് ഇസ് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ്. ടീച്ചർ എക്സാം മാറ്റി വെച്ചു, ഐ അണ്ടർസ്റ്റുഡ്, ഐ നോ അഭിനവ്. എക്സാം മാറ്റി വെച്ചു, അത് ബുധനാഴ്ചത്തേക്ക് ആക്കി. പക്ഷെ വി വിൽ ഗോ, നമുക്ക് ലൈവ് നടത്തിയല്ലേ പറ്റൂ, ദാറ്റ്സ് വൈ. ഓക്കെ ഓക്കെ, ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ്. അപ്പൊ നിങ്ങൾ ഈ എക്സാം മാറ്റി വെച്ചു എന്ന് വിചാരിച്ചിട്ട് തലേദിവസം ഇരിക്കുകയാണോ പഠിക്കാൻ? ഉഷാർ. ഓക്കെ, ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടതിലും കൂടുതൽ ആൾക്കാർ ജോലി ചെയ്യുന്നതാണ് എന്ത്, ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ്. ഇത് മെയിൻ ആയിട്ട് കണ്ടുവരുന്നത് എവിടെയാണെന്നറിയോ? നമ്മുടെ അഗ്രികൾച്ചർ സെക്ടറിലാണ്. ഇത് വൺ വേർഡ് ചോദിക്കും കേട്ടോ. ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് മെയിൻ ആയിട്ട് കണ്ടുവരുന്നത് എവിടെയാണ്? ഇറ്റ് ഈസ് മെയിൻലി ഫൗണ്ട് ഇൻ അഗ്രികൾച്ചർ സെക്ടർ. കാരണം എല്ലാവരുടെയും ഇപ്പോൾ ജോലി ഇല്ലാത്ത ഒരാളോട് ചോദിക്കുക എന്താ ജോലി എന്ന് ചോദിക്കാൻ പറയും, ഞാൻ കൃഷിക്കാരനാണെന്ന് പറയും, ഞാൻ കൃഷിയുമായിട്ട് നടക്കുക എന്ന് പറയും. അപ്പം വേണ്ടതിലും കൂടുതൽ ആൾക്കാരാണ് അവിടെ ജോലി ചെയ്യുന്നത്. ഏത്, നമ്മുടെ കൃഷിയിൽ കേട്ടോ. അങ്ങനെ ഒരു തൊഴിലില്ലായ്മയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് എന്ന് വിളിക്കുന്നത്. സോ ദീസ് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അൺഎംപ്ലോയ്മെന്റ്. ഓക്കെ, അൺഎംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാംസ് ഒന്നും വേണ്ട, അത് നിങ്ങൾ പോവേർട്ടിയിൽ സിറാജ് സാർ എടുത്തു തരും കേട്ടോ. ആ സെയിം പ്രോഗ്രാംസ് ആണ് നമ്മൾ ഇവിടെയും എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ 2 ചാപ്റ്റർ കഴിഞ്ഞു. ദാറ്റ് ഈസ് വാട്ട്, റൂറൽ ഡെവലപ്മെന്റ് ആൻഡ് യെസ് എംപ്ലോയ്മെന്റ് ഗ്രോത്ത് ആൻഡ് ഇൻഫോർമലൈസേഷൻ. ഓക്കെ, ഇനി എനിക്ക് എടുക്കാനുള്ള ഒരു ചാപ്റ്ററും കൂടിയാണ്. അത് നമ്മുടെ ഏതാണ്, റൂറൽ സസ്റ്റൈനബിൾ എൻവയോൺമെന്റ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. അത് നമുക്ക് പെട്ടെന്ന് തീർക്കാം കേട്ടോ. സോ ദിസ് ഇസ് നൗ, ഞാൻ സിറാജ് സാറെ വിളിക്കുകയാണ്. നിങ്ങളുടെ സെക്കൻഡ് ചാപ്റ്റർ അല്ലേ, നിങ്ങൾക്ക് സെക്കൻഡ് ചാപ്റ്റർ അല്ലേ വേണ്ടത് അല്ലേ? ഇന്ത്യ 1950 to 1990 കറക്റ്റ് നോ? ആ ചാപ്റ്റർ എടുക്കാം കേട്ടോ. ഇന്ത്യ 1952 ദിസ് ചാപ്റ്റർ. ഓക്കെ, സിറാജ് സാറെ വിളിക്കാം. അണ്ടർ എംപ്ലോയ്മെന്റ്, അണ്ടർ എംപ്ലോയ്മെന്റ് തൊഴിലില്ലായ്മയാണ് കേട്ടോ. അണ്ടർ എംപ്ലോയ്മെന്റ് സാറേ. ഓക്കെ, പോവരുതേ, ആരും എണീറ്റ് പോവരുത്. ഓക്കെ, സാറ് വരും, വെയിറ്റ്. വ്യൂസ് ഉണ്ടല്ലോ, പോവരുതേ മക്കളെ, അവിടെ ഇരിക്കണേ. ഇന്ത്യൻ ഇക്കോണമി 1950 to 1990 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് കേട്ടോ. സാറേതാ, ആരും പോവരുതേ, ഒരു 2 മിനിറ്റ് ബ്രേക്കടോ. ഓക്കെ, ബ്രേക്ക്. ഇപ്പം എന്നിപ്പോൾ കമൻറ്റ് രാജു വർഗീസ് ഓണം
ഓക്കെ, ഇപ്പം കേൾക്കുന്നുണ്ടോ? ഇപ്പോൾ ഓക്കെ അല്ലേ? എടാ 1950 മുതൽ 1990 വരെ നമ്മുടെ ഇന്ത്യൻ എക്കോണമി എങ്ങനെയായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് നമ്മൾ ഈ ചാപ്റ്ററിൽ പറയുന്നത്. അതായത് നമുക്ക് സ്വാതന്ത്ര്യമൊക്കെ കിട്ടി കേട്ടോ. അതായത് 47 സ്വാതന്ത്ര്യം കിട്ടി. അതിനുശേഷം നമ്മുടെ ഫസ്റ്റ് ഗവൺമെൻറ് ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ഗവൺമെൻറ് വന്ന് എന്നിട്ട് നമ്മൾ എന്താ ചെയ്തത് 1950 മുതൽ 90 വരെയുള്ള കാലഘട്ടത്തിൽ നമ്മൾ എന്തൊക്കെയോ ഇന്ത്യൻ എക്കോണമിയിൽ ചെയ്തിട്ടുണ്ട്. ഒരുപാട് നമ്മൾ ഈ ഒരു വർഷം ഇത്രയും വർഷം 1950 മുതൽ 90 വരെയുള്ള ഈ കാലഘട്ടത്താണ് നമ്മൾ എന്ത് ചെയ്തത് ഇന്ത്യ ആയ വർഷം എന്ന് പറയുന്നത് ഈ പറയുന്ന കാലഘട്ടമാണ്. അപ്പം നമുക്ക് ഓടിച്ചു പോവാം ചാപ്റ്റർ വേഗം നോക്കാം കേട്ടോ. എക്കണോമിക് സിസ്റ്റം ഇന്ത്യ എന്താണ്? ഇന്ത്യ എന്ത് ടൈപ്പ് എക്കണോമിക് സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്? ഇന്ത്യ എന്ത് ടൈപ്പ് എക്കോണമിയാണ്? ഇന്ത്യ സുഖമല്ലേ സാറേ? അതേ സുഖമാണ്, നല്ല വിശേഷമാണ്. ഓക്കെ എടാ, ഇന്ത്യ എന്ത് ടൈപ്പ് എക്കണോമിക് സിസ്റ്റമാണ്? ഇന്ത്യ മിക്സഡ് എക്കോണമിയാണ്. നമുക്കറിയാം വേൾഡിൽ ദർ ആർ 3 ടൈപ്സ് ഓഫ് എക്കണോമിക് സിസ്റ്റം: ക്യാപിറ്റലിസ്റ്റ് എക്കോണമി, സോഷ്യലിസ്റ്റ് എക്കോണമി, മിക്സഡ് എക്കോണമി. ക്യാപിറ്റലിസ്റ്റ് എക്കോണമി, സോഷ്യലിസ്റ്റ് എക്കോണമി, മിക്സഡ് എക്കോണമി. ഇങ്ങനെ 3 ടൈപ്പ് ഓഫ് എക്കണോമിക് സിസ്റ്റമാണ് വേൾഡിലുള്ളത്. ഇവിടെ നോക്കാം, ദ ബേസിക് എക്കണോമിക് സിസ്റ്റം ആസ് ക്യാപിറ്റലിസം, സോഷ്യലിസം ആൻഡ് മിക്സഡിസം. അപ്പോൾ ലോകത്ത് ദർ ആർ 3 ടൈപ്സ് ഓഫ് എക്കണോമിക് സിസ്റ്റം ഉണ്ട്. ക്യാപിറ്റലിസ്റ്റ് എക്കോണമി ഉണ്ട്, സോഷ്യലിസ്റ്റ് എക്കോണമി ഉണ്ട്, മിക്സഡ് എക്കോണമി ഉണ്ട്. ഇവിടെ എന്ത് ചെയ്ത് എവറി എക്കോണമി ഹാസ് ആൻസർ ടു 3 ക്വസ്റ്റ്യൻസ്. എക്കോണമിയിലുള്ള 3 ബേസിക് പ്രോബ്ലംസ് ഉണ്ട്. എന്താണ്? ഏത് എക്കോണമി ആണെങ്കിലും 3 ബേസിക് പ്രോബ്ലംസിന് എന്ത് ചെയ്യണം? ഇമ്പോർട്ടൻസ് കൊടുക്കണം, അല്ലെങ്കിൽ ആൻസർ ചെയ്യണം. വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹും ടു പ്രൊഡ്യൂസ്. എന്താണ്? വാട്ട് ടു പ്രൊഡ്യൂസ്, എന്തൊക്കെയാണ് 3 പ്രോബ്ലംസ്? വാട്ട് ടു പ്രൊഡ്യൂസ്, പിന്നെന്താണ്? ഹൗ ടു പ്രൊഡ്യൂസ്, ലാസ്റ്റ് വൺ എന്താണ്? ഫോർ ഹും ടു പ്രൊഡ്യൂസ്. ഇതാണ് എക്കോണമിയുടെ 3 പ്രോബ്ലംസ്. വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹും ടു പ്രൊഡ്യൂസ്. ഇതാണ് മേജർ 3 പ്രോബ്ലംസ് ഏതൊരു എക്കോണമിയെ സംബന്ധിച്ചിട്ടുള്ളത്. നമ്മുടെ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ജവഹർലാൽ നെഹ്റു ഒരു കാര്യം തീരുമാനിച്ചു. നമ്മൾ എന്ത് ടൈപ്പ് ഓഫ് എക്കോണമി മതി? ഇന്ത്യ എന്ത് എക്കോണമിയാണ്? ഇന്ത്യ മിക്സഡ് എക്കോണമിയാണ് കേട്ടോ. നമ്മൾ മിക്സഡ് അച്ചാർ എന്നൊക്കെ പറയുന്ന പോലെ മിക്സഡ് എക്കോണമി, അതായത് ക്യാപിറ്റലിസവും സോഷ്യലിസവും കൂടെ മിക്സ് ആയ ഒരു എക്കോണമിയാണ് എന്ത് ചെയ്തത്? ഇന്ത്യൻ എക്കോണമി എന്ത് ചെയ്തത്? തിരഞ്ഞെടുത്തത്, സെലക്ട് ചെയ്തത്. നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ക്യാപിറ്റലിസത്തിൻ്റെ ഫീച്ചറാണ് എന്ത്? മാർക്കറ്റ് എക്കോണമി. അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ആരാണ്? പ്രൈവറ്റ് പാർട്ടീസ് ആണ്. സോഷ്യലിസ്റ്റ് എക്കോണമിയിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ആരാണ്? ഗവൺമെൻറ് ആണ്. അപ്പോൾ ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പ്രൈവറ്റ് പാർട്ടീസ് ആണ്. സോഷ്യലിസ്റ്റ് എക്കോണമിയിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഗവൺമെൻറ് ആണ്. In mixed economy, it has both the features of capitalism as well as socialism. അപ്പോൾ മിക്സഡ് എക്കോണമിയിൽ എന്താണ്? ക്യാപിറ്റലിസത്തിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, സോഷ്യലിസത്തിന് ഇമ്പോർട്ടൻസ്. അപ്പോൾ ഇന്ത്യ എന്ത് എക്കോണമി സെലക്ട് ചെയ്തു? ഇന്ത്യ സെലക്റ്റഡ് മിക്സഡ് എക്കോണമി. മിക്സഡ് എക്കോണമി. നമുക്ക് എന്ത് എക്കോണമി മതി? മിക്സഡ് എക്കോണമി മതി. നമുക്ക് ക്യാപിറ്റലിസത്തിൻ്റെയും സോഷ്യലിസത്തിൻ്റെയും ഫീച്ചർ മിക്സ് ചെയ്തുകൊണ്ടുള്ള ഒരു എക്കോണമി നമുക്ക് മതി എന്ന് എന്ത് ചെയ്ത് തീരുമാനിച്ചു. നമ്മുടെ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ജവഹർലാൽ നെഹ്റു എന്ത് ചെയ്ത് ഒരു നേതൃത്വത്തിൽ ഫസ്റ്റ് ഗവൺമെൻറ് അത് തീരുമാനിച്ചു കേട്ടോ. അപ്പോൾ ഇന്ത്യ മിക്സഡ് എക്കോണമി ആണെന്ന് പഠിച്ചു വെക്കാം. വാട്ട് ഈസ് പ്ലാൻ? അങ്ങനെ എന്ത് ചെയ്ത് നമ്മൾ മിക്സഡ് എക്കോണമി സെലക്ട് ചെയ്തു. നമ്മുടെ രാജ്യം മുന്നോട്ട് കൊണ്ടുപോകണ്ടേ? ബ്രിട്ടീഷുകാർ ചവച്ച് തുപ്പിയ ഒരു ഇന്ത്യയാണ് ബാക്കി ഉണ്ടായിരുന്നത്. വിഭജനത്തിൻ്റെ മുറിവുപാടുകൾ വന്ന ഇന്ത്യ പാകിസ്ഥാൻ എന്ന 2 രാജ്യങ്ങളായി തിരിഞ്ഞ മുറിവുകളും പാടുകളും കുത്തി നിറഞ്ഞ ഒരു രാജ്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെ സോഷ്യലിസം മതി, ഇവിടെ ജനാധിപത്യ ഭരണം മതി. മനസ്സിലായില്ലേ? സോഷ്യലിസ്റ്റ് ആശയങ്ങളായിരുന്നു ശരിക്കും നെഹ്റു മുന്നോട്ട് വെച്ച് കൊണ്ടിരുന്നത് കേട്ടോ. നെഹ്റു ഒരു സോഷ്യലിസ്റ്റ് നേതാവാണ്. റഷ്യ എന്ന് പറയുന്ന രാജ്യത്തോട് കുറച്ചും കൂടെ ഒരു അറ്റാച്ച്മെൻ്റ് ഉള്ളൊരു നേതാവാണ്. അപ്പം നെഹ്റുവിൻ്റെ വിഷനായിരുന്നു ഇന്ത്യയെ ഒരുപാട് മുന്നോട്ട് നയിച്ചത്. ഒരുപക്ഷെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നെഹ്റു അല്ലായിരുന്നെങ്കിൽ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ചിലപ്പം ഒരു ആഫ്രിക്കയിലുള്ള ഏതെങ്കിലും ഒരു ഗ്രാമങ്ങളൊക്കെ പോലെ രാജ്യങ്ങളെ പോലെ നമ്മൾ ഒന്നും അല്ലാതായി പോയനെ നമ്മൾ. മനസ്സിലായി? ഇത്രയും പോപ്പുലേഷനുള്ള രാജ്യത്ത് ഒരുപാട് ബെനിഫിറ്റുകൾ കിട്ടുന്നുണ്ട്, എന്നാൽ പോലും ഒരുപാട് പോവർട്ടി ഉള്ള ആൾക്കാരും ഈ രാജ്യത്തുണ്ടെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇവിടെ നോക്കാം. വാട്ട് ഈസ് പ്ലാൻ? എന്താണ് പ്ലാൻ? അപ്പോൾ നമ്മൾ ഗവൺമെൻറ് തീരുമാനിച്ചു എ പ്ലാൻ ഷുഡ് ഹാവ് സം ജനറൽ ഗോൾസ്. ഒരു പ്ലാനിൽ എന്തുണ്ടാവും? ജനറൽ ഗോൾസ് ഉണ്ടാവും. ജനറൽ ഗോൾസ് ഉണ്ടാവും ആസ് വെൽ എസ് സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ്. ഗോൾ ഉണ്ടാവാം, ഒബ്ജക്റ്റീവ് ഉണ്ടാവാം. അല്ലേ, നമ്മൾ പ്ലാൻ ചെയ്യില്ലേ? ഇനി വെക്കേഷനൊക്കെ അല്ലേ വരുന്നത്, ടൂറ് പോകണ്ടേ അല്ലേ? വീഗാലാൻഡിൽ പോവാം, വണ്ടർലേ വീഗാലാൻഡ് ഒന്നല്ലേ, വണ്ടർലയിൽ പോവാം, അല്ലെങ്കിൽ ഊട്ടിയിൽ പോവാം, കാശ്മീരിൽ പോവാം, അല്ലെങ്കിൽ ഡൽഹിയിൽ പോവാം, ഉസ്ബെക്കിസ്ഥാനിൽ പോവാം, കസാഖിസ്ഥാനിൽ പോവാം. പ്ലാനിങ് അല്ലേ? പ്ലാനിങ് ചെയ്യാത്തൊരു പരിപാടി നടക്കില്ല. പഠിക്കാൻ തുടങ്ങുകയാണെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യണം? പ്ലാനിങ് വേണം.
ടു എസ്റ്റാബ്ലിഷ്ഡ് അച്ചീവ്ഡ് വിത്ത് എ സ്പെസിഫൈഡ് പീരിയഡ് ഓഫ് ടൈം. ഇത് എന്ത് ചെയ്യണം? നമ്മളൊരു സ്പെസിഫൈഡ് പീരിയഡ് ഓഫ് ടൈമിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യണം? നമ്മൾ അച്ചീവ് ചെയ്യണം. ഒരു സ്പെസിഫൈഡ് പീരിയഡ് ഓഫ് ടൈമിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യണം? നമ്മളിത് അച്ചീവ് ചെയ്തേ പറ്റുള്ളൂ കേട്ടോ. ഒരു സ്പെസിഫൈഡ് പീരിയഡ് ഓഫ് ടൈമിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇത് അച്ചീവ് ചെയ്യണം. ഓക്കെ. ഇൻ 1950 ഇന്ത്യയിൽ 1950 എന്ത് ചെയ്തത്? പ്ലാനിംഗ് കമ്മീഷൻ സെറ്റപ്പ് ചെയ്തത്. അപ്പോൾ 1950 എന്ത് ചെയ്തത്? പ്ലാനിംഗ് കമ്മീഷൻ നമ്മൾ സെറ്റ് ചെയ്തത് കേട്ടോ. പ്ലാനിംഗ് കമ്മീഷൻ എസ്റ്റാബ്ലിഷ്ഡ് കേട്ടോ. പ്ലാനിംഗ് കമ്മീഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തത് പ്രൈം മിനിസ്റ്റർ ആസ് എ ചെയർപേഴ്സൺ. പ്ലാനിംഗ് കമ്മീഷൻ്റെ ചെയർപേഴ്സൺ ആരാണ്? പ്രൈം മിനിസ്റ്റർ ആണ്. മഴ പെയ്യുന്നുണ്ട്, പുറത്ത് മഴ പെയ്യുന്നുണ്ട് അല്ലേ? ഓക്കെ, നല്ലതിന് വേണ്ടിയിട്ടുള്ള മഴയാവട്ടെ അല്ലേ? പവിഴ മഴയെ അല്ലേ? നീ പെയ്യുമോ അല്ലേ? ഇന്നിവിടെ അല്ലേ? അതന്നെ പെയ്യട്ടെ. ഓക്കെ. ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു പാട്ടുണ്ടായിരുന്നു, റെഡ് ചില്ലീസ് എന്ന് പറഞ്ഞ മോഹൻലാലിൻ്റെ സിനിമയിൽ ഒരു പാട്ടുണ്ട്. മഴ പെയ്യണ് മഴ ചിന്നി പായണ് ഓ ബാരിഷ് ഓ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. കേട്ടോണമെന്ന് എനിക്കറിയില്ല. ഓക്കെ. 1950 പ്ലാനിംഗ് കമ്മീഷൻ്റെ ചെയർപേഴ്സൺ ആരാണ്? പ്രൈം മിനിസ്റ്റർ ആണ്. ഈ പ്ലാനിംഗ് കമ്മീഷനെ നമ്മൾ പിരിച്ചുവിട്ടു. എന്നിട്ട് നമ്മൾ തുടങ്ങിയ ഒരു അതോറിറ്റിയുടെ പേരാണെന്ത്? നീതി ആയോഗ്. 1950 തുടങ്ങിയ പ്ലാനിംഗ് കമ്മീഷനെ പിരിച്ചുവിട്ടിട്ട് 2015 ജനുവരി 1 പുതിയൊരു കമ്മീഷൻ വന്നു, വിച്ച് ഈസ് കോൾഡ് നീതി ആയോഗ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. ദയ ഫ്രണ്ട്സ് ആവാം. എന്തൊക്കെയാടാ ഈ കമൻറ്റ് ബോക്സിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എന്താണത്? ആദർശേ പഠിക്ക്, ആദ്യം പഠിത്തം. ഓക്കെ. ഓക്കെ. ഇത് പ്ലാനിംഗ് കമ്മീഷന് പിരിച്ചുവിട്ടുകൊണ്ട് 2015 ജനുവരി 1 നമ്മൾ എന്ത് ചെയ്ത്? പുതിയൊരു കമ്മീഷൻ കൊണ്ടുവന്നു, വിച്ച് ഈസ് കോൾഡ് നീതി ആയോഗ് കേട്ടോ. പ്ലാനിംഗ് കമ്മീഷനെ റീപ്ലേസ് ചെയ്ത് കൊണ്ടുവന്ന കമ്മീഷൻ്റെ പേരാണെന്ത്? നീതി ആയോഗ്. ഇനി ഗോൾസ് ഓഫ് 5-year പ്ലാൻ പഠിച്ചു വെച്ചോ. എക്സാമിന് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ എന്ത് ചെയ്ത്? പഞ്ചവത്സര പദ്ധതി തുടങ്ങാൻ തീരുമാനിച്ചു. 5-year പ്ലാൻ. എടാ, ഫസ്റ്റ് 5-year പ്ലാൻ സ്റ്റാർട്ട് ചെയ്തത് ഏത് വർഷമാണ്? 1951 കേട്ടോ. ഫസ്റ്റ് 5-year പ്ലാൻ സ്റ്റാർട്ട് ചെയ്തത് 1951 കേട്ടോ. പ്ലാനിംഗ് കമ്മീഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തത് 1950 ഫസ്റ്റ് 5-year പ്ലാൻ നിലവിൽ വന്നത് എന്നാണ്? 1951. അപ്പം ഈ 5-year പ്ലാൻ ഓരോ 5 വർഷം നമുക്ക് ഓരോരോ ഗോളുകൾ വേണം. ഓരോ 5 വർഷം നമുക്ക് എന്ത് ചെയ്യണം? കൃത്യമായിട്ടുള്ള ഗോളുകൾ വേണം. അപ്പം ഈ പഞ്ചവത്സര പദ്ധതിയുടെ 5-year പ്ലാൻസിൻ്റെ മേജർ ഗോളുകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. എന്തൊക്കെയാണത്? ഫസ്റ്റ് ആണ് ഗ്രോത്ത്. പുരോഗതി വേണ്ട രാജ്യത്തിന്, ഗ്രോത്ത് വേണ്ട രാജ്യത്തിന് വേണം. ഗ്രോത്തും ഡെവലപ്മെൻറ്റ് വേണ്ട രാജ്യത്തിന് അത് എപ്പോഴും മുന്നിൽ കണ്ടൊരു വിഷനാണ്. ഗ്രോത്ത് മീൻസ് ഇൻക്രീസ് ഇൻ ദ പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഓഫ് ദ കൺട്രി. രാജ്യത്തിൻ്റെ പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി കൂടുക. ഒരു രാജ്യത്തിൻ്റെ പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി കൂടുന്നതിനാണ് നമ്മൾ എന്ത് പറയുക? ഗ്രോത്ത്. 5-year പ്ലാൻ്റെ ഫസ്റ്റ് ഗോളാണ് എന്ത്? ഗ്രോത്ത്. രണ്ടാമത്തത് മോഡേണൈസേഷൻ, ആധുനികവൽക്കരണം. രാജ്യത്ത് എന്ത് ചെയ്യുക? ആധുനികവൽക്കരിക്കുക. രാജ്യം എന്ത് ചെയ്യണം? ആധുനികവൽക്കരണം. ടെക്നോളജികൾ കുന്നുകൂടുക. നോക്കുക, ഇറ്റ് മീൻസ് അഡോപ്ഷൻ ഓഫ് മോഡേൺ ടെക്നോളജി എന്ന് വെച്ചാൽ എന്താ? മോഡേൺ ടെക്നോളജീസിന് എന്ത് ചെയ്യുക? അഡോപ്റ്റ് ചെയ്യുക. ഓക്കെ, മനസ്സിലായില്ലേ? മോഡേൺ ടെക്നോളജീസിനെ അഡോപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ കൃത്യമായിട്ട് ഇവിടെ പറയുന്നത്. അടുത്തത് സെൽഫ് റിലയൻസ്, സ്വയം പര്യാപ്തത. രാജ്യത്തിന് എന്ത് കൊണ്ടുവരണം? ഓക്കെ. ദ ആർക്കിടെക്ചർ ഓഫ് ഇന്ത്യൻ പ്ലാനിങ് ആരാണ്? കമന്റ് ബോക്സിൽ ആ പേര് വന്നുകൊണ്ട് പറഞ്ഞതാ. ദ ആർക്കിടെക്ചർ ഓഫ് ഇന്ത്യൻ പ്ലാനിങ്. ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ ശില്പി ആരാണ്? കമന്റ് ബോക്സിൽ പറഞ്ഞോട്ടെ. ദ ആർക്കിടെക്ചർ ഓഫ് ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ ശില്പി ആരാണ്? അത് PC മഹലനോബിസ് ആണ്. ദ ആർക്കിടെക്ചർ ഓഫ് ഇന്ത്യൻ പ്ലാനിങ് ആരാണ്? PC മഹലനോബിസ് ആണ് കേട്ടോ. പിന്നെ സെൽഫ് റിലയൻസ്, സ്വയം പര്യാപ്തത. 5-year പ്ലാൻ അടുത്ത ഗോളാണ് സെൽഫ് റിലയൻസ്. ഇറ്റ് മീൻസ് റിലൈനിങ് ഇൻ വൺ സെൽഫ് ഓർ റെഡ്യൂസിങ് ദ ഡിപ്പെൻഡൻസ് ഓഫ് അതേഴ്സ്. എടാ, സ്വാതന്ത്ര്യത്തിന് കിട്ടിയ തുടക്ക സമയത്ത് 47 സമയത്ത് ഇന്ത്യക്ക് എന്തില്ല? ഗോതമ്പില്ല. ഇന്ത്യയിൽ ഗോതമ്പില്ലായിട്ട് ഇന്ത്യ എന്ത് ചെയ്തിട്ടുണ്ട്? പല രാജ്യങ്ങളുടെ അടുത്തുനിന്നും ടൺ കണക്കിന് ഗോതമ്പ് കടം വാങ്ങിയൊരവസ്ഥ ഉണ്ടായിരുന്നു. അപ്പം നെഹ്റു റിയലൈസ് ചെയ്ത് നമ്മളിങ്ങനെ ബാക്കിയുള്ള രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ജീവിക്കുന്നത് ശരിയല്ല. നമുക്ക് എന്ത് ചെയ്യണം? സ്വയം പര്യാപ്തരാവണം. സെൽഫ് റിലയൻസ് വേണം. നമ്മൾ സ്വയം പുരോഗതിയിലേക്ക് പോകണം. അപ്പോൾ 5-year പ്ലാൻ്റെ ഒരു ഗോളായിട്ട് കൊണ്ടുവന്നാണെന്ത്? സെൽഫ് റിലയൻസ്, സ്വയം പര്യാപ്തത കൊണ്ടുവരാം. ദ ലാസ്റ്റ് ഗോൾ ഈസ് ഇക്വിറ്റി, സമത്വം കൊണ്ടുവരാം. ഓക്കെ, ഇറ്റ് മീൻസ് റിഡക്ഷൻ ഓഫ് ഇനീക്വാളിറ്റി ബിറ്റ്വീൻ റിച്ച് ആൻഡ് പുവർ. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിൽ അന്തരം കുറയ്ക്കുക. നിങ്ങൾ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം നോക്കുക. ഇന്ത്യയിൽ കോടിക്കണക്കിന് പൈസ ഉള്ള അംബാനി, അദാനി, ടാറ്റ, ബിർള, ഷാരൂഖ് ഖാൻ, ഇങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് അല്ലേ?
ഇങ്ങനെ ആൾക്കാരുണ്ട്, ഇതുപോലെ ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടാത്ത പാവപ്പെട്ടവരുള്ള രാജ്യമാണത്. അപ്പം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, എന്താണ് റിച്ച് ആൻഡ് പുവർ തമ്മിലുള്ള ഗ്യാപ്പ് ഇവിടെ എന്താണ് വളരെ കൂടുതലാണ്. ഇത് കുറയ്ക്കണം. അപ്പം നിങ്ങൾ മനസ്സിലാക്കാം, ദർ ആർ 4 goals for 5-year plan: growth, modernization, self-reliance and equity. ഓക്കെ, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ദ ആർക്കിടെക്ചർ ഓഫ് ഇന്ത്യൻ പ്ലാനിങ് PC Mahalanobis കേട്ടോ. PC Mahalanobis പ്ലാനിംഗ് കമ്മീഷൻ സെറ്റപ്പ് ചെയ്തത് 1950-ലാണ്. പ്ലാനിംഗ് കമ്മീഷൻ സെറ്റപ്പ് ചെയ്തത് 1950-ലാണ്. ഇന്ത്യ സ്റ്റാർട്ടഡ് പ്ലാനിങ് ഫസ്റ്റ് 5-year പ്ലാൻ സ്റ്റാർട്ട് ചെയ്തത് 1951-ലാണ് കേട്ടോ. ദ ഐഡിയ ഓഫ് 5-year പ്ലാൻ ഈസ് ബോറോഡ് ഫ്രം USSR എന്ന് വെച്ചാൽ ഇന്നത്തെ റഷ്യ കേട്ടോ. ഇന്നത്തെ റഷ്യ പണ്ട് USSR ആയിരുന്നു. 91-ൽ എന്ത് ചെയ്ത് USSR എന്ത് ചെയ്ത് തകർന്നു. പിന്നെ എന്ത് ചെയ്ത് റഷ്യ അങ്ങനെ ഒരുപാട് രാജ്യങ്ങളായിട്ട് മാറിയത് കേട്ടോ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, റഷ്യയിൽ നിന്നാണ് അല്ലെങ്കിൽ USSR നിന്നാണ് നമ്മൾ എന്ത് ചെയ്തത് 5-year പ്ലാൻ എന്ന് പറയുന്ന കാര്യങ്ങൾ അഡോപ്റ്റ് ചെയ്തത്. കാരണം നെഹ്റു എന്ന് പറയുന്ന ആ പൊളിറ്റീഷ്യൻ എപ്പോഴും ഈ റഷ്യ എന്ന് പറഞ്ഞ രാജ്യത്തോട് കുറച്ചും കൂടെ ഒരു കമ്മിറ്റ്മെൻ്റ് ഉള്ളൊരു ആളായിരുന്നു കേട്ടോ. അവിടുത്തെ ഒരുപാട് സോഷ്യലിസ്റ്റ് ആശയങ്ങളായിരുന്നു അദ്ദേഹം ഉൾക്കൊണ്ടിരുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഗോൾസ് ഓഫ് 5-year പ്ലാൻ ഈ 4 സാധനം എഴുതി വെക്കാം. ദ ആർക്കിടെക്ചർ ഓഫ് ഇന്ത്യൻ പ്ലാനിംഗ് PC Mahalanobis. പ്ലാനിംഗ് കമ്മീഷൻ എസ്റ്റാബ്ലിഷ്ഡ് 1950. പ്ലാനിംഗ് കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ്? പ്രൈം മിനിസ്റ്റർ ആണ്. പ്ലാനിംഗ് കമ്മീഷൻ പിരിച്ചുവിട്ടുകൊണ്ട് കൊണ്ടുവന്ന അതോറിറ്റിയാണ് ഇത് നീതി ആയോഗ്. 2015 ജനുവരി 1-നാണ് കേട്ടോ അത് കൊണ്ടുവന്നിട്ടുള്ളത്. ഈച്ച് ആൻഡ് എവരി പോയിന്റ്സ് പഠിച്ചു വെക്കാം, സെറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അഗ്രികൾച്ചർ. ഇനി 1950 മുതൽ 90 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഇന്ത്യയുടെ കൃഷി എങ്ങനെയായിരുന്നു അനലൈസ് ചെയ്യാം, പഠിക്കാം. എടാ IAS എക്സാമിനൊക്കെ ആൾക്കാർ ഇരുന്ന് പഠിക്കണ സാധനമാണിത്. +2 സിലബസ്, +1 സിലബസ്, ഇതാണ് ഇവരെന്ത് ചെയ്ത് കൃത്യമായിട്ട് ഫസ്റ്റ് ഫണ്ടമെന്റലി പഠിച്ചു തുടങ്ങുന്ന സാധനം. UPSC എക്സാമിലെ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന CSE സിവിൽ സർവീസ് എക്സാമിനേഷൻ IAS-കാരെയും IFS-കാരെയും IPS-കാരെയും IRS-കാരെയും അങ്ങനെ ഒരുപാട് സർവീസുകളിലേക്കുള്ള ഇന്ത്യ ഭരിക്കുന്നത് ടോപ്പ് ഇന്ത്യയിൽ പഠിച്ചു കിട്ടുന്ന ഏറ്റവും വലിയ ജോലി, ദ പവർഫുൾ ജോലി, അതിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റാണ് എക്കണോമിക്സ്. മനസ്സിലായില്ലേ? എക്കണോമിക്സ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റാണ്. എക്കണോമിക്സ് ചോദിക്കാത്തൊരു സാധനമില്ല. എക്കണോമിക്സ് അറിയെങ്കിൽ നിങ്ങൾ സെറ്റായി. ഭാവിയിലുള്ള IAS-കാരനെയും IPS-കാരെയും ഞാൻ ഈ കമൻറ്റ് ബോക്സിൽ കാണുന്നുണ്ട്. ഓക്കെ, അഗ്രികൾച്ചർ നോക്കാം. ലാൻഡ് റിഫോംസ് ആൻഡ് ഗ്രീൻ റെവല്യൂഷൻ ആർ 2 മേജർ ഇനീഷ്യേറ്റീവ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ അഗ്രികൾച്ചർ. അപ്പോൾ എന്താണ് ലാൻഡ് റിഫോംസും ഗ്രീൻ റെവല്യൂഷനും? ഈ 2 കാര്യങ്ങളാണ് കൃഷിയിൽ എന്ത് ചെയ്തത് പ്രധാനമായിട്ടും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഈ 1950 മുതൽ 90 വരെയുള്ള കാലഘട്ടങ്ങളിൽ കൊണ്ടുവന്നിട്ടുള്ളത് ലാൻഡ് റിഫോംസ്, ഭൂപരിഷ്കരണം. അതായത് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ഭൂമികളൊക്കെ വലിയ ജന്മിമാരെ കയ്യിൽ ഏക്കർ കണക്കിനും 200-300 ഏക്കർ കണക്കിന് സ്ഥലങ്ങളൊക്കെ ജന്മിമാരെ കയ്യിലുണ്ട്. യഥാർത്ഥ കർഷകരുടെ കയ്യിൽ ഒരു തുണ്ട് ഭൂമി പോലും ഇല്ല. അപ്പോൾ ഗവൺമെൻറ് ഒരു കാര്യം തീരുമാനിച്ചു, ലാൻഡ് റിഫോം, ഭൂപരിഷ്കരണം. ആൾക്കാർ കയ്യിൽ വെക്കുന്ന ഭൂമിക്ക് ഒരു പരിധി നിശ്ചയിക്കണം. ആൾക്കാർ കയ്യിൽ വെക്കുന്ന ഭൂമിക്ക് എന്ത് വെക്കണം, ഒരു പരിധി കൊണ്ടുവരണം. എല്ലാവരും എന്ത് ചെയ്യരുത്, കയ്യിൽ ഒരുപാട് ലാൻഡ് ഹോൾഡ് ചെയ്ത് വെക്കരുത്, അത് റെഡ്യൂസ് ചെയ്യണം. അങ്ങനെ ഗവൺമെൻറ് തീരുമാനിച്ചു ലാൻഡ് റിഫോംസ്, ഭൂപരിഷ്കരണം കേട്ടോ. നോക്കുക, അറ്റ് ദ ടൈം ഓഫ് ഇൻഡിപെൻഡൻസ് ദ ലാൻഡ് ടെർനറി സിസ്റ്റം വാസ് ക്യാരക്ടറൈസ്ഡ് ബൈ ജമീന്ദാർസ്, ജാഗീർദാർസ്. ഈ പറഞ്ഞ ആൾക്കാരുടെ കയ്യിലായിരുന്നു ഭൂമി ഒന്നാകെ ഉണ്ടായിരുന്നത്. ആരുടെ കയ്യിലാണ്? ജമീന്ദാർസും ജാഗീർദാർസും കേട്ടോ. ആരുടെ കയ്യിലുണ്ടായിരുന്നത്? ജമീന്ദാർസും ജാഗീർദാർസും. ഈ പറയുന്ന ആൾക്കാരുടെ കയ്യിലാണ് എന്ത് ചെയ്തത് ഭൂമി മൊത്തത്തിൽ ഉണ്ടായിരുന്നത്. അബോളിഷൻ ഓഫ് ഇന്റർമീഡിയറീസ് ലൈക്ക് ജമീന്ദാർസ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഈ ഇന്റർമീഡിയറ്റ്സിനെ അബോളിഷ് ചെയ്യണം. ലാൻഡ് റിഫോമിൽ ഉദ്ദേശിക്കുന്നത് ഈ ഇടനിലക്കാർ, ബ്രിട്ടീഷുകാരുടെ വലങ്കയായി പ്രവർത്തിച്ച, ഇന്ത്യക്കാർക്ക് ഒരു ഉപകാരം ചെയ്യാത്ത ഈ ജമീന്ദാർസിനെ നമ്മൾ എന്ത് ചെയ്യണം, റിമൂവ് ചെയ്യണം, ഒഴിവാക്കണം എന്ന് ഗവൺമെൻറ് തീരുമാനിച്ചു. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലാൻഡ് അമംഗ് ടില്ലേഴ്സ്, അതായത് പാവപ്പെട്ടവർക്ക് എന്ത് ചെയ്യണം, ഭൂമി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണം. സീലിംഗ് ഓഫ് ലാൻഡ് ഹോൾഡിങ്, റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർപ്ലസ് ലാൻഡ് ടു ലാൻഡ്ലെസ്. അതായത് എന്താണ്, ജന്മിമാരോട് പറഞ്ഞ് നിങ്ങൾ 100-200 ഏക്കർ ഒന്നും കയ്യിൽ വെക്കരുത് ഭൂമി. അതെന്ത് ചെയ്യണം, ഒരാളുടെ കയ്യിൽ വെക്കാവുന്നതിന് എന്ത് ചെയ്യുക, ഒരു പരിധി നിശ്ചയിക്കാം. ഒരാളുടെ കയ്യിൽ വെക്കുന്ന ഭൂമിക്ക് എന്ത് ചെയ്യുക, ഒരു പരിധി നിശ്ചയിക്കാം. ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരാളുടെ കയ്യിൽ വെക്കുന്ന ഭൂമിക്ക് എന്ത് ചെയ്യുക, ഒരു പരിധി നിശ്ചയിക്കുക. ബാക്കി മിച്ചം വരുന്ന ഭൂമി ഗവൺമെൻറ് ഏറ്റെടുത്ത് പാവപ്പെട്ട കർഷകർക്ക് എന്ത് ചെയ്യുക, കൊടുക്കുക. ഇതാണ് ലാൻഡ് റിഫോം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലാൻഡ് സീലിംഗ് വാസ് അനദർ പോളിസി പ്രൊമോട്ട് ഇക്വിറ്റി ഇൻ ദ അഗ്രികൾച്ചർ. ഇപ്പം ലാൻഡ് റിഫോം പോലെ തന്നെ എന്താണ്, ലാൻഡ് സീലിംഗ് കൊണ്ടുവന്നിട്ടുണ്ട്. ദീസ് മീൻസ് എന്താണ്, ഫിക്സിംഗ് ദ മാക്സിമം സൈസ് ഓഫ് ലാൻഡ് വിച്ച് കുഡ് ബി ഓൺഡ് ബൈ എൻ ഇൻഡിവിജ്വൽ. അതായത് ഒരു ഇൻഡിവിജ്വലിന് കയ്യിൽ വെക്കാൻ പറ്റുന്ന ഭൂമിക്ക് പരിധി നിശ്ചയിക്കാം, വിച്ച് ഈസ് ലാൻഡ് സീലിംഗ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ലാൻഡ് റിഫോംസിൽ ലാൻഡ് സീലിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എന്താണ്,
ഈ പറയുന്ന പാവപ്പെട്ടവർക്ക് എന്ത് ചെയ്യുക, ഭൂമി കൊടുക്കുക. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി പറയുന്നത്. യഥാർത്ഥ കർഷകർക്ക് ഭൂമി എന്ത് ചെയ്യുക, വിതരണം ചെയ്ത് കൊടുക്കുക. ഇതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അടുത്തത് ഗ്രീൻ റെവല്യൂഷൻ. ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ദ മോസ്റ്റ് പവർഫുൾ. ഏത് ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കിയാലും എന്താണ് കാണാൻ പറ്റുന്ന ഒരു തീപ്പൊരി സാധനം അല്ലേ, മാസ്ക ബാപ്പ് എന്നൊക്കെ പറയും അല്ലേ. എന്താണ് ദ ഗ്രീൻ റെവല്യൂഷൻ, ഹരിത വിപ്ലവം. എടാ ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ ആരാ? കമന്റഡ്. ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ ആരാണ്? ഒന്ന് കമന്റഡ്. ഓക്കെ. At independence, about 75% of the country's population was dependent on agriculture. സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് കൃഷിഭൂമിയുടെ 75% ആൾക്കാരും, അല്ല ഇന്ത്യയിലുള്ള 75% ആൾക്കാരും കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് ജീവിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ്. പ്രൊഡക്ടിവിറ്റി ഇൻ അഗ്രികൾച്ചർ സെക്ടർ വാസ് വെരി ലോ. നമ്മൾ നേരത്തെ പഠിച്ചു, ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന സമയത്ത് കൃഷിയിൽ നിന്ന് പ്രൊഡക്ടിവിറ്റി എന്താണ്, വെരി ലോ ആയിരുന്നു. നമുക്കതൊക്കെ മാറ്റണ്ടേ? അതിനല്ലേ നെഹ്റു ഒക്കെ ഇറങ്ങി തിരിച്ചത്. യൂസ് ദ ഓൾഡ് ടെക്നോളജി, ആബ്സെൻസ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ. ഇതൊന്നും ഇല്ലാത്തത് എന്ത് ചെയ്ത്, ഇതൊന്നും ഇല്ലാത്തത് നമ്മുടെ കൃഷിയെ വളരെ തളർത്തിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് നെഹ്റുവിന് മനസ്സിലായി. അങ്ങനെ ഈ കൃഷിയിലുള്ള മോശം അവസ്ഥയെ മാറ്റിയെടുക്കാൻ വേണ്ടി, കൃഷിയെ അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട്, കൃഷിയെ സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് പദ്ധതി കൊണ്ടുവന്നത്? ഗ്രീൻ റെവല്യൂഷൻ, ഹരിത വിപ്ലവം കൊണ്ടുവന്നത്. നിങ്ങൾ നോക്കുക, 1965-75 ഫസ്റ്റ് ഫേസ് കൊണ്ടുവന്നത്. ന്യൂ സ്ട്രാറ്റജി കൺഫേം ടു ഫ്യൂ സ്റ്റേറ്റ്സ് ആൻഡ് വൺ ക്രോപ്പ്. വീറ്റ് ഈസ് നോൺ ആസ് വീറ്റ് റെവല്യൂഷൻ. ഗോതമ്പ് വളർച്ച, ഗോതമ്പ് പ്രൊഡക്ഷൻ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് എന്ത് കൊണ്ടുവന്ന് നമ്മൾ എന്ത് ചെയ്ത്, ഗോതമ്പ് കൃഷിക്ക്, ഗോതമ്പ് പ്രൊഡ്യൂസ് ചെയ്യാം. വീറ്റും റൈസും ആണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്. അതിൽ ഗോതമ്പിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് എന്ത് ചെയ്തത്, നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയത്. സെക്കൻഡ് ഫേസ് 75-85 ന്യൂ സ്റ്റാറ്റസ് ബട്ട് മോർ ക്രോപ്സ്. അതിൽ എന്ത് വരും, റൈസും കൂടെ വരും. വീറ്റ് ആൻഡ് റൈസ് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ഗ്രീൻ റെവല്യൂഷൻ്റെ മെയിൻ ഫീച്ചേഴ്സ് ഒന്ന് നമുക്ക് നോക്കാം. ഏതൊക്കെയാണ്? യൂസിങ് ഓഫ് ഹൈ yielding വെറൈറ്റി സീഡ്സ്, HYV സീഡ്സ്. എടാ നമ്മളെ കൃഷി മെച്ചപ്പെടണമെങ്കിൽ നമ്മൾ എന്ത് കൊണ്ടുവരണം? അടിപൊളി വിത്തിനങ്ങൾ കൊണ്ടുവരണം. ഓക്കെ, അടിപൊളി വിത്തിനങ്ങൾ കൊണ്ടുവരണം. HYV സീഡ്സ് എന്ന് പറയുന്ന പുതിയൊരു അടിപൊളി വിത്ത് കൊണ്ടുവന്നു. ഈ വിത്ത് കൊണ്ടുവന്നാൽ കൃഷിയിലുള്ള മോശം അവസ്ഥയെ മറികടന്ന് നമുക്ക് നല്ല വിളവ് കിട്ടുമെന്ന് മനസ്സിലായി. രണ്ടാമത്തത് യൂസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ്. കെമിക്കൽ ഫെർട്ടിലൈസേഴ്സും പെസ്റ്റിസൈഡ്സും യൂസ് ചെയ്യാൻ തുടങ്ങി. അതായത് നല്ല വളങ്ങളും കീടനാശിനികളും നമ്മൾ എന്ത് ചെയ്തു, യൂസ് ചെയ്യാൻ തുടങ്ങി കൃഷി മെച്ചപ്പെടാൻ വേണ്ടിയിട്ട്. പിന്നെന്താണ്? യൂസസ് ഓഫ് മോഡേൺ ടെക്നോളജീസ് ലൈക്ക് ട്രാക്ടേഴ്സ്, പമ്പ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്ത് സെറ്റ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, ട്രാക്ടേഴ്സും പമ്പുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. പിന്നെന്താണ്? ഇറിഗേഷൻ ഫെസിലിറ്റീസ്, ജലസേചനം. പല കൃഷികളും പരാജയപ്പെട്ടു പോകുന്നതിന് പ്രധാനപ്പെട്ട കാരണം എന്താ? കൃത്യമായിട്ടുള്ള ജലസേചന സൗകര്യം ഇല്ലാത്തതാണ്. അപ്പോൾ കൃഷി മേഖല മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് വെള്ളം എത്തിക്കണം, വിച്ച് ഈസ് കോൾഡ് ഇറിഗേഷൻ ഫെസിലിറ്റീസ്. കായലുകളിൽ നിന്നും, കനാലുകളിൽ നിന്നും, തോടുകളിൽ നിന്നും, പുഴകളിൽ നിന്നും, കയങ്ങളിൽ നിന്നും, കടലിൽ നിന്നും ഒക്കെ എന്ത് വെള്ളം ഇവിടെ എത്തിക്കുക, കൃഷിഭൂമിയിൽ എത്തിക്കുക, വിച്ച് ഈസ് കോൾഡ് ഇറിഗേഷൻ ഫെസിലിറ്റീസ്. അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് ഫെസിലിറ്റീസ്, അഗ്രികൾച്ചറെ മാർക്കറ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ്. കർഷകർ ഉണ്ടാക്കുന്ന സാധനം മാർക്കറ്റിൽ എത്തിക്കുക, കർഷകർക്ക് ലാഭം ഉണ്ടാക്കുക. ഇതൊക്കെ ഗ്രീൻ റെവല്യൂഷൻ്റെ ഫീച്ചേഴ്സാണ്. പ്രൊവിഷൻ ഓഫ് ക്രെഡിറ്റ് അറ്റ് ലോവർ ഇൻട്രസ്റ്റ് റേറ്റ്. കുറഞ്ഞ പലിശ നിരക്കിന് എന്ത് ചെയ്യുക, ലോൺ കൊടുക്കുക. കുറഞ്ഞ പലിശ നിരക്കിന് കർഷകർക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് ബാങ്ക് വഴിയും അല്ലാത്ത വഴി എന്ത് ചെയ്യാം, ലോൺ കൊടുക്കുക കേട്ടോ. എടാ ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ട ആള് നോർമൻ ബോർലോഗ് ആണ് കേട്ടോ. ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ നോർമൻ ബോർലോഗ് ആണ്. ഫാദർ ഓഫ് ഇന്ത്യൻ ഗ്രീൻ റെവല്യൂഷൻ ആണ് ആര്? MS സ്വാമിനാഥൻ. ഫാദർ ഓഫ് ഇന്ത്യൻ ഗ്രീൻ റെവല്യൂഷൻ ആണ് ആര്? MS സ്വാമിനാഥൻ. ഓക്കെ, നോർമൻ ബോർലോഗ് ആണ് ശരിക്കും ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ. ഇന്ത്യയിൽ ആരാണത്? MS സ്വാമിനാഥനാണ് കേട്ടോ. MS സ്വാമിനാഥൻ. ഓക്കെ, അഡ്വാൻറ്റേജസ് ഓഫ് ഗ്രീൻ റെവല്യൂഷൻ ചോദിക്കാറുണ്ട്. അഡ്വാൻറ്റേജസ് ഓഫ് ഗ്രീൻ റെവല്യൂഷൻ, ഗ്രീൻ റെവല്യൂഷൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഇന്ത്യ ബിക്കം എ സെൽഫ് സഫിഷ്യൻറ്റ് ഇൻ ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷൻ. ഇന്ത്യ എന്തായി? ഫുഡ് പ്രൊഡക്ഷനിൽ ഫുഡ് അല്ലേ, അതിൽ നമ്മൾ എന്ത് ചെയ്ത് സെൽഫ് സഫിഷ്യൻ്റ് ആയി. നമ്മൾക്ക് വേണ്ട ഗോതമ്പ് അരി നമ്മൾ തന്നെ കൃഷി ചെയ്യാൻ തുടങ്ങിയടാ. നമുക്ക് വേണ്ട തന്നെ നമ്മൾ തന്നെ ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവനല്ലേ, നമ്മൾ എന്ത് ചെയ്ത്, നമ്മൾ തന്നെ എന്ത് ചെയ്ത് സെറ്റ് ചെയ്ത്. അടുത്തത് ഇൻക്രീസ്ഡ് മാർക്കറ്റ് സർപ്ലസ്. മാർക്കറ്റിലേക്ക്, അതായത് നമുക്ക് വേണ്ടത് നമ്മൾ കംപ്ലീറ്റ്ലി ഉണ്ടാക്കിയിട്ട് ബാക്കിയുള്ളതൊക്കെ എന്ത് ചെയ്ത് മാർക്കറ്റിൽ എത്തിക്കാനുള്ള ബെനിഫിറ്റ് കൂടെ നമുക്കുണ്ടായി. ഇതല്ലേ യാരല്ലേ ഗ്രീൻ റെവല്യൂഷൻ. റെഡ്യൂസ്ഡ് ദ ഇമ്പോർട്ട് ഓഫ് ഫുഡ് ഗ്രെയിൻസ്. നമ്മൾ അത്രയും കാലം പല രാജ്യത്തിൻ്റെ അടുത്ത് നിന്ന് എന്ത് ചെയ്ത് പലതും എന്ത് ചെയ്ത് ഇവിടേക്ക് ഇമ്പോർട്ട് ചെയ്ത്, ഗോതമ്പ് അരിക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ട അവസ്ഥ വന്നു. ഇനി അതൊന്നും ഇല്ല. കാരണം എന്താ, നമ്മളിനി ഒന്നും ഇമ്പോർട്ട് ചെയ്യേണ്ട. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടേതായിട്ടുള്ള എന്തുണ്ട്, വീറ്റും റൈസൊക്കെ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. റെഡ്യൂസ് ദ പ്രൈസ് ഓഫ് ഫുഡ് ഗ്രെയിൻസ്. കുറേ അരിയും ഗോതമ്പ് വന്നതോടുകൂടി സാധനങ്ങൾക്ക് എന്ത് ചെയ്ത് ഓക്കെ
എന്ത് ചെയ്ത് റെഡ്യൂസ് ചെയ്ത പ്രൈസ് ഓഫ് ഫുഡ് ഗ്രെയിൻസ്, അതായത് ഫുഡ് ഗ്രെയിൻസിൻ്റെ എന്താണ് പ്രൈസ് കുറഞ്ഞു. കാരണം എന്താ, കുറേ അരിയും ഗോതമ്പ് നാട്ടിലുണ്ടാകുമ്പോൾ ഈ സാധനത്തിന് വില കുറയില്ലേ, അബണ്ടൻ്റ് കമ്മോഡിറ്റി ആകുമ്പോൾ അതിന് വില കുറയും, സ്വാഭാവികം. ക്രിയേറ്റ് ബഫർ സ്റ്റോക്ക് ഓഫ് ഫുഡ് ഗ്രെയിൻസ്. പിന്നെ എന്താണ്, സ്റ്റാർട്ടഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, PDS സിസ്റ്റം തുടങ്ങി. റേഷൻ കട, എടാ അരിയും ഗോതമ്പൊക്കെ കെട്ടിക്കിടക്കുമ്പോൾ റേഷൻ കട വഴി ജനങ്ങൾക്ക് കൊടുക്കാനുള്ള പദ്ധതി തുടങ്ങി. അപ്പോൾ ഇത് ചോദിക്കുക, എന്താണ് അഡ്വാൻറ്റേജസ് ഓഫ് ഗ്രീൻ റെവല്യൂഷൻ? ആരേ സാറേ ഇതെന്ന്? ഒന്നുമില്ല, ജിഷാമിസാണ്. ഞാൻ നല്ല പത്തിരിയും നല്ല ചിക്കൻ കറി ബീഫൊക്കെ കൊണ്ടുവന്നിരുന്നു, എൻ്റെ ഫ്രണ്ട് കൊണ്ടുവന്നിരുന്നു. അപ്പം അവൾ കൊണ്ടുവന്നപ്പോൾ എന്ത് ചെയ്ത്, മിസ് അത് കഴിച്ചു എന്ന് പറഞ്ഞതാണ്, ഫുൾ തീർത്തു എന്ന് പറഞ്ഞതാണ്, വേറെ ഒന്നുമല്ല. ഓക്കെ. അടുത്തത് സബ്സിഡീസ്. എടാ അഗ്രികൾച്ചറൽ സബ്സിഡീസ് കേട്ടോ. ഓക്കെ, അഗ്രികൾച്ചറൽ സബ്സിഡീസ്. ഓക്കെ, നിങ്ങൾ നോക്കുക, സബ്സിഡീസ് എന്താ? സബ്സിഡീസ് എന്താ? എടാ സബ്സിഡി എന്ന് വെച്ചാൽ എന്താ? ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ടു ഫാമേഴ്സ്. നമ്മളിവിടെ പറയുന്നത് അഗ്രികൾച്ചർ സബ്സിഡീസ് ആണ്. ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ടു ഫാമേഴ്സ്, ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ടു ഫാമേഴ്സ്. ഫാമേഴ്സിന് കൊടുക്കുന്ന ഫിനാൻഷ്യൽ ബെനിഫിറ്റിയാണ് നമ്മൾ എന്ത് പറയുക? സബ്സിഡി എന്ന് പറയാം. നിങ്ങൾ നോക്കുക, അഗ്രികൾച്ചർ സബ്സിഡീസ് മീൻസ് ദ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡഡ് ബൈ ഗവൺമെൻറ് ടു ഫാമേഴ്സ്. ഗവൺമെൻറ് ആർക്ക് കൊടുക്കുകയാണ്? ഫാമേഴ്സിന് എന്ത് ചെയ്യുകയാണ്? ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുക. എടാ കൃഷി എല്ലാ കാലവും നടക്കണം, കൃഷി എല്ലാ കാലവും ഇന്ത്യയിൽ നിലനിൽക്കണം, വേണ്ടേ? കൃഷി മെച്ചപ്പെടണം. നമുക്കറിയാം ഇന്ത്യയിൽ ഏറ്റവും നഷ്ടകരമായ ബിസിനസ് എന്ന് പറയുന്നത് കൃഷിയാണ്. അപ്പം പല ആൾക്കാരും എന്ത് കൃഷി ജോലി ഒഴിവാക്കിയിട്ട്, കൃഷിപ്പണി ചെയ്യുന്ന ഒഴിവാക്കിയിട്ട് വേറെ എന്ത് ജോലിക്ക് പോവുക? അത് വലിയൊരു പ്രശ്നമല്ലേ? ആൾക്കാർക്ക് ലാഭം കിട്ടുന്നില്ല, ഗവൺമെൻറ് അടുത്ത് നിന്ന് ഒന്നും കിട്ടുന്നില്ല. ഇങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോൾ എന്താണ്? കൃഷി മെച്ചപ്പെടൂല, കൃഷി ഇവിടെ വളരൂല. അപ്പോൾ ഗവൺമെൻറ് ഒരു കാര്യം തീരുമാനിച്ച് സബ്സിഡി കൊടുക്കാം, കൃഷിയെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട്, കൃഷിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് കൊടുക്കുന്ന ഫിനാൻഷ്യൽ അസിസ്റ്റൻസിനാണ് നമ്മൾ എന്ത് പറയുക? അഗ്രികൾച്ചറൽ സബ്സിഡീസ് എന്ന് പറയാം കേട്ടോ. എന്നാൽ പോലും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആർഗ്യുമെൻ്റ് ഉണ്ട്, ഡിസ്കറേജ് ചെയ്യുന്ന ആർഗ്യുമെൻ്റ് ഉണ്ട്. ആർഗ്യുമെൻറ്റ് ഫോർ ആൻഡ് അഗെയിൻസ്റ്റ് സബ്സിഡീസ്. ചില ആൾക്കാർ പറയുന്നത് എന്തായാലും സബ്സിഡി കൊടുക്കണം, ചില ആൾക്കാർ പറയും സബ്സിഡി ഒന്നും കൊടുക്കണ്ട. അപ്പോൾ എക്സാമിന് ചോദിക്കുന്ന ചോദ്യം ഇതായിരിക്കും, വാട്ട് ആർ ദ ആർഗ്യുമെൻറ്റ്സ് ഫോർ ആൻഡ് അഗെയിൻസ്റ്റ് സബ്സിഡീസ്? സബ്സിഡി കൊടുക്കണോ കൊടുക്കണ്ടേ എന്ന് പറയുന്ന ആർഗ്യുമെൻറ്റ്സ് ഇതാണ്. ഫസ്റ്റ് നോക്കുക, സപ്പോർട്ടിങ് ആർഗ്യുമെൻറ്റ്സ്. സപ്പോർട്ടിങ് ആർഗ്യുമെൻറ്റ്സ്, അതായത് കൃഷിക്ക് അഗ്രികൾച്ചർ സബ്സിഡി കൊടുക്കണം എന്ന് പറയുന്നതിൻ്റെ പോയിന്റ്സ് നോക്കാം. സബ്സിഡീസ് അട്രാക്റ്റഡ് മോർ പീപ്പിൾ ടു അഗ്രികൾച്ചർ. അല്ലേ, കൃഷി ചെയ്യുന്നവർക്ക് എന്താണ് കുറേ ഫിനാൻഷ്യൽ ബെനിഫിറ്റ് കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ആൾക്കാർ എന്ത് ചെയ്യും? കൃഷി ചെയ്യാൻ വരും. അടുത്ത പോയിന്റ്, സബ്സിഡീസ് എൻകറേജ് ഫാമേഴ്സ് ടു ബൈ ആൻഡ് ടെസ്റ്റ് ന്യൂ ടെക്നോളജി. കർഷകർക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഫിനാൻഷ്യൽ സപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യും? കുറേ ആൾക്കാർ എന്ത് ചെയ്യും? പുതിയ ടെക്നോളജീസ് ഒക്കെ കൃഷിയിൽ അഡോപ്റ്റ് ചെയ്ത് നോക്കും. ഇറ്റ് ഹെൽപ്സ് ടു ഇൻക്രീസ് അഗ്രികൾച്ചർ പ്രൊഡ്യൂസ്. കൃഷിയിൽ എന്ത് ചെയ്യും? ഒരുപാട് പ്രൊഡക്ഷൻ കൂടാൻ അത് ഹെൽപ്പ് ചെയ്യും. പൈസ കിട്ടിയിട്ടുണ്ടെങ്കിൽ കർഷകർ നല്ല വൃത്തിക്ക് കൂലി കൊടുക്കാൻ പറ്റും, പല സാധനങ്ങൾ വാങ്ങാൻ പറ്റും, സെറ്റ് ചെയ്യാൻ പറ്റും. ഇറ്റ് ഹെൽപ്സ് ടു ഓവർകം അൺഎക്സ്പെക്റ്റഡ് ലോസ് ഓഫ് ഫാമേഴ്സ്. പെട്ടെന്നൊരു വെള്ളപ്പൊക്കമോ അല്ലെങ്കിൽ പേമാരിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആ ലോസ് മറികടക്കാൻ ഗവൺമെൻറ്റിൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്ന സബ്സിഡി കൊണ്ട് കർഷകർക്ക് പറ്റും. അതോടുകൂടി കൃഷി നിലനിൽക്കും. കൃഷി നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. അടുത്തത്, സബ്സിഡീസ് ആർ ഹെൽപ്ഫുൾ ടു റെഡ്യൂസ് ഡിസ്പാരിറ്റി ബിറ്റ്വീൻ റിച്ച് ആൻഡ് പുവർ ഫാമേഴ്സ്. കർഷകർ തന്നെ പൈസ ഉള്ള കർഷകരുണ്ട്, പൈസ ഇല്ലാത്ത കർഷകരുണ്ട്. അപ്പോൾ ഗവൺമെൻറ് പാവപ്പെട്ട കർഷകർക്ക് സപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? റിച്ചും പൂറും തമ്മിലുള്ള, റിച്ച് ആയിട്ടും പൂർ ആയിട്ടുള്ള ഫാമേഴ്സ് തമ്മിലുള്ള ഡിസ്പാരിറ്റീസ് എന്ത് ചെയ്യാൻ പറ്റും? കുറയ്ക്കാൻ പറ്റും, റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓരോന്നും പഠിച്ചു വെക്കണേ. സപ്പോർട്ട് ആർഗ്യുമെൻറ്റ്സ് ഏതാണ്? സപ്പോർട്ടിങ് ആർഗ്യുമെൻറ്റ്സ്. അടുത്തെന്താണ്? ആർഗ്യുമെൻറ്റ്സ് എഗെയിൻസ്റ്റ്. സബ്സിഡി ഒന്നും കൊടുക്കണ്ട. എന്തിനാണ് സബ്സിഡി? എന്തിനാണ് സബ്സിഡി? ഫുൾ പോയിന്റ്സ് പഠിക്കണോ? എടാ അതിലൊരു 3 പോയിന്റെങ്കിലും പഠിച്ചു വെക്കാം കേട്ടോ. ഓരോന്നിലും 3 പോയിന്റെങ്കിലും പഠിച്ചു വെക്കാം. 3 പോയിന്റ്സ് എങ്കിലും പഠിച്ചു വെക്കാം കേട്ടോ. ഓക്കെ, ഇറ്റ് ബെനിഫിറ്റ്സ് ടു സബ്സിഡീസ് ഹാർഡ് ലാർജ് ഗോൺ ടു റിച്ച് ഫാമേഴ്സ്. എടാ ഈ സബ്സിഡി മൊത്തം പൈസ ഉള്ള ഫാമേഴ്സിനാണ് പോകുന്നത്. കാരണം എന്താണ്? യഥാർത്ഥ കർഷകർ, പാവപ്പെട്ട കർഷകർ ഇപ്പം എഡ്യൂക്കേഷനോ വിദ്യാഭ്യാസമോ ഒന്നും ഉണ്ടാവില്ല, ഇതിനെപ്പറ്റി ഒന്നും അവയർനെസ് ഉണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ അറിയുന്ന ചില ഫാമേഴ്സ് എന്ത് ചെയ്യും? ഇതിൻ്റെ ബെനിഫിറ്റുകൾ മൊത്തം അടിച്ചെടുക്കുന്നു എന്നാണ് ഈ പറയുന്നത്. അതുകൊണ്ടൊന്നും സബ്സിഡി കൊടുക്കണ്ട. ദ മേജർ പാർട്ട് ഓഫ് ഫെർട്ടിലൈസർ സബ്സിഡി ഗോസ് ടു ദ ഫെർട്ടിലൈസർ ഇൻഡസ്ട്രി. ഈ ഫെർട്ടിലൈസർ സബ്സിഡിയുടെ ബെനിഫിറ്റ് മൊത്തം ആർക്കാണ് പോകുന്നത്? ഇത് ഫെർട്ടിലൈസർ കമ്പനീസിനാണ് പോകുന്നതെന്നാണ് പറയുന്നത്. വൺസ് ദ ടെക്നോളജി അഡോപ്റ്റഡ് സബ്സിഡി നീഡ് നോട്ട് ബി ഗിവൺ. ഒരിക്കലും ഒരു ടെക്നോളജി കൊണ്ടുവന്ന് ഇനി എന്തിനാടാ നമ്മൾ സബ്സിഡി വീണ്ടും കൊടുക്കുന്നതെന്ന് ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ഇറ്റ് ബെനിഫിറ്റ് ഡിഡ് ഗോ ടു ടാർഗറ്റ് ഗ്രൂപ്പിലേക്ക് എന്ത് ചെയ്യുന്നില്ല? അതിന് ബെനിഫിറ്റ് പോകുന്നില്ല. അത് ഗവൺമെൻറ്റിന് എന്താണ്? ഹ്യൂജ് ബേർഡൻ ഉണ്ടാക്കുന്നു. ഓക്കെ, എടാ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. എടാ നിങ്ങൾ ഈ പറഞ്ഞ സാധനം ഇതൊക്കെ ഇമ്പോർട്ടൻ്റാണ് വെച്ചാൽ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് തന്നെ, ഒരു സംശയമില്ല കേട്ടോ, ഒരു സംശയമില്ല. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ പറയുന്നത്. ചാപ്റ്റർ ത്രൂ കംപ്ലീറ്റാണ് പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ചൊവ്വാഴ്ച എന്ത് ചെയ്യുന്നുണ്ട്? നിങ്ങളിതൊക്കെ പഠിച്ചു വരാം. നമ്മൾ എന്ത് ചെയ്യും? ക്വസ്റ്റ്യൻ ആൻസേഴ്സ് അന്നും ചെയ്യുന്നുണ്ട്. ഓക്കെ, സെറ്റല്ലേ? ഈ പോയിന്റ്സ് പഠിച്ചു വെക്കണേ.
ക്വസ്റ്റ്യൻ ഇങ്ങനെയൊക്കെ വരാം. വാട്ട് ആർ ദ മേജർ ആർഗ്യുമെൻറ്റ്സ് ഫോർ ആൻഡ് അഗെയിൻസ്റ്റ് സബ്സിഡീസ്? ഫോർ ആൻഡ് അഗെയിൻസ്റ്റ് സബ്സിഡീസ് ആർഗ്യുമെൻറ്റ് ഏതൊക്കെയാണെന്നുള്ളത് ചോദ്യം വരും. ഓക്കെ, നോക്കാം. ഇൻഡസ്ട്രി ആൻഡ് ട്രേഡ്. ഈ പറയുന്ന കാലഘട്ടങ്ങളിൽ ഇൻഡസ്ട്രിയും ട്രേഡും എങ്ങനെയായിരുന്നു? അതായത് 1950 മുതൽ 1990 വരെ. 91 നമുക്ക് വേറെ ചാപ്റ്റർ തന്നെ പഠിക്കാറുണ്ട് കേട്ടോ. 91 വേറെ തന്നെ, അത് വലിയൊരു സംഭവമാണ്. ഓക്കെ, അപ്പോൾ ഇത് നോക്കുക. ഇൻഡസ്ട്രീരിയൽ പോളിസി റെസൊല്യൂഷൻ, IPR. അപ്പോൾ ആ ഇയർ പഠിച്ചു വെച്ചോ. ഇൻഡസ്ട്രീരിയൽ പോളിസി റെസൊല്യൂഷൻ കൊണ്ടുവന്ന വർഷം എന്നാണ്? 1956 കൊണ്ടുവന്നത് കേട്ടോ. അത് സെക്കൻഡ് 5 ഇയർ പ്ലാനാണ് IPR കൊണ്ടുവന്നിട്ടുള്ളത്. The IPR was adopted with a goal that the state should have more control over industries in the economy. അതായത് ഗവൺമെൻറ് ആണ് നമ്മുടെ രാജ്യത്തുള്ള ഇൻഡസ്ട്രീസിനെ മൊത്തം കൺട്രോൾ ചെയ്യുന്നത്. നമ്മുടെ രാജ്യത്തുള്ള ഇൻഡസ്ട്രീസിനെ കൺട്രോൾ ചെയ്യുന്ന ആരാണ്? അത് ഗവൺമെൻറ് ആണ് കൺട്രോൾ ചെയ്യുന്നത്. The IPR 1956 classified industries into 3 categories. 3 കാറ്റഗറീസ് ആയിട്ട് നമ്മുടെ രാജ്യത്തെ എക്കോണമി ആര് തരംതിരിക്കുന്നുണ്ട്? ഗവൺമെൻറ് തരംതിരിക്കുന്നുണ്ട്. അക്കോർഡിംഗ് ടു IPR, ഇൻഡസ്ട്രീരിയൽ പോളിസി റെസൊല്യൂഷൻ. ഇൻഡസ്ട്രിയൽ മേഖലയിലുള്ള ഒരു വലിയ ചേഞ്ചിന് വേണ്ടിയിട്ടാണ് IPR എന്ന് പറഞ്ഞ സാധനം കൊണ്ടുവന്നിട്ടുള്ളത്. നോക്കുക, ഇൻഡസ്ട്രീരിയൽ എക്സ്ക്ലൂസീവ്ലി ഓൺഡ് ബൈ സ്റ്റേറ്റ്. കംപ്ലീറ്റ്ലി ഗവൺമെൻറ് ഓണർഷിപ്പുള്ള സ്റ്റേറ്റ്. കംപ്ലീറ്റ്ലി ഇൻഡസ്ട്രീസ് ആര് ഓൺ ചെയ്യുന്നു? ഗവൺമെൻറ് ഓൺ ചെയ്യുന്നു. ഇൻഡസ്ട്രീസ് വിച്ച് പ്രൈവറ്റ് സെക്ടർ ക്യാൻ കോ എക്സിസ്റ്റ് വിത്ത് പബ്ലിക്. പ്രൈവറ്റും പബ്ലിക്കും എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇൻഡസ്ട്രി വേർ കംപ്ലീറ്റ്ലി ലെഫ്റ്റ് ടു പ്രൈവറ്റ് സെക്ടർ. ഇങ്ങനെ 3 രീതിയിൽ: ഗവൺമെൻറ് ഓണർഷിപ്പ്, പ്രൈവറ്റ് ഓണർഷിപ്പ്, ഗവൺമെൻറ് പബ്ലിക്കും കൂടെ ഓണർഷിപ്പ് ഉള്ളത്. ഓക്കെ, ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടുള്ള 3 ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രികളാണ് എക്കോണമിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. ബട്ട് മോസ്റ്റ് ഓഫ് ദി ഇൻഡസ്ട്രീസും കൈകാര്യം ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ഗവൺമെൻറ് ആണ്. ഗവൺമെൻറ് ആണ്. ഓക്കെ, അത് തന്നെ പറയുന്ന മറ്റൊരു ഇൻഡസ്ട്രിയാണ് എന്ത്? സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി. ഇവിടെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയുടെ കമ്മിറ്റി പഠിച്ചു വെച്ചാൽ എന്താണ്? കാർവേ കമ്മിറ്റി. ഏത് ഇയറിലാണ്? 1955 കേട്ടോ. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി 1955, IPR 56 കേട്ടോ. എടാ, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി എന്നാണ്? 1955. IPR എന്നാണ്? IPR എന്നാണ്? IPR 1956. ഇയർ മാറരുത്. മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്. നോക്കാം. എടാ, ചെറുകിട വ്യവസായങ്ങളെ സംരക്ഷിക്കണം. ചെറുകിട വ്യവസായങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? എടാ, ഇതന്നെയാണ് ഷോർട്ട് നോട്ട്. ഇതിലും ഷോർട്ട് നോട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത്? എടാ, ഇതൊക്കെ മെയിൻ പോയിന്റ്സ് തന്നെ. ഷോർട്ട് നോട്ട് അതൊക്കെ. ഇതിൽ പോയിന്റ്സ് ഡീകോഡ് ചെയ്ത് നിങ്ങൾ പഠിക്കാം. മനസ്സിലായില്ലേ? അതായത് in 1955 വില്ലേജ് ആൻഡ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി കമ്മിറ്റി, ഓൾസോ കോൾഡ് കാർവേ കമ്മിറ്റി, നോട്ടഡ് പോസിബിലിറ്റി യൂസിങ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി ഫോർ പ്രൊമോട്ടിംഗ് റൂറൽ ഡെവലപ്മെന്റ്. ഈ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് എന്തിനു വേണ്ടിയിട്ടാണ് നിലനിൽക്കുന്നത്? റൂറൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ്, ഗ്രാമവികസനത്തിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് നിലനിൽക്കുന്നത്. ഈ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഡിഫൈൻ വിത്ത് റെഫറൻസ് ടു ദ മാക്സിമം ഇൻവെസ്റ്റ്മെന്റ്. ഒരു ഇൻഡസ്ട്രി സ്മോൾ സ്കെയിൽ ആണെന്ന് പറയും. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഇൻവെസ്റ്റ്മെന്റിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുക കേട്ടോ. ഓക്കെ, അറ്റ് പ്രസന്റ് മാക്സിമം എന്താണ്? 1 കോടി വരെ ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്ഥാപനങ്ങളെ നമ്മൾ എന്ത് പറയും? സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി എന്ന് പറയും. ഈ കാലഘട്ടത്തിൽ അറ്റ് പ്രസന്റ് 1 കോടി വരെ ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്ഥാപനങ്ങളെ നമ്മൾ എന്ത് പറയും? സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി എന്ന് പറയും കേട്ടോ. ഓക്കെ, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ആർ മോർ ലേബർ ഇൻറ്റൻസീവ്. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ നമ്മുടെ നല്ല പപ്പടം യൂണിറ്റ്, അച്ചാർ യൂണിറ്റ്, അച്ചപ്പം യൂണിറ്റ്, നുറുക്ക് യൂണിറ്റ്, ഇങ്ങനത്തെ ഒക്കെ മറ്റേ ബേക്കറി ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ. ഇവിടെ കൂടുതൽ ആൾക്കാർ ജോലി എടുക്കില്ലേ? ഇവിടെ ഒരുപാട് ആൾക്കാർ ജോലി എടുക്കുന്നുണ്ട്. ഇവിടെ ലേബർ ഇൻറ്റൻസീവ് ആണ്. കൂടുതൽ തൊഴിലാളികൾക്കാണ് അവിടെ ഇമ്പോർട്ടൻസ്. ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്യും? ഇങ്ങനത്തെ കുടിൽ വ്യവസായം, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി ആൾക്കാർ ജോലി എടുക്കുമെന്ന് മനസ്സിലാക്കാം. therefore generate more employment. ഇപ്പോൾ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. യെസ് MSME അതെ. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി നോർമലി കനോട്ട് കോമ്പീറ്റ് വിത്ത് ബിഗ് ഇൻഡസ്ട്രീസ് ഫേം. ദെയർഫോർ പ്രൊഡക്ഷൻ ഓഫ് നമ്പർ ഓഫ് പ്രൊഡക്ട്സ് വാസ് റിസർവ് ഫോർ ദ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്. അപ്പോൾ ഗവൺമെൻറ് ഒരു കാര്യം തീരുമാനിച്ചത് എന്താണ്? സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയെ നമ്മൾ എന്ത് ചെയ്യണം? പ്രൊട്ടക്ട് ചെയ്യണം. നാട്ടിലുള്ള ചെറുകിട വ്യവസായങ്ങളെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. കാരണം വലിയ കമ്പനിയുമായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? ചിലർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റൂല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ പ്രൊട്ടക്ട് ചെയ്യണം. ഇതൊക്കെ ഗവൺമെൻറ്റിൻ്റെ പോളിസി ആയിരുന്നു കേട്ടോ. ഇപ്പോൾ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി കമ്മിറ്റി ഈസ് ഓൾവേസ് നോൺ ആസ് കാർവേ കമ്മിറ്റി. 1955 റൂറൽ ഡെവലപ്മെൻറ്റ്, മാക്സിമം 1 crore ആണ് ഇൻവെസ്റ്റ്മെൻറ്റ്, ലേബർ ഇൻറ്റൻസീവ് ആണ്, ഗവൺമെൻറ് പ്രൊട്ടക്റ്റ് ആൻഡ് പ്രൊമോഷൻ ഫോർ ദ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി. ഇതൊക്കെയാണ് മെയിൻ പോയിന്റ്സ് കേട്ടോ. ഈ മെയിൻ പോയിന്റ്സ് എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കാം കേട്ടോ. അടുത്തത് അഡ്വാൻറ്റേജസ് ഓഫ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്.
ലെസ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്, കുറച്ച് ക്യാപിറ്റൽ മതി. നിങ്ങൾക്കൊരു അച്ചപ്പം നുറുക്ക് യൂണിറ്റ് പപ്പടം യൂണിറ്റ് തുടങ്ങണമെങ്കിൽ കുറഞ്ഞ ക്യാപിറ്റൽ മതി. മോർ എംപ്ലോയ്മെൻറ്റ്, ഒരുപാട് പേർക്ക് ജോലി എടുക്കാൻ പറ്റും. ആ നാട്ടും പുറത്ത്, ആ നാട്ടും പ്രദേശത്തുള്ള ഒരുപാട് പേർക്ക് അതിൽ ജോലി ചെയ്യാൻ പറ്റും. ലെസ് പൊല്യൂഷൻ, എക്കോ ഫ്രണ്ട്ലി ആണ്. ലോക്കൽ റിസർവ് ക്യാൻ ബി യൂസ്ഡ്, ഹെൽപ്പ് ഫോർ റൂറൽ ഡെവലപ്മെൻറ്റ്. ഈ പോയിന്റ്സും കൂടെ പഠിച്ചു വെക്കുക. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി ആണ് ചോദിക്കുന്നെങ്കിൽ എന്ത് ചെയ്യാം, ഈ പോയിന്റ്സ് ബെനിഫിറ്റ്, കാരണം പോയിന്റ് ഡീകോഡ് ചെയ്ത് എഴുതി വെച്ചേക്കുക. ഈ പോയിന്റ് കൃത്യമായിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾ പഠിച്ചു വെക്കുക. അവിടെ ഒരു മിനിറ്റ് മക്കളെ, ഒറ്റ മിനിറ്റ്. ഓക്കെ ഈ 5 മതി. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി അഡ്വാൻറ്റേജസ് ഈ 5 മതി കേട്ടോ. ഓക്കെ, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയുടെ അഡ്വാൻറ്റേജസ് ഈ 5 മതി കേട്ടോ. ഈ 5 കൃത്യമായിട്ട് പഠിച്ചു വെക്കുക, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയുടെ ഇത്. ഇനി ഡിസഡ്വാൻറ്റേജസ്, ഇതിന് ആവശ്യമില്ല. ഇൻക്രീസ് ദ ഫിനാൻഷ്യൽ ബേർഡൻ ടു ഗവൺമെൻറ്. ചെറുകിട വ്യവസായത്തിന് എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് ഗവൺമെൻറ്റിന് എന്താണ് എപ്പോൾ ഒരു ബേർഡൻ ആണ്. ഹൈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ചില സമയത്ത് എന്ത് ചെയ്യും, ചില സാധനങ്ങൾ ഉണ്ടാക്കാൻ നമ്മൾ ചിലപ്പോൾ സാധാ വലിയൊരു കമ്പനിയുടെ അച്ചാറിന്, ഹാപ്പിയുടെ അച്ചാറിന് ചിലപ്പം 25-30 ഉറുപ്പ്യ ഉള്ളെങ്കിൽ നാട്ടിൻപുറത്ത് അച്ചാറിന് ചിലപ്പോൾ 50 ഉറുപ്പ്യ ഉണ്ടാവും ഇല്ലേ, നിങ്ങൾ കാണില്ലേ അത്. കാരണം എന്താ, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടുന്നതുകൊണ്ടാണ്. അഡ്വേഴ്സ്ലി അഫക്റ്റഡ് ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ്, ചെറുകിട വ്യവസായ സ്ഥാനങ്ങൾ ആൾക്കാർ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ. ഇപ്പോൾ പിയേഴ്സ് സോപ്പ്, പിയേഴ്സ് വലിയ കമ്പനിയാണ്, പക്ഷെ പിയേഴ്സിന് അതേ സാധനം നാട്ടിൻപുറത്ത് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആൾക്കാർ നാട്ടിൻപുറത്ത് ഉണ്ടാക്കുന്ന ഈ സാധനം ആൾക്കാർ എന്ത് ചെയ്യും, വാങ്ങിക്കും. പിയേഴ്സ് കമ്പനിക്ക് ഇതൊക്കെ ഒരു അടിയാണ്. ലാക്ക് ഓഫ് പ്രോപ്പർ മാർക്കറ്റ്, അതായത് എന്താണ്, നിങ്ങൾ ആലോചിച്ച് നോക്കുക. ബൂസ്റ്റ് ഒരുപാട് മാർക്കറ്റ് ചെയ്ത സാധനമാണ്. ബൂസ്റ്റ് പോലെ കുടിക്കുന്ന ഒരു ഡ്രിങ്ക് നാട്ടിൻപുറത്തുള്ളൊരു കമ്പനി ഉണ്ടാക്കി. എന്താണ്, ആയിഷ ഡ്രിങ്കിങ്. ഓക്കെ, ദ ബൂസ്റ്റ് ദ സീക്രട്ട് മൈ എനർജി എന്ന് പറഞ്ഞാലേ, നിങ്ങൾ കുടിക്കുമോ? ഇല്ല. അത് മാർക്കറ്റ് ചെയ്യണതിനൊക്കെ ഒരു പരിധിയുണ്ട്, ആൾക്കാരത് കുടിക്കൊന്നുമില്ല. ഓക്കെ, ലാക്ക് ഓഫ് ക്രെഡിറ്റ് ഫെസിലിറ്റീസ്. ചെറുകിട വ്യവസായിക്കാണെങ്കിൽ ചില ആൾക്കാർക്ക് ലോൺ എടുക്കാൻ താല്പര്യം ഉണ്ടാവില്ല. ആകെ പൂട്ടിപ്പോവും എന്നുള്ള മട്ടിലായതുകൊണ്ട് ചില ആൾക്കാർ എന്ത് ചെയ്യില്ല, ലോൺ കൊടുക്കില്ല. ഓക്കെ, അടുത്തത് ട്രേഡ് പോളിസി. നമ്മൾ ട്രേഡ് പോളിസി എന്താ, സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം 1950 മുതൽ 90 വരെയുള്ള കാലഘട്ടങ്ങളിൽ നമ്മുടെ ട്രേഡ് പോളിസി എന്താണ്, നമ്മുടെ വ്യാപാര നയം എന്താണെന്ന് നമുക്ക് നോക്കാം. അവർ ട്രേഡ് പോളിസീസ് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ പോളിസി എന്താണ്, ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ. എടാ, വേറെ രാജ്യത്ത് നിന്ന് ഇവിടേക്ക് സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിന് നമ്മൾ സപ്പോർട്ട് ചെയ്യൂല. നമ്മൾ എന്ത് ചെയ്യില്ല, ഇമ്പോർട്ട് ചെയ്യില്ല, നമ്മൾ എക്സ്പോർട്ടേ ചെയ്യുന്നുള്ളൂ. നമ്മളെന്താണ്, വേറൊരു രാജ്യത്തുള്ള സാധനങ്ങൾ ഇവിടെ കൊണ്ടുവരാൻ സമ്മതിക്കൂല. അങ്ങനത്തെ ഒരു പോളിസി ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇറ്റ് മീൻസ് റീപ്ലേസ് ഇമ്പോർട്ട്സ് വിത്ത് ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ. അതായത് നമുക്ക് നമ്മുടെ നാട്ടിലുള്ള സാധനങ്ങൾ മതി, നമ്മുടെ നാട്ടിലുള്ള വാഹനങ്ങൾ, ബൈക്കുകൾ, കാറുകൾ, അല്ലെങ്കിൽ ഡ്രിങ്ക്സുകൾ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള പെന്നുകൾ, പെൻസിലുകളൊക്കെ ഇന്ത്യൻ നിർമ്മിതം മതി, വിദേശത്തുള്ളത് വേണ്ട. വിച്ച് ഈസ് കോൾഡ് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ വ്യാപാര നയം അങ്ങനെയായിരുന്നു. എന്താണ്, നമ്മുടെ ട്രേഡ് പോളിസി അങ്ങനെ, ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, ത്രൂ ദിസ് പോളിസി ഗവൺമെൻറ് പ്രൊട്ടക്റ്റഡ് ഇൻഡസ്ട്രീസ് ഇൻ 2 ways. ഗവൺമെൻറ് എന്താണ്, പ്രൊട്ടക്റ്റീവ് നയം. എന്താണ്, പ്രൊട്ടക്ഷൻ പോളിസി കേട്ടോ. പ്രൊട്ടക്ഷൻ പോളിസി എന്നും കൂടെ എഴുതി വെക്കണേ. പ്രൊട്ടക്ഷൻ പോളിസി ആരെ പ്രൊട്ടക്ട് ചെയ്യാം, ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസിനെ എന്ത് ചെയ്യുക, പ്രൊട്ടക്ട് ചെയ്യുക. പ്രൊട്ടക്ഷൻ പോളിസിയാണ് കൊണ്ടുവന്നത്. താരിഫ് വെച്ചാൽ എന്താ, ടാക്സ് എന്ന് വെച്ചാൽ എന്താ, ഇപ്പം UK വേണ്ട, ചൈനയിൽ നിന്നൊരു സാധനം ഇവിടേക്ക് ഇമ്പോർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുക. എടാ, ചൈനയിൽ നിന്നൊരു സാധനം ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇമ്പോർട്ട് താരിഫ് കൂട്ടും, അതായത് ടാക്സ് കൂട്ടും. അപ്പോൾ ആ രാജ്യത്തുള്ള ആൾക്കാർ ഇവിടെ എന്ത് ചെയ്യില്ല, സാധനം ഇറക്കൂല. കാരണം അവരിവിടെ ഇറക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ ഉള്ള ഒരാൾ അവിടുന്ന് സാധനം ഇങ്ങോട്ട് ഇറക്കണമെങ്കിൽ, ഇങ്ങോട്ട് സാധനം ഇറക്കണമെങ്കിൽ കുറേ താരിഫ് കൊടുക്കണം, ടാക്സ് കൊടുക്കണം. അത് നഷ്ടമാണ്. ഹൈ താരിഫ് ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, വിദേശത്തുള്ള സാധനം ഇവിടെ എന്ത് ചെയ്യില്ല, ഇറക്കുമതി ചെയ്യൂല. കാരണം നഷ്ടമാണ്. അത് ഇവിടെ ഇറക്കുന്ന ആൾക്കാർക്ക് എന്താണ്, എൻ്റെ അറിയ നഷ്ടമാണ്. കാരണം ഇത് എന്തിനു വേണ്ടിയിട്ടാണ്, ഇപ്പം നിങ്ങൾ ആലോചിക്കുക, ഇന്ത്യൻ പാൽപ്പൊടി ഉണ്ട്, മീൻസ് അത് മിൽക്ക് പൗഡർ, അതുപോലെ തന്നെ നിഡോൻ്റെ മിൽക്ക് പൗഡർ. നിഡോയ്ക്ക് ഒന്ന് വിദേശ കമ്പനിയാണ്. അപ്പോൾ എന്താണ്, നമുക്ക് ഇന്ത്യൻ പാൽപ്പൊടി, ഇന്ത്യൻ മിൽക്ക് പൗഡർ മതി, നിഡോൻ്റെത് വേണ്ട. നിഡോൻ്റെ സാധനം ഇവിടെ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഹൈ താരിഫ് ഇട്ടാൽ നിഡോ കമ്പനി അല്ലെങ്കിൽ നിഡോൻ്റെ സാധനം ഇവിടെ ഇറക്കുന്ന ആൾക്കാർ ഇവിടെ ഇറക്കൂല. അത് നമ്മൾ ഇന്ത്യൻ സാധനം മാത്രം കഴിച്ചാൽ മതി, ഉപയോഗിച്ചാൽ മതി എന്നാണ് ഗവൺമെൻറ്റിൻ്റെ പോളിസി. അതിനാണ് നമ്മൾ എന്ത് വിളിക്കുക, ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുക. കോട്ട എന്ന് വെച്ചാൽ എന്താ, ക്വാണ്ടിറ്റേറ്റീവ് റെസ്ട്രിക്ഷൻ. നിഡോൻ്റെ സാധനം ഇവിടെ ഇമ്പോർട്ട് ചെയ്തോ, പക്ഷെ എന്താണ്, ഇത്ര കിൻഡലേ ഇറക്കാൻ പറ്റുള്ളൂ, അതിൽ കൂടുതൽ ആക്കാൻ പറ്റില്ല. ക്വാണ്ടിറ്റേറ്റീവ് റെസ്ട്രിക്ഷൻ, അളവിൽ എന്ത് ചെയ്യുക, ഒരു റെസ്ട്രിക്ഷൻ കൊണ്ടുവരാം. ഇത്ര അളവിൽ മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സാധനങ്ങൾ ഇവിടെ കൊണ്ടുവരാൻ പാടുള്ളൂ. ഇത്ര അളവിൽ നിങ്ങൾ ഇവിടെ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇറ്റ് ഈസ് കോൾഡ് കോട്ട. ഇപ്പോൾ ഇന്ത്യയുടെ ട്രേഡ് പോളിസി ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ, ഇറ്റ് ഈസ് ഇൻ 2 forms, താരിഫ് ആൻഡ് കോട്ട. താരിഫ് മീൻസ് ടാക്സ്. താരിഫ് മീൻസ് എന്താണ്, ടാക്സ് എന്ന് തന്നെ എഴുതി വെച്ചാൽ കുഴപ്പമില്ല. കോട്ട മീൻസ് എന്താണ്, ക്വാണ്ടിറ്റേറ്റീവ് റെസ്ട്രിക്ഷൻസ് കേട്ടോ. അപ്പോൾ ട്രേഡ് പോളിസിയാണ് നമ്മളിവിടെ പറഞ്ഞത്. അടുത്ത് നിങ്ങൾ നോക്കാം, ഇഫക്റ്റ് ഓഫ് പോളിസീസ് ഓൺ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ്. ബെനിഫിറ്റ്, അതായത് ഈ ഇൻഡസ്ട്രിയൽ പോളിസി കൊണ്ട് നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ടായി നമ്മൾ നോക്കുന്നത്. ദ ഇൻഡസ്ട്രിയൽ സെക്ടർ ഗ്രോ by 6% ഡ്യൂറിങ് 1950-1990. ഇത് ഈ ഇൻഡസ്ട്രിയൽ റിഫോംസ് വഴി അല്ലെങ്കിൽ
ഈ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് പോളിസികൾ വഴി നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ടായി? നമ്മുടെ ഇൻഡസ്ട്രിയൽ സെക്ടർ 6% ഗ്രോത്തിലേക്ക് വന്നു എന്ന് നമ്മൾ മനസ്സിലാക്കാം. അതുപോലെ എന്താണ്? ഇൻക്രീസ് ഇൻ ഷെയർ ഓഫ് കോൺട്രിബ്യൂഷൻ ടു GDP. ഇൻഡസ്ട്രിയൽ സെക്ടർ എന്ത് ചെയ്ത് ജി ഡി പിയിലേക്കുള്ള കോൺട്രിബ്യൂഷൻ എന്ത് ചെയ്ത് അത് കൂടി എന്ന് മനസ്സിലാക്കാം. GDP കോൺട്രിബ്യൂഷൻ കൂടി. ഗ്രോത്ത് ഓഫ് ഇൻഡിജീനിയസ് ഇൻഡസ്ട്രി, ഇന്ത്യയിലുള്ള കമ്പനികൾ എന്ത് ചെയ്ത് വളരാൻ തുടങ്ങി. India's industry sector become highly diversified with a wide range of industries. ഇന്ത്യയിലുള്ള ഇൻഡസ്ട്രിയൽ സെക്ടർ എന്ത് ചെയ്ത് വളരാൻ തുടങ്ങി, അടിപൊളിയായിട്ട് മുന്നോട്ട് വരാൻ തുടങ്ങി. മനസ്സിലാക്കുക. 1950 മുതൽ 90 വരെയുള്ള കാലഘട്ടം അടിപൊളിയായിട്ട് വളരാൻ തുടങ്ങി. ക്രിയേറ്റ് മെനി ഓൺട്രപ്രണേഴ്സ് വിത്ത് സ്മോൾ ക്യാപിറ്റൽ ഇൻവെസ്റ്റേഴ്സ്. ഇന്ത്യയിൽ ഒരുപാട് എന്ത് പേടിഎം ഒക്കെ പഠിത്തു വന്നാണ് പറയാം. ഇതുപോലെ എന്താണ് ബബ്ബ മൂവി കണ്ട് ഭയം ഭക്തി ബഹുമാനല്ലേ? ഞാൻ എന്നോ തിയേറ്ററിൽ പോയി കണ്ടതാ. ഓക്കെ, ഞാൻ ദില്ലി വാലയല്ല ഗില്ലി ബാല അല്ലേ, ഞാൻ കണ്ടതാ. സർവമായ എടാ ഞാൻ സിനിമ നന്നായിട്ട് ഇരുന്ന് കാണുന്ന ആളാട്ടോ. എല്ലാ സിനിമയും സ്പോട്ടിൽ പോയി കാണുന്ന ആൾ തന്നെയാണ്. ഓക്കെ, created many entrepreneurs with small capital investment, generated millions of job opportunities. അപ്പോൾ ഇന്ത്യയുടെ ഇൻഡസ്ട്രിയൽ പോളിസി കൊണ്ട് ഉണ്ടായിരുന്ന ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ് നമ്മൾ ഈ പറയുന്നത്? ഇന്ത്യയിൽ GDP കൂടി, ഗ്രോത്ത് വന്നു, എംപ്ലോയ്മെൻറ്റ് കൂടി, ഓൺട്രപ്രണേഴ്സ് സെറ്റ് ചെയ്ത് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്ത് മില്യൺസ് ഓഫ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് വന്നു. ഇങ്ങനെ പോസിറ്റീവ്ലി അപ്രോച്ച് ചെയ്ത് നമുക്ക് എന്ത് ചെയ്ത് ഒരുപാട് ബെനിഫിറ്റുകൾ വന്നിട്ടോ, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ബെനിഫിറ്റ് വന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അപ്പോൾ ആ ചാപ്റ്ററിൽ ആ കാര്യങ്ങളാട്ടോ പഠിക്കാനുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് പോവേർട്ടി എടുത്തിട്ട് എന്ത് ചെയ്യാം? ബാക്കി മറ്റേ ചാപ്റ്റർ എടുക്കാം കേട്ടോ. 3rd ചാപ്റ്റർ പോവേർട്ടി എന്ന് പറഞ്ഞ ചാപ്റ്റർ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? 3rd പിന്നെ ലാസ്റ്റ് ചാപ്റ്ററും ചെറിയ ചാപ്റ്റേഴ്സാണ്. ഇത് പെട്ടെന്ന് കഴിയും. പോവേർട്ടി എല്ലാവർക്കും അറിയാം. ഈ ചാപ്റ്ററിൽ ആവശ്യമുള്ളത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഓക്കെ, ഈ ചാപ്റ്ററിൽ ആവശ്യമുള്ളത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി കേട്ടോ. ആവശ്യമുള്ളത് മാത്രം പഠിക്കുക. പോവർട്ടി, ദാരിദ്ര്യം എന്താ എന്നുള്ളതാണ് കേട്ടോ ഈ ചാപ്റ്ററിൽ പറയുന്നത്. ഞാൻ ഇത്തിരി വെള്ളം കുടിക്കട്ടെ, ഒരു മിനിറ്റ്. കഴിച്ചോ സാർ? ഇത്തിരി വെള്ളം കുടിക്കട്ടെ. ബബ്ബ സൂപ്പർ അല്ലേ? ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, പോവർട്ടി, ദാരിദ്ര്യം എല്ലാവർക്കും അറിയാം. എന്താണ് ദാരിദ്ര്യം? എക്സാമ്പിൾ വയ്ക്കും, വാട്ട് യു മീൻ ബൈ പോവർട്ടി? സിമ്പിളായിട്ട്, സാർ നല്ലോണം ടയേർഡായി. സ്വാഭാവികമായിട്ട് ടയേർഡാവും. കാരണം എന്താ വെച്ചാൽ നോമ്പുണ്ട്, റംസാൻ നോമ്പുണ്ട്. ഇന്ന് 3 മണിക്ക് തുടങ്ങിയ ക്ലാസ്സാണ്. വൈകുന്നേരം ഈവനിങ് 3 മണി മുതൽ ഈ സമയം വരെ ഇനിയും ക്ലാസ് എടുക്കാനുണ്ട്. ഇന്നലെയും ക്ലാസ് ഉണ്ട്, ഇനി നാളെയും ക്ലാസ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. ടയേർഡാവും, സ്വാഭാവികമാണ് അത്. ഓക്കെ, സ്വാഭാവികമായിട്ട് ടയേർഡാവും, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, പോവർട്ടി എന്ന് വെച്ചാൽ എന്താ? പോവർട്ടി ഈസ് ഡിഫൈൻഡ് ആസ് ദ ഇനബിലിറ്റി ടു സെക്യൂർ ബേസിക് നെസസിറ്റീസ് ലൈക്ക് ഫുഡ്, ക്ലോത്ത്, ഷെൽട്ടർ എക്സെട്ര. വീടില്ലാത്ത, വസ്ത്രമില്ലാത്ത, പാർപ്പിടമില്ലാത്ത, ഭക്ഷണമില്ലാത്ത, ഒന്നുമില്ലാത്ത അവസ്ഥ, വിച്ച് ഈസ് കോൾഡ് പോവർട്ടി കേട്ടോ. ഓക്കെ, വിച്ച് ഈസ് കോൾഡ് പോവർട്ടി. വീടും ഇല്ല, ലാക്ക് ഓഫ് ബേസിക് നെസസിറ്റീസ്, ലാക്ക് ഓഫ് ബേസിക് നീഡ്സ് ഈസ് കോൾഡ് എന്താണ്? പോവർട്ടിയാണ്. ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അങ്ങനെ അറിയാം. ഹൂ ആർ ദ പുവർ? ആരാടാ പാവപ്പെട്ടവർ? ആരൊക്കെയാ പാവപ്പെട്ടവർ? പീപ്പിൾ ഹൂ ലീവ്സ് ഇൻ സ്ലംസ്. സ്ലമ്മുകളിൽ ജീവിക്കുന്ന ആൾക്കാർ, തെരുവുകളിൽ ജീവിക്കുന്ന ആൾക്കാർ, ചേരികളിൽ ജീവിക്കുന്ന ആൾക്കാർ, വിച്ച് ഈസ് കോൾഡ് എന്താണ്? പുവർ. പാവപ്പെട്ടവർ നമ്മൾ വിളിക്കും സ്ലമ്മുകളിൽ ജീവിക്കുന്ന ആൾക്കാർ. നിങ്ങൾ സ്ലം ഡോഗ് മില്യനെയർ എന്നൊരു സിനിമ കണ്ടിട്ടുണ്ടോ? എ റഹ്മാനൊക്കെ എന്ത് കിട്ടിയതാണ്? ഓസ്കാർ അവാർഡ് കിട്ടിയ ഒരു സിനിമയാണ്, മ്യൂസിക്കിനൊക്കെ അല്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ടോന്നറിയില്ല. സ്ലം ഡോഗ് മില്യനെയർ എന്നൊരു സിനിമ ഒക്കെ ഉണ്ട്. ഓക്കെ, സ്ട്രീറ്റ് വെൻഡേഴ്സ്, തെരുവ് കച്ചവടക്കാർ, തെരുവിൽ ഓരോ സാധനങ്ങൾ വിൽക്കുന്ന ആൾക്കാരുണ്ടാവും. തെരുവിൽ ഓരോ സാധനങ്ങൾ വിൽക്കുന്ന ആൾക്കാർ, ഇവരൊക്കെ പാവപ്പെട്ടവരായിട്ടാണ് നമ്മൾ കണക്കാക്കുക. സർവൻസ് എന്താണ്? ചെറിയ തൊഴിലാളികളായിട്ട്, അതായത് സർവൻറ്റുകൾ എന്താണ്? വീട്ടിൽ ഹെൽപ്പിങ്ങിനൊക്കെ നിൽക്കുന്ന ആൾക്കാർ, അടിച്ചു വാരാനോ ഇതിനൊക്കെ വേണ്ടി വരുന്ന ആൾക്കാർ. പിന്നെ എന്താണ്? ബഗേഴ്സ് അല്ലേ? ബഗേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? പിച്ചക്കാർ അല്ലേ? നിങ്ങൾ ജയൻ്റെ ഞാൻ ഇതിന് മുമ്പ് ലൈവിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. മലയാളത്തിലെ അനശ്വര നടനുണ്ട് ജയൻ എന്ന് പറഞ്ഞ ആളൊരു ഡയലോഗുണ്ട്, ഫേമസ് ഡയലോഗുണ്ട്, ബഗേഴ്സ് എന്ന് വെച്ചിട്ട്. മേ ബി വി ആർ കുലീസ്, വി ആർ ട്രോളി പുള്ളേഴ്സ്, ബട്ട് വി ആർ നോട്ട് ബഗേഴ്സ്. നിങ്ങൾ ആ ഡയലോഗ് കേട്ടണമെങ്കിൽ അറിയില്ല. ബഗേഴ്സ്. ഓക്കെ, പീപ്പിൾ ഹു ലീവ്സ് ഇൻ ഹട്ടുകളിൽ ജീവിക്കുന്ന ആൾക്കാർ. അതുപോലെ ലാൻഡ്ലെസ് ഫാമേഴ്സ്, ഭൂമി ഇല്ലാത്ത കർഷകർ. അപ്പോൾ ആരാണ് പോർന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത് എഴുതി വെക്കാം. പോവർട്ടി എന്താണെന്ന് ചോദിച്ചാൽ ഇത് എഴുതി വെക്കാം. നിങ്ങൾക്ക് അഡീഷണൽ പോയിന്റ് ആയിട്ട് എന്ത് ചെയ്യാം?
ഇത് എഴുതി വെക്കാം കേട്ടോ, ഇത് എഴുതി വെക്കാം, നോ പ്രോബ്ലം, ഇത് എഴുതി വെക്കാം. എന്താണ്? സ്ട്രീറ്റ് വെൻഡേഴ്സ്, സർവൻസ്, ബഗ്ഗേഴ്സ്, പീപ്പിൾ ഹു ലിവ്സ് ഇൻ ഹട്ട്, ഇതൊക്കെ എളുപ്പമുള്ള സാധനങ്ങളാണ്. ഇനി ഫീച്ചേഴ്സ് ഓഫ് പോവർട്ടി ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ പോവർട്ടിയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഇന്ത്യയിലെ പോവർട്ടിയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. എന്താണ് ഇന്ത്യയിലുള്ള പോവർട്ടി? കാരണം ഇന്ത്യയിൽ ഒരുപാട് പേര് ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട്, ഒരുപാട് പട്ടിണി പാവങ്ങളുടെ രാജ്യമാണ് ഇത് ഇന്ത്യ എന്ന് പറയുന്നത്. നോക്കാം, മാൽ ന്യൂട്രീഷൻ, പോഷകാഹാരക്കുറവ്, പോഷകാഹാരം കിട്ടാത്ത ആൾക്കാർ, അമ്മമാർക്കും കുട്ടികൾക്കും എന്താണ് കൃത്യമായിട്ടുള്ള പോഷകാഹാരം കിട്ടാത്ത ആൾക്കാരുണ്ട്, നല്ല നല്ല ഫുഡ് കിട്ടാത്തവർ അല്ലേ. എടാ നമ്മളൊക്കെ ഇത്ര ബ്ലെസ്ഡ് ആടാ, നമുക്ക് സമയത്തിന് ഫുഡുണ്ട്, ഫോണുണ്ട്, എഡ്യൂക്കേഷൻ ഉണ്ട്, വീടുണ്ട്, വസ്ത്രമുണ്ട്, എല്ലാം ഉണ്ട്. ഇതൊന്നും ഇല്ലാത്ത ആൾക്കാർ ഈ നാട്ടിലുണ്ട്. ഒരു നേരത്തെ ഭക്ഷണം കിട്ടാത്ത ആൾക്കാരുണ്ട്, അതിൽ പോലും ഇത് ന്യൂട്രീഷൻ പോലും കിട്ടാത്ത ആൾക്കാർ, ഒരു നേരത്തെ ഫുഡ് പോലും കിട്ടാത്ത ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട് കേട്ടോ. ലിറ്ററസി ഓർ ലാക്ക് ഓഫ് അസറ്റ്, ഇല്ലിറ്ററസി, വിദ്യാഭ്യാസം കിട്ടാത്ത അവസ്ഥ, ബേസിക് സ്കൂളിംഗ് കിട്ടാത്ത അവസ്ഥ, ലാക്ക് ഓഫ് അസറ്റ്, ഭൂമി ഇല്ലാത്ത അവസ്ഥ, അൺഎംപ്ലോയ്മെൻറ്റ്, ജോലി ഇല്ലെങ്കിൽ കൈ പൈസ ഉണ്ടാവില്ല, പൈസ ഇല്ലെങ്കിൽ നമ്മളെല്ലാവരും എന്താണ് പാവപ്പെട്ടവരെന്നേ പറയുള്ളൂ കേട്ടോ. ഹൈ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്, മാതൃമരണ നിരക്ക്. എടാ പ്രസവശേഷം അമ്മമാർ മരിക്കുന്നത് വളരെ കൂടുതലാണ് ഇന്ത്യയിൽ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. പോവർട്ടി എത്ര മാർക്കിനാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം കേട്ടോ, എത്ര മാർക്കിനാന്നുള്ള അതിൻ്റെ വെയിറ്റേജ് ഞാൻ പറയാം. അത്യാവശ്യം ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററിൻ്റെ ആണ് കേട്ടോ പോവർട്ടി, വേഗം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണേ. ഹൈ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്, ശിശു മരണനിരക്ക്, ഒരുപാട് കുട്ടികൾ പ്രസവശേഷം കുട്ടികൾ മരിക്കുന്നുണ്ട്. നല്ല ഹെൽത്ത് ഫെസിലിറ്റീസ് കിട്ടാതെ, നല്ല ന്യൂട്രീഷ്യസ് ഫുഡ് കിട്ടാതെ, എന്താണ് പാല് പോലും കിട്ടാതെ കുട്ടികൾ മരിക്കുന്ന അവസരങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇതൊക്കെ ഇന്ത്യയിലെ പോവർട്ടിയുടെ ഫീച്ചേഴ്സാണ്. ഇന്ത്യയിൽ ഇന്നും ദരിദ്രമുണ്ട്, ഒരുപാട് ദരിദ്രമുള്ള രാജ്യം തന്നെയാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഒരുപാട് പോവർട്ടിയൊക്കെ നമുക്ക് മാറ്റാൻ പറ്റില്ല, എന്നാൽ പോലും ഇന്നും പോവർട്ടി ഇന്ത്യയിലെ ഒരു പ്രശ്നം തന്നെയാണ്. നോ ആക്സസ് ടു ഇലക്ട്രിസിറ്റി, ഡ്രിങ്കിങ് വാട്ടർ ആൻഡ് സാനിറ്റേഷൻ. ഓക്കെ, എന്തില്ല? ഡ്രിങ്കിങ് വാട്ടർ ഇല്ല, എന്തില്ല? നല്ല ഇലക്ട്രിസിറ്റി ഇല്ല, ഇതൊന്നും ഇല്ലാത്ത അവസ്ഥ എന്താണ്? പോവർട്ടി എലിവേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. പോവർട്ടി എലിവേഷൻ ആ പദ്ധതികളുടെ പേര് കാണാതെ പഠിച്ചു വെച്ചോണ്ടി. പോവർട്ടി എലിവേഷൻ്റെ പദ്ധതികളുടെ പേരുകൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. നിങ്ങൾ ആദ്യം പഠിച്ചു വെക്കേണ്ടത് ആ പദ്ധതികൾ, കുറേ പദ്ധതികളുണ്ട്, ആ പദ്ധതികളുടെ പേരുകൾ അങ്ങോട്ട് കാണാതെ പഠിച്ചു വെക്കുക. എക്സാമിന് ആൻസർ ഷീറ്റിൽ ആ പേരുകൾ ഇങ്ങനെ കൃത്യമായിട്ട് ഇങ്ങനെ ഉണ്ടാകും. പേരുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഉള്ളിലുള്ള കണ്ടന്റ് ഏകദേശം എല്ലായിടത്തും സെയിം തന്നെയാണ് വരുന്നത്. ഒരു പോയിന്റ് ഉണ്ട്, ജയിൽ കോസ്റ്റ് ഓഫ് ലിവിങ് കൊണ്ടുവന്ന ആരാണ്? അതാരാ കൊണ്ടുവന്നത്? ദാദാബായ് നാറോജി. ജയിൽ കോസ്റ്റ് ഓഫ് ലിവിങ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ആരാണ്? ദാദാബായ് നാറോജി. പഠിച്ചു വെച്ചോ, ജയിലിൽ ആരുണ്ടാവും? ദാദമാരും ബായിമാരും ഉണ്ടാവും. സോ ജയിൽ കോസ്റ്റ് ഓഫ് ലിവിങ് കൊണ്ടുവന്ന ആരാണ്? ദാദാബായ് നാറോജി. ജയിലിൽ ആരുണ്ടാവും? ദാദമാരും ബായിമാരും. സോ ജയിൽ കോസ്റ്റ് ഓഫ് ലിവിങ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദാദാബായ് നാറോജി ആണെന്ന് പഠിച്ചു വെക്കാം. ഇതൊക്കെ വൺ വേർഡ് ചോദ്യമാണ്, വൺ വേർഡ് മാർക്കിന്റെ ചോദ്യമാണ്, പഠിച്ചു വെക്കണം. വാട്ട് കോസസ് പോവർട്ടി? പോവർട്ടിയുടെ കാരണങ്ങൾ, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഒരാൾ പോവർട്ടി ആവുക? ഞങ്ങളെ മിസ്സ് പറഞ്ഞത്, എടാ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. ഓക്കെ, നിങ്ങളെ കാര്യങ്ങൾ എന്ത് ചെയ്യുക. ബട്ട് നിങ്ങളെ മിസ്സ് പറഞ്ഞത് നിങ്ങളെ ഡിവൈ പ്രോഗ്രാമൊക്കെ ഡിഫറെൻ്റ് ആണ്. ഏകദേശമൊക്കെ ഒരേ കണ്ടന്റാണ് വരുന്നത്. എല്ലാം എന്താണ്? പോവർട്ടി എലിവേഷന് വേണ്ടിയിട്ടാണ്, റൂറൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഫസ്റ്റ് ആ പദ്ധതികളുടെ പേരുകൾ പഠിക്കുക. അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. നിങ്ങൾ പദ്ധതികളുടെ പേരുകൾ പഠിക്കുക. നമ്മൾ ഇതിന് മുന്നുള്ള ക്ലാസ്സുകളിൽ ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മളതിൻ്റെ പേരുകളാണ് ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത്. നിങ്ങൾ ഫസ്റ്റ് അത് പഠിച്ചു വരിക. നമ്മൾ ഷുവർ ക്വസ്റ്റ്യൻ്റെ സമയത്ത് എന്ത് ചെയ്യും? അത് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യും. ഒരുപാടുണ്ട്. നിങ്ങൾ ആ പദ്ധതികളുടെ പേരുകൾ പഠിച്ചാൽ തന്നെ ഓൾമോസ്റ്റ് ആയിട്ടോ. എടാ കോസസ് ഓഫ് പോവർട്ടി എന്തൊക്കെയാണ്? ലോ ഇൻകം, ആൾക്കാരുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ നമ്മൾ എന്താണ്? പാവപ്പെട്ടവരാണ്. അൺഎംപ്ലോയ്മെൻറ്റ്, ഇനീക്വാളിറ്റി ഓഫ് ഇൻകം ആൻഡ് വെൽത്ത്, എക്സ്പ്ലോയിറ്റേഷൻ, ഇൻഫ്ലേഷൻ, സ്റ്റാഗ്നേഷൻ, അഗ്രികൾച്ചർ സെക്ടർ, ലോ എക്കണോമിക് ഗ്രോത്ത്, ഇൻഡെപ്റ്റ്നെസ്, സോഷ്യൽ എക്സ്ക്ലൂഷൻ. പഠിച്ചു. ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. എങ്ങനെയാണ് പോവർട്ടിയുടെ കാരണങ്ങൾ ഇത് ചോദിക്കാറുണ്ട് കേട്ടോ. ഒരു 2 മാർക്സിന് 3 മാർക്കിനൊക്കെ ചോദിക്കും. കോസസ് ഓഫ് പോവർട്ടി, പോവർട്ടിയുടെ കാരണങ്ങൾ എന്തൊക്കെയാണ്? എളുപ്പമുള്ള ചോദ്യമാണ്, വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. എന്ത് കോസസ് ഓഫ് പോവർട്ടി എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ലോ ഇൻകം, അൺഎംപ്ലോയ്മെൻറ്റ്, പോവർട്ടി, ലോ ലെവൽ ഓഫ് എക്കണോമിക് ഗ്രോത്ത്, സ്റ്റാഗ്നേഷൻ, അഗ്രികൾച്ചർ സെക്ടർ, എക്സ്പ്ലോയിറ്റേഷൻ, ഇൻഫ്ലേഷൻ, ഇൻഡെപ്റ്റ്നെസ് എന്ന് വെച്ചാൽ എന്താ? കടം കിട്ടാത്ത അവസ്ഥ. നമുക്ക് എന്താണ്? കയ്യിൽ പെട്ടെന്ന് പൈസ ഇല്ലെങ്കിൽ എവിടെന്നെങ്കിലും കടം കിട്ടണ്ടേ? ബാങ്കിൽ നിന്നോ ആരെങ്കിലും കടം തരും. ഇതൊന്നും ഇല്ലെങ്കിൽ പോലും നമ്മൾ എന്താണ്? പോവർട്ടിയിലേക്ക് പോകുന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേട്ടോ. ദാരിദ്ര്യത്തിലേക്ക് പോകുന്നത് നമ്മൾ മനസ്സിലാക്കാം. അടുത്തെന്താണ്? പോവർട്ടി ലൈന്. എന്താണ് പോവർട്ടി ലൈന്? ഇതൊരു ഇമാജിനറി ലൈനാണ്. നിങ്ങൾ നോക്കുക, ഇതാണ് പോവർട്ടി ലൈൻ എന്ന് വിചാരിക്കാം. ഇതാണ് പോവർട്ടി ലൈന്.
ഇതാണ് പോവേർട്ടി ലൈന്. ഈ പോവേർട്ടി ലൈനിൻ്റെ മുകളിലുള്ള ആൾക്കാരും താഴെയുള്ള ആൾക്കാരും, നിങ്ങൾ ഇവിടെയാണെങ്കിൽ നിങ്ങൾ അബോവ് ദ പോവർട്ടി ലൈൻ ആണെങ്കിൽ നിങ്ങൾ എന്താണ് APL, നിങ്ങൾ ബിലോ ദ പോവർട്ടി ലൈൻ ആണെങ്കിൽ നിങ്ങൾ എന്താണ് BPL. ഇങ്ങനെ മാത്രം പഠിച്ചു വെക്കുക. പോവർട്ടി ലൈനിൻ്റെ മുകളിൽ താഴെ നിങ്ങൾ എന്താണ് അബോവ് ദ പോവർട്ടി ലൈന്, ഈ ലൈനിൻ്റെ താഴെയാണ് നിങ്ങൾ എന്താണ് ബിലോ ദ പോവർട്ടി ലൈൻ BPL. APLും BPL എന്ത് ചെയ്യുക, ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. APL ആൻഡ് BPL എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യാം ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇറ്റ് ഈസ് എൻ ഇമാജിനറി ലൈൻ, നിങ്ങളുടെ ലൈൻ അവിടെ ഇല്ല, വിച്ച് ഡിവൈഡ്സ് പീപ്പിൾ ആസ് പൂർ ആൻഡ് നോൺ പൂർ. ആ ലൈൻ ആൾക്കാരെ പൂർ എന്നും നോൺ പൂർ എന്നും എന്ത് ചെയ്യും, ഡിഫറൻഷിയേറ്റ് ചെയ്യും. ആ ഇമാജിനറി ലൈൻ ഈസ് ഡിഫറൻഷിയേറ്റ് ദ പീപ്പിൾ ആസ് പൂർ ആൻഡ് നോൺ പൂർ. പോവർട്ടി ലൈൻ വാസ് ഡിഫൈൻഡ് ഇൻ റൂറൽ ഏരിയാസ് ഇൻ 2400 കാലോറീസ് ഇൻടേക്ക് ആൻഡ് അർബൻ ഏരിയാസിൽ 2100 കാലോറീസ്. പോവർട്ടി ലൈനിൻ്റെ വേറൊരു രീതി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ, ഗ്രാമപ്രദേശത്ത് റൂറൽ ഏരിയാസിൽ 2400 കാലോറീസ് കിട്ടാത്ത ഒരാൾ, ഒരു ദിവസം ഫുഡ് കഴിക്കുമ്പോൾ കാലോറീസ് കിട്ടുമല്ലോ, 2400 കാലോറീസ് കിട്ടാത്ത ഒരാളും നഗരപ്രദേശത്ത് അതായത് അർബൻ ഏരിയാസിൽ 2100 കാലോറീസ് കിട്ടാത്ത ആളെയും നമ്മൾ എന്ത് പറയും, ദരിദ്രർ എന്ന് പറയും. ഇനി എന്താണ് പൈസൻ്റെ കേസിൽ കൺസംഷൻ പേഴ്സൺ, ഓക്കെ. ഇനി എന്താണ് കൺസംഷൻ്റെ കേസിൽ, മന്ത്ലി കൺസംഷൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ എന്താണ്, മന്ത്ലി കൺസംഷൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഗ്രാമപ്രദേശത്ത് ഒരു മാസം 816 രൂപ കിട്ടാത്ത ആളും നഗരപ്രദേശത്ത് അർബൻ ഏരിയാസിൽ എന്താണ് 1000 രൂപ കിട്ടാത്ത ആളെയും നമ്മൾ എന്ത് പറയും, പുവർ എന്ന് പറയും, അല്ലെങ്കിൽ പോവർട്ടി ആയിട്ട് നമ്മൾ പോവർട്ടി ലൈനിൻ്റെ ഡെഫിനേഷനിൽ ഉൾപ്പെടുത്തും. നിങ്ങൾ മനസ്സിലാക്കുക. കാലോറീസിൻ്റെ കേസാണെങ്കിൽ എന്താണ്, കാലോറീസ് ആണെങ്കിൽ എന്താണ്, അർബനും ഉണ്ട് റൂറലും ഉണ്ട്. അർബനിൽ 2100 കാലോറീസും റൂറലിൽ 2400 കാലോറീസും. ഇനി എക്സ്പെൻഡിച്ചറിൻ്റെ കേസാണെങ്കിൽ അർബൻ പ്രദേശത്ത് എത്രയാണ് 816 രൂപയും ഗ്രാമപ്രദേശത്ത് റൂറൽ വെയിറ്റ് ഇൻ ഓപ്പോസിറ്റ് ആണ്. അർബൻ ഏരിയാസിൽ എത്ര കിട്ടണം, 1000 രൂപയും ഗ്രാമപ്രദേശത്ത് 816 രൂപയും കിട്ടണം. ഇത് കിട്ടാത്ത ആളെ നമ്മൾ എന്ത് പറയും, പൂർ ആൻഡ് നോൺ പൂർ. അക്കോർഡിംഗ് ടു പോവർട്ടി ലൈൻ ഒരു കമ്പാരിസൺ ആണ് നമ്മളവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ലാസ്റ്റ് വൺ, ദി ഇമ്പോർട്ടൻറ്റ്, ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ലാസ്റ്റ് ടോപ്പിക്കാണ് നമ്മൾ പറയുന്നത്. എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്നത്, എളുപ്പമുള്ള ചാപ്റ്ററാണ്. പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് ടുവേർഡ്സ് പോവർട്ടി അലിവിയേഷൻ. ദാരിദ്ര്യം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്, ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് കൊണ്ടുവന്ന പദ്ധതികൾ എന്തൊക്കെയാണ്? 3 ഡയമെൻഷൻ അപ്രോച്ചായിട്ട് കൊണ്ടുവന്നത്. എന്താണ്? 3 ഡയമെൻഷൻ അപ്രോച്ചാണ്. വി ഹാവ് 3 ഡയമെൻഷൻ അപ്രോച്ച്. ഗ്രാമപ്രദേശത്ത് ഇന്ത്യയിലുള്ള പട്ടിണി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 3 ഡയമെൻഷൻസ് പ്രോഗ്രാം കൊണ്ടുവന്നു. ഫസ്റ്റ് എന്താണ്? ഗ്രോത്ത് ഓറിയൻറ്റഡ് അപ്രോച്ച്. ആദ്യത്തെ അപ്രോച്ച് എന്താണ്? ഗ്രോത്ത് ഓറിയൻറ്റഡ് അപ്രോച്ച്. എന്താണ് ഗ്രോത്ത് ഓറിയൻറ്റഡ് അപ്രോച്ച്? ബോർഡിന് നേരെ ചോദ്യം, പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് ടുവേർഡ്സ് പോവർട്ടി അലിവിയേഷൻ, അല്ലെങ്കിൽ വാട്ട് ആർ ദ പോവർട്ടി അലിവിയേഷൻ പ്രോഗ്രാംസ്. ഇത് പഠിച്ചു വെക്കണം, ഇതൊന്നും പഠിച്ചു വെക്കാതെ പോകരുതേ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 3 ഡയമെൻഷൻ അപ്രോച്ച് ആണ്. അതിൽ ഫസ്റ്റ് അപ്രോച്ച് എന്താണ്? ഗ്രോത്ത് ഓറിയൻറ്റഡ് അപ്രോച്ച്. എ റാപ്പിഡ് ഇൻക്രീസ് ഇൻ GDP or per capita income. The benefits of economic growth would gradually spread to all sectors of society. ഇങ്ങനെ നമ്മൾ എന്ത് വിളിക്കും? ട്രിക്കിൾ ഡൗൺ തിയറി. അതായത് രാജ്യത്തുള്ള സെക്ടേഴ്സിന് GDP കൂടിയെന്ന് വിചാരിക്കാം, അതിൻ്റെ ബെനിഫിറ്റ് താഴെയുള്ള ജനങ്ങൾക്കും കിട്ടും. മനസ്സിലാക്കുക. നമ്മുടെ രാജ്യത്ത് പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടെറിഷ്യറി സെക്ടർ, അങ്ങനെ ഒരുപാട് സെക്ടേഴ്സ് ഉണ്ട്. ഇതിനൊക്കെ എന്ത് കിട്ടുന്നുണ്ട്? ഇതിനൊക്കെ GDP കൂടുകയാണെങ്കിൽ, അതിനൊക്കെ ഗ്രോത്ത് കിട്ടുകയാണെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ് താഴെയുള്ള ആൾക്കാർക്കും അരിച്ചിറങ്ങിയിട്ട് എത്തും, ജോലി കിട്ടും. ഈ മെത്തേഡ് അല്ലെങ്കിൽ ഇത് നമ്മൾ എന്താ വിളിക്കുക? ട്രിക്കിൾ ഡൗൺ തിയറി. കണ്ടില്ലേ? റാപ്പിഡ് ഇൻക്രീസ് ഇൻ GDP or per capita income. The benefits of economic growth would gradually spread to all sectors of society. അതായത് എക്കോണമിയിലെ ടോപ്പ് മോഡലിൽ, അതായത് എസ് എ ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. എസ് എ ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. ഇത് എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് എക്സ്പെക്ട് ചെയ്യാവുന്ന സാധനമാണ്. നിങ്ങൾ മനസ്സിലാക്കാം. എക്കോണമിയിലെ ടോപ്പ് ലെവലിൽ ഗ്രോത്ത് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ് താഴെയുള്ള ജനങ്ങളിലേക്കും എത്തും, വിച്ച് ഈസ് കോൾഡ് ഗ്രോത്ത് ഓറിയൻറ്റഡ് അപ്രോച്ച്. അല്ലെങ്കിൽ GDP കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടും. അങ്ങനെ പട്ടിണി പോവും, അങ്ങനെ പോവർട്ടി റിമൂവ് ആവും, പോവർട്ടി ഇറാഡിക്കേഷൻ സംഭവിക്കുക എന്നാണ് ഈ മെത്തേഡ് വഴി പറയുന്നത്. അതാണ് ഗ്രോത്ത് ഓറിയൻറ്റഡ് അപ്രോച്ച്. ഓക്കെ, അടുത്ത അപ്രോച്ച് നോക്കാം. എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ പ്രോഗ്രാംസ് പഠിച്ചു വെച്ചോ. ഫസ്റ്റ് വൺ REGP, റൂറൽ എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ പ്രോഗ്രാം. ഓരോന്നിൻ്റെ പേരുകൾ പഠിച്ചു വെക്കേ. ഈ ഹെഡിങ്സ് പഠിച്ചു വെക്കൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് പ്രോഗ്രാം
REGP, റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം. എടാ നമ്മുടെ ചാനലിലൊക്കെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യട്ടോ. നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിന് മുന്നേ നമ്മൾ ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത ക്ലാസ്സുകളുണ്ട്, അതും നിങ്ങൾ കേൾക്കാം. ഇതൊക്കെ പോയിട്ട് നിങ്ങൾ ഫൈനൽ എക്സാംസിന് ഇരിക്കാൻ പോകുന്ന ആൾക്കാരാണ്. നിങ്ങൾ മാക്സിമം പോസിബിൾ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പഠിക്കാം. പിന്നെ എന്താണ് പ്രൈം മിനിസ്റ്റേഴ്സ് റോസ്ഗാർ യോജന, അടുത്ത പദ്ധതിയാണ് PMRY, പ്രൈം മിനിസ്റ്റേഴ്സ് റോസ്ഗാർ യോജന. അടുത്ത പദ്ധതി SJSRY, സ്വർണ്ണ ജയന്തി ശാകരി റോസ്ഗാർ യോജന, SJSRY. അടുത്ത പദ്ധതി SGSY, സ്വർണ്ണ ജയന്തി ഗ്രാം സരോസ്ഗാർ യോജന, സ്വർണ്ണ ജയന്തി ഗ്രാം സരോസ്ഗാർ യോജന. അടുത്തത് JRY, ജവഹർ റോസ്ഗാർ യോജന, NRY, നെഹ്റു റോസ്ഗാർ യോജന. പദ്ധതികൾ പഠിച്ചു വെച്ച് ഈ പദ്ധതികളുടെ പേരുകൾ ഇങ്ങനെ ആൻസർ ഷീറ്റിലൊക്കെ നിറഞ്ഞ് നിൽക്കണം കേട്ടോ, സെറ്റായിട്ട് നിൽക്കണം. അടുത്ത പദ്ധതി വേജ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാംസിൽ എന്താണ് MGNREGP, ഇത് പഠിച്ചു വെച്ചാൽ മതി. MGNREGP, മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം. പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി 2005 കൊണ്ടുവന്നത്. 100 days ഓഫ് വർക്ക് കേട്ടോ, 100 days ഓഫ് വർക്ക്, 100 days ഓഫ് ലവ് അല്ല, 100 days ഓഫ് വർക്കാണ്. ആൾക്കാർക്ക് എന്ത് ചെയ്യുക, 100 ദിവസം ജോലി കൊടുക്കുക. ഓട ക്ലീൻ ആക്കാനും കാട് വെട്ടാനും തെങ്ങിന് തടമ്പെടുക്കാനും ഇങ്ങനെ അൺസ്കിൽഡ് വർക്ക്. 365 ദിവസത്തിൽ 100 ദിവസമെങ്കിലും ജോലി കൊടുക്കുക. എനിക്ക് തോന്നുന്നു അതിൻ്റെ കൂലി എന്ന് പറയുന്നത് ഏകദേശം 365 രൂപയാണ് മിനിമം. പല സ്റ്റേറ്റിലും 400, 450, 500 വരെയൊക്കെ അത് വരുന്നുണ്ട്. 365 എങ്ങാനും തോന്നുന്നു ഇപ്പോൾ ഒരു ബേസിക് കൂലിയായിട്ട് കൊടുക്കുന്നത് കേട്ടോ. ഓരോ സ്റ്റേറ്റിനും അതെന്ത് ചെയ്യും, ഡിഫറൻസ് ആയിട്ട് വരും കേട്ടോ. പിന്നെന്താണ് ഇറ്റ് ഗ്യാരണ്ടീഡ് 100 days ഓഫ് എംപ്ലോയ്മെന്റ്, ഓക്കെ, വിച്ച് ഈസ് കോൾഡ് തൊഴിലുറപ്പ് പദ്ധതി. പിന്നെ അടുത്ത പദ്ധതിയാണ് നാഷണൽ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം, സമ്പൂർണ്ണ ഗ്രാമീൺ സ്വരോസ്ഗാർ യോജന. എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിന് മുന്നേ ചെയ്ത ക്ലാസ്സിൽ ഈ പദ്ധതികളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ ക്ലാസ് കേൾക്കുക കേട്ടോ. നമ്മൾ ഇന്ന് എന്താ ചെയ്യുന്നത് വെച്ചാൽ പദ്ധതികളുടെ പേരുകൾ ഫണ്ടമെൻ്റലാണ്. നിങ്ങളിപ്പോൾ ഈ പദ്ധതികളുടെ ഉള്ളിലൊക്കെ ഉള്ള പോയിന്റ് ഓൾമോസ്റ്റ് ഒക്കെ സെയിം ആണ്. ഇറ്റ് ഈസ് ഫോർ പോവർട്ടി ഇറാഡിക്കേഷൻ, ഇറ്റ് ഹെൽപ്സ് ഫോർ പുവർ പീപ്പിൾസ്. ഇതൊക്കെ തന്നെ എല്ലാത്തിൻ്റെ മേജർ പോയിന്റ്സ് ആയിട്ട് വരുന്നത്. നിങ്ങൾ ഈ പദ്ധതികളുടെ പേരുകൾ പഠിച്ചെടുത്തേ പറ്റുള്ളൂ. പദ്ധതികളുടെ പേരുകൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കാം. നിങ്ങൾ നോക്കാം, അടുത്തെന്താണ് പ്രൊവൈഡിങ് മിനിമം ബേസിക് അമെൻറ്റീസ് പദ്ധതികൾ. അതിലെന്തൊക്കെയാണ് വരുന്നത്, ഫുഡ് സെക്യൂരിറ്റി പ്രോഗ്രാംസിൽ PDS സിസ്റ്റം, റേഷൻ കട, PDS സിസ്റ്റം, റേഷൻ കട ആൾക്കാർക്ക് വേണ്ടി തുറന്നു കൊടുത്തു. ICDS, ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സ്കീം, അതായത് അമ്മയും കുഞ്ഞും പദ്ധതി. അമ്മയും കുഞ്ഞും പദ്ധതിയാണ് ICDS. മിഡ് ഡേ മീൽ അറ്റ് സ്കൂള്, അതായത് MDMS കേട്ടോ. MDMS സ്കൂളിൽ ഉച്ചയ്ക്ക് ചോറ് കൊടുക്കുക, ഉച്ചക്കഞ്ഞി പരിപാടി. സ്കൂളിൽ ഉച്ചയ്ക്ക് ചോറ് കൊടുക്കുക, മാഗി കൊടുക്കുക, മുട്ട കൊടുക്കുക, പാല് കൊടുക്കുക, വിച്ച് ഈസ് കോൾഡ് MDMS. അന്നപൂർണ സ്കീം, അന്ത്യോദയ അന്ന യോജന, പാവപ്പെട്ട ആൾക്കാർക്ക് അരി കൊടുക്കുക, പ്രായത്തിൽ കൂടുതൽ ആൾക്കാർക്ക് 10 കിലോ അരി മാസം കൊടുക്കുക. ഇങ്ങനെ പല പദ്ധതികളാണ് ഈ പറയുന്ന കാര്യങ്ങൾ. ലാസ്റ്റ് വൺ സോഷ്യൽ സെക്യൂരിറ്റി പ്രോഗ്രാം. സോഷ്യൽ സെക്യൂരിറ്റി പ്രോഗ്രാം എന്ന് വെച്ചാൽ എന്താ, ആൾക്കാർക്ക് സുരക്ഷ കൊടുക്കണം, സാമൂഹിക സുരക്ഷാ പദ്ധതികൾ. ആം ആദ്മി ബീമ യോജന, ആം ആദ്മി ബീമ യോജന കേട്ടോ, ആം ആദ്മി ബീമ യോജന. പിന്നെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓൾഡ് ഏജ് പെൻഷൻ സ്കീം, രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമ യോജന, അടൽ പെൻഷൻ യോജന, പെൻഷൻ കൊടുക്കുക, അതുപോലെ എന്ത് ചെയ്യുക, ഇൻഷുറൻസ് കൊടുക്കുക. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ ഈ പദ്ധതികളുടെ പേരുകൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. എക്സാമിൽ നിങ്ങൾ ഫണ്ടമെൻ്റലി പേരുകൾ എഴുതി വെക്കണം. ഈ പേരുകൾ എഴുതിയിട്ട് നിങ്ങൾക്ക് മാർക്ക് എന്തായാലും കിട്ടും, ഷുവറാണ്, ഒരു സംശയം വേണ്ട. പദ്ധതികളുടെ പേരുകൾ തെറ്റാതെ എഴുതി പഠിക്കുക, ഓരോന്നും എഴുതി പഠിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ പോവർട്ടി എന്ന് പറഞ്ഞ ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ മേജർ പോയിന്റ്സ്, മേജർ കാര്യങ്ങൾ മാത്രമാണ് ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കാൻ ഞാൻ മിസ്സിനെ വിളിക്കാം. ഓക്കെ മിസ്സ് വരും കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ തീർക്കാം. ഓക്കെ മിസ് ഇപ്പോൾ വരെ. ഹലോ എത്തി. നമുക്ക് ലാസ്റ്റ് ചാപ്റ്ററും കൂടെ എടുക്കണം. ദാറ്റ് ഈസ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, എൻവയോൺമെന്റ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് കേട്ടാ. അതും കൂടി ഒന്ന് എടുത്താക്കട്ടെ. ഒരു മിനിറ്റ്. ഓക്കെ, പോവല്ലേ ആരും. അതാ എല്ലാവരും നല്ല ലൈവ്ലി ആയിട്ട് ക്ലാസ്സിലുണ്ടായിരുന്നല്ലേ. ഓക്കെ, നോക്കട്ടെ, ഒരു മിനിറ്റ് മക്കളെ, ഒരു മിനിറ്റ്.
ഒന്ന് എടുത്തേട്ടെ. അതാ ലാസ്റ്റ് ചാപ്റ്ററാണ് കേട്ടോ. പെട്ടെന്ന് തീർത്ത് തരാവേ. ഇതൊക്കെ അറിയുന്ന കാര്യങ്ങളാണ്, അതുകൊണ്ട് നമുക്ക് വേഗം ഓടാം കേട്ടോ. ഓക്കെ, ദാ ചാപ്റ്റർ നമ്പർ 8 ആണ്. ദാറ്റ് ഈസ് എൻവയോൺമെൻറ്റ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. ഇനിയും കഴിഞ്ഞില്ലേ? ഇല്ല മക്കളെ, അതെ പിന്നെയും തുടങ്ങി, പിന്നെയും വന്നു. ഓക്കെ, നോക്കിയേ, ആദ്യം നമ്മൾ എൻവയോൺമെൻറ്റിനെ കുറിച്ച് പഠിക്കും, പിന്നെ നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് പഠിക്കും കേട്ടോ. അതൊന്നും കഴിഞ്ഞില്ലേ? MGNREGP ഒന്നും കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. ഇനി നമ്മൾ ചാപ്റ്റർ മാറി കേട്ടോ. ഇനി ഡെഫിനിഷൻ ഓഫ് എൻവയോൺമെന്റ് ആണ്. എന്താണ് ഈ എൻവയോൺമെന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ടോട്ടൽ പ്ലാനറ്ററി ഇൻഹെറിറ്റൻസ് ആൻഡ് ടോട്ടാലിറ്റി ഓഫ് ഓൾ റിസോഴ്സസ്. അതായത് നമ്മുടെ ഭൂമിയിലുള്ള എല്ലാ വിഭവങ്ങളെയും ഒക്കെ എല്ലാം ഉണ്ട് കേട്ടോ. ഇതിനെ ഒന്നിച്ച് വിളിക്കുന്ന പേരാണ് എന്ത്? എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. ഇനി ഈ എൻവയോൺമെന്റിൽ നമുക്ക് ബയോട്ടിക് ഉണ്ട്, അബയോട്ടിക് ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് നമ്മൾ ഈ കാണുന്ന ഭൂമിയിൽ ജീവൻ ഉള്ളതുകൊണ്ട് അതേപോലെ എന്തുണ്ട്? ജീവനില്ലാത്തതുമായ വസ്തുക്കളുണ്ട്. അടുത്ത് നോക്കി, എന്താണ് ബയോട്ടിക് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ? ബയോട്ടിക് എന്ന് പറഞ്ഞാൽ ലിവിങ് തിങ്സ് ആണ്. അതായത് ജീവൻ ഉള്ളവയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബയോട്ടിക്. ഇപ്പം നമുക്കറിയാം ബേർഡ്സ്, ആനിമൽ, പ്ലാന്റ്സ് ഇതെല്ലാം ജീവനുള്ളതാണല്ലേ. അങ്ങനെ ജീവനുള്ള സാധനങ്ങളുണ്ട്. അതുപോലെ അബയോട്ടിക് എലമെന്റ്സ് ഉണ്ട്, അതായത് നോൺ ലിവിങ് തിങ്സ് ഉണ്ട്, അതായത് ജീവനില്ലാത്തതും ഉണ്ട്. മനസ്സിലായോ? അപ്പൊ നമ്മുടെ ഈ പ്രകൃതിയിൽ ജീവനുള്ളതും ജീവനില്ലാത്തതുമായ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് കേട്ടോ. ഇനി ഫങ്ഷൻസ് ഓഫ് എൻവയോൺമെന്റ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് ആർ ദ വേരിയസ് ഫങ്ഷൻസ് ഓഫ് എൻവയോൺമെന്റ്? 4 മാർക്ക് വരെ ചോദിക്കുന്നതാണ്. അതിൽ ഒന്നാമത്തതാണ് ഇറ്റ് സപ്ലൈ റിസോഴ്സസ്. നമ്മുടെ ഈ പ്രകൃതിയാണ് നമുക്ക് വേണ്ട വിഭവങ്ങൾ തരുന്നത്. അപ്പോൾ ഈ റിസോഴ്സസ് എന്ന് പറയുന്നത് 2 രീതിയിലുണ്ട്, 2 എണ്ണം ഉണ്ട്. അതായത് പുനരുൽപാദിപ്പിക്കുന്നത്, അതാണ് റിന്യൂവബിൾ. അതേപോലെ എന്താണ്? നോൺ റിന്യൂവബിൾ, പിന്നീടും ഉണ്ടാക്കാൻ പറ്റാത്തതുമുണ്ട്. മനസ്സിലായോ? അപ്പൊ റിന്യൂവബിൾ ഉണ്ട്, അതേപോലെ എന്തുണ്ട്? നോൺ റിന്യൂവബിൾ ഉണ്ട്. അപ്പൊ എന്താണ് മക്കളെ റിന്യൂവബിൾ എന്ന് പറഞ്ഞാൽ? എടുക്കും തോറും തീർന്നു പോകുന്നില്ല. ഇപ്പൊ നമുക്ക് സോളാർ എനർജി, വിൻഡ് എനർജി എന്നൊക്കെ ഇല്ലേ, അതൊന്നും നമുക്ക് എടുക്കും തോറും തീർന്നു പോകുന്നില്ല. പക്ഷേ തീർന്നു പോകുന്നതുണ്ട്, അതാണ് നോൺ റിന്യൂവബിൾ. ഉദാഹരണത്തിന് കോൾ, പെട്രോളിയം, ഇങ്ങനത്തെ സാധനങ്ങളില്ലേ, അതൊക്കെ എന്ത് ചെയ്യും? തീർന്നു പോകുന്നതാണ്. അപ്പൊ ഈ റിസോഴ്സസ് തന്നെ 2 എണ്ണം ഉണ്ട്, എന്ത്? റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ. ഇനി രണ്ടാമത്തെ ഫംഗ്ഷൻ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് അസിമിലേറ്റ് വേസ്റ്റ്. അതായത് ഇവിടെ നമ്മളെല്ലാം പുറന്തള്ളുന്ന വേസ്റ്റുകളൊക്കെ എന്ത് ചെയ്യാനുണ്ട്? അബ്സോർബ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഉൾക്കൊള്ളാനുള്ള കഴിവ് ആർക്കുണ്ട്? നമ്മുടെ ഈ പ്രകൃതിക്കുണ്ട്. അടുത്തത് ഇറ്റ് സസ്റ്റെയിൻസ് ലൈഫ് ബൈ പ്രൊവൈഡിങ് ജെനറ്റിക് ആൻഡ് ബയോഡൈവേഴ്സിറ്റി. ടീച്ചർ എന്ത് വന്നോ ടീച്ചർക്ക്? അതായത് നമ്മുടെ ഇവിടെ എന്താ സസ്റ്റെയിൻസ് ലൈഫ്, നമ്മുടെ ഈ ഭൂമിയിൽ ജീവൻ ഉണ്ടല്ലേ, അതായത് ചെറിയത് മുതൽ ഏറ്റവും വലിയ സാധനങ്ങൾ വരെ എല്ലാം ഒരു ബയോഡൈവേഴ്സിറ്റി ഒക്കെ അത് നമ്മുടെ ഈ പ്രകൃതിയിൽ നമുക്ക് കാണാം. അതേപോലെ ഇറ്റ് പ്രൊവൈഡ് എസ്തെറ്റിക് സർവീസസ് എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ സീനറി കേട്ടാ, അതും നമ്മുടെ എൻവയോൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താണ് വാട്ട് ആർ ദ വേരിയസ് ഫങ്ഷൻസ് ഓഫ് എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് എഴുതേണ്ടത്. ഇറ്റ് സപ്ലൈസ് റിസോഴ്സസ്, ഇറ്റ് അസിമുലേറ്റ് വേസ്റ്റ്, it sustains life, and it provides beautiful scenery, or we can say aesthetic services provide ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി ക്യാരിയിങ് കപ്പാസിറ്റി, അബ്സോർപ്റ്റീവ് കപ്പാസിറ്റി, നിങ്ങൾ ഈ 2 ടേം ഇവിടെ കണ്ടിട്ടുണ്ടാവും. എന്താണ് ക്യാരിയിങ് കപ്പാസിറ്റി? നമ്മുടെ ഈ പ്രകൃതിക്ക് ഒരു ക്യാരിയിങ് കപ്പാസിറ്റി ഉണ്ട്. അതായത് ഇത് വെയിറ്റേജ് ഉള്ള, ഇതിനകത്ത് ഒരു എസ്സേ ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ആലോചിച്ചാൽ അറിയാലോ മക്കളെ, ഇതിന് എന്തുണ്ട്? വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ആണെന്ന് മനസ്സിലായില്ലേ? ഇതിലൊരു എസ്സേ വരുന്നുണ്ട് കേട്ടോ, മിസ് പറയാം ആ എസ്സേ എത്തുമ്പോൾ. അപ്പൊ ക്യാരിയിങ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? റിസോഴ്സ് എക്സ്ട്രാക്ഷൻ ഷുഡ് റിമെയിൻ ബിലോ ദ റേറ്റ് ഓഫ് റിസോഴ്സ് റീജനറേഷൻ. ഇപ്പൊ നമ്മൾ കോള്, പെട്രോളിയം ഒക്കെ ഉണ്ടാക്കി വരാൻ കുറേ, ഇതൊക്കെ ഭൂമിയിൽ ഉണ്ടായി വരണമെങ്കിൽ 1 കോടി ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ വേണ്ടി വരും അല്ലേ. അപ്പോൾ പക്ഷേ ഇതൊക്കെ ഭൂമിയിൽ നിന്ന് എടുക്കാൻ പെട്ടെന്ന് കഴിയും, എക്സ്ട്രാക്ട് ചെയ്യുന്നത് പെട്ടെന്ന് കഴിയും. അപ്പോൾ ഇവർ പറയുകയാണ് നമ്മൾ ഈ എക്സ്ട്രാക്ട് ചെയ്യുന്ന റേറ്റ് എന്ത് ചെയ്യണം? കുറയ്ക്കണം. റീജനറേഷൻ കപ്പാസിറ്റിനേക്കാളും കുറഞ്ഞ രീതിയിൽ ഇത് എന്ത് ചെയ്യാവൂ? എക്സ്ട്രാക്ട് ചെയ്യാവൂ എന്നാണ് പറയുന്നത് കേട്ടോ. അതായത് ഒരു പരിധിയുണ്ട്. നോക്കിയേ, ജനറേഷൻ ഓഫ് വേസ്റ്റ് ഷുഡ് റിമെയിൻ വിത്തിൻ ദ അബ്സോർപ്റ്റീവ് കപ്പാസിറ്റി ഓഫ് ദ എൻവയോൺമെന്റ്. അതായത് നമ്മുടെ പ്രകൃതിക്ക് ഒരു കപ്പാസിറ്റി ഉണ്ട്, അതിൽ കുറവായിട്ടേ നമ്മൾ വേസ്റ്റ് ഒക്കെ എന്ത് ചെയ്യാൻ പാടുള്ളൂ? പുറന്തള്ളാൻ പാടുള്ളൂ. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ പ്രകൃതിക്ക് ഇത് താങ്ങാൻ പറ്റാതെ വരും. ഇനി നോക്ക്,
absorptive capacity എന്ന് പറഞ്ഞാൽ it is the environment, ability of the environment to absorb degradation. അബ്സോർപ്റ്റീവ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു പരിധിയുണ്ട്. അതായത് നമ്മുടെ ഈ എൻവയോൺമെന്റിനെ ഡീഗ്രഡേഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ അറിയില്ലേ, അതായത് മൈക്രോ ഓർഗാനിസം ഒക്കെ വെച്ച് വന്നിട്ട് അത് നശിപ്പിച്ച് അത് പ്രകൃതിയിലോട് ലയിപ്പിക്കണം വേണ്ട, ആ കപ്പാസിറ്റി ആണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, അബ്സോർപ്റ്റീവ് കപ്പാസിറ്റി. മക്കളെ, നമ്മുടെ പ്രകൃതിക്ക് അങ്ങനെ ഒരു കഴിവുണ്ട്. പക്ഷേ നമ്മൾ ആ പ്രകൃതിക്ക് താങ്ങാൻ പറ്റാവുന്നതിനേക്കാളും കൂടുതലാണ് വേസ്റ്റ് എമിറ്റ് ചെയ്യുന്നത്. അപ്പോഴാണ് നമ്മുടെ ഇവിടെ എന്ത് വരുന്നത്, പ്രോബ്ലംസ്, പൊല്യൂഷൻ എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ പൊന്തി വരുന്നത് കേട്ടോ. ഇനി അടുത്ത് നോക്കിയേ, എൻവയോൺമെന്റൽ ഇഷ്യൂസ്. മെയിൻ ആയിട്ട് രണ്ട് എൻവയോൺമെന്റൽ ഇഷ്യൂസ് ആണുള്ളത്. അതിൽ ഒന്ന് ഗ്ലോബൽ വാർമിംഗ് ആണ് മക്കളെ, രണ്ടാമത്തത് ഓസോൺ ഡിപ്ലീഷൻ ആണ് കേട്ടോ. അപ്പൊ റൈറ്റ് എനി 2 എൻവയോൺമെന്റൽ ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ 2 എണ്ണം എഴുതാവൂ. ഒന്ന് എന്താണ് ഗ്ലോബൽ വാർമിംഗ്, രണ്ടാമത്തത് ഏതാണ് നമ്മുടെ ഓസോൺ ഡിപ്ലീഷൻ. നമുക്ക് നോക്കാം എന്താണ് ഗ്ലോബൽ വാർമിംഗ്. ഗ്ലോബൽ വാർമിംഗ് തന്നെ ആഗോള താപനമാണ് കേട്ടോ. അതായത് നമ്മുടെ അന്തരീക്ഷം ചൂട് പിടിക്കുന്ന അവസ്ഥയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, നമ്മൾ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് ഈ അന്തരീക്ഷം ചൂട് പിടിക്കുന്നത്? കാരണമുണ്ട്, ഇൻക്രീസ് ഇൻ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണ്. അതായത് നമ്മൾ പുറന്തള്ളുന്ന ഈ ഫാക്ടറിന്നും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പുറന്തള്ളുന്ന ഈ ഗ്യാസസ് ഇല്ലേ, കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയിൻ എന്നുള്ള വാതകങ്ങളൊക്കെ ഇല്ലേ, ഇതൊക്കെ അന്തരീക്ഷത്തിലേക്ക് പോകുന്നു. അത് അന്തരീക്ഷം എന്ത് ചെയ്യുന്നു, ചൂട് പിടിപ്പിക്കുന്നു. ആ ഒരു അവസ്ഥയെ, അങ്ങനെ അന്തരീക്ഷം ചൂട് പിടിക്കുന്ന അവസ്ഥയാണ് മക്കളെ നമ്മൾ എന്ത് വിളിക്കുന്നത്, വി കോൾഡ് ആസ് ഗ്ലോബൽ വാർമിംഗ്. അപ്പൊ 1997 ഒരു കോൺഫറൻസ് ഓൺ ക്ലൈമറ്റിക് ചേഞ്ച് നടന്നു. എവിടെ വെച്ച്? ജപ്പാനിലെ ക്യോട്ടോ എന്ന് പറയുന്ന സ്ഥലത്ത്. അങ്ങനെ ആ രാജ്യങ്ങൾ, ആ സ്ഥലത്ത് ജപ്പാനിലെ ക്യോട്ടോ എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് ലോകരാഷ്ട്രങ്ങൾ എല്ലാവരും തന്നെ എന്ത് ചെയ്തു, ഒത്തുകൂടി. എന്നിട്ട് അവരൊരു കോൺഫറൻസ്, ഒരു റെസൊല്യൂഷൻ പാസ്സാക്കി. എന്താണ്, ഇനി നമ്മൾ എന്ത് ചെയ്യരുത്, ടു റെഡ്യൂസ് ദ ഗ്രീൻ ഹൗസ് ഗ്യാസസ്. അതായത് ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് നമ്മൾ എന്ത് ചെയ്യണം, ഓരോ രാജ്യങ്ങളും പുറന്തള്ളുന്നുണ്ട്, അതിന്റെ അളവ് കുറയ്ക്കണം എന്ന് അവർ അവിടെ വെച്ച് തീരുമാനിച്ചു. അതിന് വിളിക്കുന്ന പേരാണ്, ആ റെസൊല്യൂഷന് വിളിക്കുന്ന പേരാണ് മക്കളെ എന്ത്, ക്യോട്ടോ പ്രോട്ടോകോൾ എന്ന് വിളിക്കുന്നത് കേട്ടോ. ഓക്കെ, അടുത്തത് രണ്ടാമത്തെ ഇഷ്യൂ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓസോൺ ഡിപ്ലീഷൻ ആണ്. നമ്മുടെ ഓസോൺ, നമുക്കറിയാം നമ്മുടെ അന്തരീക്ഷം പല പാളികളായിട്ട് തിരിച്ചിട്ടുണ്ട്. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മെസോസ്ഫിയർ ആൻഡ് തെർമോസ്ഫിയർ എന്ന് പറഞ്ഞ പല സ്ട്രാറ്റ, പല തട്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇതില് നമ്മുടെ സ്ട്രാറ്റോസ്ഫിയറിൽ ഒരു ബ്ലൂ പെയിൽ ഗ്യാസ് ഉണ്ട്. ദാറ്റ് ഗ്യാസ് ആണ് എന്ത്, ഈ ഓസോൺ എന്ന് പറയുന്നത്. യെസ് മിസ്സേ, ഇതിൽ എത്ര മാർക്ക് ആണ്? ഈ ഭാഗത്ത് നിന്നൊക്കെ 2 മാർക്കിന്റെ ഒക്കെ ക്വസ്റ്റ്യനേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഈ ക്യോട്ടോ പ്രോട്ടോകോൾ ഒക്കെ വരുന്നത് മാച്ച് ദ ഫോളോയിങ്ങിൽ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിലൊക്കെ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ചോയ്സിലൊക്കെയാണ് വരാറ് കേട്ടോ. ഇനി ഈ ഓസോൺ ഡിപ്ലീഷൻ, ഈ ഓസോൺ എന്ന് പറയുന്ന ഈ ഒരു ലെയർ അന്തരീക്ഷത്തിലുണ്ട്. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഒരു ബ്ലൂ പെയിൽ ഗ്യാസ് ആണ് ശരിക്കും. പക്ഷേ ഈ ഗ്യാസിന്റെ തിക്നെസ് എന്ത് ചെയ്യാണ്, കുറഞ്ഞു വരികയാണ്. അപ്പൊ ആ ഗ്യാസിന്റെ ഉള്ളിൽ കൂടെ ഈ ഓസോൺ പാളിയൊക്കെ തുരന്ന് ആര് വരുന്നു, UV റേസ്, അൾട്രാ വയലറ്റ് റേസ് ഫ്രം ദ സൺ. സണ്ണിന്ന് ഇതെല്ലാം കൂടെ ഈ ഇതിൽ കൂടെ കൊണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഭൂമിയിൽ അത് പ്രശ്നമാണ്. കാരണം ഇവിടെ അതായത് ഇവിടെ പല പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇവിടെ അക്വാറ്റിക് ലൈഫിനെ ബാധിക്കും, ക്യാൻസർ വരും, കളർ ഓഫ് ലീഫ്, അതൊക്കെ ഇലയുടെ കളറൊക്കെ മാറി അങ്ങനെ പല പ്രശ്നങ്ങൾ വരും. അപ്പൊ ഈ അൾട്രാ വയലറ്റ് റേസ് ഒന്നും ഭൂമിയിൽ എത്താതെ അതിനെ അവിടെ തന്നെ പിടിച്ചു നിർത്തുന്നത് ആരായിരുന്നു, നമ്മൾ ഈ ഓസോൺ ആയിരുന്നു. പക്ഷെ എന്താ സംഭവിക്കുന്നത്, ഈ നമ്മുടെ ഇവിടെ ഓസോൺ ഡിപ്ലീഷൻ സംഭവിക്കുകയാണ്. കാരണം നമ്മൾ ഈ അടിച്ചുവിടുന്ന വാതകങ്ങളൊക്കെ ഇല്ലേ, ഗ്യാസസ് ഒക്കെ ഇല്ലേ, ബ്രോമൈൻ, ക്ലോറിൻ എന്നൊക്കെ പറയുന്നതൊക്കെ ഇല്ലേ, ഇതെല്ലാം അന്തരീക്ഷത്തിലെത്തിയിട്ട് എന്ത് ചെയ്യാണ്, ഈ ഓസോണിനെ എന്ത് ചെയ്യാണ്, നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാ രാജ്യങ്ങൾക്കും മനസ്സിലായി, ഇത് ശരിയല്ല എന്ന് മനസ്സിലായി. അങ്ങനെ എന്ത് ചെയ്യുക, മോൺട്രിയൽ, കാനഡയിൽ ഒരു മോൺട്രിയൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവരൊരു പ്രോട്ടോകോൾ തീരുമാനിക്കുകയാണ്. അതായത് CFC പോലുള്ള എന്താ പറയുക വാതകങ്ങൾ ഇനി നമ്മൾ കണ്ടമാനം അന്തരീക്ഷത്തിലേക്ക് കടത്തി വിടരുത് എന്നൊക്കെ തീരുമാനിച്ച് റെസൊല്യൂഷൻ എടുത്തു. അതാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, മോൺട്രിയൽ പ്രോട്ടോകോൾ എന്ന് നമ്മൾ വിളിക്കുന്നത് കേട്ടോ, മോൺട്രിയൽ പ്രോട്ടോകോൾ. അപ്പോൾ ക്യോട്ടോ പ്രോട്ടോകോൾ എന്ന് പറയുന്നത് എന്തിനെ കുറിച്ചായിരുന്നു? യെസ്, ഗ്ലോബൽ വാർമിംഗ് ആണെങ്കിൽ ദിസ് മോൺട്രിയൽ പ്രോട്ടോകോൾ ഈസ് റിലേറ്റഡ് ടു വാട്ട്, ഓസോൺ ഡിപ്ലീഷൻ ആണ് കേട്ടോ. 1 വേർഡ് ആണ് ഇവിടെ നമുക്ക് പഠിക്കേണ്ടത് കേട്ടോ. ഓക്കെ, നൗ കംസ് ദ സ്റ്റേറ്റ് ഓഫ് ഇന്ത്യാസ് എൻവയോൺമെന്റ്. ഇനി നമ്മൾ ഇന്ത്യയുടെ പ്രകൃതി എന്താണ് അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. നമുക്കറിയാം, നമുക്കിവിടെ പ്രോവേർട്ടി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് ഇല്ലേ, അതായത് എന്താ പറയുക, ദാരിദ്ര്യം. പക്ഷേ ഈ ദാരിദ്ര്യം ഇല്ലാതാക്കണമെങ്കിൽ നമുക്കിവിടെ ഉറപ്പാണ് ആൾക്കാർക്ക് ജോലി കിട്ടണം, അപ്പോൾ ഇൻഡസ്ട്രീസ് ഒക്കെ വളരണം. അപ്പോൾ ഇതൊരു പ്രശ്നമാണ്. പക്ഷേ ഇൻഡസ്ട്രീസ് വന്നാൽ നമുക്കറിയാം അവിടെ ഓട്ടോമാറ്റിക്കലി എന്തുണ്ടാവും, പൊല്യൂഷൻ ഉണ്ടാവും. പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. കാരണം വന്നു കഴിഞ്ഞാൽ എയർ പൊല്യൂഷൻ, ഈ ഫാക്ടറീസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, സോയിൽ ഇറോഷൻ, ഡീഫോറസ്റ്റേഷൻ, ഇതെല്ലാം ഇവിടെ സംഭവിക്കും കേട്ടോ.
ദ പ്രയോറിറ്റി ഇഷ്യൂസ് ഐഡന്റിഫൈഡ് ഇൻ ഇന്ത്യ. ഇനി ഇന്ത്യയിൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്ന് ചോദിച്ചാൽ ഒന്നാമത്തതായിട്ട് ലാൻഡ് ഡീഗ്രഡേഷൻ ആണ്. നമ്മുടെ ഭൂമിയിലെ അതായത് മണ്ണ് വ്യവസ്ഥ അതൊക്കെ എന്ത് ചെയ്യാൻ നശിച്ചുകൊണ്ടിരിക്കുന്നു. ദെൻ ബയോഡൈവേഴ്സിറ്റി ലോസ് ആണ് മക്കളെ. ബയോഡൈവേഴ്സിറ്റി ലോസ് എന്ന് പറഞ്ഞാൽ ചില ജീവജാലങ്ങളൊന്നും ഭൂമിയിൽ ഇല്ല, കാണാനേ ഇല്ല, അത് നശിച്ചു പോയി. Then air pollution with a special reference to vehicular pollution in urban areas. കണ്ടോ, പെട്ടെന്ന് ഈ ഗ്രാമമല്ല പട്ടണങ്ങളിൽ വെഹിക്കുലർ അതായത് ഈ പൊല്യൂഷൻ്റെ അളവ് കൂടുതലാണ്. എസ്പെഷ്യലി വെഹിക്കിൾ ഒക്കെ അവരാണ് പെട്രോളിയൊക്കെ ഉപയോഗിച്ചല്ലേ ഇത് കത്തിക്കുന്നത്, പെട്രോളൊക്കെ. അപ്പോൾ എന്ത് സംഭവിക്കും? പൊല്യൂട്ടഡ് ആവുകയാണ്. അതേപോലെ ഫ്രഷ് വാട്ടർ മാനേജ്മെന്റ് ഇല്ല, നല്ല വെള്ള സംരക്ഷണമൊന്നും ഇവിടെ ഇല്ല. അതായത് നല്ല ശുദ്ധജലങ്ങളൊന്നും സംരക്ഷിക്കപ്പെടുന്നില്ല, അതൊക്കെ പൊല്യൂട്ടഡ് ആയിക്കൊണ്ടിരിക്കുന്നു. അതേപോലെ സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ്. ഇപ്പം സോളിഡ് വേസ്റ്റ് ഖരമാലിന്യങ്ങളുണ്ട്. ഇപ്പം നമ്മുടെ ലാപ്ടോപ്പ് കേടായി എന്ത് ചെയ്യും, TV കേടായി എന്ത് ചെയ്യും, അങ്ങനെയുള്ള ഈ സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് ഇതൊക്കെയാണ് നമ്മുടെ നമ്മുടെ ഈ പ്രോബ്ലംസ് കേട്ടോ. ഇന്ത്യ അനുഭവിക്കുന്ന പ്രോബ്ലംസ് ആണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്നത് ലാൻഡ് ഡീഗ്രഡേഷൻ ആണ്. അതായത് നമ്മുടെ ഭൂമി നശിച്ചു കൊണ്ടിരിക്കുന്നു കണ്ടോ, വിണ്ട് കീറി പൊട്ടിപ്പൊളിഞ്ഞ് ആകെ കൊള്ളാണ്ട് അയക്കുന്നു. കാരണം ഇത് എന്താണ് ലാൻഡ് ഡീഗ്രഡേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്വാളിറ്റി ഓഫ് സോയിൽ, വാട്ടർ, വെജിറ്റേഷൻ അതൊക്കെ നശിക്കുകയാണ്. അതായത് ഭൂമിയുടെ ഫലഭൂയിഷ്ഠത, മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത, വാട്ടർ, വെജിറ്റേഷൻ ഇതൊക്കെ നശിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലാൻഡ് ഡീഗ്രഡേഷൻ. ഇനി ഇന്ത്യയിൽ ലാൻഡ് ഡീഗ്രഡേഷൻ നടക്കാനുള്ള കാരണങ്ങൾ മക്കളെ ഇതിൽ ഒരു 6 പോയിന്റ്സ് മക്കൾ പഠിച്ചു വെക്കണം കേട്ടോ. 6 പോയിന്റ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷയ്ക്ക് ചോദിച്ചായിരുന്നു. റൈറ്റ് ഇനി 6 എന്ന് പറഞ്ഞ് പരീക്ഷയ്ക്ക് ചോദിച്ചായിരുന്നു കേട്ടോ. റീസൺസ് ഫോർ ദ ലാൻഡ് ഡീഗ്രഡേഷൻ. നമ്മുടെ ഈ ലാൻഡ് നശിക്കുക, ഡീഗ്രേഡ് ചെയ്യാവുന്ന നശിക്കുകയാണ് മക്കളെ. ആ ലാൻഡ് ഡീഗ്രഡേഷൻ നടക്കാനുള്ള കാരണങ്ങൾ എന്താണ്? ഞാൻ ഈ അണ്ടർലൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ സർക്കിൾ ഇടുന്ന പോയിന്റ് മാത്രം പഠിക്കുക. ദ ഫസ്റ്റ് വൺ ഈസ് ഡീഫോറസ്റ്റേഷൻ. അതായത് കാട് വെട്ടിത്തെളിക്കുക, അതാണ് ഒന്നാമത്തെ കേട്ടോ. അടുത്ത എന്താണെന്നറിയോ? ഫ്യൂവൽ കേട്ടോ. ഫ്യൂവൽ വുഡ് എക്സ്ട്രാക്ഷൻ ആൻഡ് ഫോഡർ എക്സ്ട്രാക്ഷൻ. അണ്ടർലൈൻ ചെയ്യുന്ന ഇത് മാത്രം പഠിക്കുക. അതായത് ഫ്യൂവൽ വുഡ് എന്ന് പറഞ്ഞാൽ മിസ്സിന്റെ പോർഷൻ ഇപ്പം കഴിയും കേട്ടോ. സിറാജ് സാറിൻ്റെ ഉണ്ട്, പക്ഷെ ഞാൻ ഇത് വേണ്ടത് അതാണ് ഞാൻ ഓടുന്നത്. ഓക്കെ, നിങ്ങളുടെ ടൈം ഞാൻ വേസ്റ്റ് ആക്കുന്നില്ല. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, ഫ്യൂവൽ വുഡ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഈ അടുപ്പൊക്കെ കത്തിക്കാൻ വിറകില്ലേ, അതെടുക്കുക. അതേപോലെ ഫോഡർ എക്സ്ട്രാക്ഷൻ, കന്നുകാലികൾക്ക് ഭക്ഷണം അതൊക്കെ കൂടുതലായിട്ട് എടുക്കുന്ന സമയത്ത് ഡീഫോറസ്റ്റേഷൻ വരും. പിന്നെയുള്ള എന്താണെന്നറിയോ? ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ. അപ്പോൾ മൂന്നാമത്തെ പോയിന്റായി. ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ എന്ന് പറയുന്നത് ഇത് മെയിനായിട്ട് നമ്മുടെ ഹില്ലി ഏരിയാസിലാണ്, മലമുകളിൽ അവിടെയൊക്കെ താമസിക്കുക. എസ്പെഷ്യലി ട്രൈബൽസിൻ്റെ ഇടയിലാണ് ഇത് നടക്കാറ്. ഈ ട്രൈബൽസ് എന്താ ചെയ്യാന്ന് വെച്ചാൽ കാടൊക്കെ അങ്ങോട്ട് വെട്ടിത്തെളിക്കും, എന്നിട്ട് അവിടെ കൃഷി ചെയ്യും. എന്നിട്ട് അതിൻ്റെ ഫെർട്ടിലിറ്റി ഒക്കെ പോയി കഴിഞ്ഞാൽ ഇവർ വേറെ സ്ഥലത്തേക്ക് പോയിട്ട് എന്ത് ചെയ്യും? അത് എന്ത് ചെയ്യും? വെട്ടിത്തെളിക്കും. അങ്ങനെ കൃഷി രീതിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ. ആ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ ഇസ് നോട്ട് ഗുഡ്. കാരണം എന്താ? അത് ഡീഫോറസ്റ്റേഷൻ ആണ്, അത് പൊല്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം സോയിൽ ഇറോഷൻ വരും. അങ്ങനെ അതുകൊണ്ട് ഇത് നല്ലതല്ല. അപ്പം ലാൻഡ് നശിക്കാനുള്ള ഒരു കാരണം എന്താണ്? ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ. മക്കളെ, ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ എന്താ എങ്ങനെയാണെന്നൊന്നും നിങ്ങൾ എഴുതണ്ട. യു ജസ്റ്റ് റൈറ്റ് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ. അടുത്തത് ഫോറസ്റ്റ് ഫയേഴ്സ്. നിങ്ങൾക്ക് എളുപ്പമുള്ള പോയിന്റ് പഠിച്ചോളൂ കേട്ടോ. കാട്ടുതീ അത് വന്നാലും ലാൻഡ് നശിക്കും. അതേപോലെ ഓവർ ഗ്രേസിംഗ് ഓഫ് ആനിമൽസ്, അധികമായിട്ട് കന്നുകാലികളൊക്കെ മേഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ ഭൂമി എന്ത് ചെയ്യും? നശിക്കും. ഇപ്പൊ എത്ര പോയിന്റായി? 1, 2, 3, 4, 5 ഇല്ലേ? ഇനി വേണമെങ്കിൽ അടുത്ത് എഴുതിക്കോളൂ. യൂസ് ഓഫ് ആഗ്രോ കെമിക്കൽസ് സച്ച് ആസ് ഫെർട്ടിലൈസേഴ്സ്. കണ്ടോ, നമ്മൾ കൂടുതലായിട്ട് ഈ ഫെർട്ടിലൈസേഴ്സും പെസ്റ്റിസൈഡ്സും ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? നമ്മുടെ ഭൂമി എന്ത് ചെയ്യും? നശിച്ചു വരും. മക്കളെ, ഇപ്പം നോക്ക് 6 പോയിന്റ് ആയില്ലേ? ഈ 6 പോയിന്റ് ഇങ്ങനെ പോയിന്റ് ആയിട്ട് എഴുതിയാൽ മതി കേട്ടോ. ഡീഫോറസ്റ്റേഷൻ, അതേപോലെ ഫ്യൂവൽ വുഡ് ആൻഡ് ഫോഡർ എക്സ്ട്രാക്ഷൻ, ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ, ഫോറസ്റ്റ് ഫയർ ഒറ്റ പോയിന്റ് ആക്കിക്കോ, പ്രോബ്ലം ഇല്ല. ഓവർ ഗ്രേസിംഗ് ഓഫ് ആനിമൽസ് ഒറ്റ പോയിന്റ് ആയിക്കോളൂ. ഓക്കെ, അങ്ങനെ ഇതെല്ലാം 8 മാർക്കിന്റെ എസ്സേ കേട്ടോ. ഇത് ചിലപ്പോൾ 3 മാർക്കിനും 4 മാർക്കിനൊക്കെ ചോദിക്കും. ഇവിടെ 6 പോയിന്റ്സ് ചോദിച്ചത് കൊണ്ട് അത് മിക്കവാറും 3 മാർക്കിന്റെ ക്വസ്റ്റ്യനാണ് വന്നിട്ടുണ്ടാവുക കേട്ടോ. അപ്പൊ ഏതെങ്കിലും ഒരു 6 പോയിന്റ്സ് മക്കൾ ഇത് പഠിച്ചു വെക്കുക കേട്ടോ. Now comes the next one, environmental protection movement ആണ്. നമ്മൾ എൻവയോൺമെന്റ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആണ് നമ്മുടെ ചാപ്റ്റർ. നമ്മൾ ഇതിൽ ആദ്യം എൻവയോൺമെന്റിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഇപ്പൊ നമ്മൾ എൻവയോൺമെന്റ് തീരും, എന്നിട്ട് നമ്മൾ ഡയറക്റ്റ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിലേക്ക് ചവിട്ടി കയറുകയാണ് ചെയ്യുക കേട്ടോ. എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ മൂവ്മെന്റ് നോക്കിയേ. ഇതിൽ ചിപ്കോ മൂവ്മെന്റ് ഉണ്ട്, എപ്പിക്കോ മൂവ്മെന്റ് ഉണ്ട്. ചിപ്കോ മൂവ്മെന്റ് നടന്ന എവിടെയാണെന്നറിയോ? ഹിമാലയാസിലാണ്. 1973 സുന്ദർലാൽ ബഹുഗുണ ഇവരുടെ നേതൃത്വത്തിലാണ് ഒരു പ്രൊട്ടക്റ്റിംഗ്, അതായത് സ്റ്റാർട്ടഡ് ഫോർ പ്രൊട്ടക്റ്റിംഗ് ഫോറസ്റ്റ് ആണ്. അതായത് പെണ്ണുങ്ങളെല്ലാം കൂടെ പോയിട്ട് എന്ത് ചെയ്തു? മരത്തിനെ അങ്ങോട്ട് കെട്ടിപ്പിടിച്ചു. അപ്പോൾ മരം വെട്ടാൻ ഇവരെ സമ്മതിച്ചില്ല. മരം വെട്ടാൻ ആൾക്കാർ വന്നപ്പോൾ തിരിച്ചു പോകേണ്ടി വന്നു. അതാണ് ചിപ്കോ മൂവ്മെന്റ്. പക്ഷെ ഇത് നടന്നത് ഹിമാലയത്തിലാണെങ്കിൽ അതേപോലത്തെ ഒരു സെയിം മൂവ്മെന്റ് എവിടെ നടന്നിട്ടുണ്ട്? യെസ്, കർണാടകയിൽ നടന്നിട്ടുണ്ട്. ദാറ്റ് മൂവ്മെന്റ് ഈസ് നോൺ ആസ് എപ്പിക്കോ.
അപ്പിക്കോ മൂവ്മെന്റ്. ഓക്കെ, അപ്പിക്കോ മൂവ്മെന്റ് ആണ്. ദാറ്റ് ഈസ് ലെഡ് ബൈ പാണ്ഡുരംഗ ഹെഡ്. ഓക്കെ, കർണാടകയിൽ നടന്നു 1983. നിങ്ങളിത് മാച്ച് ദ ഫോളോയിങ്ങിലൊക്കെ ചോദിക്കാനാണ് ചാൻസ് കേട്ടോ. അതായത് ചിപ്കോ മൂവ്മെന്റും അതുപോലെ എന്താണ് എപ്പിക്കോ മൂവ്മെന്റും. ഓക്കെ, അത് അവിടെ പറഞ്ഞു സുജിത്ത്. യെസ്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആൻഡ് ഇറ്റ്സ് സ്ട്രാറ്റജീസ്. ഇതാണ് ചിപ്കോയും അപ്പിക്കോ മൂവ്മെന്റും. കഴിഞ്ഞു. ഇനി അടുത്താണ് നമ്മൾ ഏത് വരുന്നത്? സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഓക്കെ, ഇവിടെയാണ് കുഞ്ഞുങ്ങളെ നമ്മുടെ 8 മാർക്കിന്റെ essay ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. മീനിങ് എഴുതണം. എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഡെവലപ്മെന്റ് വിച്ച് മീറ്റ് ദ നീഡ്സ് ഓഫ് പ്രസന്റ് ജനറേഷൻ. അതായത് ഇപ്പോഴത്തെ ജനറേഷന്റെ ആവശ്യം സാറ്റിസ്ഫൈ ചെയ്യണം. അറ്റ് ദ സെയിം ടൈം എബിലിറ്റി ഓഫ് ഫ്യൂച്ചർ ജനറേഷൻ ടു മീറ്റ് ദെയർ വിത്തൗട്ട് റെഡ്യൂസിങ് എബിലിറ്റി ഓഫ് ദ ഫ്യൂച്ചർ ജനറേഷൻ ടു മീറ്റ് ദെയർ ഓൺ നീഡ്സ്. അതായത് നമ്മളിപ്പോൾ എന്തൊക്കെ ഈ പ്രകൃതിയിൽ നിന്ന് കിട്ടി എൻജോയ് ചെയ്യുന്നുണ്ടോ അത് ഒട്ടും കുറയാതെ ആർക്കും എൻജോയ് ചെയ്യാൻ വിട്ടുകൊടുക്കണം. നമ്മുടെ വരും തലമുറയ്ക്ക് എന്ത് ചെയ്യണം? വിട്ടുകൊടുക്കണം. അല്ലാതെ ഇപ്പോൾ ഉള്ളത് മുഴുവൻ ഇങ്ങോട്ട് ഉപയോഗിച്ചിട്ട് ഈ വരും തലമുറ മേലോട്ട് നോക്കി നിൽക്കാൻ സമ്മതിക്കരുത്. കാരണം എന്താണ്? അവർക്കും കിട്ടണം. നമ്മൾ ഇന്നിപ്പോൾ കൽക്കരിയും പെട്രോളിയം ഒക്കെ ഉപയോഗിക്കുന്നില്ലേ മക്കളെ? അത് തന്നെ ആർക്കും കിട്ടണം. ഇനി വരുന്ന ജനറേഷനും കിട്ടിയിരിക്കണം. അപ്പൊ അങ്ങനെയുള്ള ഒരു വികസനമായിരിക്കണം നടക്കേണ്ടത്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് വിളിക്കുന്നത്. നമ്മുടെ essay ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. 8 മാർക്കിന്റെ essay ക്വസ്റ്റ്യൻ ആണ്. ഉറപ്പിച്ചോ കേട്ടോ. നോക്കിക്കോളൂ. സ്ട്രാറ്റജീസ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഒരു 8 പോയിന്റ് ഉണ്ട്. ഈ 8 പോയിന്റിന് എന്ത് ചെയ്യണം മക്കളെ? വിത്ത് എക്സ്പ്ലനേഷൻ നിങ്ങൾ ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ 1 മാർക്ക് പോലും ആരും കുറയ്ക്കില്ല. അപ്പൊ 8 മാർക്കിന് എക്സ്പ്ലനേഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ യു റൈറ്റ് ഇൻ യുവർ ഓൺ വേർഡ്സ്. പോയിന്റ് അവിടെ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്യുക. പക്ഷെ ഉള്ളിലുള്ള ഗ്യാസ് നിങ്ങൾ എഴുതുക. മനസ്സിലാക്കിയിട്ട് അങ്ങോട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ സ്ട്രാറ്റജീസ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിൽ ദ ഫസ്റ്റ് വൺ ഈസ്, ഞാൻ ഇവിടെ യെല്ലോ കളറിൽ ഇട്ട് കണ്ടില്ലേ, അതാണ് പോയിന്റ് കേട്ടോ. യൂസ് ഓഫ് നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി. അതായത് നമ്മൾ എന്ത് ചെയ്യണം? കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി, കോളും പെട്രോളിയം, അതാണ് കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി. അതൊക്കെ അങ്ങോട്ടേക്ക് തട്ടി മാറ്റിയിട്ട് എന്തുപയോഗിക്കണം? നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി ഉപയോഗിക്കണം. അതായത് സോളാർ എനർജി, വിൻഡ് എനർജി, ടൈഡൽ എനർജി, ഇതൊക്കെ ഉപയോഗിക്കുക. കാരണം എന്താണെന്നറിയോ? കോളും പെട്രോളിയം ഒക്കെ ഉപയോഗിക്കുമ്പോൾ എന്ത് വരും? പൊല്യൂഷൻ വരും. പക്ഷേ ഈ നമ്മുടെ സോളാർ എനർജി, വിൻഡ് എനർജി ഒക്കെ ഉപയോഗിക്കുമ്പോൾ എന്ത് വരത്തില്ല? യെസ്, ഇത് വരില്ല. അതായത് പൊല്യൂഷൻ വരില്ല. കേട്ടല്ലോ? അപ്പൊ മിസ് പറഞ്ഞ എക്സ്പ്ലനേഷൻ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ എഴുതിയാൽ മതി. ഗോ ഫോർ ദാറ്റ്, നോ പ്രോബ്ലം. ഓക്കെ, ഇനി അടുത്തത് നോക്കിയേ. രണ്ടാമത്തത് LPG ആൻഡ് ഗോബർ ഗ്യാസ് ഇൻ റൂറൽ ഏരിയാസ്. അവിടെ അതെ, ഐ എം വെരി ഹാപ്പി ടു സീ ദാറ്റ്. അവിടെ ഉത്തരങ്ങളൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. വെരി ഗുഡ്. ഇനി നമ്മൾ ഗ്രാമപ്രദേശങ്ങളിൽ, റൂറൽ ഏരിയാസിൽ നമ്മൾ എന്താ ഉപയോഗിക്കേണ്ടത്? LPG, ലിക്വിഡ് പെട്രോളിയം ഗ്യാസ് സിലിണ്ടർ. ഓക്കെ, ദെൻ ഗോബർ ഗ്യാസ് പ്ലാന്റ്, ചാണകത്തിൽ നിന്ന് ഉണ്ടാക്കുക, ഗ്യാസ് ഉണ്ടാക്കുക. ഇത് ഉപയോഗിക്കണം. ആരാണ്? ദയ. അത് കറക്റ്റ് ആണല്ലോ മോളെ. ഓക്കെ, LPG ഗോബർ ഗ്യാസ് ഇൻ റൂറൽ ഏരിയാസ്. നോക്ക്, നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ സാധാരണ പെണ്ണുങ്ങൾ അടുപ്പ് കത്തിക്കാൻ എന്താണ് ഉപയോഗിക്കുക? വിറക് വെച്ചിട്ടാണ് ഭക്ഷണങ്ങളൊക്കെ പാചകം. അവരുടെ മീഡിയം അതായിരുന്നു അല്ലേ? വിറക് വെച്ചിട്ട്. അപ്പൊ ഈ വിറകിന് വേണ്ടിയിട്ട് അവർ എങ്ങോട്ട് കയറി ചെല്ലും? കാട്ടിലേക്കൊക്കെ കയറി ചെന്ന് കണ്ട മരങ്ങളൊക്കെ വെട്ടി വിറകുണ്ടാക്കും. അത് ഒഴിവാക്കണം. കാരണം അത് ഡീഫോറസ്റ്റേഷൻ ആണ് അല്ലേ? അപ്പൊ എന്താണ്? നമ്മൾ ലിക്വിഡ് പെട്രോളിയം ഗ്യാസ് ഉണ്ടാക്കണം. ഗ്യാസ് ആണ് ഉണ്ടാക്കണം, അല്ല അതാണ് ഉപയോഗിക്കേണ്ടത് കേട്ടോ. ഓക്കെ, LPG ഗോബർ ഗ്യാസ് പ്ലാന്റ് ഈസ് ബീങ് പ്രൊവൈഡഡ് ത്രൂ ഈസി ലോൺസ് ആൻഡ് സബ്സിഡി. ഇന്ന് ഗവൺമെന്റ് ഇതൊക്കെ, അതായത് ഗോബർ ഗ്യാസ് പ്ലാന്റ് ഉണ്ടാക്കണമെങ്കിൽ സബ്സിഡി ലോൺ ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് പ്രൊമോട്ട് ചെയ്യുക. കാരണം അത് പൊല്യൂട്ടഡ് അല്ല. ദാറ്റ്സ് വൈ. ഓക്കെ, ഇനി അടുത്തത് നോക്കിയേ. മൂന്നാമത്തത് CNG ഇൻ അർബൻ ഏരിയാസ്. മക്കളെ, CNG എന്ന് പറഞ്ഞാൽ കംപ്രസ്ഡ് നാച്ചുറൽ. LPG ഫുൾ ഫോം പറയോ? വൈ നോട്ട്? ലിക്വിഡ് പെട്രോളിയം ഗ്യാസ്. അതാണ് LPG. അല്ലാതെ നിങ്ങളുടെ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ അല്ല കേട്ടോ. ഇവിടെ LPG എന്ന് പറയുന്നത് എന്തായിരുന്നു? ലിക്വിഡ് പെട്രോളിയം ഗ്യാസ്. മക്കളെ, നിങ്ങൾ ഈ സിലിണ്ടറിലെ വീട്ടിലുള്ള അടുക്കളയിലുള്ളത് അതാണ് സംഭവം. അടുത്ത നോക്ക്. CNG ഇൻ അർബൻ ഏരിയാസ്. ഗ്രാമപ്രദേശങ്ങളിൽ, പട്ടണങ്ങളിൽ അല്ല, ഗ്രാമപ്രദേശങ്ങളിൽ നിങ്ങൾ LPGയും ഗോബർ ഗ്യാസ് ഉപയോഗിക്കുക. അത് തന്നെ, ഇതിന്റെയൊക്കെ ലിക്വിഡ് പെട്രോളിയം ഗ്യാസ് എന്നൊക്കെ അങ്ങോട്ട് അടിച്ചു വിട്ടോ കേട്ടോ. എക്സ്പ്ലനേഷനിലൊക്കെ കയറ്റി പിടിപ്പിച്ചോ നിങ്ങള്. CNG ഇൻ അർബൻ ഏരിയാസ് എന്ന് പറഞ്ഞാൽ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് ആണ്. അത് വേണം എവിടെ ഉപയോഗിക്കാൻ? പട്ടണങ്ങളിൽ ഉപയോഗിക്കാൻ. കാരണം നമുക്കറിയാം ഏറ്റവും കൂടുതൽ പൊല്യൂട്ടഡ് ആവുന്നത് എവിടെയാണ്? നഗരങ്ങളിലാണ്, സിറ്റികളിലാണ് അല്ലേ? കാരണം കൂടുതൽ വെഹിക്കിൾസും ഒക്കെ ഉപയോഗിക്കുന്നത് ഈ സിറ്റി സൈഡിലാണ്. അതുകൊണ്ട് അത് വളരെ പൊല്യൂട്ടഡ് ആണ്. അപ്പൊ അവിടെ എന്ത് ഉപയോഗിക്കണം? കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് ഉപയോഗിക്കണം. എസ്പെഷ്യലി ഡൽഹി. മക്കൾക്ക് അറിയായിരിക്കും, ഡൽഹി ക്വാളിറ്റി ഓഫ് എയർ ഈസ് വെരി ലെസ്.
അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര പൊടിയും അതും ഇതും ഗ്യാസും ഒക്കെയാണ്, ക്വാളിറ്റി എയർ വളരെ മോശമാണ് അവിടുത്തെ. അപ്പോൾ അവർ പറയുന്നുണ്ട് അവരുടെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റത്തിൽ അവരെന്ത് ഉപയോഗിക്കണം, CNG കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് ഉപയോഗിക്കണം. നിങ്ങൾ നമ്മുടെ ഇവിടെ കുറേ CNG ഓട്ടോറിക്ഷ കണ്ടില്ലേ, മഞ്ഞയും പച്ചയും അത് തന്നെ. ഓക്കെ, ആൻഡ് പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഹാസ് സിഗ്നിഫിക്കൻ്റ്ലി ലോവേർഡ് എയർ പൊല്യൂഷൻ. അപ്പോൾ ഈ CNG ഉപയോഗിക്കുമ്പോൾ എന്ത് സംഭവിക്കും, നമുക്ക് ഈ പൊല്യൂഷൻ എന്ത് ചെയ്യാം, കുറച്ചു കൊണ്ടുവരാം. നൗ കംസ് ദ നെക്സ്റ്റ് വൺ, വിൻഡ് പവർ. വിൻഡ് പവർ ഞാൻ പറയുന്നതിന് മുന്നേ അവിടെ എഴുതി വിൻഡ് പവർ എന്ന്. വെരി ഗുഡ്. വിൻഡ് പവർ അതായത് എവിടെയാണോ കാറ്റിന്റെ വേഗത കൂടുതൽ, ഇപ്പൊ നമ്മൾ ഈ പാലക്കാട് കർണാടക സൈഡിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാം മക്കളെ, ഇഷ്ടംപോലെ NHന്റെ സൈഡിലെല്ലാം വിൻഡ് മിൽസ് ആണ്. കാരണം അവിടെ കാറ്റിന്റെ ശക്തി, വരുന്ന ശക്തി വളരെ, വെലോസിറ്റി ഓഫ് വിൻഡ് എന്ന് പറയുന്നത് എന്താണ്, വളരെ കൂടുതലാണ്. മനസ്സിലായോ? അപ്പൊ ആ വിൻഡിന്റെ വെലോസിറ്റി കൂടുതലുള്ള സ്ഥലത്ത് നമ്മൾ എന്ത് വെക്കണം, എന്ത് വെക്കണം, നമ്മൾ വിൻഡ് മിൽസ് വെക്കണം. അങ്ങനെ വിൻഡ് മിൽസ് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ കാറ്റിൽ നിന്ന് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കാം. അത് ഏറ്റവും നല്ല ഗുണകരമായ ഒന്നാണ് മക്കളെ. കാരണം ഇറ്റ് ഡസ് നോട്ട് കോസ് എനി പൊല്യൂഷൻ. ഇത് ഒരു തരത്തിലുള്ള പൊല്യൂഷനും മലിനീകരണവും ഉണ്ടാക്കുന്നില്ല കേട്ടോ. കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്, CNGയുടെ ഫുൾ ഫോം പറഞ്ഞു തന്നു കേട്ടോ. ഞാൻ പറഞ്ഞു തന്നില്ല, ഞാൻ ഇവിടെ 2-3 പ്രാവശ്യം പറഞ്ഞു, പക്ഷെ അവിടെ പിള്ളേർ പറഞ്ഞു. ഓക്കെ, ലാൻഡ് ഡീഗ്രേഡേഷൻ വരുമോ മിസ്? വരും. മിസ് പറഞ്ഞില്ലേ, റീസൺസ് ഫോർ ലാൻഡ് ഡീഗ്രേഡേഷൻ ഒരു 6 പോയിന്റ് പഠിക്കാൻ മിസ് പറഞ്ഞില്ലേ, അത് വരും കേട്ടോ, പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, നൗ കം സോളാർ പവർ ത്രൂ ഫോട്ടോ വോൾട്ടായിക് സെൽസ്. അടുത്തതാണ് സോളാർ പവർ ഉപയോഗിക്കുക, അതായത് ഫോട്ടോ വോൾട്ടായിക് സെൽ. നമുക്കറിയാം നമ്മുടെ രാജ്യം ഇഷ്ടംപോലെ സൺലൈറ്റ് കിട്ടുന്ന ഒരു രാജ്യമാണ് അല്ലേ, ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഈ സോളാർ പാനൽ കണ്ടില്ലേ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇത് വെരി കോമൺ നൗ ഡേയ്സ്. ഈ സോളാർ പാനലിൽ എന്തുണ്ടെന്ന് അറിയോ, ഫോട്ടോ വോൾട്ടായിക് സെൽസ് ഉണ്ട്. ഈ സെല്ലിൽ ഈ സൺലൈറ്റ് പതിക്കുമ്പോൾ അതിനെന്താക്കി ക്രിയേറ്റ് ചെയ്യപ്പെടും, സോളാർ എനർജി കൺവേർട്ടഡ് ആവും, എന്തായിട്ട്, ഇലക്ട്രിസിറ്റി ആയിട്ട് എന്ത് ചെയ്യും, കൺവേർട്ടഡ് ആവും. കാരണം ഇത് വളരെ നല്ലതാണ്, ബിക്കോസ് ഇറ്റ് ഡസ് നോട്ട് കോസ് എനി പൊല്യൂഷൻ. ഇതും പൊല്യൂഷൻ ഉണ്ടാക്കുന്നില്ല കേട്ടോ. അപ്പൊ എവിടെയൊക്കെ നല്ല എന്താ പറയാ സൂര്യപ്രകാശം കിട്ടുന്നുണ്ടോ അവിടെയൊക്കെ പോയിട്ട് എന്ത് ചെയ്യുക, സോളാർ പാനൽ അങ്ങോട്ട് വെച്ചോളുക, ഇലക്ട്രിസിറ്റി അങ്ങോട്ട് ഉൽപ്പാദിപ്പിക്കുക. കാരണം ഇത് ഡസ് നോട്ട് കോസ് എനി പൊല്യൂഷൻ. നൗ കംസ് മിനി ഹൈഡൽ പവർ പ്ലാന്റ്സ്, അതായത് ചെറിയ ഹൈഡൽ പവർ പ്ലാന്റ്സ് ഉണ്ടാക്കുക. പവർ പ്ലാന്റ്സ് ഇപ്പൊ നമുക്കറിയാം ഇടുക്കി അവിടെ അങ്ങനത്തെയൊക്കെ വലിയ അമണ്ടൻ കൂറ്റൻ ഡാമുകളൊന്നും കെട്ടിപ്പൊക്കാതെ നമുക്ക് ചെറിയ കുഞ്ഞു ഡാമൊക്കെ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യാം, കുറച്ച് അതായത് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാം. നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഇഷ്ടംപോലെ മൗണ്ടെയിൻസും, ആ മൗണ്ടെയിൻസ് കൂടെ ഇഷ്ടംപോലെ ചെറിയ അരുവികളും ഒക്കെ വാട്ടർഫോൾസ് ഒക്കെ ഉള്ള സ്ഥലങ്ങളാണ്. നോക്ക്, സ്ട്രീംസ് ഓൾമോസ്റ്റ് ഫൗണ്ട് എവ്രിവർ. അപ്പൊ എല്ലാ സ്ഥലത്തും ഇതുണ്ട്, ചെറിയ അരുവികളും ചെറിയ വാട്ടർഫോൾസ് ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഒരു മിനി ഹൈഡൽ പവർ പ്ലാന്റ്, മിനി എന്ന് പറഞ്ഞാൽ അറിയില്ലേ, ചെറിയൊരു ഹൈഡൽ പവർ പ്ലാന്റ്സ് വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുക. പക്ഷേ ഈ ഉണ്ടാക്കുന്ന ഇലക്ട്രിസിറ്റി ലോകം മുഴുവൻ കൊടുക്കാനൊന്നും പറ്റില്ലായിരിക്കും. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, ചെറിയ അതായത് ലോക്കൽ ഡിമാൻഡ്സ്, ചുറ്റുവട്ടമുള്ളവർക്കൊക്കെ എന്ത് ചെയ്യാം, ഇലക്ട്രിസിറ്റി പ്രൊവൈഡ് ചെയ്യാം. അതാണ് നമ്മുടെ മിനി ഹൈഡൽ പവർ പ്ലാന്റ്സ്. മക്കളെ, നമ്മൾ വലിയ കൺസ്ട്രക്ഷൻ ഓഫ് ഹൈഡൽ പവർ പ്ലാന്റ്സ് വന്നു കഴിഞ്ഞാൽ പ്രശ്നങ്ങളാവും. ഇപ്പൊ നമുക്കറിയില്ലേ, മുല്ലപ്പെരിയാർ അണക്കെട്ടൊക്കെ നമുക്കറിയാം അല്ലേ. അപ്പൊ അതൊക്കെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. കാരണം അതൊക്കെ നമ്മുടെ എർത്തിനെ ഇംബാലൻസ് ആക്കുന്നാണ് പറയുന്നത്. അപ്പൊ ഈ മിനി ഹൈഡൽ പവർ പ്ലാന്റ്സ് ആണെങ്കിൽ ലാൻഡിന്റെ പാറ്റേൺ ഒന്നും വ്യത്യാസമാവുന്നില്ല. അപ്പൊ ഇതാണ് അടുത്ത പോയിന്റ്. നൗ കംസ് ദ നെക്സ്റ്റ് വൺ, ട്രഡീഷണൽ നോളജ് ആൻഡ് പ്രാക്ടീസസ്. കണ്ടോ, നമ്മൾ പഴയ ഇതിലേക്ക് പോവാ. അലോപ്പതിയും ചികിത്സയും ഒക്കെ വിട്ടിട്ട് നമ്മൾ എങ്ങോട്ട് പോകാനാ പറഞ്ഞതെന്നറിയോ, നമ്മൾ പഴയകാല മെഡിസിൻ ആയുർവേദയ്ക്ക് ഇല്ലേ മക്കളെ, യുനാനി, ആ ചിന്ത ഇതിലേക്ക് പോകണമെന്നാണ് പറയുന്നത്. പരമ്പരാഗതമായിട്ട് ഈ ഇന്ത്യക്കാര് നമ്മുടെ പ്രകൃതിയുമായിട്ട് വളരെ ക്ലോസ് ആണ്. ഓക്കെ, ദേ പ്രാക്ടീസ് എൻവയോൺമെന്റ് ഫ്രണ്ട്ലി അഗ്രികൾച്ചർ സിസ്റ്റം. നമ്മൾ കൃഷി രീതി എന്ന് പറയുന്നത് നമ്മുടെ പ്രകൃതിക്ക് യോജിച്ച് തന്നെയാണ്. മിസ്സേ, എക്സാം മൺഡേ ആണോ ട്യൂസ്ഡേ ആണോ? എക്സാം മൺഡേയും ട്യൂസ്ഡേ അല്ല, ഇക്കണോമിക്സ് എക്സാം ഈസ് ഓൺ വെനസ്ഡേ. അടാ, വെനസ്ഡേ ആണ് എക്കണോമിക്സിന്റെ എക്സാം മക്കളെ. തിങ്കളാഴ്ചത്തെ എന്തൊക്കെ പരീക്ഷ ഉണ്ടോ അതെല്ലാം പിടിച്ച് വെനസ്ഡേക്ക് ആക്കിയിട്ടുണ്ട്. അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ചൊവ്വാഴ്ച നടക്കേണ്ട പരീക്ഷ ചൊവ്വാഴ്ച തന്നെ നടക്കും. ഓക്കെ, ഇനി അപ്പൊ ട്രഡീഷണൽ നോളജ് ആൻഡ് പ്രാക്ടീസസ് കഴിഞ്ഞു. അടുത്തതാണ് ബയോ കമ്പോസ്റ്റിംഗ്. കണ്ടോ, ബയോ കമ്പോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ഇവിടെ ഗ്രീൻ റവല്യൂഷൻ വന്നു. ഇപ്പൊ നിങ്ങൾ സിറാജ് സാറ് പഠിപ്പിച്ച് പോയിട്ടുണ്ടാവും. ഗ്രീൻ റവല്യൂഷന്റെ സമയത്ത് നമ്മൾ കെമിക്കൽസ് ഉപയോഗിച്ചോ, പെസ്റ്റിസൈഡ്സ് ഉപയോഗിച്ചോ, കണ്ട സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ കൂടി അല്ലേ. സംഭവമൊക്കെ സത്യമാണ്. പക്ഷേ അതിൻ്റെ ഒരു ഡിഫക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളൊക്കെ ഹൈലി പോയിസൺഡ് ആയിരുന്നു കേട്ടോ.
കുറേ നമ്മൾ കെമിക്കൽസ് ഒക്കെ ഇങ്ങനെ മണ്ണിലിടുമ്പം കുറച്ച് കാലത്തേക്കൊക്കെ നല്ല സുഖിക്കും, കുറച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, മണ്ണിന് പ്രശ്നങ്ങൾ വരാൻ തുടങ്ങും അല്ലേ. അപ്പൊ നമ്മൾ അതൊക്കെ ഫാമേഴ്സിന് മനസ്സിലായി പ്രശ്നമാണെന്ന്. അപ്പൊ നമ്മുടെ ഈ ഫാമേഴ്സ് എന്തിലേക്ക് പോവാണ്, ജൈവ ബയോ കമ്പോസ്റ്റിങ്ങിലേക്ക് പോവാണ്. ഓക്കെ, നമ്മളെ മറന്നോ? ഇല്ലല്ലോ. ആരാ? പറഞ്ഞോളൂ, പേര് പറഞ്ഞോളൂ. ഓക്കെ, അപ്പൊ ബയോ കമ്പോസ്റ്റിംഗ്, അതായത് നമ്മൾ ഫാമേഴ്സ്, ഇന്ന് നമ്മുടെ രാജ്യത്ത് ഫാമേഴ്സ് എല്ലാം ശ്രമിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ബയോ കമ്പോസ്റ്റ്, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിനൊക്കെ തട്ടിമാറ്റി നമ്മൾ എന്തിലേക്ക് പോവാണ്, ബയോ കമ്പോസ്റ്റിംഗ്, ജൈവ കൃഷി രീതി, ഓർഗാനിക് ഫാമിംഗ് കേട്ടിട്ടുണ്ടാവും. കഴിഞ്ഞ ഒരു മണിക്കൂർ മുന്നേ ഞാൻ പഠിപ്പിച്ചിട്ട് പോയതാണ്. ഓക്കെ, ഹാവ് സ്റ്റാർട്ടഡ് യൂസിങ് കമ്പോസ്റ്റ് മെയ്ഡ് ഫ്രം ഓർഗാനിക് വേസ്റ്റ്. അതായത് ഓർഗാനിക് വേസ്റ്റ്, ഇപ്പോൾ വെജിറ്റബിൾ പീൽസ്, ഫുഡ് വേസ്റ്റ് ഒക്കെ ഇല്ലേ മക്കളെ, അതും നമ്മൾ എന്ത് ചെയ്യുക, കമ്പോസ്റ്റ് ഉണ്ടാക്കുക. മണ്ണിരനെ പിടിച്ചിട്ടാൽ വേഗം ഉണ്ടാവും, പക്ഷെ ഇപ്പൊ മണ്ണിരനെ കാണാനില്ലാത്തതുകൊണ്ട് അത് കുറച്ച് ബുദ്ധിമുട്ടാണ്, അത്രയേ ഉള്ളൂ. ഓക്കെ, ബയോ കമ്പോസ്റ്റ് ഈസ് എ കമ്പോസ്റ്റ് മെയ്ഡ് ഫ്രം ഓർഗാനിക് വേസ്റ്റ്. യെസ്, ഇത് കമ്പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു സോയിൽ ലൈക്ക് മെറ്റീരിയൽ ആണ്. ഇതൊക്കെ ഇങ്ങനെ ഈ ഓർഗാനിക് വേസ്റ്റിൽ കുറച്ച് മണ്ണൊക്കെ ഇട്ട് കുറച്ചു കാലം അങ്ങനെ വെച്ചിരുന്നാൽ ഒരു സോയിൽ പോലത്തെ ഒരു സാധനം ഉണ്ടാവും. ദാറ്റ് സോയിൽ ഈസ് കോൾഡ് വാട്ട്, കമ്പോസ്റ്റ്. ഇത് ഹൈലി ഫെർട്ടൈൽ ആണ് സാധനം. ഇത് ഇട്ടാൽ മതി, ചെടിയൊക്കെ നല്ലോണം ഉണ്ടായിക്കോളും കേട്ടോ. അപ്പൊ ഇതാണ് ബയോ കമ്പോസ്റ്റിംഗ്, അതായത് ഓർഗാനിക് വേസ്റ്റ് നമ്മൾ എന്തുണ്ടാക്കുക, കമ്പോസ്റ്റ് ഉണ്ടാക്കുക. മിസ് മോൻ എക്സാം മൺഡേ, നോ മൺഡേ നോ എക്സാം, മൺഡേ യു ആർ ഫ്രീ. ഇനി അടുത്തതാണ് ബയോ പെസ്റ്റ് കൺട്രോൾ. അപ്പം നമ്മൾ നോക്കിയേ, നമ്മൾ ബയോ കമ്പോസ്റ്റിംഗ് ചെയ്യണം, പിന്നെ ബയോ പെസ്റ്റ് ചെയ്യണം. നോക്ക്, ഇതും നമ്മൾ തുടങ്ങിയത് ഗ്രീൻ റെവല്യൂഷനിലാണ്. അതായത് ഗ്രീൻ റെവല്യൂഷൻ സമയത്ത് നമ്മൾ ഹെവി പെസ്റ്റിസൈഡ്സ് കീടനാശിനികളാണ് ഉപയോഗിച്ചു വരുന്നത് കേട്ടോ. പക്ഷേ അത് ആ കീടനാശിനികളൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഫുഡ് പോയ്സൺ ആവും, പൊല്യൂഷൻ വരും. കാരണം ഇത് എയറിലേക്കല്ലേ കുറെ പോകുന്നത്, അപ്പൊ ഇതൊക്കെ വരും, മനസ്സിലായോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, യെസ്, അപ്പൊ നമ്മൾ ബയോ പെസ്റ്റ് കൺട്രോൾ നടത്തുകയാണ്. അതായത് ചില പ്ലാന്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, മെഡിസിൻസ് ഉണ്ടാക്കുക. ഇപ്പൊ ഉദാഹരണത്തിന് ആര്യവേപ്പിന്റെ ഇല, നീം അല്ലേ, നീം ട്രീ, അതേപോലെ പുകയില കഷായമൊക്കെ ഇല്ലേ, അതൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ ബയോ പെസ്റ്റിസൈഡ്സ് ഉണ്ടാക്കിയാൽ മതി. അല്ലാതെ കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ഒക്കെ എന്ത് ചെയ്യണം, തട്ടി മാറ്റണം കേട്ടോ. അതാണ് യൂസ് ഓഫ് ബയോ പെസ്റ്റ്. ഓക്കെ, നൗ കഴിഞ്ഞു, ഫിനിഷ്. സാറേ പോവല്ലേ, എന്റെ കഴിഞ്ഞു കേട്ടോ. സോ ദിസ് ഇസ് കോൾഡ് വാട്ട്, സ്ട്രാറ്റജീസ് ഫോർ അറ്റൈനിങ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. മക്കളെ, ഇത് ഇമ്പോർട്ടന്റ് എസ്സേ ആണ്. മീനിങ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, ദെൻ സ്ട്രാറ്റജീസ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഉണ്ട് കേട്ടോ. മിസ്സേ, ഞാൻ എന്താ പറയണ്ടേ, ഞാൻ എന്തോന്ന് പറയണമെന്ന് പറഞ്ഞു. എക്സാം ആണോ ചോദിക്കുന്നേ? എക്സാം പറഞ്ഞല്ലോ, മൺഡേ ഉള്ള എക്സാം എല്ലാം എടുത്ത് മാറ്റി വെനസ്ഡേയിലേക്ക് ആക്കിയിട്ട് നിങ്ങളിതിപ്പോ ഒന്നും അറിഞ്ഞില്ലേ? ഇവര് നല്ല ആൾക്കാരാണല്ലോ. ഞങ്ങളൊക്കെ എന്നോ അറിഞ്ഞിട്ടുണ്ടല്ലോ, ഞങ്ങളൊക്കെ വെള്ളിയാഴ്ച തന്നെ അറിഞ്ഞിട്ടുണ്ട്. ഇവരിത് ശനിയാഴ്ച രാത്രിയായിട്ട് അറിഞ്ഞില്ല. ഇതെന്താ കഥ? ഇല്ല, വെള്ളിയാഴ്ച നിങ്ങൾ സ്കൂളിൽ പോണ്ട, നിങ്ങൾ എന്ത് ചെയ്യാ, ലീവ് എടുത്തോ, എന്നിട്ട് പഠിച്ചോ ഇരുന്നിട്ട്. കാരണം അന്നില്ല, അന്നത്തെ എക്സാം നമ്മളല്ല, ഗവൺമെന്റ് മാറ്റിവെച്ച്. അതെന്തിനാ മാറ്റിവെച്ചതെന്നും കൂടെ ഞാൻ പറയാം. അതെന്താന്ന് വെച്ചാല് സ്കൂളിലെ ടീച്ചേഴ്സൊക്കെ എന്ത് ചെയ്യണം, കേട്ടിട്ട് പാസ്സാവണം, പുതിയ ഗവൺമെന്റ്, ആസ് പെർ ദ ന്യൂ ഗവൺമെന്റ് റൂൾ. അപ്പൊ കേട്ടിട്ട് എക്സാം ഇന്നുണ്ടായിരുന്നു, ശനിയാഴ്ച ഇന്നുണ്ട്. ഇനി തിങ്കളാഴ്ച ഒന്നുണ്ട്. അപ്പൊ ആ തിങ്കളാഴ്ച അത് നടക്കണമെങ്കിൽ സ്കൂൾസിന് റൂംസ് വേണ്ടേ, പരീക്ഷ ഇരുന്ന് എഴുതണമെങ്കിൽ. അപ്പൊ റൂംസ് ഒക്കെ വേണം. അപ്പൊ ആ റൂമൊക്കെ വേണ്ടതുകൊണ്ട് സ്ഥലമില്ല, നിങ്ങൾക്ക് ഇരുന്ന് പരീക്ഷ എഴുതാൻ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് മാറ്റി പിടിച്ച് അതെത്ര ബുധനാഴ്ച ഇതിലാക്കി. ഡീറ്റെയിലിംഗ് മിസ് പറഞ്ഞു തന്നു കേട്ടോ, അത്രയ്ക്കല്ലേ പറഞ്ഞുതരാൻ പറ്റൂ. ഓക്കെ, സീ യു. ഇനി നമുക്ക് കാണാം, എന്ന് കാണാം, നമുക്കിനി കാണേണ്ടത് യെസ്, അതായത് ചൊവ്വാഴ്ച വൈകുന്നേരം നമ്മള് മിസ്സുമാർ അവന് ക്വസ്റ്റ്യൻ ചോദിച്ചല്ലേ, എത്ര പറഞ്ഞോട്ടെ. യെസ്, അത് മിസ്സുമാരും പരീക്ഷ എഴുതുന്നുണ്ട് മക്കളെ. കേട്ടിട്ട് എന്തുവാന്ന്, ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റാണിത്. കേട്ടിട്ട് അത് വേണം, കാരണം അതുണ്ടെങ്കിലേ നമുക്ക് സ്കൂളിൽ പഠിപ്പിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അതാണ് കേട്ടിട്ട്. അത് കമ്പൽസറി ആക്കിയിട്ടുണ്ട് ഗവൺമെൻറ്. അപ്പോൾ 2 ദിവസമായിട്ടാണ് പരീക്ഷ നടത്തി, ഇന്നും തിങ്കളാഴ്ചയും. അതുകൊണ്ടാണ് നിങ്ങൾ രക്ഷപ്പെട്ട്. അതുകൊണ്ട് പരീക്ഷ എടുത്തിട്ട് ബുധനാഴ്ചത്തെ ആക്കിയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി ചൊവ്വാഴ്ച ഈവനിങ് കാണാം. നമ്മൾ ഷുവർ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മൾ വരും. അപ്പോൾ എല്ലാവരും വരണം. ഓക്കെ. അല്ല, ലൈവ് ഇവർ പോകുന്നില്ല, ഇവരിവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, സിറാജ് സാർ വരുന്നുണ്ട് കേട്ടോ. സിറാജ് സാർ ഇതാ ഓടാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. സിറാജ് സാർ പെട്ടെന്ന് തീർക്കും. ഏതാണ് സാറിൻ്റെ പോർഷൻ? LPG. ഓക്കെ, അപ്പൊ LPG. ഓക്കെ. അപ്പൊ 8 മാർക്ക് ക്വസ്റ്റ്യൻ. 8 മാർക്കിന്റെ എസ് ആണ് ഞാനിപ്പോ പറഞ്ഞത്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് 8 മാർക്കിന്റെ എസ്. കേൾക്കുന്നില്ല, ഞാൻ മൈക്കോട്ടായിട്ട്.
ഇതല്ലേ? ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. ഞാൻ നേരത്തെ LPG പറഞ്ഞായിരുന്നു, അത് ലിക്വിഡ് പെട്രോളിയം ഗ്യാസ് ആണ്. ഇവിടെ LPG എന്ന് പറഞ്ഞാൽ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ. ഓക്കെ മിസ്സേ, ഞാൻ പോവുകയാണോ? അങ്ങോട്ട് പോവാനേ. ഓക്കെ, see you on Tuesday. എടാ പെട്ടെന്ന് നമുക്ക് തീർക്കാം കേട്ടോ, പെട്ടെന്ന് വെച്ചാൽ പെട്ടെന്ന്. ഓക്കെ, എടാ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്യാം. നിങ്ങൾ നോക്കുക, ചാപ്റ്റർ എന്താണ്? LPG, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. ഇതാണ് കേട്ടോ സംഭവം, മനസ്സിലാക്കാം. ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. ഓക്കെ, എന്താണ്? നമ്മൾ പെട്ടെന്ന് കാര്യങ്ങൾ തീർക്കാം കേട്ടോ. സാർ ഞാൻ പോയിക്കോട്ടെ, പോലെ ഇപ്പം കഴിയും. നമ്മളൊരു അരമണിക്കൂർ കൊണ്ട് 2 ചാപ്റ്റർ തീർക്കും. അരമണിക്കൂർ ഏറി വന്നാൽ 3/4 മണിക്കൂർ കൊണ്ട് തീർക്കും. എടാ ഞാൻ ഇത്ര സ്ട്രെയിൻ ചെയ്തിട്ട് ഇവിടെ നിൽക്കുക, നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഇവിടെ നിന്നാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി. ഞാനൊക്കെ നോമ്പ് നോറ്റ് ഏതോ സമയത്ത് ഫുഡ് പോലും കഴിക്കാതാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ക്ലാസ് എടുക്കുക. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, കുറച്ച് നേരം കൂടെ ഒന്നിരിക്കുക, കുറച്ച് നേരം കൂടെ മേജർ പോയിന്റ്സ് നമ്മൾ വേഗം പറഞ്ഞു പോകും. എടാ 1950 മുതൽ 90 വരെയുള്ള കാലഘട്ടം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇവിടെ നമ്മൾ പറയുന്നത് എന്താ? 91 നമ്മുടെ ഇന്ത്യൻ എക്കോണമി കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്തു. റിഫോം പീരീഡ് എന്നാണ് നമ്മൾ ഇതിനെ പറയുന്നത്. എന്താ പറയുക? റിഫോം പീരീഡ്, അല്ലെങ്കിൽ നമ്മൾ വേറെ പേര് വിളിക്കും, NEP എന്ന് വിളിക്കും. എന്ത് വിളിക്കും? NEP 1991 ന്യൂ എക്കണോമിക് പോളിസി. എന്താണ് ന്യൂ എക്കണോമിക് പോളിസി? പുത്തൻ സാമ്പത്തിക നയം, പുതിയൊരു സാമ്പത്തിക നയം. നമ്മളെ എക്കോണമി കംപ്ലീറ്റ്ലി നമ്മൾ ചേഞ്ച് ചെയ്യാം. നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ എക്കോണമി കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്ത് കംപ്ലീറ്റ്ലി അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് പുതിയൊരു പോളിസി കൊണ്ടുവന്നു. വിച്ച് ഈസ് കോൾഡ് LPG, അല്ലെങ്കിൽ ന്യൂ എക്കണോമിക് പോളിസി 1991 എന്ന് നമ്മൾ വിളിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനൊരു പോളിസി കൊണ്ടുവരാൻ എന്തൊക്കെയോ കാരണങ്ങളുണ്ടായിരുന്നു. 90കൾ വരെയും എക്കോണമി എന്തൊക്കെയോ ഇഴഞ്ഞ് ഇങ്ങനെ പോയിട്ടോ. താങ്ക്സ് ഫോർ യുവർ എഫേർട്ട്. ഓക്കെ, നിങ്ങളും എഫേർട്ട് എടുക്കണം, നിങ്ങൾ എഫേർട്ട് എടുത്ത് പഠിക്കണം കേട്ടോ. 90കൾ വരെ, 1950 മുതൽ 90 വരെ നമ്മുടെ എക്കോണമി പോയിക്കൊണ്ടിരുന്ന രീതിയിൽ ഇനി മുന്നോട്ട് പോയാൽ ശരിയാവില്ല. എക്കോണമി എന്താണ്? വൻ ദുരന്തത്തിലേക്കാണ് പോകുന്നത് മനസ്സിലായി. എക്കോണമി പഴയൊരു പെർഫോമൻസ് ഒന്നുമില്ല. അപ്പം ഗവൺമെൻറ് ഒരു കാര്യം തീരുമാനിച്ചു. അന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാണ്? PV നരസിംഹറാവു. അന്നത്തെ ഇന്ത്യയുടെ ഫിനാൻസ് മിനിസ്റ്റർ ആരാണ്? ഡോക്ടർ മൻമോഹൻ സിംഗ്. ഇവരൊരു തീരുമാനം എടുത്തു, എക്കോണമി എന്ത് ചെയ്യണം? നമ്മൾ റിഫോം ചെയ്യണം. എക്കോണമി നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് ചേഞ്ച് ചെയ്യണം. എപ്പോഴും നമ്മൾ വിചാരിക്കില്ല ഇങ്ങനെ നടന്നാലൊന്നും പോരാ, നമുക്കൊരു ചേഞ്ച് വേണം, ഒരു റിഫോം വേണം. അങ്ങനെ നമ്മൾ കാര്യം തീരുമാനിച്ചു. ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്സ് എക്സാമിന് ചോദിക്കും. വാട്ട് ആർ ദ ബാക്ക്ഗ്രൗണ്ട്സ് ഓർ റീസൺസ് ബിഹൈൻഡ് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ന്യൂ എക്കണോമിക് പോളിസി? ഇങ്ങനെയൊരു പോളിസി കൊണ്ടുവരാനുണ്ടായിരുന്ന പ്രധാനപ്പെട്ട കാരണം എന്തൊക്കെയാണ് നോക്കാം. പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി ഇൻ ദ കൺട്രി. എക്കോണമിയിൽ എന്താണ്? രാഷ്ട്രീയ അസ്ഥിരത. എക്കോണമിയിൽ എന്താണ്? രാഷ്ട്രീയ അസ്ഥിരത, പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി. അത്രയും കാലം കോൺഗ്രസ് ഒറ്റയ്ക്ക് ഭരിക്കാൻ പറ്റിയിരുന്ന പാർട്ടി ആയിരുന്നു. പക്ഷെ എന്ത് ചെയ്ത്? പിന്നെ മുന്നണി സംവിധാനങ്ങൾ വന്നു. അതോടുകൂടി എന്ത് ചെയ്ത്? ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ചെറിയ ഇഷ്യൂസ്, പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി വന്നു. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി കൊല്ലപ്പെടുകയും അങ്ങനെ ഒരുപാട് ഇഷ്യൂസ്, പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി വളരെ വലിയ രീതിയിൽ സംഭവിച്ചു ഇന്ത്യയിൽ. അത് കാരണം പൊളിറ്റിക്കലി സ്റ്റെബിലിറ്റി ഇല്ലെങ്കിൽ രാജ്യത്തെ എക്കണോമിക് പോളിസികൾക്കും സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല കേട്ടോ, മനസ്സിലാക്കാം. അടുത്തത് ഇൻഎഫിഷ്യൻറ്റ് മാനേജ്മെൻറ്റ് ഓഫ് ദ ഇന്ത്യൻ എക്കോണമി 1980s. 1980കൾ മുതൽ എന്ത് ചെയ്ത്? ഇന്ത്യൻ എക്കോണമിയിലുള്ള ഇന്ത്യൻ എക്കോണമി, അതായത് ഇൻഎഫിഷ്യൻറ്റ് മാനേജ്മെൻറ്റ് ഓഫ് ഇന്ത്യൻ എക്കോണമി. ഇന്ത്യൻ എക്കോണമി എന്താണ്? ഒരു ഇൻഎഫിഷ്യൻ്റ് ആയിട്ട് മുന്നോട്ട് പോകുന്നത്. എക്കോണമി പഴയൊരു എഫിഷ്യൻസി ഒന്നുമില്ല, മോശം പരിതാപകരമായിട്ട് അവസ്ഥയിലാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഫോറിൻ എക്സ്ചേഞ്ച് വാസ് സ്പെൻഡ് ഓൺ മീറ്റിംഗ് കൺസംഷൻ നീഡ്സ്. ഫോറിൻ എക്സ്ചേഞ്ച് ഒന്നും നമ്മുടെ കയ്യിലില്ലടാ. ഫോറിൻ എക്സ്ചേഞ്ചിലൊക്കെ നമ്മൾ എന്ത് ചെയ്ത്? വൻ അബദ്ധം നേരിടാൻ തുടങ്ങി. ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ഡിക്ലൈൻഡ് ആസ് എ ലെവൽ ദാറ്റ് വാസ് നോട്ട് അഡിക്വേറ്റ് ഫിനാൻഷ്യൽ ഇമ്പോർട്ട് ഓഫ് മോർ ദാൻ 2 weeks. എടാ നമ്മൾ ചൈനയിൽ നിന്ന് സാധനം കൊണ്ടുവരുമ്പം, അമേരിക്കയിൽ നിന്ന് സാധനം കൊണ്ടുവരുമ്പം, UK സാധനം ഇവിടെ ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ അവർക്ക് പകരം എന്ത് കൊടുക്കണം? അവരുടെ കറൻസികൾ കൊടുക്കണം, ഫോറിൻ കറൻസീസ് കൊടുക്കണം, എസ്പെഷ്യലി ഡോളർ കൊടുക്കണം. നമ്മുടെ കയ്യിൽ എന്തില്ല? ഡോളർ ഇല്ല, യൂറോ ഇല്ല, ഒരു ഫോറിൻ കറൻസീസും ഇല്ല. 2 ആഴ്ചത്തേക്ക് മാത്രമുള്ള ഫോറിൻ കറൻസി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് വലിയൊരു പ്രശ്നമാണ്. ഇതിനെ നമ്മൾ എന്ത് വിളിക്കും? മൊത്തത്തിൽ BOP ക്രൈസിസ് എന്ന് വിളിക്കും. എന്ത് വിളിക്കും? BOP ക്രൈസിസ്. ഇങ്ങനെ പഠിച്ചു വെച്ചാൽ +2 പഠിക്കാനുള്ള ടോപ്പിക്കാണത്. BOP ക്രൈസിസ് നമ്മുടെ എക്കോണമിയിൽ വന്നു. BOP എക്കണോമിക്. ഇവിടെ മഴയുണ്ട്, കാലിക്കറ്റ് മഴയുണ്ട് കേട്ടോ, കാലിക്കറ്റ് മഴ പെയ്യുന്നുണ്ട്. സ്ലോ ഗ്രോത്ത് ഓഫ് ദ എക്കോണമി, എക്കോണമിയുടെ സ്ലോ ഗ്രോത്ത്. പൂർ പെർഫോമൻസ് ഓഫ് പബ്ലിക് സെക്ടർ, ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, പബ്ലിക് സെക്ടർ സ്ഥാപനങ്ങളൊക്കെ എന്താണ്? വളരെ സ്ലോ ആയിട്ടാണ് പോകുന്നത്. പിന്നെ പ്രൈസ് റൈസ് ഓഫ് എസെൻഷ്യൽ ഗുഡ്, അതായത് നമ്മുടെ അരിയുടെയും ഗോതമ്പിൻ്റെയും പഞ്ചസാരയുടെയും മണ്ണെണ്ണൻ്റെയും പരിപ്പിൻ്റെയും കടലയുടെയും പെട്രോളിൻ്റെയും ബിസ്ക്കറ്റിൻ്റെയും ചായയുടെയും ചായപ്പൊടിയുടെയും പാൽപ്പൊടിയുടെ ഒക്കെ വില കൂടുക. പ്രൈസ് ഇങ്ങനെ കൂടുക, സാധനങ്ങൾക്ക് വില കൂടുക. പോവേർട്ടി,
പിന്നെ എന്തൊക്കെ റീസൺസ് ഉണ്ട്? പോവർട്ടി, പിന്നെന്താണ് ഗൾഫ് വാർ, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ, അൺഎംപ്ലോയ്മെന്റ്, ഇതൊക്കെ നമ്മുടെ എക്കോണമിയിൽ എന്ത് ചെയ്ത് ബാധിച്ച്. ഈ പ്രശ്നങ്ങളൊക്കെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത് 1991 ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ കൊണ്ടുവന്നത്. ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ കൊണ്ടുവന്ന് നിങ്ങൾ എന്ത് ചെയ്യുക കൃത്യമായിട്ട് എന്ത് ചെയ്യുക ഒന്ന് മനസ്സിലാക്കി വെക്കട്ടോ. ഓക്കെ, ഇന്ത്യ അപ്രോച്ച്ഡ് IBRD ആൻഡ് IMF. അപ്പൊ നമുക്ക് എന്ത് ചെയ്തു? നമ്മളെ സഹായിക്കാൻ ആരുമില്ല. ഇന്റേണൽ ഡെപ്റ്റ്, ആ പോയിന്റ് കൂടെ പഠിച്ചു വെക്കണേ. ഇന്റേണൽ ഡെപ്റ്റ് കൂടി, നമുക്ക് എന്തുണ്ട്? ഇന്റേണൽ ഡെപ്റ്റ്, നമ്മുടെ കടം കൂടി കേട്ടോ. ഇന്റേണൽ ഡെപ്റ്റ്, നമ്മുടെ കടമെടുക്കുക, ഗവൺമെന്റ് കടമെടുത്ത് ഗവൺമെന്റിന് തിരിച്ചടയ്ക്കാൻ പറ്റാത്ത രീതിയിലായി. പഞ്ചാബി ഹൗസിൽ ദിലീപിനെ പോലെയായി. പൈസ തിരിച്ചു കൊടുക്കാനില്ല, കടമെടുത്ത് എന്ത് ചെയ്ത് കുടുങ്ങി. അപ്പം എന്ത് ചെയ്ത്? ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ ഇന്ത്യയെ സഹായിക്കാൻ ആരുമില്ല. ഇന്ത്യൻ്റെ ഉള്ളിലുള്ള ബാങ്കൊന്നും കടമെടുത്ത്, ഇന്ത്യൻ്റെ പുറത്തുനിന്നുള്ള ബാങ്കൊന്നും കടമെടുത്ത് ഇന്ത്യക്ക് എന്തില്ല? പൈസ തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത ഗതി ഇല്ലാതായി, പൈസ തിരിച്ചു കൊടുക്കാൻ പറ്റാതായി. അപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ് ഒരു കാര്യം തീരുമാനിച്ചു, ചുറ്റുമുള്ളതെല്ലാം നിനക്ക് നഷ്ടപ്പെട്ടു ഒന്ന് തോന്നിയാൽ അന്ന് നിനക്ക് സഹായം ചോദിച്ചാൽ ഒരാളെ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇവിടെ രണ്ടാൾക്കാരുണ്ട്, IMF-ഉം IBRD-യും. എന്ത് ചെയ്ത്? ഈ IMF-ൻ്റെയും IBRD എടുത്ത് എന്ത് ചെയ്ത്? ഗവൺമെൻറ് പോയി വിമാനത്തിൽ ടൺ കണക്കിന് സ്വർണം കൊണ്ടുപോയി. IMF-ഉം IBRD എടുത്തു കൊണ്ടുപോയി. ബ്രട്ടൺ വുഡ് ട്വിൻസ് എന്നാണ് അവർ അറിയപ്പെടുക. ഇന്ത്യ അപ്രോച്ച്ഡ് IBRD ആൻഡ് IMF ടു മീറ്റ് ഫിനാൻഷ്യൽ ക്രൈസിസ്. ഈ സാമ്പത്തിക പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഇനി നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ ഇന്നൊരു യെസ് പറയുകയാണെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾ ഇന്നൊരു നോ പറയുകയാണെങ്കിൽ സാധാരണ ദിവസം പോലെ ഇത് കടന്നു പോയേക്കാം. എന്നാൽ മറിച്ച് നിങ്ങളുടെ ഒരു യെസ് അത് ചരിത്രങ്ങൾ സൃഷ്ടിച്ചേക്കാം. അങ്ങനെ വലിയൊരു ചരിത്രം തന്നെയായിരുന്നു LPG എന്ന് പറയുന്നത് കേട്ടോ. ഇന്ത്യ റിസീവ് $7 million കേട്ടോ. $7 million ഇന്ത്യക്ക് കിട്ടി. ഇന്ത്യയുടെ കടമെല്ലാം തീർത്തു. അങ്ങനെ എന്ത് ചെയ്ത്? ഇൻസ്റ്റിറ്റ്യൂഷൻ അലൗഡ് ടു ഫണ്ട് ടു ദ ബേസിക് ആൻഡ് സർട്ടൺ കണ്ടീഷൻസ്. ഓക്കെ, ഈ കണ്ടീഷൻസ് അങ്ങനെ എന്ത് ചെയ്ത്? ഒരു മിനിറ്റ്, മിസ്സ് പോവാണ്. അപ്പം മിസ്സ് ഒരു എന്താണ് ഒരു ചാറ്റ് പറഞ്ഞിട്ട് കേട്ടോ. ഓക്കെ, ശരി. എടാ അവിടെ നോക്കുക, നമ്മൾ എന്ത് ചെയ്ത്? 2 തരത്തിലുള്ള മെഷേഴ്സ് കൊണ്ടുവന്ന് സ്റ്റെബിലൈസേഷൻ മെഷേഴ്സും സ്ട്രക്ചർ റിഫോം പോളിസീസ് കേട്ടോ. സ്റ്റെബിലൈസേഷൻ മെഷേഴ്സും കൊണ്ടുവന്ന് അതുപോലെ തന്നെ എന്താണ് സ്ട്രക്ചർ റിഫോംസ് പോളിസീസും. സ്റ്റെബിലൈസേഷൻ മെഷേഴ്സും സ്ട്രക്ചർ റിഫോംസ് മെഷേഴ്സും എന്ത് ചെയ്ത് കൊണ്ടുവന്നു. ഓക്കെ, 2 ടൈപ്പ് സംഭവങ്ങൾ കൊണ്ടുവന്നു. ഈ സ്റ്റെബിലൈസേഷനിൽ എന്താണ്? ഇത് ഷോർട്ട് ടേം മെഷേഴ്സ് ആണ്. ഇവിടെ എന്താണ്? കറക്റ്റ് സം വീക്ക്നെസ് ഇൻ ബാലൻസ് ഓഫ് പേയ്മെന്റ്. BOP എന്ത് ചെയ്യുക? കറക്റ്റ് ചെയ്യുക. BOP എന്ന് വെച്ചാൽ ബാലൻസ് ഓഫ് പേയ്മെന്റ്. +2 പഠിക്കാനുണ്ട്. BOP കറക്റ്റ് ചെയ്യുക. ഇതാണ് ഗവൺമെന്റ് ആദ്യം പറഞ്ഞത്. എക്സ്പോർട്ട് ഇമ്പോർട്ടുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും കറക്റ്റ് ചെയ്യാം. ഇതാണ് BOP കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യുക. BOP കൺട്രോൾ ചെയ്യുക, ഇൻഫ്ലേഷൻ കൺട്രോൾ. ഇതാണ് ഫസ്റ്റ് പരിപാടിയിൽ ഷോർട്ട് ടൈം മെഷറിൽ ഗവൺമെന്റ് IMF IBRD സജസ്റ്റ് ചെയ്തത്. രണ്ടാമത്താണ് സ്ട്രക്ചർ റിഫോംസ്. അതായത് ലോങ് ടേം മെഷേഴ്സ് ആണ്. എയിംഡ് ടു ഇംപ്രൂവ് ദ എഫിഷ്യൻസി ഓഫ് ദ എക്കോണമി ആൻഡ് ഇൻക്രീസിംഗ് ദ ഇന്റർനാഷണൽ കോമ്പറ്റീറ്റീവ്നെസ് ബൈ റിമൂവിംഗ് ദ റിജിഡ് പോളിസീസ്. ഇങ്ങനെയാണ് നമ്മൾ എന്ത് കൊണ്ടുവന്നത്? LPG കൊണ്ടുവന്നത്. മനസ്സിലാക്കുക, ഇന്ത്യൻ എക്കോണമി തകർച്ചയിലേക്ക് പോകുമ്പോൾ ഇനി പഴയ പോലെ നമ്മൾ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷനും താരിഫും കോട്ടയും സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി പ്രൊട്ടക്ട് ചെയ്യുന്ന നയങ്ങളൊന്നും വെച്ചിരുന്നിട്ട് കാര്യമില്ല. 90കൾ വരെ ഉണ്ടായിരുന്നതല്ല 91. ഈ ചാപ്റ്ററുകൾ മനസ്സിലാക്കുക. 90കൾ വരെ ഉണ്ടായതല്ല 91 നമ്മൾ എന്ത് ചെയ്ത്? കംപ്ലീറ്റ്ലി നമ്മൾ എന്ത് ചെയ്തു കേട്ടോ. കംപ്ലീറ്റ്ലി നമ്മൾ എന്ത് ചെയ്തു? ചേഞ്ച് ചെയ്തു. നോക്കുക, ലിബറലൈസേഷൻ 3 കാര്യങ്ങളാണുള്ളത്. ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. ലിബറലൈസേഷൻ എന്ന് വെച്ചാൽ എന്താ? ലിബറൽ ആണെന്ന് വെച്ചാൽ എന്താ? ഞാൻ വളരെ ലിബറൽ ആണെന്ന് വെച്ചാൽ ഭയങ്കര കൂളാണ്, ഭയങ്കര സിമ്പിളാക്കുക. റെസ്ട്രിക്ഷൻസും റിജിഡും ഒന്നുമല്ല. എക്കോണമിയിലുള്ള റെസ്ട്രിക്ഷൻസും റിജിഡിറ്റിയും ഒഴിവാക്കുക. അല്ലെങ്കിൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മേക്ക് ദ എക്കോണമി ഈസിയർ. എക്കോണമി എന്ത് ചെയ്യുക? ഈസി ആക്കുക. എക്കോണമി അടിപൊളിയാക്കുക. എക്കോണമി കൂളാക്കുക. എക്കോണമി വൈബാക്കുക. റിജിഡ് ആയിട്ടുള്ള നയങ്ങളൊക്കെ നമ്മളെടുത്ത് ഒഴിവാക്കാം. പണ്ട് നമ്മൾ ഒരുപാട് റിജിഡ് നയങ്ങൾ ഉണ്ടായിരുന്നു. വിദേശത്ത് നിന്ന് ഇന്ന സാധനം ഇറക്കാൻ പറ്റൂല, ഇത്ര ടാക്സ് കൊടുക്കണം, ഇന്നതാണ് അന്നതാണെന്നൊക്കെ പറഞ്ഞ് അതൊക്കെ നമ്മൾ കംപ്ലീറ്റ്ലി എടുത്ത് ഒഴിവാക്കി. നമ്മൾ ലിബറലൈസേഷൻ പല സെക്ടേഴ്സിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഓരോന്നും നമുക്ക് നോക്കാം. ലിബറലൈസേഷൻ മീൻസ് ലിബറേറ്റിംഗ് ദ എക്കോണമി ഫ്രം ഓൾ റെസ്ട്രിക്ഷൻസ്. നമ്മൾ എന്ത് ചെയ്യുക? ലിബറലൈസേഷൻ ചെയ്യാം. അതായത് എക്കോണമിയിലുള്ള റിജിഡ് ആയിട്ടുള്ള റൂൾസ് റിമൂവ് ചെയ്യാം. എന്താണ്? റിമൂവ് ദ റിജിഡ് റൂൾസ് ഫ്രം ദ എക്കോണമി കേട്ടോ. ഫ്രം ദ
എക്കോണമി, റൂൾസ് ഫ്രം ദ എക്കോണമി കേട്ടോ. എക്കോണമിയിലുള്ള റിജിഡ് റൂൾസ് എന്ത് ചെയ്യാം, റിമൂവ് ചെയ്യുക. എക്കോണമിയിലുള്ള റിജിഡ് റൂൾസ് റിമൂവ് ചെയ്യുക. ഫസ്റ്റ് നമ്മൾ ഇൻഡസ്ട്രിയൽ റിഫോംസ് ആണ് കൊണ്ടുവരുന്നത്. ഫസ്റ്റ് നമ്മൾ ഇൻഡസ്ട്രിയൽ സെക്ടറിൽ എന്തൊക്കെ റിഫോംസ് കൊണ്ടുവന്നു, ഇൻഡസ്ട്രിയൽ സെക്ടറിൽ എന്തൊക്കെ റിഫോംസ് കൊണ്ടുവന്നു നോക്കുക. അതായത് നമ്മൾ വ്യാവസായിക മേഖലയിൽ ഇൻഡസ്ട്രിയൽ സെക്ടർ ഡീറെഗുലേറ്റഡ്. പണ്ട് എന്ത് ചെയ്ത് നമ്മൾ ഇൻഡസ്ട്രിയൽ സെക്ടർ റെഗുലേറ്റ് ചെയ്തു എന്നാണ് പറഞ്ഞത്. അതായത് ഇന്ത്യൻ ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇൻഡസ്ട്രിയൽ സെക്ടർ കൊടുത്തിരുന്നു. ഇന്ത്യക്കാരെ മാത്രം സപ്പോർട്ട് ചെയ്യുക എന്നുള്ള നയമായിരുന്നു. ഇന്ത്യൻ ഗവൺമെൻറ് ഇന്ത്യൻ്റെ അകത്തുള്ള ഇന്ത്യൻ നിർമ്മിത ഇൻഡസ്ട്രികളെ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന നയമായിരുന്നു ഉണ്ടായിരുന്നത്. അത് നമ്മൾ ഇതെടുത്ത് ഒഴിവാക്കി. അതായത് ഇന്ത്യൻ ഇൻഡസ്ട്രീസ്, അതായത് ഇൻഡസ്ട്രി സെക്ടർ എന്ത് ചെയ്ത് ഡീറെഗുലേറ്റ് ചെയ്തു. റെഗുലേഷൻസ് ഒക്കെ എടുത്ത് ഒഴിവാക്കി ഡീറെഗുലേറ്റ് ചെയ്തു. ഇൻഡസ്ട്രിയൽ ലൈസൻസിങ് അബോളിഷ്ഡ്. പണ്ട് ഇൻഡസ്ട്രി തുടങ്ങണമെങ്കിൽ എന്ത് വേണം, ലൈസൻസ് വേണം. ഇനി അത് വേണ്ട, ലൈസൻസിങ് ഒക്കെ എടുത്ത് ഒഴിവാക്കി, ലൈസൻസിങ് അബോളിഷ് ചെയ്തു. ഓൺലി സം, എന്നാൽ പോലും കുറച്ച് ഇൻഡസ്ട്രീസ് ഗവൺമെൻറ് കയ്യിൽ വെച്ചു. ഓൺലി സം ഇൻഡസ്ട്രീസ് വേർ റിസർവ്ഡ് ഫോർ പബ്ലിക് സെക്ടർ. അതെന്താണ്, ചിലത് എന്ത് ചെയ്ത് പബ്ലിക് സെക്ടറിൽ കൊണ്ടുവന്നത്. അത് ഏതൊക്കെയാണ്, ആറ്റോമിക് എനർജി. ഏതൊക്കെയാണ്, ആറ്റോമിക് എനർജി, അതുപോലെ തന്നെ ഡിഫൻസ്, പിന്നെന്താണ്, ആൽക്കഹോള്, ഇങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ എന്ത് ചെയ്ത് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ, ഡ്രഗ്സ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്ത് ഗവൺമെൻറ്റിൻ്റെ കൺട്രോളായി. ബാക്കിയൊക്കെ എന്ത് ചെയ്ത് ലിബറലൈസ് ചെയ്തു. അമെൻമെൻറ്റ് ഓഫ് MRTP ആക്ട് ആൻഡ് ഫെമ ആക്ട്. അതായത് ഫെറ ആക്റ്റും ഫെമ ആക്റ്റും ഒക്കെ ഒഴിവാക്കി. അതായത് പണ്ട് വിദേശത്തുള്ള വലിയ രാജ്യത്തുള്ള കമ്പനികൾ ഇന്ത്യയിലേക്ക് വരുന്നത് ഇന്ത്യൻ ഗവൺമെൻറ് തടഞ്ഞിരുന്നു. 1950 വരെ, 90 വരെ തടഞ്ഞിരുന്നു. 91 പറഞ്ഞു അതൊന്നും പ്രശ്നമില്ല, നമ്മൾ ഈ MRTP ആക്ട്, അതായത് ഫെറ ആക്റ്റും ഫെമ ആക്റ്റും എന്ത് ചെയ്ത് നമ്മൾ ഒഴിവാക്കണം. ഇനി പ്രശ്നമൊന്നുമില്ല, ആർക്ക് വേണമെങ്കിലും ഇവിടെ വരാം, ആർക്ക് വേണമെങ്കിലും കച്ചവടം നടത്താം, നോ പ്രോബ്ലം. റിസർവേഷൻ ഓഫ് ഗുഡ്സ് ടു സ്മോൾ സ്കെയിൽ സെക്ടർ. പണ്ടെന്താണ്, സ്മോൾ സ്കെയിൽ സെക്ടേഴ്സിനെ നമ്മൾ എന്ത് ചെയ്തിരുന്നു, സപ്പോർട്ട് ചെയ്തിരുന്നു. ഇനി അത് വേണ്ട, സ്മോൾ സ്കെയിൽ സെക്ടറിന് റെഗുലേഷൻ നമ്മൾ കൊടുത്തിരുന്നു. ഇപ്പം നമ്മൾ എന്ത് ചെയ്തു, ഡീറെഗുലേഷൻ ചെയ്തു. അപ്പോൾ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി സെക്ടർ നമ്മൾ കൊടുത്തിരുന്ന ബെനിഫിറ്റ് ഒക്കെ നമ്മളെടുത്ത് ഒഴിവാക്കി. ഇനി അതൊന്നും ആവശ്യമില്ല, വെറുതെ എന്തിനാണ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്. എല്ലാവർക്കും വേണ്ടി മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ഇതാണ് ലിബറലൈസേഷനിൽ ഇൻഡസ്ട്രിയൽ സെക്ടറോട് ഉദ്ദേശിക്കുന്നത്. അടുത്ത നമ്മൾ നോക്കുന്നത് ഫിനാൻഷ്യൽ സെക്ടർ റിഫോംസ്. ഫിനാൻഷ്യൽ സെക്ടറിൽ നമ്മൾ എന്തൊക്കെ ചേഞ്ച് ചെയ്തു. ബാങ്ക് ബ്രാഞ്ചിങ് ലൈസൻസ് അബോളിഷ്ഡ്. ബാങ്ക് ബ്രാഞ്ചിങ് കൊണ്ടുവന്നു. പണ്ടൊന്നും ബാങ്ക് ബ്രാഞ്ചിങ് ഇല്ലായിരുന്നു. ലിബറലൈസേഷൻ വഴി നമ്മൾ എന്ത് ചെയ്തു, ബാങ്ക് ബ്രാഞ്ചിങ് കൊണ്ടുവന്നു. അടുത്തത് റെഡ്യൂസ് ദ റോൾ ഓഫ് RBI ഇൻ ഫിനാൻഷ്യൽ സെക്ടർ. പണ്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എല്ലായിടത്തും കയറി ഇടപെടും. RBI ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ ഇടപെടും. പുതിയ നയം പ്രകാരം, ലിബറലൈസേഷൻ നയം പ്രകാരം നമ്മൾ എന്ത് ചെയ്തു, ഈ പറയുന്ന RBIൻ്റെ റോള് കുറച്ചു. അടുത്തത് ന്യൂ ജനറേഷൻ ആൻഡ് ഫോറിൻ ബാങ്ക്സ് വെയർ അലൗഡ്. ന്യൂ ജനറേഷൻ ബാങ്കും ഫോറിൻ ബാങ്കുകളൊക്കെ എന്ത് ചെയ്ത് എക്കോണമിയിൽ അലോ ചെയ്തു. പണ്ട് 90കൾ വരെ ഇതൊന്നും ഇല്ലായിരുന്നു. 91 ഇതെല്ലാം അലോ ചെയ്തു. CRRഉം SLRഉം കുറച്ചു. ക്യാഷ് റിസർവ് റേഷ്യോ, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ത് ചെയ്ത് കുറച്ചു. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്ത് +2 പഠിക്കാനുണ്ട്. SLRഉം CRRഉം എന്താണ്, ഈ റേറ്റുകൾ കുറച്ചു എന്ന് പഠിച്ചു വെക്കുക. ഇൻഷുറൻസ് സെക്ടർ പ്രൈവറ്റൈസ്ഡ്. ഇൻഷുറൻസ് സെക്ടർ പണ്ട് ഗവൺമെൻറ്റിൻ്റേത് മാത്രമായിരുന്നു. അതിലെന്ത് ചെയ്ത് പ്രൈവറ്റൈസേഷൻ കൊണ്ടുവന്നു. അടുത്ത പോയിന്റ്, പ്രൊമോഷൻ ഓഫ് ലിബറലൈസേഷൻ ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ്. ക്യാപിറ്റൽ മാർക്കറ്റിൽ നമ്മൾ എന്ത് ചെയ്ത് ലിബറലൈസേഷൻ കൊണ്ടുവന്നു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഫിനാൻഷ്യൽ സെക്ടർ റിഫോംസ് ചോദിച്ചാൽ നിങ്ങൾ എന്തായാലും ഇത് പഠിച്ചു വെക്കാം. ഈ പോയിന്റ് ഫണ്ടമെന്റൽ ആൻഡ് നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക. ഒരു ഡൗട്ടും വേണ്ട, എന്തായാലും പഠിച്ചു വെക്കാം, നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക. ഒരു സംശയം വേണ്ട കേട്ടോ. ഓക്കെ, പിന്നെന്താണ്, മ്യൂച്വൽ ഫണ്ട് കൊണ്ടുവന്നു. വേണമെങ്കിൽ ഇതാ ഇൻട്രൊഡക്ഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട്സ്. ഓക്കെ, ഇൻട്രൊഡക്ഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട് ആൻഡ് മ്യൂച്വൽ ഫണ്ട് കൊണ്ടുവന്നു കേട്ടോ. ഇൻട്രൊഡക്ഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട്, ഇതൊക്കെ ഫിനാൻഷ്യൽ സെക്ടറിൽ കൊണ്ടുവന്നു. ഇനി ടാക്സ് റിഫോംസ്. ടാക്സുകളിൽ എന്തൊക്കെ മാറ്റം കൊണ്ടുവന്നു. ഇൻകം ടാക്സ്, എക്സൈസ് ഡ്യൂട്ടി, കസ്റ്റം ഡ്യൂട്ടി ആൻഡ് കോർപ്പറേറ്റ് ടാക്സ് വേർ റെഡ്യൂസ്ഡ്. എല്ലാ ടാക്സും എന്ത് ചെയ്തു, കുറച്ചു. എല്ലാ ടാക്സും നമ്മൾ റെഡ്യൂസ് ചെയ്തു. ഓൾമോസ്റ്റ് എല്ലാ ടാക്സുകളും നമ്മൾ എന്ത് ചെയ്ത് റെഡ്യൂസ് ചെയ്തു കേട്ടോ. ഓൾമോസ്റ്റ് എല്ലാ ടാക്സും നമ്മൾ എന്ത് ചെയ്ത് റെഡ്യൂസ് ചെയ്തു. പിന്നെന്താ പറയുന്നത്, ഇൻട്രൊഡക്ഷൻ ഓഫ് GST. 2017 ജൂലൈ 1 നമ്മൾ എന്ത് ചെയ്ത് പുതിയൊരു ടാക്സ് GST കൊണ്ടുവന്നു. അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, 1 വേർഡ് ചോദ്യം കാണാൻ ചോദിക്കും. പിന്നെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവിൽ എന്തൊക്കെ റിഫോംസ് കൊണ്ടുവന്നു. ഫോറിൻ മാർക്കറ്റ് അല്ലെങ്കിൽ ഫോറിൻ എക്സ്ചേഞ്ചിൽ നമ്മൾ എന്തൊക്കെ റിഫോംസ് കൊണ്ടുവന്നു എന്ന് ജസ്റ്റ് എന്ത് ചെയ്യാം, ഒന്ന് നിങ്ങൾ നോക്കുക. എന്തൊക്കെ ചെയ്തു. ഡിവാലുവേഷൻ ഓഫ് ഇന്ത്യൻ റുപ്പീസ്, അതായത് ഇന്ത്യൻ റുപ്പീസിൻ്റെ മൂല്യം കുറച്ചു.
ഡിവാലുവേഷൻ ഓഫ് ഇന്ത്യൻ റുപ്പീസ് അത് നമ്മുടെ എക്കോണമിക്ക് ബെനിഫിറ്റ് ചെയ്യും കേട്ടോ. ഡിവാലുവേഷൻ ഓഫ് ഇന്ത്യൻ റുപ്പീസ് ചെയ്യുമ്പം എക്സ്പോർട്ടിൻ്റെ ഇമ്പോർട്ടിൻ്റെ കാര്യത്തിൽ നമുക്കൊരു ഫേവറബിൾ കാര്യം വരുമെന്നാണ് എക്കണോമിസ്റ്റുകൾ അനലൈസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഡിവാലുവേഷൻ ഓഫ് ഇന്ത്യൻ കറൻസി, ഇന്ത്യൻ രൂപയുടെ മൂല്യം കുറച്ചു, ഇന്ത്യൻ രൂപയുടെ മൂല്യം ഡെലിബറേറ്റ്ലി കുറച്ചു, അതാണ് ഡിവാലുവേഷൻ. പിന്നെ ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം വാസ് റീപ്ലേസ്ഡ് ബൈ മാർക്കറ്റ് ഡിറ്റർമൈൻഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം. ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് ഉണ്ടായിരുന്നു, നമ്മൾ എന്ത് ചെയ്ത് ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് ആക്കി. ഇതെല്ലാം 91 ചെയ്തതാണ്, ഇതെല്ലാം 91 ചെയ്തതാണ്. 90കൾ വരെ ഉണ്ടായിരുന്ന പല കാര്യങ്ങളും ഒഴിവാക്കിയിട്ട് 91 നമ്മൾ എന്ത് ചെയ്ത് പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടുവന്നു. ഈ പോയിന്റുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് കൊണ്ടുവന്നു. ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് മാറ്റിയിട്ട് ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് കൊണ്ടുവന്നു. പഠിച്ചു വെക്കണം. ഇനി ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് പോളിസി റിഫോംസിൽ നോക്കുക. ക്വാണ്ടിറ്റേറ്റീവ് റെസ്ട്രിക്ഷൻ ഓൺ ഇമ്പോർട്ട് കോട്ട, അതായത് കോട്ട റിമൂവ് ചെയ്തു. കോട്ട പണ്ട് നമ്മൾ കോട്ടയും താരിഫും പറഞ്ഞില്ലേ, അതിലെ കോട്ട, അതായത് വിദേശത്തു നിന്നൊരു സാധനം ഇവിടേക്ക് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഇത്ര അളവിലേ പാടുള്ളൂ, ഇതായിരുന്നു കോട്ട. ഇനി അങ്ങനെയൊന്നുമില്ല, വിദേശത്തു നിന്നൊരു സാധനം എത്ര അളവിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും, എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും, നോ പ്രോബ്ലം. റിഡക്ഷൻ ഓഫ് താരിഫ് റേറ്റ്, താരിഫ് ടാക്സ് കുറച്ചു. വിദേശത്തു നിന്നൊരു സാധനം ഇവിടെ കൊണ്ടുവരുമ്പോൾ ടാക്സ് കൊടുക്കണം, ആ ടാക്സ് റേറ്റ് ഒക്കെ എന്ത് ചെയ്തു, കുറച്ചു. പണ്ട് വലിയ ടാക്സ് ഉള്ളതുകൊണ്ടായിരുന്നു നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റാതിരുന്നത്. ഇപ്പം ആ പ്രശ്നമൊന്നുമില്ല. താരിഫ് റേറ്റ് കുറച്ചപ്പോൾ വിദേശത്ത് നിന്ന് എന്ത് സാധനം ഇവിടേക്ക് കൊണ്ടുവരാൻ പറ്റും ഇല്ലേ. ഇപ്പം നമുക്ക് എന്ത് സാധനം കൊണ്ടുവന്നൂടെ, ഇമ്പോർട്ട് ലിബറലൈസ് ചെയ്തു, എക്സ്പോർട്ട് ഡ്യൂട്ടീസ് റിമൂവ് ചെയ്തു. ഇവിടുന്ന് സാധനം എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ ഒരുപാട് ടാക്സ് ഡ്യൂട്ടി കൊടുക്കണമായിരുന്നു, ടാക്സ് അല്ലെങ്കിൽ ഡ്യൂട്ടി കൊടുക്കണമായിരുന്നു. ഇനി അതൊന്നും പ്രശ്നമൊന്നുമില്ല, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എളുപ്പമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പോയിന്റ്സ് ലിബറലൈസേഷൻ ചോദിക്കുമ്പോൾ ഇത്രയും സെക്ടേഴ്സിലുള്ള ലിബറലൈസേഷൻ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണേ. ലിബറലൈസേഷൻ ചോദിച്ചാൽ ഇത്രയും സെക്ടേഴ്സിൽ മേജർ പോയിന്റ്സ്, ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്, എസ്എ ക്വസ്റ്റ്യൻ, ഒരു സംശയം വേണ്ട. ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ ഈസ് എൻ എസ്എ ക്വസ്റ്റ്യൻ, എക്സ്പെക്റ്റഡ് എസ്എ ക്വസ്റ്റ്യൻ, ദ പവർഫുൾ ക്വസ്റ്റ്യൻ, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ അത്. അടുത്ത് എന്താണ് പ്രൈവറ്റൈസേഷൻ? ഒറ്റ കാര്യം മനസ്സിലാക്കുക, പണ്ട് 90കൾ വരെ എക്കോണമിയിൽ പ്രൈവറ്റിന്, സ്വകാര്യ വ്യക്തികൾക്ക് ഒരു റോളും ഇല്ല, ഫുൾ ഗവൺമെൻറ് ആയിരുന്നു. ഇപ്പോൾ ഒരു കാര്യം തീരുമാനിച്ചു, എന്താണ്, ഗിവ് മോർ റോൾ ഫോർ പ്രൈവറ്റ് സെക്ടർ. സ്വകാര്യ മേഖലയ്ക്ക്, സ്വകാര്യ വ്യക്തികൾക്ക് കൂടുതൽ റോള് കൊടുക്കാം. ഇതിനാണ് നമ്മൾ എന്താ പറയുക, പ്രൈവറ്റൈസേഷൻ. അല്ലെങ്കിൽ എന്താ പറയുക, ഗവൺമെൻറ് ഓണർഷിപ്പുള്ള സ്ഥാപനങ്ങളെ പ്രൈവറ്റിന് വിൽക്കുക. ഗവൺമെൻറ്റിൽ മര്യാദയ്ക്ക് നടന്നു പോകാത്ത സ്ഥാപനങ്ങളുണ്ടാവും, ഇത് ആർക്ക് വിൽക്കുക, പ്രൈവറ്റിന് വിൽക്കുക. എടാ നമ്മുടെ എയർ ഇന്ത്യ, ഇന്ത്യൻ്റെ സ്വന്തം എയർലൈൻ ഏജൻസി, ഗവൺമെൻറ്റിൻ്റെ ഫ്ലൈറ്റ് ആയിരുന്ന എയർ ഇന്ത്യ, അതിപ്പോൾ ആരുടെ കയ്യിലാണ്, അതിപ്പോൾ ടാറ്റ ഗ്രൂപ്പ്സിൻ്റെ കയ്യിലാണ്. ഇന്ത്യൻ ഓണർഷിപ്പുള്ള ഗവൺമെൻറ് സ്ഥാപനങ്ങളെ പ്രൈവറ്റിന് വിൽക്കുന്നതിന് നമ്മൾ എന്ത് പറയും, പ്രൈവറ്റൈസേഷൻ എന്നൊക്കെ പറയും. ഗിവിങ് എവേ ഓഫ് ഓണർഷിപ്പ്, അതായത് ഗിവിങ് എവേ ഓഫ് ഓണർഷിപ്പ് ഓഫ് ഗവൺമെൻറ് എൻ്റർപ്രൈസ് ടു പ്രൈവറ്റ് കമ്പനീസ്. അതായത് ഗിവ് അവേ കൊടുക്കുമല്ലേ, ഗിവിങ് അവേ എന്ന് വെച്ചാൽ ഗിവ് അവേ, വിൽക്കുക, അല്ലെങ്കിൽ ഫ്രീ ആയിട്ട്, അല്ലെങ്കിൽ കൊടുക്കുക, ഫ്രീ അല്ല കൊടുക്കുക. ഓക്കെ, ഓണർഷിപ്പ് ഓഫ് ഗവൺമെൻറ് എൻ്റർപ്രൈസ് ടു പ്രൈവറ്റ്. ഗവൺമെൻറ് ഓണർഷിപ്പുള്ള സാധനങ്ങളെ, അതായത് ഗവൺമെൻറ് ഓണർഷിപ്പുള്ള സാധനങ്ങൾ ആർക്ക് കൊടുക്കാം, പ്രൈവറ്റിന് കൊടുക്കാം. ഗവൺമെൻറ് ഓണർഷിപ്പുള്ള സ്ഥാപനങ്ങൾ ആർക്ക് കൊടുക്കുക, പ്രൈവറ്റിന് കൊടുക്കുക, വിച്ച് ഈസ് കോൾഡ് പ്രൈവറ്റൈസേഷൻ. നിങ്ങൾ KSRTC ബസ് ഗവൺമെൻറ്റിൻ്റെതാണ്, അത് നാളെ മുതൽ എന്ത് ചെയ്ത് പുതിയ ഏതെങ്കിലും ട്രാൻസ്പോർട്ടുകാർ കൊടുത്ത്, സന ട്രാൻസ്പോർട്ടിന് കൊടുത്ത് വിചാരിക്കുക. കോഴിക്കോട് പാലക്കാട് റോഡിലോടുന്ന ബസ്സാണ് സന ബസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഫേമസ് ആയിരിക്കും. ആ ബസ് ആർക്ക് കൊടുത്തെന്ന് വിചാരിക്കാം, അതിന് നമ്മൾ എന്ത് വിളിക്കും, പ്രൈവറ്റൈസേഷൻ വിളിക്കും. ഗവൺമെൻറ് ഓണർഷിപ്പുള്ള സ്ഥാപനങ്ങളെ സ്വകാര്യ വ്യക്തികൾക്ക് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയാം, അതിനെ വിച്ച് ഈസ് കോൾഡ് പ്രൈവറ്റൈസേഷൻ. അത് രണ്ട് രീതിയിലുണ്ട്. വിഡ്രോവൽ ഓഫ് ഗവൺമെൻറ് ഫ്രം ദ ഓണർഷിപ്പ് ടു പബ്ലിക് സെക്ടർ യൂണിറ്റ്. എന്താണ്, ഗവൺമെൻറ്റിൻ്റെ വിഡ്രോ ചെയ്യുക കേട്ടോ, വിഡ്രോവൽ. ഓക്കെ, എന്താണ് വിഡ്രോവൽ ഓഫ് ഗവൺമെൻറ് ഫ്രം ഓണർഷിപ്പ് ടു പബ്ലിക് സെക്ടർ, അതായത് ഗവൺമെൻറ് സ്ഥാപനങ്ങളെ പ്രൈവറ്റിന് വെക്കാം. മാത്രം നിങ്ങൾ പഠിച്ചു വെക്കാം. ഡിസ്ഇൻവെസ്റ്റ്മെന്റ്, ഇത് പഠിച്ചു വെക്കണം. ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്താണ്, ഇറ്റ് ഇംപ്ലൈസ് സെല്ലിംഗ് ഓഫ് ഗവൺമെൻറ് ഷെയർസ് ഓഫ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ടു പ്രൈവറ്റ് സെക്ടർ. ഗവൺമെൻറ് ഓണർഷിപ്പുള്ള സ്ഥാപനങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രൈവറ്റിന് വെക്കുക. ഗവൺമെൻറ് ഓണർഷിപ്പ് സ്ഥാപനങ്ങളെ പ്രൈവറ്റിന് വെക്കുന്നതിന് നമ്മൾ എന്ത് പറയും, ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് വിളിക്കും. ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ഉദ്ദേശിക്കുന്നത് എന്താ, ഇംപ്രൂവിങ് ദ മാനേജ്മെന്റ് ഓഫ് PSU. അതായത് നിങ്ങൾ ആലോചിച്ച് വെക്കുക, എയർ ഇന്ത്യ ഫ്ലൈറ്റ് ഗവൺമെൻറ് ടാറ്റ ഗ്രൂപ്പിന് വിറ്റപ്പോൾ എല്ലാവരും പറഞ്ഞാണ് എന്താണ്, കുറച്ചും കൂടെ എഫിഷ്യൻ്റ് ആവുന്നത്. ഗവൺമെൻറ് കുറച്ചും കൂടെ എഫിഷ്യൻ്റ് ആയിട്ട്, ഗവൺമെൻറ് ചെയ്യാൻ പറ്റാത്തത് ടാറ്റ ഗ്രൂപ്പിന് എന്ത് ചെയ്യാൻ പറ്റും, എഫിഷ്യൻ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും,
സാർ ഗവൺമെന്റ് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ആണോ? എനിക്ക് മനസ്സിലായില്ല. എടാ ഗവൺമെന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പബ്ലിക് എന്ന് വിളിക്കുക. ഗവൺമെന്റിനെയാണ് നമ്മൾ പബ്ലിക് സെക്ടർ എന്ന് വിളിക്കുക കേട്ടോ. പബ്ലിക് സെക്ടർ എന്ന് വെച്ചാൽ ഗവൺമെന്റ് ആണ് കേട്ടോ. പബ്ലിക് സെക്ടർ എന്ന് വെച്ചാൽ ഗവൺമെന്റ് ആണ് കേട്ടോ. ഓക്കെ. ഇംപ്രൂവ് ഇൻ ദ ഫിനാൻഷ്യൽ പെർഫോമൻസ് ഓഫ് PSU. അതായത് എന്താണ്? KSRTC നഷ്ടത്തിലാണ്, നാളെ മുതൽ ഇത് സനാബസിന് വിൽക്കുകയാണെങ്കിൽ നാളെ മുതൽ എന്ത് ചെയ്യും? KSRTC ലാഭത്തിലാവും. ഇങ്ങനെയൊക്കെ ആൾക്കാർ വിചാരിക്കും. അതുകൊണ്ടാണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത്. പിന്നെ എന്താണ്? to enable companies to raise financial resources from the market, rising revenue from the government. അതായത് ഗവൺമെന്റ് എന്താ പറ്റും? ലാഭം ഉണ്ടാക്കാൻ പറ്റും. നഷ്ടത്തിലോടുന്ന ഇപ്പൊ BSNL ആരും എടുക്കാത്ത സിമ്മാണ് BSNL. BSNLും ജിയോയും കൂടെ മേർജ് ചെയ്യാൻ പോവാണെന്ന് കേൾക്കുന്നുണ്ട്. പ്രൈവറ്റൈസേഷൻ കൊണ്ടുവരാണെന്ന്. അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് വലിയൊരു ചേഞ്ച് ആവും. BSNL ലാഭത്തിലാവാൻ തുടങ്ങും. BSNLന്റെ പെർഫോമൻസ് കൂടാൻ തുടങ്ങും. ഇതന്നെയാണ് പ്രൈവറ്റൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ലാസ്റ്റ് വൺ, എൻകറേജ് FDI, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ത് ചെയ്യുന്നുണ്ട്? എൻകറേജ് ചെയ്യുന്നുണ്ട്. എന്താണ്? ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്. നാളെ BSNLും ജിയോയും കൂടി ലൈക്കുകയാണെങ്കിൽ വിദേശത്തുള്ള ആൾക്കാർ പോലും എന്ത് ചെയ്യാലും ഇൻവെസ്റ്റ് ചെയ്യും. വിദേശ കമ്പനികൾ, വിദേശ ആൾക്കാർ എന്ത് ചെയ്യും? അവിടെ ഇൻവെസ്റ്റ് ചെയ്യും. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ത് ചെയ്യും? അവിടെ വരാൻ തുടങ്ങും. FDI മീൻസ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്. എടാ നമ്മൾ ഇപ്പൊ ഞാൻ എന്ത് ചെയ്യുക? ഞാനൊരു അറബി വന്നിട്ട് ഇന്ത്യയിൽ എന്ത് ചെയ്യുക? ഒരു ബിസിനസ് തുടങ്ങുക. അപ്പം എന്താണ്? അയാൾ ഡയറക്റ്റ്ലി ഇൻവെസ്റ്റ് ചെയ്യാണ്. ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ഇവിടെ വരികയാണ്. അയാൾ ഒരു വലിയ IT ഫേം തുടങ്ങുന്നു. നമുക്ക് എല്ലാവർക്കും ജോലി കിട്ടുന്നു. ബിൽഡിങ്ങിന്റെ രൂപത്തിൽ പല രൂപത്തിൽ ആൾക്കാർക്ക് ജോലിയും കാര്യങ്ങളും എല്ലാം വരുന്നു. അങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ എല്ലാവർക്കും എന്ത് ചെയ്യും? ബെനിഫിറ്റ് കിട്ടും. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? അയാൾ ഇവിടെ വന്ന് സ്ഥാപനം തുടങ്ങാം. എനിക്ക് അപ്പുറത്ത് വിദേശത്ത് പോയിട്ട് എനിക്കും എന്ത് ചെയ്യാം? ഇതുപോലെ സ്ഥാപനങ്ങൾ തുടങ്ങാം, വീടുകൾ തുടങ്ങാം, എവിടെ വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം, റിയൽ എസ്റ്റേറ്റിൽ പൈസ ഇടാം, എന്തും ചെയ്യാം. ഇതാണ് FDI. ഓക്കെ, മനസ്സിലായില്ലേ? അതായത് കൊക്കക്കോള ഒക്കെ ഇവിടെ വന്ന് സ്ഥാപനം തുടങ്ങുന്നില്ലേ? ഇതിനൊക്കെ നമ്മൾ FDI എന്ന് പറയും കേട്ടോ. Some profit-making PSUs were given to autonomy and were given to special status. These enterprises classified into Maharatna, Navaratna, Miniratna. അതായത് ചില നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. ഗവൺമെന്റ് ഓണർഷിപ്പിൽ നല്ല പൈസ ഉണ്ടാക്കുന്ന, നല്ല ലാഭം ഉണ്ടാക്കുന്ന ചില സ്ഥാപനങ്ങളുണ്ട്. ഇതിനാണ് നമ്മൾ ഇന്ന് വിളിക്കുക. ഈ ചാപ്റ്റർ essay ക്വസ്റ്റ്യൻ ഉണ്ട്. essay ക്വസ്റ്റ്യൻ 8 മാർക്കിന്റെ ചോദ്യമാണ്. 8 മാർക്കിന്റെ ചോദ്യം കംപ്ലീറ്റ്. ലിബറലൈസേഷനും പ്രൈവറ്റൈസേഷനും ഗ്ലോബലൈസേഷനും 8 മാർക്കിന് ചോദിക്കും കേട്ടോ. ഓക്കെ, നിങ്ങൾ ഈ പേരുകളൊന്ന് പഠിച്ചു വെക്കുക. മഹാരത്നക്കും നവരത്നക്കും മിനിരത്നക്കും എക്സാമ്പിൾ പഠിച്ചു വെക്കുക. മഹാരത്ന, നവരത്ന, മിനിരത്നക്ക് 2 പേരെങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കുക. മഹാരത്ന ഏതാണ്? IOC ട്ടോ, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ. അതിന്റെ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ, സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ, സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ. മഹാരത്നക്ക് 2 എക്സാമ്പിൾ പഠിച്ചു വെച്ചോ, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനും സെയിലും. ഇനി നവരത്നക്ക് എക്സാമ്പിൾ ഏതാണ്? ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്, HAL കേട്ടോ, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്. ഇതെന്താണ്? MTNL കേട്ടോ, മഹാനഗർ ടെലിഫോൺ നിഗം ലിമിറ്റഡ്. ഇതാണ് നവരത്നക്ക്. മിനിരത്നക്ക് എക്സാമ്പിൾ BSNLും അതുപോലെ AAI, എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ. മഹാരത്ന, മിനിരത്ന, നവരത്ന എന്ത് ചെയ്യുക? 2 എക്സാമ്പിൾ വെച്ചെങ്കിലും പഠിച്ചു വെക്കാം. മഹാരത്ന, നവരത്ന, മിനിരത്ന 2 എക്സാമ്പിൾ വെച്ച് പഠിച്ചു വെക്കാം കേട്ടോ. 2 എക്സാമ്പിൾ വെച്ചിട്ടെങ്കിലും എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. മഹാരത്ന, നവരത്ന, മിനിരത്ന 2 എക്സാമ്പിൾ വെച്ചിട്ടെങ്കിലും എന്ത് ചെയ്യാം? ജസ്റ്റ് പഠിച്ചു വെക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൈവറ്റൈസേഷൻ ചോദിച്ചാലും മഹാരത്ന, അതായത് ചില പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ് ഉണ്ട്. ഗവൺമെൻറ് ഓണർഷിപ്പുള്ള നല്ല എന്താണ് ലാഭം ഉണ്ടാക്കുന്ന കമ്പനികളുണ്ട്. പക്ഷെ അതിൻ്റെ ഓണർഷിപ്പ് അല്ലെങ്കിൽ അത് ഓട്ടോണമി സ്ഥാപനങ്ങളായി ഗവൺമെൻറ്റിൻ്റേത് തന്നെയാണ് കേട്ടോ. ഇല്ല കുറച്ചുള്ളൂ, ഇനി കുറച്ചുള്ളൂ. ഗ്ലോബലൈസേഷനും കൂടെ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ഇന്ത്യ, ചൈന, പാകിസ്ഥാൻ്റെ 2 സ്ലൈഡ്, വേറെ ഒന്നുമില്ല, എളുപ്പത്തിൽ കഴിയും കേട്ടോ, പെട്ടെന്ന് കഴിയും. ഗ്ലോബലൈസേഷൻ എന്ന് വെച്ചാൽ എന്താ? ഗ്ലോബലൈസേഷൻ ഈസ് ജനറലി റെഫേഴ്സ് ടു ദ ഇൻ്റഗ്രേഷൻ ഓഫ് ഡൊമസ്റ്റിക് എക്കോണമി വിത്ത് വേൾഡ് എക്കോണമി. ഗ്ലോബലൈസേഷൻ എന്ന് വെച്ചാൽ എന്താ? ഇൻ്റഗ്രേഷൻ ഓഫ് ഡൊമസ്റ്റിക് എക്കോണമി വിത്ത് വേൾഡ് എക്കോണമി. ഡൊമസ്റ്റിക് എക്കോണമി വിത്ത് വേൾഡ് എക്കോണമി. ഇന്ത്യൻ്റെ എക്കോണമി വേൾഡ് എക്കോണമി നമ്മൾ എന്ത് ചെയ്യാം? മെർജ് ചെയ്യാം. ഇൻ്റഗ്രേഷൻ ഓഫ് ഡൊമസ്റ്റിക് എക്കോണമി വിത്ത് വേൾഡ് എക്കോണമി. എടാ കാലിക്കറ്റ് ഉണ്ടാക്കുന്ന കോഴിക്കോടൻ ഹലുവ ഗൾഫിലുള്ള ഒരു അറബി കഴിക്കുന്നുണ്ടെങ്കിൽ USA ഒരു സായിപ്പ് കഴിക്കുന്നുണ്ട്, വിച്ച് ഈസ് കോൾഡ് ഗ്ലോബലൈസേഷൻ. വിദേശ നിർമ്മിതമായിട്ടുള്ള വസ്തുക്കൾ, വിദേശ നിർമ്മിത കമ്പനികളുടെ ബാഗുകൾ, ഫോണുകൾ, ചെരുപ്പുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ വിച്ച് ഈസ് ദ പാർട്ട് ഓഫ് ഗ്ലോബലൈസേഷൻ. ഇൻ്റഗ്രേഷൻ ഓഫ് ഡൊമസ്റ്റിക് എക്കോണമി വിത്ത് വേൾഡ് എക്കോണമി. എടാ ഇത് പഠിക്കണം കേട്ടോ. ഈ ചാപ്റ്റർ എന്തായാലും പഠിക്കണം. LPG പഠിച്ചു വെച്ച് പോയിക്കുക. എക്സാമിന് എന്തായാലും ഷുവർ ക്വസ്റ്റ്യൻ ആണ്, ഒരു സംശയമില്ല. ഓക്കെ, ഇറ്റ് ഇൻവോൾവ്സ് ദ ക്രിയേഷൻ ഓഫ് നെറ്റ്വർക്ക് ആൻഡ് ആക്ടിവിറ്റീസ് വിച്ച് എലിമിനേറ്റ് ദ എക്കണോമിക്, സോഷ്യൽ, ജിയോഗ്രഫിക്കൽ ബൗണ്ടറീസ്. അതായത് എല്ലാ തരത്തിലുള്ള ബൗണ്ടറീസ് എന്ത് ചെയ്യാം? ഒഴിവാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഇൻ്റഗ്രേഷൻ ആണ്. എന്താണ് ഇൻ്റഗ്രേഷൻ?
ഇൻ്റഗ്രേഷൻ. മാത്സാർ ഇൻ്റഗ്രേഷൻ കേട്ടാൽ പേടിക്കും. ഇൻ്റഗ്രേഷൻ കേട്ടോ, ഇൻ്റഗ്രേഷൻ. ഓക്കെ, എന്താണ് ഇൻ്റഗ്രേഷൻ ഓഫ് ഡൊമസ്റ്റിക് എക്കോണമി വിത്ത് വേൾഡ് എക്കോണമി. ഇൻ്റഗ്രേഷൻ ഓഫ് ഡൊമസ്റ്റിക് എക്കോണമി വിത്ത് വേൾഡ് എക്കോണമി. നിങ്ങൾ നോക്കാം ഗ്ലോബലൈസേഷൻ എന്താ നമ്മൾ പറയുന്നത്. ഓക്കെ, ഗ്ലോബലൈസേഷൻ ഈസ് ഓക്കെ globalization is the free flow of goods and services, capital and knowledge, extension of market, closer integration of economies. അതായത് ഗുഡ്സും സർവീസും എന്തും ആയിക്കോട്ടെ ഇതെല്ലാം ഫ്ലോ ചെയ്യുക. ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും കേട്ടോ. ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും എന്ത് ചെയ്യാണ്? എടാ നന്നായിട്ട് പഠിക്കണം, ഒന്നും ചെയ്യാനില്ല, നന്നായിട്ട് പഠിക്കണം. നിങ്ങൾക്ക് പഠിക്കാനുള്ള എല്ലാ സോഴ്സസും നിങ്ങൾക്ക് അവൈലബിൾ അല്ലേ. പിന്നെ നിങ്ങൾ വെറും പാസ് മാർക്കും തേടി എന്തിനാണ് നടക്കുന്നത്? ഫുൾ മാർക്ക് വാങ്ങിക്കണം. പഠിക്കാനുള്ള എല്ലാ സംഭവം. ഇൻറ്റിഗ്രേഷൻ മീൻസ് കണക്ഷൻ, കണക്ട് ചെയ്യുക. ഞാൻ പറഞ്ഞില്ലേ ഇന്ത്യയിലുള്ള കാലിക്കറ്റിലുള്ളൊരു ഹൽവ അത് വിദേശത്തുള്ള ഒരാളെ കയ്യിൽ കിട്ടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചൈനയിൽ നിർമ്മിച്ചൊരു ഫോൺ ഇന്ത്യക്കാർ ഷിയോമിൻ്റെ ഫോൺ നമ്മൾ യൂസ് ചെയ്യുന്നില്ലേ, ഇതൊക്കെ എന്തിൻ്റെ ഭാഗമാണ്? ഗ്ലോബലൈസേഷൻ്റെ ഭാഗമാണ്. ഇൻറ്റഗ്രേഷൻ മീൻസ് എന്താണ്? കണക്ട് ചെയ്യുക. ഇൻറ്റഗ്രേഷൻ മീൻസ് കണക്ട് ചെയ്യുക. കണക്ട് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഇൻറ്റഗ്രേഷൻ മീൻസ് കേട്ടോ. അടുത്ത നോക്കുക, ഔട്ട്സോഴ്സിങ്. ഈ ഗ്ലോബലൈസേഷൻ ഇമ്പോർട്ടൻറ്റ് ഔട്ട്കം ആണെന്ത്? ഔട്ട്സോഴ്സിംഗ് എന്ന് വെച്ചാൽ എന്താ? പുറം കരാറ് കൊടുക്കുക. പുറം കരാറ് ഒന്ന് ആലോചിച്ച് വെക്കാം. നമ്മുടെ നാട്ടിൽ ചില ആൾക്കാരുണ്ട് അമേരിക്കൻ കമ്പനിക്ക് വേണ്ടിയിട്ട് ഇന്ത്യയിലിരുന്ന് ജോലി എടുക്കും, ചൈനീസ് കമ്പനിക്ക് വേണ്ടിയിട്ട് ഇന്ത്യയിലിരുന്ന് ജോലി എടുക്കും. അത്യാവശ്യം കമ്പ്യൂട്ടർ നോളജും ലാംഗ്വേജും അറിയുന്ന ആൾക്കാരായിരിക്കും. അവർക്ക് സാലറി ഒക്കെ തരാം അമേരിക്കയിലുള്ള കമ്പനിയും ചൈനയിലുള്ള കമ്പനിയും ജപ്പാനിലും കൊറിയയിലുള്ള കമ്പനിയൊക്കെ നമുക്ക് സാലറി തരാം. അപ്പം നമ്മൾ എന്ത് ചെയ്യാം? ആ കമ്പനിയുടെ ജോലി ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ചെയ്തു കൊടുക്കുക. കരാർ ജോലികൾ പോലെ നമ്മൾ എന്ത് ചെയ്യുക? ചെയ്തു തീർക്കുക. വിച്ച് ഈസ് കോൾഡ് ഔട്ട്സോഴ്സിങ്. മനസ്സിലായില്ലേ? Okay, outsourcing means sourcing from outside. This is one of the important outcome of globalization. In outsourcing, a company hires regular service from external sources. അമേരിക്കയിലുള്ള ആൾക്കാർ അമേരിക്കൻ കമ്പനിക്കാരെ മനസ്സിലാക്കുക. അമേരിക്കൻ കമ്പനി അമേരിക്കയിലുള്ള ആൾക്കാർ ജോലിക്ക് എടുക്കുകയാണെങ്കിൽ മാസം 10 ലക്ഷം രൂപ സാലറി കൊടുക്കണം. അമേരിക്കൻ കമ്പനി ഉണ്ട്, അവർ അമേരിക്കക്കാരെ തന്നെ ജോലിക്ക് എടുക്കുകയാണ് വിചാരിക്കുക. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് കമ്പനിയാണ് വിചാരിക്കുക. അമേരിക്കൻ കമ്പനി അമേരിക്കക്കാർക്ക് തന്നെ ജോലി എടുക്കണമെങ്കിൽ 10 ലക്ഷം മാസം സാലറി കൊടുക്കണം. ഇന്ത്യക്കാർക്കാണെങ്കിൽ മാസം എത്ര കൊടുത്താൽ മതി? 50,000-70,000 രൂപ കൊടുത്താൽ മതി. മനസ്സിലായില്ലേ? ഇന്ത്യയിൽ 50,000-70,000 തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സാലറി പേ എന്നാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ എന്താണ്? ഇന്ത്യക്കാരെന്ത് ചെയ്യുന്നുണ്ട്? വിദേശ കമ്പനിക്ക് വേണ്ടി ഇവിടെ ഇരുന്ന് ജോലി എടുക്കുന്നുണ്ട്. വിദേശ കമ്പനി ഇരുന്ന കരാർ ജോലികൾ നമ്മൾ ഇവിടെ ഇരുന്ന് ചെയ്യുന്നുണ്ട്. വിച്ച് ഈസ് കോൾഡ് ഔട്ട്സോഴ്സിങ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ സർവീസസ് ലൈക്ക് സോഫ്റ്റ്വെയർ, IT സർവീസസ്, അക്കൗണ്ടിങ്, ലീഗൽ സർവീസസ്, BPO, ബിസിനസ് പ്രോസസ്സിങ് ഔട്ട്സോഴ്സിങ്, കോൾ സെൻറ്റേഴ്സ് എന്നൊക്കെ പറയട്ടോ. ഇല്ല, നാളെ ലൈവ് ഇല്ല കേട്ടോ. നാളെ നിങ്ങൾക്ക് ലൈവ് ഇനി എക്സാമിൻ്റെ തലേന്ന് ഉണ്ടാവുള്ളൂ കേട്ടോ. എക്സാമിൻ്റെ തലേന്ന് ഷുവർ ക്വസ്റ്റ്യൻസ് പഠിച്ച് വരേണ്ട ഷുവർ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും കേട്ടോ. എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. വൺ വേർഡ്, മാച്ച് ദ ഫോളോയിങ്, എല്ലാ സാധനങ്ങളും ഉണ്ടാവും കേട്ടോ. ഓക്കെ, ഇന്ത്യ ബിക്കം എ ഗുഡ് ഡെസ്റ്റിനേഷൻ ഫോർ ഔട്ട്സോഴ്സിങ്. ഇന്ത്യ എന്തുകൊണ്ടാണ് ഒരു നല്ല ഔട്ട്സോഴ്സിങ് ഡെസ്റ്റിനേഷൻ ആവുന്നത്? കാരണം എന്താണ്? ഇന്ത്യയിൽ എന്താണ്? കുറഞ്ഞ കൂലി കൊടുത്താൽ മതി. അമേരിക്കക്കാർ ജോലി എടുക്കുകയാണെങ്കിൽ 10 ലക്ഷം കൊടുക്കുമ്പോൾ ഇന്ത്യക്കാർക്ക് വെറും 50,000 കൊടുത്താൽ മതി. മനസ്സിലായില്ലേ? സാർ ഒരു ഉഷാറില്ലല്ലോ. എടാ ഞാൻ പറഞ്ഞില്ലേ 3 മണിക്ക് തുടങ്ങിയ ലൈവാണ്, നോമ്പ് ഉണ്ടായിരുന്നു, എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതുകൊണ്ടാണ് ചെറിയൊരു ഉഷാറ് കുറവട്ടെ, വേറെ ഒന്നുമല്ല കേട്ടോ. എടാ നാളെ നിങ്ങൾക്ക് ക്ലാസ് ഇല്ല, നിങ്ങൾക്ക് ഇനി ചൊവ്വാഴ്ച രാത്രി 7:30 കേട്ടോ ലൈവ് ഉള്ളത്. ഓക്കെ, നോക്കുക, അവൈലബിലിറ്റി ഓഫ് സ്കിൽഡ് ലേബേഴ്സ് അവൈലബിൾ ആണ്. ഇന്ത്യയിൽ നല്ല എഡ്യൂക്കേഷൻ കിട്ടിയിട്ടുള്ള, നല്ല നോളജ് ഉള്ള, ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയുന്ന ആൾക്കാർ ഇന്ത്യയിൽ അവൈലബിൾ ആണ്. ഒരുപാട് ആൾക്കാരുണ്ട്. ഈ ആൾക്കാർക്ക് എന്ത് ചെയ്താൽ മതി? നല്ല ജോലി കൊടുത്താൽ മതി. നല്ല എന്താണ്? പണിക്കെടുക്കാൻ ഇവർ പോരെ ജോലിക്കെടുക്കാൻ. ഇവരെന്താണ്? പ്രൊഫഷൻസി ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഇന്ത്യക്കാർ 4 ഇംഗ്ലീഷ് അറിയുന്ന ആൾക്കാരാ. എന്താണ്? പ്രൊഫഷൻസി ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് അറിയുന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പിടിച്ചു നിൽക്കാൻ പറ്റും. എടാ എക്സാം ബുധനാഴ്ച അല്ലേ? എക്സാം ബുധനാഴ്ചയാണ്. അപ്പോൾ നമ്മുടെ ലൈവ് ചൊവ്വാഴ്ച രാത്രിയാണ് വരിക കേട്ടോ. ബെറ്റർ ടൈം സോണ്. നമുക്ക് ഏത് സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും? വർക്ക് ചെയ്യാൻ പറ്റിയ സമയം ഉണ്ടാവും. ചില ആൾക്കാരുണ്ടാവും രാത്രി വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. പകൽ സമയം കിടന്നുറങ്ങിയിട്ട് രാത്രി വർക്കിൽ ഇൻവോൾവ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അമേരിക്കൻ ടൈമിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ UK ടൈമിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇന്ത്യക്കാരെന്താണ്? പക്കാണ് കേട്ടോ. പക്കാണ് ഇന്ത്യക്കാർ വരുന്നത്. അപ്പോൾ ഔട്ട്സോഴ്സിങ് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒരു 3 മാർക്കിൻ്റെ ചോദ്യമായിട്ട് ചോദിക്കും. ഗ്ലോബലൈസേഷനിൽ സെപ്പറേറ്റ്ലി ചോദിക്കും. ഔട്ട്സോഴ്സിങ് എന്താണെന്നൊന്നുമില്ല, പുറം കരാറ് അല്ലെങ്കിൽ എന്താണ് പുറത്തുള്ള ആൾക്കാർക്ക് ജോലി കൊടുക്കുക, ഹയർ ചെയ്യുക, ബെറ്റർ ആൾക്കാർ. പിന്നെ ഒരു സാധനമുണ്ട് WTO, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. ലോകത്തിലുള്ള മൊത്തം ട്രേഡുകളെ കൺട്രോൾ ചെയ്യുന്ന, അതായത് ലോകത്തിലുള്ള മൊത്തം ട്രേഡിനെ കൺട്രോൾ ചെയ്യുന്ന അതോറിറ്റിയാണ് ഇത്
WTO. WTO എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം പഠിച്ചു വെച്ചോ, 1 വേർഡ് മാർക്കിന് ചോദ്യം വരും. ഹിന്ദി മനസ്സിലായില്ല, ഹിന്ദി അറിയണം. WTO എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം ഇതാണ്, 1995 ആണ് കേട്ടോ. അത് സക്സസർ ഓർഗനൈസേഷൻ ഓഫ് ഗാട്ട്. പണ്ടുണ്ടായിരുന്ന ജനറൽ അഗ്രിമെന്റ് ഓഫ് താരിഫ് ആൻഡ് ട്രേഡ് എന്ന് പറയുന്ന സംഘടനയെ റീപ്ലേസ് ചെയ്തുകൊണ്ട് വന്ന സംഘടനയാണ് ഇത് WTO എന്ന് പറയുന്നത്. ഗാട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത് എന്നാണ് 1948 1948 ഗാട്ട് വന്നത്. 1995 WTO വന്നത്. 1 വേർഡ് മാർക്കിന്റെ ചോദ്യമാണ് കേട്ടോ, ഒന്ന് മനസ്സിലാക്കണേ. WTOന്റെ എയിംസ് എന്തൊക്കെയാ? പ്രൊവൈഡ് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ടു ഓൾ കൺട്രീസ് ഇൻ ഇന്റർനാഷണൽ മാർക്കറ്റ്. എല്ലാ രാജ്യങ്ങൾക്കും ഇന്റർനാഷണൽ മാർക്കറ്റിൽ എന്താണ് ഒരു ഈക്വൽ ചാൻസ് കൊടുക്കുക, അല്ലെ എല്ലാവർക്കും ഒരേ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കാം. ആരും എന്ത് ചെയ്യാൻ പറ്റില്ല, സംഭവമാക്കാനൊന്നുമില്ല. എല്ലാ രാജ്യങ്ങൾക്കും എന്ത് ചെയ്യാൻ പറ്റും, ഇന്റർനാഷണൽ ട്രേഡ് നടത്താനുള്ള അവകാശം, അധികാരമുണ്ട്. റിമൂവ് താരിഫ് ആൻഡ് നോൺ താരിഫ് ബാരിയേഴ്സ് ഓൺ ട്രേഡ്. താരിഫും നോൺ താരിഫ് ബാരിയേഴ്സും എന്ത് ചെയ്യുക, റിമൂവ് ചെയ്യുക. ഇപ്പം പറയാണ്, ചൈന പറയാണ് ഇന്ത്യൻ സാധനങ്ങളൊന്നും അങ്ങോട്ട് കൊണ്ടുവരണ്ടാന്ന്. പെട്ടെന്നൊന്നും പറയാൻ പറ്റൂല, മനസ്സിലായില്ലേ? പെട്ടെന്നൊന്നും ചൈനക്കാർക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താണ്, ഇതൊക്കെ WTOയുടെ ഭാഗമാണ്. WTOയിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ നിൽക്കുന്നത് കേട്ടോ. പിന്നെ എൻകറേജ് മൾട്ടിലാറ്ററൽ ട്രേഡ്, പല തരത്തിലുള്ള ട്രേഡിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. എക്സ്റ്റൻഷൻ ഓഫ് ട്രേഡ് ബൈ ഇൻക്ലൂഡിങ് സർവീസസ് ലൈക്ക് ബാങ്കിങ്, ഇൻഷുറൻസ് എക്സെട്ര. ബാങ്കിങ്, ഇൻഷുറൻസ് ഇതിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളിത് സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ WTO ചോദിച്ചാൽ 1995 WTOൻ്റെ എയിംസ് എന്ത് ചെയ്യുക, ജസ്റ്റ് നോക്കി വെക്കുക. എന്താണ് ക്വസ്റ്റ്യൻ വരാമെന്ന് ചില സമയത്ത് ക്വസ്റ്റ്യൻ നേരെ തല കുത്തനൊക്കെ ചോദിച്ചേക്കാം. ഇപ്പോൾ WTOനെ പറ്റിയിട്ട് അങ്ങനെയൊന്നും ചോദിക്കാറില്ല. എന്നാൽ പോലും 1 വേർഡ് മാർക്കിന് ചോദിക്കാനായിട്ട് വരാറുള്ളൂ. എന്നാൽ പോലും WTO എന്താണെന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ഇനി ഈ പറയുന്ന 91 പോളിസി കൊണ്ട് നമുക്കുണ്ടായിരുന്ന പോസിറ്റീവ് ഇമ്പാക്റ്റ് എന്താ നോക്കാം. 91 പോളിസി ലിബറലൈസേഷനും പ്രൈവറ്റൈസേഷനും ഗ്ലോബലൈസേഷനും കൊണ്ടുവന്നത് വഴി നമുക്ക് എന്തൊക്കെ പോസിറ്റീവ്സ് ഉണ്ടായി. GDP കൂടിട്ടോ. GDP 5.79 നിന്നും 7.6 കൂടി. GDP കൂടി. ഫസ്റ്റ് പോയിന്റ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, നമ്മുടെ നാഷണൽ ഇൻകം കൂടി, നമ്മുടെ ദേശീയ വരുമാനം എന്ത് ചെയ്ത് കൂടി. അടുത്ത പോയിന്റ് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് എൻകറേജ്, അതായത് FDIയും FIIയും എന്ത് ചെയ്ത് ഇൻക്രീസ് ചെയ്തു എന്ന് പഠിച്ചു വെക്കാം. ഒക്കെ കീ പോയിന്റ് ആണ്. FDIയും FIIയും ഇൻക്രീസ് ചെയ്തു. അടുത്ത പോയിന്റ് പോവേർട്ടി റേറ്റ് വാസ് ഡിക്രീസ്ഡ്. നമ്മുടെ നാട്ടിലുള്ള ദാരിദ്ര്യം എന്ത് ചെയ്ത് കുറഞ്ഞു. ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് വാസ് ഇൻക്രീസ്ഡ്. പണ്ട് നമ്മൾ പറഞ്ഞിരുന്നു വിദേശ കറൻസികൾ നമ്മുടെ കയ്യിലില്ലായിരുന്നു. ഇപ്പം വിദേശ കറൻസികൾ എന്ത് ചെയ്ത് കൂടി. ഒരു പോയിന്റ് കൂടെ പഠിച്ചു വെച്ചോ, എംപ്ലോയ്മെന്റ് ഇൻക്രീസസ് കേട്ടോ. എംപ്ലോയ്മെന്റ് കൂടി. എംപ്ലോയ്മെന്റ് ഇൻക്രീസസ് കേട്ടോ. എംപ്ലോയ്മെന്റ് ഇൻക്രീസസ്. എംപ്ലോയ്മെന്റ് എന്ത് ചെയ്ത് ഇൻക്രീസ് ചെയ്തു. ഈ പോയിന്റ്സ് എന്ത് ചെയ്യുക, പക്കാക്കി പഠിച്ചു വെക്കാം. അടുത്ത എന്താണ്, നമ്മൾ എന്ത് ചെയ്ത്, ഇതാണ് മെയിൻ പോയിന്റ് കേട്ടോ. നിങ്ങളോട് പോസിറ്റീവ് ഇമ്പാക്റ്റ് നിങ്ങളോട് എന്ത് ചെയ്യും, എക്സാമിന് ചോദിക്കും കേട്ടോ. ഇനി ഒരൊറ്റ ചാപ്റ്റർ കൂടെ നമുക്കുണ്ട്. പെട്ടെന്ന് 2 സ്ലൈഡുകൾ മാത്രമേ ഉള്ളൂ. ഇന്ത്യ, ചൈന, പാകിസ്ഥാൻ കമ്പാരിസൺ. സിമ്പിൾ കമ്പാരിസൺ ആണ്. ഞാൻ ചാപ്റ്റർ എടുക്കാം. ഓക്കെ, വളരെ എളുപ്പമുള്ള ചാപ്റ്റർ ആണ്. ബാക്കിയെല്ലാം നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യ, ചൈന, പാകിസ്ഥാൻ്റെ ജസ്റ്റ് ഒരു കമ്പാരിസൺ ആണ്. ഒത്തിരി വെള്ളം കുടിക്കട്ടെ. ഒരൊറ്റ മിനിറ്റ് ഇടാം. ഒരൊറ്റ മിനിറ്റ് കഴിഞ്ഞിട്ടോ. ഒരു 15 മിനിറ്റ് കൂടെ നിങ്ങളൊന്ന് കാക്കുക കേട്ടോ. 15 മിനിറ്റ്. എന്താ WTO ബേസ്ഡ് ക്വസ്റ്റ്യൻ? എന്താ WTO എന്നാണ് എസ്റ്റാബ്ലിഷ് ചെയ്തതെന്ന് ചോദിക്കും. ഗാട്ട് എന്നാണ് എസ്റ്റാബ്ലിഷ് ചെയ്തതെന്ന് ചോദിക്കും. അല്ലെങ്കിൽ എന്താ ചോദിക്കുക, WTOയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്. WTO എന്ന് വെച്ചാൽ ലോകത്തിലുള്ള ട്രേഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെന്താണ്, അത് നമ്മൾ നേരത്തെ പറഞ്ഞ കുറച്ച് പോയിന്റ്സ് ഇല്ലേ, അത് കൃത്യമായിട്ട് എഴുതി വെക്കുക. ആ പോയിന്റ്സ് മാത്രം എഴുതി വെക്കുക. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണേ, നമ്മൾ നമ്മുടെ അയൽവാസികളെ കുറിച്ച് പഠിക്കാം. ലാസ്റ്റ് ചാപ്റ്റർ കമ്പാരിറ്റീവ് ഡെവലപ്മെന്റ് എക്സ്പീരിയൻസ് ഇന്ത്യ ആൻഡ് നൈബേഴ്സ്. എടാ, ഇന്ത്യയുടെ അയൽവാസികൾ ആരൊക്കെ ഒന്ന് കമന്റ് ഇട്ടേ. പൊതുവെ 40-40 എന്നുള്ള റേഷ്യോയിലാണ് ക്വസ്റ്റ്യൻസ് വരാറ് കേട്ടോ. സ്റ്റാറ്റി 40, ഇന്ത്യൻ എക്കോണമി 40, അങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരാറുള്ളത് കേട്ടോ. എടാ, ഇന്ത്യയുടെ മേജർ അയൽവാസികൾ ആരൊക്കെയാണ്? ഇന്ത്യയുടെ അയൽവാസികൾ ആരൊക്കെ ഒന്ന് കമന്റ് ഇട്ടേ. ഇന്ത്യയുടെ അയൽവാസികൾ ആരൊക്കെ, ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ ആരൊക്കെ, നിങ്ങൾക്ക് അറിയുന്ന മൊത്തം അയൽ രാജ്യങ്ങളെ കമന്റ് ഇട്ടോ. എടാ, നമുക്കറിയാം ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ ആരൊക്കെയുണ്ട്. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളായിട്ട് ആരൊക്കെയുണ്ട്? പാകിസ്ഥാനുണ്ട്, ചൈന ഉണ്ട്, അഫ്ഗാനിസ്ഥാൻ ഉണ്ട്, പിന്നെ ആരാണ്, ശ്രീലങ്ക ഉണ്ട്, നേപ്പാൾ ഉണ്ട്, ഭൂട്ടാൻ ഉണ്ട്, മ്യാൻമർ ഉണ്ട്, കുറേ രാജ്യങ്ങളുണ്ട്. പക്ഷെ എന്താണ്, നിങ്ങൾ ആലോചിക്കുക, നിങ്ങളുടെ വീടിനടുത്ത് അയൽവാസികൾ കുറേ ഉണ്ടാവും. അപ്പുറത്തപ്പുറത്ത് കുറേ വീടുകൾ, ഇതൊക്കെ നിങ്ങളുടെ അയൽവാസികളായിരിക്കും, നൈബേഴ്സ് ആയിരിക്കാം. പക്ഷേ
നമ്മുടെ തൊട്ട് ഇപ്പുറത്തുള്ള ആൾക്കാരുണ്ട്, വലത്തെ ഭാഗത്തും ഇടത്തെ ഭാഗത്തുള്ള അയൽവാസികൾ, ഇവരോട് നമ്മൾ പ്രത്യേക ഒരു കണക്ഷനാണ് അല്ലേ. നമ്മുടെ വീട്ടിൽ കറണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്താ ചെയ്യുക, അയൽവക്കത്തുള്ള 2 വീട്ടിലേക്ക് നോക്കും. അപ്പുറത്തെ വീട്ടിൽ കറണ്ട് പോയിണോ, ഇപ്പുറത്തെ വീട്ടിൽ കറണ്ട് പോയിക്കണോ. ബ്രസീലൊക്കെ എങ്ങനെയാ ഇന്ത്യയുടെ അയൽരാജ്യമാവുക? ബ്രസീലൊക്കെ എവിടെ കിടക്കുന്നത്? ഓക്കെ, അമേരിക്ക. ശരി ഓക്കെ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്പുറത്തെ വീട്ടിലേക്ക് നോക്കൂ അല്ലേ. ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യും, ഇന്ത്യയുടെ മേജർ 2 അയൽവാസികളാണ് ആര്, ചൈനയും പാകിസ്ഥാനും. ചൈനയും പാകിസ്ഥാനും പഠിച്ചു വെച്ചാൽ ചൈനയും പാകിസ്ഥാനും. ഇവിടെ പഠിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ 3 രാജ്യങ്ങളും ഏകദേശം 1980 വരെ ഒരേപോലെ പോയിക്കൊണ്ടിരുന്ന രാജ്യമായിരുന്നു. പക്ഷേ ഇതിലിപ്പോൾ ഏറ്റവും അടിപൊളിയായിട്ട് പോകുന്ന രാജ്യം ഫണ്ടമെൻ്റലി ചൈന തന്നെയാണ്, ഒരു സംശയമില്ല. ചൈനയുടെ തൊട്ട് പുറകെ തന്നെ ഇന്ത്യയും അടിപൊളിയായിട്ട് തന്നെയാണ് പോകുന്നത്. ബട്ട് പാകിസ്ഥാൻ എത്രയോ താഴെയായിപ്പോയി, പാകിസ്ഥാൻ എത്രയോ അടിയിലായിപ്പോയി. അപ്പോൾ ഇതിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. മേജർ പോയിന്റ്സ് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കട്ടോ. ഇതൊക്കെ രസമല്ലേ സാർ? അതെ, ഇതൊക്കെ രസമല്ല ആശയെന്ന് പറഞ്ഞ പോലെ അല്ലേ. ഡെവലപ്മെൻറ്റ് പാത്ത് ഇന്ത്യ, ചൈന ആൻഡ് പാകിസ്ഥാൻ. ഇവിടെ കൃത്യമായിട്ട് നമ്മൾ പോയിന്റ് പറയേണ്ടത്, all 3 nations, ഇന്ത്യ, ചൈന, പാകിസ്ഥാൻ, was started towards their development path at the same time. 3 രാജ്യങ്ങൾ എന്താണ്, അവരുടെ ഡെവലപ്മെൻറ്റ് പാത്ത് തുടങ്ങിയത് സെയിം ടൈമിലാണ്. 3 രാജ്യങ്ങളും അവർ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങിയത് ഒരേ സമയത്താണ്. ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ ബിക്കം ഇൻഡിപെൻഡൻറ്റ് 1947. ഇന്ത്യയും പാകിസ്ഥാനും സ്വാതന്ത്ര്യം കിട്ടിയത് എന്നാണ്, 1947. ഇന്ത്യയുടെ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ജവഹർലാൽ നെഹ്റു, പാകിസ്ഥാൻ്റെ ഫസ്റ്റ് പ്രധാനമന്ത്രി ആരാണത്, ലിയാഖത്ത് അലി ഖാൻ. ചൈനയുടെ ഫസ്റ്റ് പ്രധാനമന്ത്രി, ചൈനയിൽ പ്രധാനമന്ത്രി അല്ല പ്രസിഡന്റ് ആണ്, ചൈനയുടെ പ്രസിഡന്റ് ആരാണ്? നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് കണക്ക് പ്രകാരം ചൈനക്ക് തന്നെ കേട്ടോ പോപ്പുലേഷന്. ഒഫീഷ്യൽ കണക്കുകളിൽ ഇന്ത്യ ആയിട്ടില്ല, ബട്ട് ഇന്ത്യയാണ്, മനസ്സിലായി. ഇന്ത്യക്കാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ളത്. പക്ഷെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് കണക്ക് പ്രകാരം ചൈന തന്നെ നിങ്ങൾ എക്സാമിന് എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ, വേണമെങ്കിൽ ബ്രാക്കറ്റിൽ ചേഞ്ച് ഇടുന്നൊക്കെ പറഞ്ഞ് എഴുതാം ആൻസർ ചെയ്യുമ്പോൾ. നിങ്ങൾ കുറച്ചും കൂടി വിവരമുള്ള ആൾക്കാരാണെന്ന് ആൻസർ വാല്യൂ ചെയ്യുന്ന ആൾക്കാർ വിചാരിച്ചോട്ടെ. ഓക്കെ, ചൈന എന്നാ സ്വാതന്ത്ര്യം കിട്ടിയത് 1949. ഇന്ത്യയും പാകിസ്ഥാനും സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 2 വർഷത്തിന് ശേഷമാണ് എന്ത് ചെയ്തത്, ചൈന സ്വാതന്ത്ര്യം കിട്ടിയത്. ചൈനയുടെ ഫസ്റ്റ് പ്രസിഡന്റ് മാവോ സേതോങ് ആണ്. മാവോയിസ്റ്റ് എന്നൊക്കെ നിങ്ങൾ കേട്ടില്ലേ, അതുപോലെ മാവോ സേതോങ് എന്ന് പറഞ്ഞ ആളാണ് ആര്, മാവോവാദികൾ എന്ന് പറഞ്ഞ ആ ഒരു വിഭാഗം. ഈ മാവോ സേതോങ് എന്ന് പറയുന്ന നേതാവിൻ്റെ നേതൃത്വത്തിലുള്ളൊരു ആൾക്കാരാണ് ആര് ഈ പറയുന്നത് കേട്ടോ. All 3 countries had started their planning strategies in similar ways. അവരുടെ പ്ലാനിങ് സ്ട്രാറ്റജീസ് ഒക്കെ എന്തായിരുന്നു, ഒരു സിമിലർ വേസ് ആയിരുന്നു. 3 രാജ്യങ്ങളുടെയും എന്താണ് റിഫോംസ് അല്ലെങ്കിൽ അവരുടെ പ്ലാനിങ് സ്ട്രാറ്റജീസ് എല്ലാം എന്തായിരുന്നു, ഒരേപോലെ ആയിരുന്നു. ഇന്ത്യ അനൗൺസ്ഡ് ഫസ്റ്റ് 5 year പ്ലാൻ ഇൻ 51 to 56. നമുക്കറിയാം 1951 ഫസ്റ്റ് 5 year പ്ലാൻ ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തത്. പാകിസ്ഥാന്റെ ഫസ്റ്റ് 5 year പ്ലാൻ എന്താണത്, അതിനെ വിളിക്കുന്ന പേരെന്താണ്, മീഡിയം ടേം പ്ലാൻ ആണ്. അത് 56 സ്റ്റാർട്ട് ചെയ്തത്. പാകിസ്ഥാനിൽ 56. ഇന്ത്യയിൽ 5 year പ്ലാൻ എന്ന് വിളിക്കുമ്പോൾ പാകിസ്ഥാനിൽ അതിനെ വിളിക്കുന്ന പേര് മിഡ് ടേം പ്ലാൻ ആണ്, മീഡിയം ടേം പ്ലാൻ എന്നാണ് അതിനെ വിളിക്കുന്നത്. ചൈനയിൽ ഫസ്റ്റ് 5 year പ്ലാൻ എന്നാ സ്റ്റാർട്ട് ചെയ്തത് 53. ഇന്ത്യയിൽ 51, പാകിസ്ഥാൻ 56, ചൈനയിൽ 53. മനസ്സിലായില്ലേ? സാർ അതായത് ഇപ്പം ചൈന ആണ് കേട്ടോ എഴുതേണ്ടത്. ഇപ്പം ഏറ്റവും പോപ്പുലേഷൻ ഉള്ളത് അല്ല, ഇപ്പം ശരിക്കും റിയലി ഇന്ത്യക്കാണ് പോപ്പുലേഷൻ കൂടുതൽ. പക്ഷെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് കണക്ക് പ്രകാരം അത് ഇന്ത്യ തന്നെ അല്ല, അത് ചൈന തന്നെയാണ് കേട്ടോ. ഇപ്പം ലോകത്ത് ഏറ്റവും പോപ്പുലേഷൻ ഉള്ളത് ഇന്ത്യക്കാണ്. ബട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് കണക്ക് പ്രകാരം ഉള്ളതുകൊണ്ട് നിങ്ങൾ ചൈന മാത്രം എഴുതിയാൽ മതി കേട്ടോ. ഇനി India and Pakistan adopted similar strategies such as creating large public sector and public expenditure, social development. ഇന്ത്യയും പാകിസ്ഥാനും ഏകദേശം ഒരുപോലെയാണ് പോയിക്കൊണ്ടിരുന്നത്. കാരണം എന്താണ്, രണ്ടും ഒരേ രാജ്യമായിരുന്നു, വിഭജിക്കപ്പെട്ടു. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപോലെ നോക്കി ഇന്ത്യയെ കോപ്പി അടിച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നത്. കുറേ കാലങ്ങൾ അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. All 3 countries had similar growth rate and per capita income till 1980s. 1980 വരെ എല്ലാ 3 രാജ്യങ്ങളും എന്താണ്, ഒരേ ഗ്രോത്ത്, ഒരേ GDP, ഒരേ പെർ ക്യാപിറ്റ ഇൻകം പോലെ ഇങ്ങനെ മുന്നോട്ട് വന്ന രാജ്യമായിരുന്നു. പക്ഷെ എന്ത് സംഭവിച്ചു, ഇനി നമുക്ക് നോക്കാം എന്താ സംഭവിച്ചതെന്ന്. ചൈനയിൽ എന്ത് സംഭവിച്ചു? ആഫ്റ്റർ ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന അണ്ടർ 1 party റൂള്. ചൈനയിൽ എന്താണ്, 1 party റൂളാണ്. പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന എന്നാണ് നമ്മൾ പറയാം. പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന എന്താണ്, 1 party റൂൾ. ചൈനയിൽ ഒരേ ഒരു പാർട്ടിയുള്ളൂ, ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൈന മാത്രമാണ് അവിടെ ഭരിക്കുന്നത്. അവിടെ പ്രതിപക്ഷമോ അങ്ങനെ ഒരു സംഭവം ഇല്ല. അവിടെ 1 party ഡോമിനൻസ് ആണ്, ഒരു പാർട്ടി മാത്രമേ രാജ്യം ഭരിക്കുള്ളൂ. അവർ പറയുന്നത് കേൾക്കേണ്ടി വരും.
Okay, critical sectors of economy, enterprise and owned operated by individual were bought under government control. എല്ലാം under the control of government. ചൈനയിൽ എന്താണ് എല്ലാം under the control of government. ചൈനയിൽ എല്ലാം എന്താണ് under the control of government ആണ് കേട്ടോ. ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ് ചൈന ചോദിച്ചു ചെയ്തേണ്ട പദ്ധതിയാണ് GLF. ചൈന ചോദിച്ചു ചെയ്തേണ്ട പദ്ധതിയാണ് GLF. ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ് എന്താണ് 1958 എന്ത് ചെയ്തത് ഈ പദ്ധതി കൊണ്ടുവന്നത് ഇൻഡസ്ട്രിയലൈസിങ് ദ കൺട്രി. അതിന്റെ മെയിൻ എയിം എന്താണ് ഇൻഡസ്ട്രിയലൈസിങ് ദ കൺട്രി. ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ് GLF 1958 കൊണ്ടുവന്ന GLF കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഇൻഡസ്ട്രിയലൈസിങ് ചെയ്യാം രാജ്യത്ത് എന്ത് ചെയ്യാം ഇൻഡസ്ട്രിയലൈസിങ് ചെയ്യാം. ഓക്കെ പീപ്പിൾ വെർ എൻകറേജ് സെറ്റപ്പ് ഇൻഡസ്ട്രീസ് ഇൻ ദർ ബാക്ക് യാർഡ്സ്. വീടുകളുടെ പുറകിൽ പോലെ എന്ത് ചെയ്യുക ചൈനയിൽ എന്ത് ചെയ്യുക വ്യവസായം കൊണ്ടുവരാം. വ്യവസായമാണ് GLF കൊണ്ട് ചൈന ഉദ്ദേശിക്കുന്നത്. റൂറൽ ഏരിയാസിൽ എന്ത് ചെയ്യാം കമ്മ്യൂണിറ്റി സിസ്റ്റം കൊണ്ടുവരാം. കമ്മ്യൂണിറ്റി സിസ്റ്റത്തിൽ എന്താണ് കളക്റ്റീവ് കൾട്ടിവേഷൻ. കമ്മ്യൂണിറ്റി സിസ്റ്റം പ്രകാരം നമ്മൾ എന്ത് ചെയ്യണം കളക്റ്റീവ് കൾട്ടിവേഷൻ കൊണ്ടുവരണം. ഇതാണ് പറയുന്നത്. അപ്പോൾ ചൈനയിൽ 2 പദ്ധതി GLF ഇൻഡസ്ട്രിയലൈസേഷൻ, കമ്മ്യൂണിറ്റി സിസ്റ്റം പ്രകാരം എന്താണ് എല്ലാവരും കളക്റ്റീവ് കൾട്ടിവേഷൻ. 1965 മാവോ ഒരു പദ്ധതി കൂടെ കൊണ്ടുവന്നത് എന്താണത് ഗ്രേറ്റ് പ്രോലിറ്റേറിയൻ കൾച്ചർ റവല്യൂഷൻ എന്ന് പറയുന്ന പദ്ധതി. മാവോ ചെയ്തോങ് ഒരു പദ്ധതി കൊണ്ടുവന്നു. എടാ +1 ഒരു ഈ ഡബിൾ പാസ് എന്നൊക്കെ പറഞ്ഞ സംഭവമുണ്ട്. പക്ഷെ ഞാൻ ഒരിക്കലും അതിനെ പ്രൊമോട്ട് ചെയ്യില്ല. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഫുൾ മാർക്ക് വാങ്ങിക്കുക എന്നുള്ളതേ ഞാൻ പറയുള്ളൂ. അപ്പം നിങ്ങളത് വാല്യുബിൾ ആണ്. പക്ഷെ നിങ്ങൾ +2 നിങ്ങൾ എന്ത് ചെയ്യണം എക്സാം എഴുതിയിട്ട് മിനിമം എത്രയോ മാർക്ക് വാങ്ങിക്കണം. അത് ഓരോ സമയം ഓരോ റൂൾസാണ് ഉണ്ടാവുക കേട്ടോ. നിങ്ങൾ കൃത്യം ഒരു സ്കൂളിൽ ചോദിച്ചാൽ അവർ പറഞ്ഞു ടീച്ചേഴ്സ് കൃത്യമായിട്ട് പറഞ്ഞു തരും അത് എന്താണ് അതിന് ഓരോ സമയത്ത് ആ റൂൾസിൽ മാറ്റമുണ്ട്. പണ്ടൊക്കെ നമ്മൾ ഈ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം നിങ്ങൾക്ക് +1 എക്സാം കഴിഞ്ഞ പാടെ തന്നെ എഴുതാൻ പറ്റില്ല. +2 പഠിക്കുമ്പോൾ തന്നെ എഴുതാൻ പറ്റും. ഇപ്പം എന്താണ് +2 എക്സാമിൻ്റെ കൂടെ നമ്മൾ പണ്ട് യൂണിവേഴ്സിറ്റി എക്സാം പോലെ എന്ത് ചെയ്ത് ഒരുമിച്ചാക്കുന്ന രീതി. അപ്പോൾ ചില സമയം എന്ത് ചെയ്ത് ചേഞ്ചുകൾ വന്നു കേട്ടോ. +2 മിനിമം മാർക്ക് വേണം. +1 ഡബിൾ പാസ് ആവാൻ പറ്റും. പക്ഷെ +2 എന്ത് ചെയ്യും ഒരു മിനിമം മാർക്ക് നിങ്ങൾ എഴുതി തന്നെ വാങ്ങണം. എന്തോ ബേസിക് മാർക്ക് വാങ്ങിക്കണം. അറ്റൻഡ് ചെയ്ത് മിനിമം മാർക്ക് വാങ്ങിക്കണം എന്നാ. എടാ എന്തിനാണ് ഡബിൾ പാസ്? നിങ്ങൾക്ക് ഫുൾ മാർക്ക് വാങ്ങിക്കാനുള്ള കാലിബർ ഇല്ലേ, കപ്പാസിറ്റി ഇല്ലേ, പവർ ഇല്ലേ, പിന്നെ എന്തിനാ നിങ്ങൾ മേടിക്കുന്നത്? ഓക്കെ ഈ സംഭവം എന്താ ഗ്രേറ്റ് പ്രോലിറ്റേറിയൻ കൾച്ചർ റവല്യൂഷൻ എന്ന് വെച്ചാൽ സ്റ്റുഡൻസ് ആയിക്കോട്ടെ പ്രൊഫഷണൽസ് ആയിക്കോട്ടെ എല്ലാവരും എന്ത് ചെയ്യണം എന്തായാലും നിർബന്ധമായിട്ട് പാടത്തിറങ്ങി പണിയെടുക്കണം. എല്ലാവരും നിർബന്ധമായിട്ട് ജോലി എടുക്കണം. ഇതിനാണ് എന്താ പറയുക ഗ്രേറ്റ് പ്രോലിറ്റേറിയൻ കൾച്ചർ റവല്യൂഷൻ എന്ന് പറയുക. ദ പ്രസന്റ് ഡേ fast industrial growth in China was the result of industrial reforms in 1978. 1978 എന്ത് ചെയ്ത് ചൈനയിൽ റിഫോംസ് കൊണ്ടുവന്നു. ഇന്ത്യയിൽ 91 ചൈനയിൽ 78 ചൈന റിഫോംസ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇന്ത്യയിൽ 91 റിഫോംസ്, ചൈനയിൽ 78 റിഫോംസ് കൊണ്ടുവന്നിട്ടുണ്ട്. ചൈന ഇൻട്രൊഡ്യൂസ് റിഫോംസ് ഇൻ ഫേസസ് കേട്ടോ. പല ഫേസസിലായിട്ടാണ് ചൈന റിഫോംസ് കൊണ്ടുവന്നിട്ടുള്ളത്. ദി ഇനീഷ്യൽ ഫേസ് റിഫോംസ് ആർ ഇനീഷ്യേറ്റഡ് ഇൻ അഗ്രികൾച്ചർ, ഫോറിൻ ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സെക്ടേഴ്സ്. ചൈനയിൽ 1978 കേട്ടോ 1978 റിഫോംസ് കൊണ്ടുവന്നിട്ടുള്ളത്. ലേറ്റർ ഫെയിംസ് വർ ഇനീഷ്യഡ് ഇൻഡസ്ട്രിയൽ സെക്ടർ. ഏറ്റവും കൂടുതൽ ഇൻഡസ്ട്രിയൽ സെക്ടറിലാണ് എന്ത് ചെയ്തത് ചൈന റിഫോംസ് കൊണ്ടുവന്നത് കേട്ടോ. നിങ്ങൾ നോക്കുക ഈ ഗവൺമെന്റ് എന്റർപ്രൈസ് നമ്മൾ വിളിക്കുന്നത് SOE സ്റ്റേറ്റ് ഓൺഡ് എന്റർപ്രൈസസ്. അതായത് പബ്ലിക് സെക്ടർ എന്റർപ്രൈസസിനെ ചൈനയിൽ വിളിക്കുന്ന പേരാണെന്ത് സ്റ്റേറ്റ് ഓൺഡ് എന്റർപ്രൈസ് വിളിക്കുക. ഇതിനെ നന്നായിട്ട് എന്ത് ചെയ്തു ചൈന പ്രൊമോട്ട് ചെയ്തു. പിന്നെന്താണ് ഡ്യുവൽ പ്രൈസിംഗ് എന്ന് പറയുന്ന പദ്ധതി കൊണ്ടുവന്നു. ഡ്യുവൽ പ്രൈസിംഗ് ദിസ് മീൻസ് ഫിക്സിംഗ് പ്രൈസ് ഇൻ 2 ways. Farmers and industrial units were required to buy and sell fixed quantities of inputs and output on the face fixed by government. ഡ്യുവൽ പ്രൈസിംഗിൽ എന്താണ് ഗവൺമെൻറ് ഒരു വില പറയും. അതെന്ത് ചെയ്യണം സെല്ല് ചെയ്യണമെങ്കിലും ബൈ ചെയ്യണമെങ്കിലും ഗവൺമെൻറ് പറയുന്ന വിലയെ പറ്റുള്ളൂ. ബാക്കി വരുന്ന നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾ ഇഷ്ടത്തിന് വെക്കാം. ഗവൺമെൻറ് ഒരു വില പറയും. അതാണ് ഡ്യുവൽ പ്രൈസിംഗ്. ഗവൺമെൻറ് പറയുന്നൊരു വിലയുണ്ടാവും, മാർക്കറ്റ് പറയുന്നൊരു വിലയുണ്ടാവും. ഇതൊക്കെ ചൈനയിലെ ഗ്രോത്തിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവന്ന സംഭവമാണ് കേട്ടോ. ഓക്കെ ടു അട്രാക്ട് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് സ്പെഷ്യൽ എക്കണോമിക് സോൺസ് വെയർ സെറ്റപ്പ്. ചൈനയിൽ എന്ത് ചെയ്തിട്ടുണ്ട് സ്പെഷ്യൽ എക്കണോമിക് സോണുകൾ സെഡ്സുകൾ എന്ത് ചെയ്ത് ചൈനയിൽ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ ചൈനയിൽ സ്പെഷ്യൽ എക്കണോമിക് സോണുകൾ എന്ത് ചെയ്ത് കൊണ്ടുവന്നു കേട്ടോ. എടാ ഈ ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നോക്കിയിട്ട് പറയാം. നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഞാൻ പറയാം കേട്ടോ. വെയിറ്റേജ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്, പലതും അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്തിട്ടാണ്. നോക്കിയിട്ട് എന്തായാലും കൃത്യമായിട്ട് പറഞ്ഞുതരാം കേട്ടോ. നിങ്ങൾ ഇവിടുന്ന് ഇന്ത്യ ചൈന പാകിസ്ഥാൻ്റെ കമ്പാരിസൺ ഒരു ഷുവർ ക്വസ്റ്റ്യൻ പ്രതീക്ഷിച്ചോ. ഈ ചാപ്റ്ററിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും വരും കേട്ടോ. ഈ ചാപ്റ്ററിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും വരും. ഇന്ത്യ ചൈന പാകിസ്ഥാൻ. അടുത്ത പാകിസ്ഥാൻ്റെ പ്രത്യേകത എന്താ? ഓക്കെ
പാകിസ്ഥാൻ ഫോളോസ് ദ മിക്സഡ് എക്കോണമി, കോ എക്സിസ്റ്റൻസ് ഓഫ്, അതായത് ഇന്ത്യയെ പോലെ തന്നെ എന്താണ് മിക്സഡ് എക്കോണമി. ക്ലാസ് കഴിഞ്ഞിട്ടോ, ക്ലാസ് കഴിഞ്ഞ് 5 മിനിറ്റ് കൂടെ. പാകിസ്ഥാൻ എന്താണ് മിക്സഡ് എക്കോണമി ഫ്രെയിംവർക്കാണ് കൊണ്ടുവന്നിട്ടുള്ളത്. പാകിസ്ഥാൻ ഇൻട്രൊഡ്യൂസ്ഡ് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ബേസ്ഡ് ഓൺ ഇൻഡസ്ട്രിയലൈസേഷൻ. ദിസ് പോളിസി കമ്പയർഡ് താരിഫ് പ്രൊട്ടക്ഷൻ. നമ്മൾ പറഞ്ഞു പാകിസ്ഥാനിൽ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരുന്നു, ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ എന്താണ് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്ത്? ഓക്കെ വന്നിട്ടുണ്ടോ അറിയില്ല. അതാണ് ഞാനൊന്ന് ചെക്ക് ചെയ്തിട്ട് ഞാൻ പറയാം. അതാണ് ഞാനത് പറയാത്ത, ചെക്ക് ചെയ്തിട്ട് ഞാൻ പറയാമെന്ന് പറഞ്ഞത്. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ പറയാം. പാകിസ്ഥാൻ നാഷണലൈസേഷൻ ഓഫ് ക്യാപിറ്റൽ ഗുഡ് ഇൻഡസ്ട്രീസ് ഏത് വർഷമാണ്? 88 അതുപോലെ 88 എന്ത് ചെയ്ത് പാകിസ്ഥാനിൽ എന്തുകൊണ്ടെന്ന് റിഫോംസ്. പാകിസ്ഥാനിൽ 88 എന്ത് റിഫോംസ് സ്റ്റാർട്ട് ചെയ്ത് മനസ്സിലാക്കുക. ചൈനയിൽ 78, 70, 90, 78 ഇവിടെ ചൈനയിൽ. ഇന്ത്യയിൽ എന്താണ് 1991 റിഫോംസ് കേട്ടോ. റിഫോംസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ചൈനയിൽ 78, പാകിസ്ഥാനിൽ 88, ഇന്ത്യയിൽ 91. ഓക്കെ, പാകിസ്ഥാനിൽ പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല. പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റിയാണ് പാകിസ്ഥാൻ്റെ പ്രശ്നം. രാഷ്ട്രീയ അസ്ഥിരത, പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി. നിങ്ങൾ റീസെൻ്റ്ലി ഇറങ്ങിയ ദുരന്തർ എന്ന് പറഞ്ഞ സിനിമ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുക. കുറേ പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി ആ സിനിമയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, എക്സാമൊക്കെ കഴിഞ്ഞിട്ട് കണ്ടാൽ മതി. അപ്പം എന്ത് ചെയ്യുക, പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റിയാണ് പാകിസ്ഥാൻ്റെ ഗ്രോത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഒറ്റ കാര്യം, കമ്പാരിസൺ നോക്കുക. ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ള രാജ്യം ഏതാണ്? അത് ചൈനയാണ്. ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ അക്കോർഡിംഗ് ടു യുവർ ടെക്സ്റ്റ് ബുക്ക് ചൈനയാണ്. ഇപ്പം ഇന്ത്യ ആണെന്ന് അറിയാം. ചൈനയിൽ എത്രയാണ്? 130 കോടി, ഇന്ത്യയിൽ 121 കോടി. എന്നാൽ പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് അത് പാകിസ്ഥാനിലാണ്. പോപ്പുലേഷൻ കൂടുതൽ ചൈനയിലാണെങ്കിൽ പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് എവിടെയാണ്? പാകിസ്ഥാനിലാണ്. പോപ്പുലേഷൻ കൂടുതൽ ചൈനയിലാണെങ്കിൽ പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റും, അതായത് ജനസംഖ്യ വളർച്ചാ നിരക്ക്. ഇപ്പം ഇങ്ങനെ പാകിസ്ഥാനിൽ കുറേ ആൾക്കാർ എന്ത് ചെയ്യുന്നു, ജനിക്കുന്നുണ്ട്. അപ്പോൾ പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് കൂടുതൽ എവിടെയാണ്? അത് പാകിസ്ഥാനിലാണ്. പോപ്പുലേഷൻ ഡെൻസിറ്റി, 1 ചതുരശ്ര കിലോമീറ്റർ ചുറ്റളവിൽ തിങ്ങിപ്പാർക്കുന്ന ആൾക്കാർ കൂടുതലുള്ള എവിടെയാണ്? അത് ഇന്ത്യയിലാണ്. പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടുതൽ എവിടെയാണ്? ഇന്ത്യയിലാണ്. ഫീമെയിൽ മെയിൽ റേഷ്യോ അത് കൂടുതൽ എവിടെയാണ്? ചൈനയിലാണ് കേട്ടോ. ഫീമെയിൽ ഇത്ര സ്ത്രീകൾക്ക് ഇത്ര പുരുഷന്മാർ എന്നുള്ള കണക്കിൽ ഏറ്റവും കൂടുതൽ എവിടെയാണ്? അത് ചൈനയിലാണ്. ഫെർട്ടിലിറ്റി റേറ്റ്, അതായത് എന്താണ് ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ എവിടെയാണ്? അത് പാകിസ്ഥാനിലാണ്. ഫെർട്ടിലിറ്റി റേറ്റും പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റും എവിടെയാണ്? പാകിസ്ഥാനിലാണ്. പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റും ഫെർട്ടിലിറ്റി റേറ്റും പാകിസ്ഥാനിലാണ്. അതുപോലെ പോപ്പുലേഷൻ കൂടുതലും അതുപോലെ തന്നെ ഫീമെയിൽ മെയിൽ റേഷ്യോ കൂടുതലും ചൈനയിലാണ്. പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടുതൽ എവിടെയാണ്? ഇന്ത്യയിലാണ്. നിങ്ങൾ എന്ത് ഈ പോയിന്റ്, ഈ ബോക്സ് ഒന്ന് പഠിച്ചു വെക്കണേ. ഇന്ത്യ, ചൈന, പാകിസ്ഥാൻ്റെ ഒരു കമ്പാരിസൺ ക്വസ്റ്റ്യൻ, ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അത് എത്ര മാർക്ക് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. 4 മാർക്കിന് 5 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, മേ ബി എസ്സേക്ക് ഒരു ക്വസ്റ്റ്യൻ വന്നാൽ പോലും നിങ്ങൾ എന്ത് ചെയ്യണം, ഓരോന്നും ഡീകോഡ് ചെയ്ത് എഴുതണം. ഈ പോയിന്റ് പഠിച്ചു വെക്കാം. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. എവിടെയാണ് കൂടുതൽ, എന്താണ് കുറവ്? ഹയസ്റ്റ് ഇൻ ചൈന, ഹയസ്റ്റ് ഇൻ പാകിസ്ഥാൻ, ഹയസ്റ്റ് ഇൻ ഇന്ത്യ, ഹയസ്റ്റ് ഇൻ ചൈന, ഹയസ്റ്റ് ഇൻ പാകിസ്ഥാൻ എന്നുള്ളത് പഠിച്ചു വെക്കുക. ഒരു സാധനം കൂടെ, GDP ഏറ്റവും കൂടുതൽ എവിടെയാണ്? ചൈനയിലാണ് കേട്ടോ. GDP ഗ്രോത്ത് റേറ്റ് ഓക്കെ, GDP ഗ്രോത്ത് റേറ്റ് ഏറ്റവും കൂടുതൽ എവിടെയാണ്? അത് ചൈനയിലാണ് കൂടുതൽ. ഇൻ ചൈന ഇൻഡസ്ട്രിയൽ സെക്ടർ മോർ കോൺട്രിബ്യൂട്ട് ടു GDP. ചൈനക്ക് ഏറ്റവും നട്ടൽ എന്ന് പറയുന്നത് എന്താണ്? ഇൻഡസ്ട്രിയൽ സെക്ടറാണ്. ചൈനയുടെ നട്ടൽ എന്ന് പറയുന്നത് എന്താണ്? അത് ഇൻഡസ്ട്രിയൽ സെക്ടറാണ്. ഇന്ത്യയിലും പാകിസ്ഥാനിലും സർവീസ് സെക്ടറാണ് ഏറ്റവും കൂടുതൽ. ചൈനക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കിട്ടുന്നത്, ഏറ്റവും കൂടുതൽ GDP കിട്ടുന്നത് ഇൻഡസ്ട്രിയൽ സെക്ടർ ആണെങ്കിൽ ഇന്ത്യക്കും പാകിസ്ഥാനും ഏറ്റവും കൂടുതൽ കിട്ടുന്നത് എവിടെ നിന്നാണ്? സർവീസ് സെക്ടർ എന്നാണ്. ഓക്കെ, ഏറ്റവും കൂടുതൽ വർക്കേഴ്സ് 3 രാജ്യത്തും വർക്ക് എടുക്കുന്നത് എവിടെയാണ്? അത് അഗ്രികൾച്ചറിലാണ്. ഇന്ത്യയിലും ചൈനയിലും പാകിസ്ഥാനിലും GDP ഇന്ത്യ ആണ് എന്ന് പറയാൻ, അത് പല തരത്തിലുള്ള GDP ഉണ്ട് കേട്ടോ. GDP പല കാൽക്കുലേഷൻസ് ഉണ്ട്. നിങ്ങൾ ഇപ്പോഴുള്ള ടെക്സ്റ്റ് ബുക്ക് പ്രകാരം നിങ്ങൾ പഠിക്കുക. പക്ഷേ ഫാർ ബെറ്റർലി ഇന്ത്യനേക്കാളും കുറച്ചും കൂടെ കമ്പാരിറ്റീവ്ലി മുമ്പിൽ ആരാണ്? ചൈന തന്നെയാണ് കേട്ടോ ഉള്ളത്. ഓക്കെ, പലപ്പോഴും ഇന്ത്യ വരും, ചൈന വരും, അങ്ങനെയാണ് വരിക. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കാം. 3 രാജ്യത്തും ഏറ്റവും കൂടുതൽ ആൾക്കാർ ജോലി എടുക്കുന്ന എവിടെയാണ്? അത് അഗ്രികൾച്ചർ സെക്ടറിലാണ്. ദ ഡിപ്പെൻഡൻസ് ഈസ് മോർ ഇൻ ഇന്ത്യ, ഈസ് ലെസ് ഇൻ പാകിസ്ഥാൻ കേട്ടോ. ഓക്കെ, എന്താണ് പിന്നെ പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി. പാകിസ്ഥാൻ്റെ പ്രശ്നം എന്താണ്? പാകിസ്ഥാൻ്റെ പ്രശ്നം പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി. പാകിസ്ഥാനിൽ എന്താണ്? രാഷ്ട്രീയ അസ്ഥിരത, പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റിയാണ് പാകിസ്ഥാനിലെ മെയിൻ ഒരു പ്രശ്നമായിട്ടുള്ളത്. ലാസ്റ്റ് ഫൈനൽ കഴിഞ്ഞു. ലാസ്റ്റ് സ്ലൈഡ്. HD റാങ്കിൽ മുന്നിൽ ആരാ? ചൈന. അത് ചൈന തൂക്കി.
ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്, മനുഷ്യന്മാരെ ഏറ്റവും നല്ല രീതിയിൽ നടക്കുന്നതും പോകുന്നതും എഡ്യൂക്കേഷനും ഹെൽത്തും ഒക്കെ കിട്ടുന്ന ആർക്കാണ്? ചൈനക്കാണെന്ന് പറയുന്നത്. ലൈഫ് എക്സ്പെക്റ്റൻസി, അതും ചൈനക്കാണ് കൂടുതൽ. ഏറ്റവും കൂടുതൽ ലൈഫ് എക്സ്പെക്റ്റൻസി ഉള്ളത് എവിടെയാണ്? ചൈനയിലാണ്. 72 വയസ്സ് വരെ ചൈനയിലെ ആൾക്കാർ ജീവിക്കുന്ന പറയുന്നത് ശരാശരി. ലിറ്ററസി റേറ്റ് എവിടെയാണ്? ചൈനയിലാണ് കേട്ടോ കൂടുതൽ. ഏറ്റവും കൂടുതൽ ലിറ്ററസി ഉള്ളതും എവിടെയാണ്? അതും ചൈനയിലാണ്. പോവേർട്ടി കൂടുതൽ എവിടെയാണ്? സാഡ്, അത് ഇന്ത്യയിലാണ്. പോവർട്ടി ഏറ്റവും കൂടുതൽ എവിടെയാണ്? അത് ഇന്ത്യയിലാണ്. ശിശു മരണ നിരക്ക് കൂടുതൽ അതെവിടെയാണ്? പാകിസ്ഥാനിലാണ്. കുട്ടികൾ ഏറ്റവും കൂടുതൽ മരിക്കുന്നത് പാകിസ്ഥാനിലാണ്. ഇനി ഏറ്റവും നല്ല സാനിറ്റേഷൻ ഉള്ളത് അതെവിടെയാണ്? അത് പാകിസ്ഥാനാണ്. ഇംപ്രൂവ്ഡ് സാനിറ്റേഷൻ ഉള്ളത് അത് പാകിസ്ഥാനിലാണെന്ന് മനസ്സിലാക്കാം. ആക്സസ് നല്ല ഡ്രിങ്കിങ് വാട്ടർ കിട്ടുന്നതും എവിടെയാണ്? പാകിസ്ഥാനിലാണ്. പോപ്പുലേഷൻ അണ്ടർ ന്യൂട്രീഷൻ അതെവിടെയാണ് കൂടുതൽ? ഇന്ത്യയിലാണ് കേട്ടോ. അതായത് നല്ല പോഷകാഹാരം കിട്ടാത്തത് ഏറ്റവും കൂടുതൽ എവിടെയാണ്? അത് ഇന്ത്യയിലാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതൊക്കെ ചേഞ്ച് ചെയ്യാം, റീചേഞ്ച് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് കണക്ക് പ്രകാരമുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക? പഠിക്കുക. ഇവിടുന്ന് നിങ്ങൾക്കൊരു ഷുവർ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. മിക്കവാറും ഇന്ത്യ, ചൈന, പാകിസ്ഥാൻ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കാം, അല്ലെങ്കിൽ ചൈന മാത്രം ചോദിക്കാം. അത് ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ചാപ്റ്ററിൽ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും പ്രതീക്ഷിക്കാം. ഒന്നെങ്കിൽ ഇന്ത്യയും ചൈനയും പാകിസ്ഥാനും കമ്പാരിസൺ, നിങ്ങൾക്ക് ഒരുപാട് കമ്പാരിസൺ പോയിന്റ്സ് ഉണ്ട്, ഏത് വേണമെങ്കിലും എഴുതാം. അല്ലെങ്കിൽ ചൈന മാത്രം ചോദിക്കാം, ചൈന മാത്രം എടുത്ത് ചോദിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ എന്താണ്, മൊത്തത്തിൽ സെറ്റല്ലേ? ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നോൺ സ്റ്റോപ്പായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നോൺ സ്റ്റോപ്പായിട്ട് പറഞ്ഞിട്ട് നിങ്ങൾ പഠിക്കുക, പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും വീണ്ടും പഠിക്കുക, സെറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്, എന്നാൽ പോലും നമ്മൾ അത്രയും സ്ട്രെയിൻ ചെയ്തിട്ടാണ് വന്ന് ഇവിടെ ക്ലാസ് എടുക്കുന്നത്. നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, നിങ്ങൾ കോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ക്ലാസ്സുകൾ വീണ്ടും വീണ്ടും ഇരുന്ന് കഴിക്കുകയല്ല, കാണുക. ഓക്കെ, സാർ കഴിഞ്ഞു കേട്ടോ, ക്ലാസ് കഴിഞ്ഞ് ഞാനും പോവാണ്, എനിക്കിനി വീട്ടിലേക്ക് പോകണം. ഓക്കെ, ഫുഡൊക്കെ കഴിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഷുവർ ക്വസ്റ്റ്യൻ്റെ ക്ലാസ്സിൽ വരണം. ഇതെല്ലാം പഠിച്ചിട്ട് വേണം ഷുവർ ക്വസ്റ്റ്യൻ്റെ ക്ലാസ്സിലേക്ക് വരാൻ വേണ്ടിയിട്ട്, എന്നാലേ ഷുവർ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അതിൽ നമ്മൾ സ്റ്റാറ്റിയും ഇന്ത്യൻ എക്കോണമി മിക്സ് ചെയ്തിട്ടാണ് എടുക്കുക. അതിൽ കാൽക്കുലേറ്ററും കാര്യങ്ങളെല്ലാം വേണം. അപ്പോൾ ഗുഡ് നൈറ്റ്, എല്ലാവർക്കും ഗുഡ് നൈറ്റ്. അടിപൊളിയായിട്ട് പഠിക്കുക, സെറ്റായിട്ട് പഠിക്കുക, നല്ല പോസിറ്റീവ് മൈൻഡിലെ കാര്യങ്ങൾ എടുക്കുക. മാർക്ക് കുറഞ്ഞാലും കൂടിയാലും നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളിൽ വിശ്വസിക്കുക. ഒരുപാട് ദൂരം നമുക്ക് മുന്നോട്ട് പോകാനുണ്ട്. പോസിറ്റീവായിട്ടിരിക്കുക, ഭയങ്കര പോസിറ്റീവായിട്ടിരിക്കുക. നിങ്ങൾ ഒന്നിനെയും കുറിച്ച് നിങ്ങൾ പേടിക്കേണ്ട. ഓക്കെ, ഹാപ്പി ആയിട്ടിരിക്കുക, ഒരിക്കലും ടെൻസ്ഡ് ആവണ്ട. നിങ്ങൾ കൂളായിട്ട് നല്ല അടിപൊളിയായിട്ട് നിങ്ങൾ എക്സാംസ് കാര്യങ്ങളൊക്കെ അപ്രോച്ച് ചെയ്യുക. ഓക്കെ, നമ്മൾ നിങ്ങളെ കൂടെയുണ്ട്, നിങ്ങളും ഞങ്ങളെ കൂടെ ഉണ്ടാവണം. നമ്മൾ എന്ത് ചെയ്യണം? അടിപൊളിയായിട്ട് പോകും. ഓക്കെ, ബൈ ബൈ, ഗുഡ് നൈറ്റ് കേട്ടോ. ഓക്കെ, ശരി കേട്ടോ. ഓക്കെ, ഗുഡ് നൈറ്റ്.